ഫാമിലി നമുക്ക് ചെറിയൊരു നെറ്റിൻ്റെ ഇഷ്യൂ വന്ന് അതുകൊണ്ടാണ് കുറച്ച് നേരം വൈകിയത്. ഒരു 7 മിനിറ്റിൻ്റെ അടുത്ത് നമ്മൾ ലേറ്റായി. ഐ എം റിയലി സോറി. നിങ്ങൾ 7 മിനിറ്റോളം വന്ന് കാത്തിരിക്കുന്നുണ്ടായിരുന്നു, ഞാനത് കാണുന്നുണ്ട്. പക്ഷേ നെറ്റ് കംപ്ലീറ്റ് പോയി എനിക്ക് ഈ പേജ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി, ലൈവ് ഒന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അതുകൊണ്ടാണ് അപ്പോൾ വന്ന് കാത്തിരുന്ന് മുഷിഞ്ഞവർക്ക് എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ സോറി പറയുകയാണ്. നമുക്ക് നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് സെറ്റ് ആക്കണ്ടേ? റെഡി ആണോ? നിങ്ങൾ പഠിച്ച് റെഡി ആണോ? ഒന്ന് പറഞ്ഞേടാ. എത്ര പേര് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടെന്നുള്ള ഒന്ന് പറഞ്ഞേ. നിങ്ങളിൽ പലരും ഇന്ന് ഇന്ത്യയുടെ മാച്ച് കാണാൻ വേണ്ടി പോയോ? പോവാനൊക്കെ ചാൻസ് ഉണ്ടല്ലേ. പക്ഷെ പോവാതെ ഇവിടെ എന്നെ കാണാൻ വന്നിട്ടുള്ള എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. കാരണം നമുക്ക് ഇന്ത്യയുടെ മാച്ച് എന്ന് പറയുമ്പോൾ ഇനിയും വരും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കാണാം. ഇപ്പം കാണുന്ന ആ ഒരു കിട്ടുന്നൊരു സാധനം കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വീണ്ടും ഇരുന്ന് കാണാവുന്നതേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു. പക്ഷെ നമ്മുടെ എക്സാം ഇനി വരില്ല, അത് ലാസ്റ്റാണ്. അപ്പോൾ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാനായിട്ട്. ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ? അതുകൂടെ ഒന്ന് പറയണേ. എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് പറയണേ. ഇതിങ്ങനെ ക്യാമറ ഉണ്ടായിട്ട് സെറ്റ് റെഡി. യെസ്, കാണാനും കേൾക്കാനും പറ്റുന്നുണ്ട്. നമ്മുടെ എന്താ റൊമാരിയോ ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആളാണ് ഇവിടുത്തെ താരം. ആൾ വന്നോന്നാണ് പലരും അന്വേഷിക്കുക, ആദ്യം വന്നോ എന്നുള്ളത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് മുതൽ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വരെ 11 ചാപ്റ്റേഴ്സും നല്ല കിടിലനായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ഇന്ന് ഷോർട്ട് നോട്ടിലൂടെ പഠിക്കാൻ വേണ്ടി പോകണം. എക്സാം സമയത്ത് നിങ്ങളിൽ പലരും ചോദിക്കണ കാര്യമാണ്, പക്ഷെ ഭയങ്കര ഷോർട്ടാക്കി പറയും, ഭയങ്കര ഷോർട്ടാക്കി പറയും, ഭയങ്കര ഷോർട്ടാക്കി പറയും എന്നുള്ളത്. ഭയങ്കര ഷോർട്ടാക്കിയിട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് മാത്രമല്ലാതെ ടേബിൾസ് കൂടെ എക്സ്ട്രാ ആയിട്ട് ടേബിൾസ് കൂടെ തരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ടേബിൾ വെച്ച് പഠിക്കുമ്പോഴുള്ള കാര്യം എന്താണെന്ന് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ള ടേബിൾ എന്ന് പറയുന്നത് ഓക്കെ ഇതാ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ലെവൽസ് ഓഫ് മാനേജ്മെന്റിനെ കമ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ടേബിൾ. ഈ ലേബിൾ 3 ലെവൽസിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതുപോലെ ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തില്ല, ഇത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത സാധനമാണ്. അപ്പോൾ ഇതുപോലെ ടേബിൾസ് ആക്കി നമ്മൾ ഇല്ലാത്ത ചാപ്റ്റേഴ്സിൽ ഇല്ലാത്ത ടേബിൾസ് വരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോണത്. ക്ലിയർ അല്ലേ? സെറ്റാണോ? എന്തോ പറയുന്നുണ്ടല്ലോ, എനിക്ക് ഒന്നും മനസ്സിലായില്ല. ലൈറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ക്ലിയർ അല്ലേ? കണ്ടോ, മാനേജ്മെൻറ്റിൻ്റെ പ്രൊഫഷന് ഇതേപോലെ നമ്മൾ ടേബിൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഷോർട്ടായിട്ട് പറയും, എന്നിട്ട് ടേബിൾ കൂടെ വെച്ചിട്ട് ഒന്നുകൂടെ സെറ്റാക്കും. ഇനി ഈ ടേബിൾ മാത്രം മതി എന്നാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിതിൻ്റെ റീൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ടേബിൾ മാത്രം വെച്ച് പഠിക്കാണ്ട് ആ ടേബിളിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ടേബിളിൽ നിന്ന് കമൻറ്റ് ചെയ്താൽ കിട്ടും. ഓക്കെ, ആ റീലിൽ പോയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇനി ആ ടേബിൾ മാത്രം വേണം എന്നുള്ളവരാണെങ്കിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് തുടങ്ങാം. സെറ്റ്. അപ്പോൾ അങ്ങനെയാണ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. അല്ലെ, മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സാധനം വേണം ബിസിനസിൻ്റെ അകത്ത്, അല്ലെ എന്താണ് ഈ മാനേജ്മെന്റ് എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ അധികം നേരം വൈകാതെ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ വാട്ട് ഈസ് മാനേജ്മെന്റ് എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മാനേജ്മെന്റ് ഇസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. അല്ലേ, അപ്പോൾ മറ്റുള്ളവരെ കൊണ്ട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പണിയെടുപ്പിക്കുന്നതിനാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയാം. അപ്പോൾ ബിസിനസിൻ്റെ അകത്തും അങ്ങനെ തന്നെയാണല്ലോ. ഒരു ബിസിനസ്സുകാരൻ അയാൾക്ക് ലാഭം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ആ ബിസിനസ്സിൽ അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളിലൂടെയാണ് അയാൾ ലാഭം ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? കറക്റ്റായിട്ട് ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കണം. വെറുതെ പണിയെടുപ്പിച്ചാൽ പോരാ, കറക്റ്റായാൽ മാത്രം പോരാ. അവരുടെ ഓരോരുത്തരുടെയും 100% ഇട്ടുകൊണ്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചാലേ അവർക്ക് എന്ത് നടക്കുകയുള്ളൂ? ബിസിനസ്സിൻ്റെ അകത്ത് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. ക്ലിയർ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറയും. ക്ലിയർ അല്ലേ? ഇനി ഹൈലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെന്റിന്റെ കോൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെന്റ് എന്താണെന്നാണ് പറയുന്നത്? മാനേജ്മെന്റ് ഒരു പ്രോസസ് ആണെന്ന് പറയുന്നത്. പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു സീരീസ് ഓഫ് ഫംഗ്ഷൻസ് നടക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആ സീരീസ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്. ഈ ഫംഗ്ഷൻസ് നടക്കുന്നതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എന്താണ്? ഒരു പ്രോസസ്സാണ്. പിന്നെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എഫക്റ്റീവ്നെസ് ഉണ്ടാവണം. അതായത് ടാസ്കുകൾ കറക്റ്റായിട്ട് ചെയ്യണം അല്ലേ. ഡൂയിങ് ദ റൈറ്റ്, ശരിയായ കാര്യങ്ങളായിരിക്കണം ബിസിനസ്സിൽ എപ്പോഴും ചെയ്യേണ്ടത്. ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കരുത് ബിസിനസ്സിൽ. നമ്മൾ എന്തെങ്കിലും ടാസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ഗോളിലേക്ക്
എത്തുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കണം അല്ലേ. പിന്നെ അതേപോലെ തന്നെ എങ്ങനെയാണ് എഫിഷ്യൻസി ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഡൂയിങ് ദ ടാസ്ക് കറക്റ്റ്ലി വിത്ത് മിനിമം കോസ്റ്റ് അല്ലേ. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ടാസ്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് നമ്മുടെ റിസോഴ്സസിനെ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതായിരിക്കണം. ക്ലിയർ? സെറ്റ് അല്ലേ? ഇനി എഫിഷ്യൻസിനെയും ഇഫക്റ്റീവ്നെസ്സിനെയും കമ്പയർ ചെയ്ത് നോക്കണം. ഇതൊന്ന് നോക്കി വെച്ചോ, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ബേസിസ് നോക്കിക്കഴിഞ്ഞാൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അവിടെ ഗോൾസ് വിത്ത് മിനിമം റിസോഴ്സസ് ആണ് അല്ലേ. ഇനി എഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ ഗോൾ അല്ലേ, നമുക്ക് ടാസ്ക് കറക്റ്റ് ചെയ്താൽ മതി, പറഞ്ഞ സമയത്തിനുള്ള സാധനം ചെയ്ത് തീരുന്നതിന് മാത്രമാണ് നമ്മൾ എന്ന് പറയുക എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഔട്ട്കമ്മിനെയാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ്നെസ്സിൽ അല്ലേ. ആ ടാസ്ക് ചെയ്യുന്നു അല്ലെ. നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര ഇതിനുള്ളിൽ ഇത്രാം തീയതിക്കുള്ളിൽ ഇത്രയെങ്കിലും എന്താണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യും എന്ന് പറയുന്നു. ആ ടൈമിൽ തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നു. ഓക്കെ, ആ ഔട്ട്കമ്മിനെ മാത്രമാണ് എഫക്റ്റീവ്നെസ്സിൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്തത് അല്ലെ. അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാക്കിയോ, ഒത്തിരി റിസോഴ്സസ് ചിലവാക്കിയോ എന്നൊക്കെ നോക്കണം അല്ലേ. അപ്പോൾ ആ ടാസ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്ത വഴി, ആ പ്രോസസ്സിനെയാണ് എഫിഷ്യൻസിയിൽ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ റിസോഴ്സസിനെ ഒപ്റ്റിമൈസ് ചെയ്യുക അല്ലേ, ഒപ്റ്റിമം ആയിട്ട് എന്താ ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഇനി ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഗോൾ ഓറിയന്റഡ് ഫംഗ്ഷൻ ആണ്. അറിയാലോ, മാനേജ്മെന്റ് എപ്പോഴും ഒരു ലക്ഷ്യത്തിലേക്ക് ഊന്നിക്കൊണ്ടുള്ള ഫംഗ്ഷൻ ആണ് അല്ലേ. പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗോൾസ് കിട്ടാൻ. പിന്നെ പ്രസന്റ് എവ്രിവെയർ ആണ്, അതായത് പെർവസീവ് ആണ്. എല്ലാ ലെവൽസുകളിലും മാനേജ്മെന്റ് ഉണ്ടായിരിക്കും, എല്ലാ ആക്ടിവിറ്റീസിലും മാനേജ്മെന്റ് ഉണ്ടായിരിക്കും, എല്ലാ ഓർഗനൈസേഷൻസിലും മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവിടെ എന്തുണ്ടായിരിക്കും, മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. പിന്നെ മൾട്ടി ഡയമെൻഷനിലാണ്. ഡയമെൻഷനൽ എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, വർക്കിനെ മാനേജ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് വർക്ക്, പിന്നെ അതുപോലെ തന്നെ വർക്കേഴ്സ്, പിന്നെ ഓപ്പറേഷൻസ്, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യണം അല്ലേ. അപ്പം മൾട്ടി ഡയമെൻഷനിലാണ്. വെറുതെ ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതല്ല, ആൾക്കാരെയും അവർ ചെയ്യുന്ന വർക്കിനെയും അവർ ചെയ്യുന്ന ഓപ്പറേഷൻസിനെയും മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. ഇപ്പോൾ മാനേജേഴ്സ് മാറിയാലും മാനേജേഴ്സ് ചെയ്യേണ്ട ഫംഗ്ഷനിൽ മാറ്റമില്ല. ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്, ഒരുമിച്ച് ചെയ്യുന്നതാണ് അല്ലേ. പിന്നെ ഡൈനാമിക് ഫംഗ്ഷൻ ആണ്, അതായത് കൺസിസ്റ്റൻ്റ് അല്ല, മാറ്റങ്ങൾ വരും. ബിസിനസ് എൻവയോൺമെൻറ്റ് അല്ലേ, ബിസിനസ് എൻവയോൺമെൻറ്റിൽ മാറ്റം വരുന്നതിനനുസരിച്ച് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസിൽ നമ്മൾ മാറ്റം വരുത്തും. പിന്നെ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്, അതായത് നമുക്ക് ഫീൽ ചെയ്യാനേ വേണ്ടി പറ്റുള്ളൂ അല്ലേ. ഇനി മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിലേക്ക് പോയി കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് 3 കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനിലായിട്ട് അതിനെന്ത് ചെയ്യുക, ആ മാനേജ്മെൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത് ഓർഗനൈസേഷനിൽ സർവൈവ് ചെയ്യിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അത് കൂടാതെ ആ സർവൈവ് ചെയ്യുന്നതിൻ്റെ കൂടെ പ്രോഫിറ്റ് കൂടെ ഉണ്ടാക്കുക. പിന്നെ ഈ പ്രോഫിറ്റ് വെച്ച് ഗ്രോ ചെയ്യുക. അതാണ് ഒരു ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ പേഴ്സണൽ ഒബ്ജക്റ്റീവ് ആണ്. പേഴ്സണൽ എന്ന് പറയുന്നത് വർക്കേഴ്സിൻ്റെയും കൂടെയാണ് അല്ലേ, വർക്കേഴ്സിൻ്റെയും ഓർഗനൈസേഷൻ്റെയും കൂടെ. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിനെ രണ്ടും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതാണ് അല്ലേ. അവിടെയുള്ള ഓരോ വർക്കേഴ്സിനും നമ്മൾ എന്ത് കൊടുക്കണം, അവരെ കൂടെ അവരുടെ മാനേജറിയൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ സോഷ്യൽ എന്ന് പറയുന്ന സൊസൈറ്റിക്കാണ് അല്ലേ, ഫെയർ പ്രൈസിൽ കൊടുക്കുക, അതേപോലെ തന്നെ ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുക, പിന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുക, ടാക്സ് പേ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡൊണേഷൻസ് കൊടുക്കുക അല്ലേ, എന്തെങ്കിലും അമ്യൂണിറ്റീസിലൊക്കെ സോഷ്യൽ അമ്യൂണിറ്റീസിലൊക്കെ ഡൊണേഷൻ കൊടുക്കുക. ഇതൊക്കെയാണ് അതെന്ന് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് നോക്കിക്കോ. ഇമ്പോർട്ടൻസ് ആണ്, ഇതാണ് ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ അല്ലേ. ഇതെന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, സെറ്റ്. ക്ലിയർ, സെറ്റ് അല്ല. അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്, എന്തുകൊണ്ട് മാനേജ്മെന്റ് വേണം ബിസിനസ്സിൻ്റെ അകത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ 10 പേര് പണിയെടുക്കുന്നുണ്ടെങ്കിൽ 10 പേരും 10 രീതിയിലായിരിക്കും. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ഒരു യൂണിറ്റിയിൽ കൊണ്ടുവരണമെങ്കിൽ അവിടെ മാനേജ്മെന്റ് വേണം അല്ലേ. ഗിവ്സ് ഡയറക്ഷൻ ടു ഇൻഡിവിജ്വൽ എഫേർട്സ്, ഹെൽപ്സ് അച്ചീവിങ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അല്ലേ. അപ്പോൾ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഇൻഡിവിജ്വൽസിനും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ. പിന്നെ ക്രിയേറ്റിംഗ് ഡൈനാമിക് എൻവയോൺമെന്റ് അല്ലേ, അതായത് നമ്മുടെ എന്താണ് എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിനനുസരിച്ചിട്ട് എന്താണ് ചേഞ്ചസ് മാനേജ്മെന്റ് അകത്ത് കൊണ്ടുവരാനും
അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? മാനേജ്മെൻറ്റ് എന്താ ട്യൂഷനോ? മനസ്സിലായില്ല, എനിക്കത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല കേട്ടോ. സെറ്റ്. പിന്നെ എഫിഷ്യൻസി കൂട്ടല്ലേ. എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ? കോസ്റ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടുക അല്ലേ. പ്രൊഡക്ഷൻ കൂട്ടുന്നതാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ ഉള്ളത്. ഇനി ഡെവലപ്പിംഗ് സൊസൈറ്റി അല്ലേ. നമ്മൾ സൊസൈറ്റിക്ക് എന്താണ്? ക്വാളിറ്റി സർവീസും പ്രോഡക്ട്സും കൊടുക്കുന്നു. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു. അതേപോലെ തന്നെ എന്താണ്? ഗവൺമെൻറ് ടാക്സ് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ സൊസൈറ്റിക്കും ലാഭമുണ്ട്. 5 എണ്ണമാണ് വരുന്ന 5 എണ്ണം. പിന്നെ പേഴ്സണൽ ഗോൾ അല്ലേ. പേഴ്സണൽ ഗോൾ എന്ന് പറയുമ്പോൾ വർക്കേഴ്സിൻ്റെയാണ്. ഓക്കെ, വർക്കേഴ്സിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. മോട്ടിവേറ്റ്സ് ആൻഡ് ലീഡ് ടീം മെമ്പേഴ്സ് ഹെൽപ്സ് ഇൻഡിവിജ്വൽ അച്ചീവിങ് പേഴ്സണൽ ഗോൾ. ഫോസ്റ്റർ ടീം സ്പിരിറ്റ് ആൻഡ് കോർപ്പറേഷൻ അല്ലേ. ടീമിൻ്റെ ഇടയിൽ ഒരു കോർപ്പറേഷനും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് നേച്ചറാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും. അതായത് ജസ്റ്റിഫൈ ചെയ്യൂ നിങ്ങളുടെ ആൻസർ. മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണ്, ജസ്റ്റിഫൈ ചെയ്യൂ. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷൻ അല്ല എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പ്രൊഫഷൻ ആണെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്, പ്രൊഫഷണൽ അസോസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, വിത്ത് കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ടായിരിക്കും, റെസ്ട്രിക്റ്റഡ് എൻട്രി ആണ് അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ടേബിൾ വെച്ച് പഠിക്കാം. ഓക്കെ, ടേബിൾ വെച്ച് നോക്കാം അല്ലേ. ഓക്കെ, ഈ ടേബിളിലൂടെ നമുക്ക് നോക്കാം അല്ലേ. ഇപ്പം മാനേജ്മെൻറ്റ് പ്രൊഫഷനാണ്, ആർട്ടാണ്, സയൻസ് ആണ് എന്ന് പറയുന്നു. മീനിങ് നോക്കിക്കഴിഞ്ഞാൽ ആർട്ട് എന്ന് പറയുമ്പോൾ അവിടെ മാനേജ്മെൻറ്റ് ഒരു ആർട്ടാന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ പേഴ്സണൽ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽ അല്ലേ. മാനേജ്മെൻറ്റ് ഒരു ആർട്ട് എന്ന് പറയുമ്പോൾ ആർട്ട് ഫോമിലൊക്കെ ഒരു പേഴ്സണലൈസ്ഡ് നോളജും സ്കില്ലും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിൽ എന്താണ്? പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് വരുന്നത് അല്ല. ഓരോ മാനേജേഴ്സും അവരുടെ രീതിയിലാണ് ഡീൽ ചെയ്യുന്നത്. ഇനി നമ്മൾ മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണെന്ന് പറയുമ്പോൾ അവിടെ ഒരു സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളേജ് ഉണ്ടാവും അല്ലേ. അല്ല, ഒരു ബേസ്ഡ് ഓൺ ട്രൂത്താണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ബിസിനസ്സിൻ്റെ അകത്തും എന്തുണ്ട്? അവിടെ എന്തുണ്ട്? ഒരു സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്? അതൊരു യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ടായിരിക്കില്ല. പക്ഷെ ആ ട്രൂത്തിനെന്ന് പറയുന്നത് സ്ഥലങ്ങൾ റീജിയൻ മാറുന്നതിനനുസരിച്ച് ബിസിനസ്സിൻ്റെ അകത്തുള്ള എന്ത് മാറ്റങ്ങൾ വരും. പക്ഷെ നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള ട്രൂത്ത് അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിലൊന്നും മാറ്റം വരില്ല അല്ല. അത് എവിടെ ചെന്നാലും ഒരേപോലെ ആയിരിക്കും. ഇനി മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൻ ഒക്യുപ്പേഷൻ ബാക്ക്ഡ് ബൈ സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് ട്രെയിനിങ് ആണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. പക്ഷെ മാനേജ്മെൻറ്റ് അങ്ങനെയൊന്നും അല്ല. ഇനി ബേസിക് ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഒരു ആർട്ട് ആകുമ്പോൾ അവിടെ എന്തുണ്ടാവും? എക്സിസ്റ്റൻസ് ഓഫ് തിയറിറ്റിക്കൽ നോളജ് ആൻഡ് പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനി ഇവിടെ അതേപോലെ തന്നെ നമ്മൾ എന്തിലും വരുന്നുണ്ട്? മാനേജ്മെൻറ്റിലും വരുന്നുണ്ട്. തിയറികൾ പഠിക്കുന്നുണ്ട് അല്ലേ. മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നില്ലേ? നിങ്ങളൊക്കെ ഭാവിയിലെ മാനേജേഴ്സാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൻ്റെതായ രീതിയിലുള്ള പേഴ്സണൽ ആപ്ലിക്കേഷനും കൊടുക്കുന്നുണ്ട് അല്ലേ. ക്ലിയർ. ഇനി മാനേജ്മെൻറ്റ് സയൻസ് ആണെന്ന് പറയുമ്പോൾ അവിടുത്തെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സയൻസ് എന്ന് പറയുമ്പോൾ എക്സ്പെരിമെൻറ്റേഷൻ്റെയും യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ടായിരിക്കും അല്ലേ. അതായത് നമ്മുടെ മാനേജ്മെൻറ്റിലും പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണ്? എക്സ്പെരിമെൻറ്റേഷൻസിൻ്റെയും ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ ഒരു സാധനം ഇവിടെ ആപ്റ്റാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണ്. പക്ഷെ ചേരാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസിന് യൂണിവേഴ്സൽ വാലിഡിറ്റി ഇല്ല. അത് നടന്ന് ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. ആളുകളെ, സ്ഥലങ്ങളെ, അവിടുത്തെ ബിസിനസ്സിൻ്റെ സമ്പ്രദായങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ക്ലിയർ അല്ലേ? സെറ്റ്. ഇനി നമ്മൾ പ്രൊഫഷൻ ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രൊഫഷനിൽ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ആൻഡ് റെസ്ട്രിക്റ്റഡ് എൻട്രി ആണ്. പക്ഷെ മാനേജ്മെൻറ്റിൽ അങ്ങനെ എന്തില്ല? നമ്മൾ ഇന്നത് പഠിച്ചാലേ മാനേജർ ആകാൻ പറ്റൂ എന്ന് എവിടെയും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ പിന്നെ അതുപോലത്തെ റെസ്ട്രിക്റ്റഡ് എൻട്രി അല്ല. റെസ്ട്രിക്റ്റഡ് എൻട്രി എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് നോളജും സ്കില്ലുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പ്രൊഫഷൻ. പക്ഷെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ന കോഴ്സ് പഠിച്ചവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് എൻട്രി എന്തല്ല? റെസ്ട്രിക്റ്റഡ് അല്ല. ഏത് കോഴ്സ് എടുത്തവർക്കും വരാം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിലേറ്റിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഹൈലി ക്രിയേറ്റീവ് ഇൻവോൾവ്സ് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് ടു ഇംപ്രൂവ് ആണ് അല്ലേ. അപ്പോൾ ആർട്ട് ഫോംസിലൊക്കെ എങ്ങനെയുണ്ട്? അവിടെ എന്ത് വരുന്നുണ്ട്? കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസും ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റിയും ആർട്ട് ഫോംസിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് വരുന്നുണ്ട്? നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ അകത്തും എന്തുണ്ട്? അവരും കോൺസ്റ്റൻ്റ് ആയിട്ട് ആളുകളോട് സംസാരിച്ച് എന്താണ് അവിടെ ഒരു പ്രാക്ടീസ് സംഭവിക്കുന്നുണ്ട്. അവരുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ട് അല്ലേ. ഇനി നമ്മൾ സയൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്രിയേറ്റിവിറ്റി ഇല്ല. അവിടെ ഫാക്റ്റ്, ലോജിക്ക്, ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മുടെ ഊഹങ്ങൾക്കും ചിന്തകൾക്കും ഒന്നും അവിടെ സ്ഥാനമില്ല. അവിടെ എന്താണ്? അവിടെ ഫാക്റ്റ് സത്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് അനുസരിച്ചാണ് മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല അല്ലേ. മാനേജ്മെൻറ്റിൻ്റെ അകത്ത് അങ്ങനെയല്ലല്ലോ.
ഇനി മാനേജ് ആസ് എ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഫോക്കസ് ഓൺ പ്രൊവൈഡിങ് സ്പെഷ്യലൈസ്ഡ് സർവീസ് ടു സൊസൈറ്റിയാണ്. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സൊസൈറ്റിക്ക് സർവീസ് മോട്ടീവും കൂടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ മാനേജ്മെന്റ് അങ്ങനെ ചെയ്യുന്നില്ല. ഇനി വാലിഡിറ്റിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആർട്ട് ഫോം എന്ന് പറയുമ്പോൾ, മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്ന് പറയുമ്പോൾ ഇതിന്റെ റിസൾട്ട് വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ അല്ലേ. നമ്മുടേത് എങ്ങനെയാണ്, വാലിഡിറ്റി നോക്കുമ്പോൾ ആളുകളിൽ മാറ്റം വരും. പക്ഷെ സയൻസിൽ എന്താണ്, പ്രിൻസിപ്പിൾസ് ആർ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ അല്ലേ. സയൻസിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ്. പക്ഷെ നമ്മുടെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ അത് വേരി ചെയ്യും, ആളുകൾക്കനുസരിച്ച് വേരി ചെയ്യുന്ന ഒന്നാണ്. ഇനി പ്രൊഫഷൻ ആണെങ്കിൽ ഫോർമൽ എഡ്യൂക്കേഷൻ ഡിഗ്രി ഓർ ലൈസൻസ് വെച്ചിട്ടാണ് നമ്മുടെ പ്രൊഫഷൻ മുന്നോട്ട് പോകുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. മാനേജ്മെൻറ്റിൽ അങ്ങനത്തെ ഫോർമൽ ഡിഗ്രിയോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഗൈഡ് ലൈൻസ് ഒന്നും വെച്ചിട്ടല്ല നമ്മൾ പോകുന്നത് അല്ലേ. ഇനി എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, എത്തിക്കൽ കോഡ് നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ അകത്ത് ഇവിടെ ഒരു ആർട്ട് ഫോം എന്ന് പറയുമ്പോൾ അവിടെ ഒരു എത്തിക്കൽ കോഡ് ഇല്ല. സയൻസിൻ്റെ അകത്ത് എന്നില്ല, സയൻറ്റിഫിക് ലോ മാത്രമേ ഉള്ളൂ. അവിടെ ഇന്ന ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നില്ല. പക്ഷേ പ്രൊഫഷൻ്റെ അകത്ത് എങ്ങനെയുണ്ട്, സ്ട്രിക്റ്റ് കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. പിന്നെ കറൻറ്റ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ആക്സെപ്റ്റഡ് ആസ് എൻ ആർട്ട് അല്ലേ. നമുക്ക് എങ്ങനെ പറയാം, മാനേജ്മെൻറ്റ് മൊത്തത്തിൽ ഒരു ആർട്ട് ഫോം ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇനി സയൻസിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ കൺസിഡർ ആസ് ആൻ ഇൻഎക്സാക്ട് സയൻസ് ആണ് അല്ലേ, ഒരു പ്യോർ സയൻസ് അല്ല. ഇൻഎക്സാക്ട് സയൻസ്, സോഷ്യൽ സയൻസ്, ബിഹേവിയറൽ സയൻസ് ഒക്കെയാണ്. ക്ലിയർ അല്ലേ. മാനേജ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻ ദ പ്രോസസ് ഓഫ് ബിക്കമിങ് എ ഫുൾ പ്രൊഫഷൻ. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പ്രൊഫഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും എന്ത് വരുന്നത്, ഇപ്പോൾ MBA പോലുള്ള കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേജർ ആവാനൊക്കെ ഉള്ള ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്താണ് മുൻഗണന കിട്ടുന്നുണ്ട് അല്ലേ. ഇപ്പം ഇങ്ങനെ മെല്ലെ മെല്ലെ ഒരു പ്രൊഫഷൻ പോലെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ മാനേജേഴ്സായിട്ട് ഇപ്പോൾ ഒരു കമ്പനി റിക്രൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, മാനേജിങ് പൊസിഷനിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ MBA ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് നോക്കും. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ. അപ്പോൾ മാനേജ്മെൻറ്റ് പ്രൊഫഷൻ ആണോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തത്. ക്ലിയർ ആണോ, ക്ലിയർ ആണോ? അത് ഇത്രയും കാര്യങ്ങളാണല്ലേ നമ്മൾ പറഞ്ഞത്. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേടാ, മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെയാണ് നമുക്ക് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലേക്ക് പോവാം. ക്ലിയർ ആണോ? ഞാൻ ഈ പറഞ്ഞ പോയിന്റ് എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേടാ. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലേക്ക് പോവാം. അതായത് ദ ഹൈറാർക്കി ഓഫ് മാനേജ്മെൻറ്റ് പൊസിഷൻ ഫ്രം ടോപ്പ് ടു ബോട്ടത്തിനെയാണ് നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് എന്താണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറാർക്കി ഓഫ് മാനേജ്മെൻറ്റ് പൊസിഷൻസ് ആണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ. അവിടെ ടോപ്പ് ഉണ്ട്, മിഡിൽ ഉണ്ട്, ലോവർ ഉണ്ട്. ടോപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ആരായിരിക്കും ഉണ്ടായിരിക്കുക, സീനിയർ മോസ്റ്റ് എക്സിക്യൂട്ടീവ് ആയിരിക്കും അല്ലേ, ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. പിന്നെ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുലേറ്റ് ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ് അല്ലേ. ഓർഗനൈസേഷൻ്റെ ഗോള് സെറ്റാക്കുക, സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്യുന്നതൊക്കെയാണ് ഇവർ ചെയ്യുക. അതേപോലെ തന്നെ എന്താണ് ഓവറോൾ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിൽ ഇവർ റെസ്പോൺസിബിൾ ആണ് മൊത്തത്തിൽ. ഇനി ബിസിനസ് വേരിയസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ബിസിനസ്സിനെ ഓർഗനൈസ് ചെയ്യുന്നത് അല്ലേ. ഇവരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓർഗനൈസിങ് ഫംഗ്ഷനിൽ ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ തിരിക്കുന്നത്. ഓക്കെ, അത് ഇവരാണ്. ക്ലിയർ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. പിന്നെ പ്രൊവൈഡ് ഡയറക്ഷൻ ആൻഡ് ലീഡർഷിപ്പ് ആസ് ആൻ ഹോൾ അല്ലേ. ഒരു ഓർഗനൈസേഷൻ മൊത്തത്തിൽ ഡയറക്ഷനും ലീഡർഷിപ്പും കൊടുക്കുന്നു. ഏറ്റവും കൂടുതൽ ഇവർ കണക്ട് ചെയ്ത് നിൽക്കുന്നത് മിഡിൽ ലെവലുകാരോടായിരിക്കും. ക്ലിയർ അല്ലേ. ഇനി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലിങ്ക് ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ലോവർ മാനേജ്മെൻ്റ് ആയിരിക്കും. ലോവറിനെ ടോപ്പിനെ ലിങ്ക് കണക്ട് ചെയ്യുന്ന ആൾ, അതായത് എംപ്ലോയീസിനെ മാനേജേഴ്സിനെ മാനേജ്മെൻറ്റിനെ കണക്ട് ചെയ്യുന്നത് ഇവരാണ് അല്ലേ. പിന്നെ ഇവരാണ് പ്ലാൻസ് ആൻഡ് സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഫോർമുലേറ്റ് ചെയ്യുന്ന ടോപ്ലിമെൻറ്റ് അതിങ്ങനെ എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇവരാണ്. ഓക്കെ, ഇനി ട്രാൻസ്മിറ്റ് ഓർഡേഴ്സ് ആൻഡ് ഇഷ്യൂ ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ അല്ലേ. ഇപ്പോൾ ഓർഡർ കാര്യങ്ങളൊക്കെ താഴേക്ക് കൊടുക്കുക, താഴത്തെ ലെവൽസുകളിലേക്ക് കൊടുക്കുന്നത് അതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി മുതൽ 9:30 മണി മുതൽ അല്ലെങ്കിൽ 9 മണിക്കൂറാണ് വർക്കിംഗ് ടൈം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവരായിരിക്കും കൊടുക്കുക. ഇനി ടേക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ വൈസ് ഡിസിഷൻസ് എടുക്കുന്ന ഇവരായിരിക്കും. അതുകൊണ്ട് തന്നെ മിഡിൽ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ് എന്നും കൂടെ പറയൂ കേട്ടോ. പിന്നെ ഗൈഡ് ആൻഡ് ഇൻസ്പയർ ലോവർ ലെവൽ മാനേജേഴ്സ്. ഇവർ ഗൈഡ് ചെയ്യുന്നതും ഇൻസ്പയർ ചെയ്യുന്നതും ലോവർ ലെവൽ മാനേജേഴ്സിനായിരിക്കും. പിന്നെ ട്രാൻസ്ഫർ ഓഫ് ഓർഡർ ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു ലോവർ ലെവലിലേക്ക് അല്ലെ അവിടുത്തെ മാനേജ്മെൻറ്റിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ഇവരായിരിക്കും. ഇനി ലോവർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോർമൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. ഇവർ ഓവർസീ വർക്ക് ഫോഴ്സ് എഫേർട്ടാണ് അല്ലേ. വർക്ക് ഫോഴ്സിൻ്റെ എഫേർട്സിനെ ഓവർസീ ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുന്നവരാണ് ഇവർ. മെയിൻറ്റെയിൻ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്
മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവരാണ് അല്ലേ, സേഫ്റ്റിയും ക്വാളിറ്റിയും ഒക്കെ നോക്കുന്നത് ഇവരാണ്. പിന്നെ ഡേ ടു ഡേ ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുന്നത് ഇവരാണ്. അതുപോലെ മെയിൻറ്റെയിൻ ക്ലോസ് കോൺടാക്ട് വിത്ത് വർക്കേഴ്സിനായിട്ട് കോൺടാക്ട്, ഡെയിലി കോൺടാക്ട്, ഫേസ് ടു ഫേസ് കോൺടാക്ട് ഒക്കെ വരുന്നത് ഇവർക്കാണ്. പിന്നെ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഇവരായിരിക്കും അല്ലേ. അപ്പോൾ പോളിസീസ് എക്സിക്യൂട്ട് ചെയ്യണത് ഇവരാണ്. ഓക്കെ, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത് മിഡിൽ ലെവല്. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് ടേബിളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അതായത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ലെവൽസ് എന്ന് പറയുന്നത് ഇതൊന്ന് പഠിച്ചു വെച്ചോ കേട്ടോ, എക്സാമ്പിൾസ് ആണ്, ഇതൊന്ന് പഠിച്ചു വെക്കണേ. ഈ എക്സാമ്പിൾസ് ടോപ്പ് ലെവലിൽ ആരൊക്കെ ഉണ്ടാവും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചെയർമാൻ, CEO ആണെങ്കിൽ മിഡിൽ ലെവലിൽ ഉണ്ടാവുക ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്, സെയിൽസ് മാനേജർ, HR മാനേജർ ഒക്കെ പറഞ്ഞിട്ട്. ലോവർ ലെവലിലാണെങ്കിൽ സൂപ്പർവൈസർ, ഫോർമാൻ, സെക്ഷൻ ഓഫീസർ ഒക്കെയാണ് അവിടെ ഉണ്ടാവുക. ഇനി ഫംഗ്ഷൻ്റെ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ലെവലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെറ്റിംഗ് ഗോൾ, ഫ്രെയിമിംഗ് പോളിസീസ് ആൻഡ് ലോങ് ടേം പ്ലാനിംഗ് ആണെങ്കിൽ മിഡിൽ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇൻ്റർപ്രറ്റിംഗ് പോളിസീസ് ആൻഡ് കോർഡിനേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റൽ ആക്ടിവിറ്റീസ് ആയിരിക്കും. ഓക്കെ, ലോവർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി ഓവർസീയിങ് വർക്കേഴ്സ് ആൻഡ് എൻഷുറിംഗ് ഡേ ടു ഡേ പ്രൊഡക്ഷൻ ആണ്. ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ലോവർ ലെവൽ മാനേജ്മെൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി അവരുടെ അക്കൗണ്ടബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് മാനേജേഴ്സ് അല്ലേ, നമ്മൾ MD അതുപോലെ തന്നെ ചെയർമാൻ ഇങ്ങനെയുള്ള ആൾക്കാർ ആരോടായിരിക്കും അക്കൗണ്ട്? അവർ ആരോടാണ് റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുക? അവർ ഓണേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിനോടാണ് അവർ ഉത്തരം പറയേണ്ടത്. മിഡിൽ ലെവൽ മാനേജേഴ്സ് ആരോടാണ്? ടോപ്പ് മാനേജ്മെൻറ്റിനോടാണ് ഉത്തരം പറയേണ്ടത്. ലോവർ ലെവൽ മിഡിൽ മാനേജ്മെൻറ്റിനോട്. ഇനി സ്കിൽസ് വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെപ്ച്വൽ സ്കിൽസ് ആൻഡ് സ്ട്രാറ്റജിക് തിങ്കിങ് ആണ് അല്ലേ. അവിടെ കുറച്ചുകൂടെ പ്ലാൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോർമുലേറ്റ് ചെയ്യുക, അങ്ങനത്തെ ലെവലുള്ള സ്കിൽസ് ആയിരിക്കും, സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവിടെ ഉണ്ട്. അതായത് അത്യാവശ്യം നല്ല മാനേജീരിയൽ സ്കില്ലുള്ള ആൾക്കാരായിരിക്കും അല്ലേ, നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ടൈപ്പ് ആൾക്കാരായിരിക്കും എവിടെ ടോപ്പ് മാനേജ്മെൻറ്റിൽ ഉണ്ടാവുക. മിഡിൽ മാനേജ്മെൻറ്റിൽ മാനേജീരിയൽ സ്കില്ലും കോർഡിനേഷൻ സ്കില്ലുള്ളവരായിരിക്കും കൂടുതലുണ്ടാവുക. ലോവർ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കൽ സ്കിൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? നേച്ചർ ഓഫ് വർക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ മാനേജേഴ്സ് എന്താ ചെയ്യുക? കോംപ്ലക്സും സ്ട്രെസ്ഫുള്ളും ആയിട്ടുള്ള വർക്കാണ് അവിടെ അല്ലേ, കാരണം അവരാണ് മൊത്തത്തിൽ എൻറ്റയർ ഓർഗനൈസേഷൻ നോക്കുന്നത്. അപ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ എവിടെയെങ്കിലും പാളിപ്പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ബിസിനസ്സിൽ അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നേച്ചർ ഓഫ് വർക്ക് മിഡിൽ ലെവലുകാർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിങ്കിങ് പിൻ ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ് ഇവരുടെ ഒരു നേച്ചർ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ അവരെവരെയും കണക്ട് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുക. ഇനി റുട്ടീൻ, ഓപ്പറേഷണൽ ആൻഡ് ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ആയിരിക്കും. ഇനി ലോവർ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്കൊരു റുട്ടീനാണ്, ഡെയിലി ബേസിൽ അവരിങ്ങനെ എന്ത് ചെയ്യുക, വർക്കേഴ്സുമായിട്ട് മീറ്റ് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ നോക്കുക, അതേപോലെ തന്നെ അവർക്ക് വേണ്ട ഓരോ ഡീറ്റെയിൽസ് കൊടുക്കുക. അങ്ങനത്തെ നേച്ചർ ഓഫ് വർക്കാണ് ലോവർ ലെവലിന്. അതോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ലെവലിൽ മാക്സിമം അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. മിഡിൽ ലെവലിന് അത്ര ഉണ്ടായിരിക്കില്ല, ലിമിറ്റഡ് അതോറിറ്റി ആയിരിക്കും. ഡിപ്പാർട്ട്മെൻറ്റ് സ്പെസിഫിക് വരുന്ന അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള അതോറിറ്റിയെ അവിടെ വരുന്നുള്ളൂ. ലോവർ ലെവലിലാണെങ്കിൽ മിനിമം അതോറിറ്റിയാണ്, കാരണം ലോവർ ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ഈ മിഡിൽ ലെവലുകാർ കൊടുക്കുന്ന ടാസ്കുകളാണ് ലോവർ മാനേജ്മെൻറ്റ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ആ ലെവലിൽ ടാസ്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തേ ഉണ്ടാവുള്ളൂ, അവർക്ക് അതോറിറ്റി ഉണ്ടായിരിക്കുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? റെഡി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് നോക്കാം. മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഒരു പ്രോസസ്സ് ആണെന്ന് പറഞ്ഞു, കാരണം സീരീസ് ഓഫ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ഫങ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ആണ്. ഓക്കെ, അതായത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് മീൻസ് ദ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് പെർഫോം ബൈ ദ മാനേജേഴ്സ്. അതിനെയാണ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. പ്ലാനിങ് എന്ന് പറയുന്നത് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണ്, വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു, എന്ത് ചെയ്യണം, അതെങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് അല്ലേ മാനേജേഴ്സ്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഗോളിലേക്ക് എത്തേണ്ടത് അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കുന്നു അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എവിടെയാണ്? പ്ലാനിങ് ഫംഗ്ഷനിലാണ്. സെറ്റ് ദ പ്രോസസ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ് അല്ലെ, ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു രൂപരേഖ നമ്മൾ തയ്യാറാക്കും അല്ലേ. പിന്നെ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്, ഫോർവേഡ് ലുക്കിംഗ് ആണ് അല്ലേ. പിന്നെന്താണ്? പ്രോസസ് ഓഫ് ഫോർവേഡ് ലുക്കിംഗ്. ഇനി ഓർഗനൈസിങ് എന്ന് പറയുന്നത് എന്താണ്? ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഒത്തിരി ആക്ഷൻസ് നമ്മൾ നോക്കിയല്ലോ, എന്തൊക്കെ ആക്ഷൻസ് ചെയ്യണം, എന്തൊക്കെ ഫങ്ഷൻസ് നമ്മൾ ചെയ്യണം ഗോളിലേക്ക് എന്നുള്ളതൊക്കെ നമ്മൾ എഴുതി ഉണ്ടാക്കിയല്ലോ. അതിന് നമ്മൾ ഓരോന്നിനെ ആദ്യം എന്തൊക്കെ ടൈപ്പാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസ് ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ് അല്ലേ. അതിന് നമ്മൾ പിന്നെ ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എസ്റ്റാബ്ലിഷസ് റിലേഷൻഷിപ്പ് എമംഗ് മെമ്പേഴ്സ് അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനൊക്കെ ആൾക്കാരെ നിയമിക്കണമല്ലോ. അപ്പോൾ ഇതിന് വേണ്ട ആൾക്കാരെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഈ ഓർഗനൈസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലാണ് എന്ത് സംഭവിക്കുന്നത്? ജോബ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെ? ജോബ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ഓർഗനൈസിങ് ഫംഗ്ഷനിലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുന്നു, അല്ലെ? ഫ്രെയിംവർക്ക്, പ്രൊവൈഡ് ഫ്രെയിംവർക്ക് ടു മെമ്പേഴ്സ് ടു അച്ചീവ് ഗോൾസ്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആരാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളതൊക്കെയാണ് ഇവർ പറയുന്നത്. ക്ലിയർ? ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഏത് ഓരോ ചാപ്റ്റേഴ്സിലെ ഞാൻ കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അതായത് ചാപ്റ്റർ കഴിഞ്ഞിട്ട് പറയാം. ഇനി സ്റ്റാഫിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്? പ്രൊക്യൂർ സ്യൂട്ടബിൾ പേഴ്സൺ ഫോർ വേരിയസ് ജോബാണ്, അല്ലേ? ഓരോരുത്തരെ നമ്മൾ ജോലിയിലേക്ക് എടുക്കുന്നതാണ്. നമുക്ക് ഒത്തിരി ജോലികളുണ്ട്, അതിന് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ട ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ നോക്കേണ്ടത്. പറഞ്ഞു തരാം, ടെൻഷൻ ആവണ്ട കേട്ടോ, പറഞ്ഞു തരാം. ക്ലിയർ? ഇതെന്താണ്? കോൺസെൻട്രേറ്റ് വിത്ത് ഹ്യൂമൻ റിസോഴ്സുമായിട്ടാണ് ഇവർ കൂടുതൽ ഈ ഒരു ഫംഗ്ഷൻ വരുന്നത്, അല്ലേ? പിന്നെ അതുപോലെ റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കുറച്ച് ഫംഗ്ഷൻസിലൂടെയാണ് നമ്മൾ സ്റ്റാഫിങ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തെടുത്തു, ഇനി അവർക്ക് എന്ത് വേണം? അവരെ വർക്കിലേക്ക് കൊണ്ടുപോകണം, അല്ലേ? അപ്പോൾ ഹെൽപ്സ് ടു ആക്സിലറേറ്റ് വർക്കേഴ്സ് വർക്കിംഗ് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്, അല്ലേ? അവരുടെ ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ടൈമിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യിക്കണം അവരെ കൊണ്ട്. എഫക്റ്റീവ്നെസ് ഉണ്ടായിരിക്കണം, അതേപോലെ അവരുടെ എഫിഷ്യൻസി, അല്ലേ? ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ഏറ്റവും ക്വാളിറ്റി നിറഞ്ഞ രീതിയിലായിരിക്കണം അവർ പ്രോസസ്സ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഗൈഡ് ആൻഡ് സൂപ്പർവൈസ് ദ സബോർഡിനേറ്റ്സിനെ ഗൈഡ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. ഇപ്പോൾ ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവും? സൂപ്പർവിഷൻ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ, ഇത്രയും കാര്യങ്ങളുണ്ടാവും. ഇനി കൺട്രോളിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാനിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫംഗ്ഷനാണ്. ഇവിടെ എന്താണ്? ഗോൾ ഓറിയൻറ്റഡ് ഫംഗ്ഷനാണ്, പെർഫോംഡ് ഇൻ ഓൾ ലെവൽസ് ആണ്. ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്, എൻഷുർ ദാറ്റ് ദ ആക്ടിവിറ്റീസ് ആൻഡ് യൂസ് ഓഫ് റിസോഴ്സസ് ആർ കംപ്ലൈൻ വിത്ത് ദ പ്ലാൻസ്. പ്ലാന് പ്രകാരമല്ലേ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എൻഷുർ ചെയ്യുന്നത് പ്ലാനിങ്ങിലാണ്. പ്ലാനിങ്ങിലെ കൺട്രോളിങ്ങിലാണ്. ഓക്കെ, അവിടെ എന്താണ്? പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാനിനനുസരിച്ച് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും, അല്ലേ? അതായത് മിനിമം ഇത്രയെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. അതിനുശേഷം ഇപ്പം നടക്കുന്ന പെർഫോമൻസ് നോക്കും, പിന്നെ അതിനെ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കും. നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് കമ്പയർ ചെയ്യും, എന്നിട്ട് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ ഇഫ് എനി ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷനാണ്, അതിനനുസരിച്ച് കറക്ഷൻ എടുക്കും. ക്ലിയർ അല്ല? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫങ്ഷൻസ്, 5 ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ആറാമത്തതായിട്ടല്ലേ, 6th ഫങ്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പക്ഷേ മെയിനായിട്ട് നമ്മൾ എന്താണ്? എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. മാനേജ്മെൻറ്റ് എസെൻസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, എല്ലാത്തിനെയും കൂട്ടി അണക്കുന്ന ഒരു ബൈൻഡിങ് ഫോഴ്സാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കോർഡിനേഷൻ? കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റിംഗ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഫങ്ഷൻസ്, അല്ലേ? ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അവർ ചെയ്യുന്ന ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്. ഇതിനെല്ലാം ഒരുമിച്ച് ഒരേ ലൈനിലേക്ക് കൊണ്ടുവരികയാണ് ആര് ചെയ്യുന്നത്? കോർഡിനേഷൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അലൈനിങ് ഇൻഡിവിജ്വൽ ആൻഡ് ടീം എഫേർട്സ് വിത്ത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിന് ചേരുന്ന രീതിയിലേക്ക് എന്ത് കൊണ്ടുവരിക? ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും എഫേർട്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? അതായത് സ്മൂത്തായിട്ട് ഇൻഫോർമേഷനും റിസോഴ്സസും ആക്ടിവിറ്റീസും ഒക്കെ പോകുന്നുണ്ട് എന്ന് എൻഷ്യൂർ ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇതിലൂടെ കോർഡിനേഷനിലൂടെ എന്ത് ചെയ്യുന്നു? റിസോൾവിങ് കോൺഫ്ലിക്ട്സ്, അല്ലേ? കോൺഫ്ലിക്ട്സ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ, ടീംസിൽ നടക്കുന്ന അടിപിടി, ഇതിനെയൊക്കെ സ്മൂത്തായിട്ട് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു സൗണ്ട് ഓർഗനൈസേഷൻ കൊണ്ടുവരുന്നു, അല്ലേ? ഇനി ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഇൻ്റഗ്രേറ്റ് ഗ്രൂപ്പ് എഫേർട്സ് ആണ്. ഗ്രൂപ്പ് എഫേർട്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് കോർഡിനേഷൻ. യൂണിറ്റി ഓഫ് ആക്ഷൻ എൻഷ്യൂർ ചെയ്യുന്നു. പിന്നെ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഓൾ പെർവസീവ് ആണല്ലോ, അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും എന്തുണ്ട്? കോർഡിനേഷൻ എന്ന് പറഞ്ഞ സാധനം ചെയ്യണം. റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്, അല്ലേ? ഒരു മാനേജ്മെൻറ്റ് പൊസിഷനിൽ, ഒരു മാനേജർ പൊസിഷനിലിരിക്കുന്ന ഒരാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അയാളുടെ ഉത്തരവാദിത്വമാണ്, കടമയാണ് എന്തെന്ന് പറയുന്നത്? കോർഡിനേഷൻ കൊണ്ടുവരിക. അയാൾ പറയുന്ന കാര്യങ്ങളും അയാൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന വർക്കും ഒക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് എന്ത് ചെയ്യണം? ഡെലിബറേറ്റ് ആയിട്ട് നോക്കണം, മനഃപൂർവ്വമായിട്ടല്ലേ? എന്താണെങ്കിലും പറഞ്ഞ പോലെ തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നതെന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് എൻഷ്യൂർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ, അല്ലേ, സൈസ് കൂടുമ്പോൾ, ഒരു ബിസിനസ്സിൻ്റെ സൈസ് കൂടുമ്പോൾ അവിടെ എന്ത് വേണം?
കോർഡിനേഷൻ നിർബന്ധമാണ് അല്ലേ. അത് ഇൻറ്റഗ്രേറ്റ്സ് എഫേർട്സ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്സ് ആൻഡ് ഗോൾസ് അല്ലേ. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ഗോൾസ് ഒക്കെ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് ബിസിനസ്സിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ബിസിനസ്സിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ഇതിനെല്ലാം ഇൻറ്റഗ്രേറ്റ് ഓർഗനൈസേഷൻ ഗോളായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പോകണമെങ്കിൽ അവിടെ എന്ത് വേണം? തീർച്ചയായിട്ടും കോർഡിനേഷൻ വേണം. ക്ലിയർ അല്ലേ? ഇനി ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ കിട്ടുന്നു അല്ലേ. ലിങ്ക് ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ടു അച്ചീവ് കോമൺ ഓർഗനൈസേഷൻ ഗോൾ അല്ലേ. കോമൺ ഓർഗനൈസേഷൻ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താണ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിൻ്റെ ഇടയിൽ അവർ രണ്ടുപേരെയും തമ്മിൽ അല്ലേ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ ഒരുമിച്ച് പോയാൽ മാത്രമേ അവിടെ നല്ല രീതിയിലേക്കുള്ള കച്ചവടം അല്ലെങ്കിൽ ഇൻകം ബിസിനസ്സിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം കണക്ട് ചെയ്ത് പോകുന്ന എന്താണ്? ലിങ്കാണ്. പിന്നെ സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരുന്നു, കാരണം റെക്കൺസൈൽസ് ഡിഫറൻസസ് ഇൻ അപ്രോച്ച്, ഇൻട്രസ്റ്റ് ഓർ ഒപ്പീനിയൻ എമംഗ് സ്പെഷ്യലിസ്റ്റ് അല്ലേ. പിന്നെ അതേപോലെ തന്നെ പരസ്പരം എന്താണ് പല പല വിരുദ്ധതകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനെല്ലാം കൂടെ എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് സ്പെഷ്യലൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആര്? കോർഡിനേഷൻ. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ, അവിടെ സംശയങ്ങളുടെ ആവശ്യമില്ലല്ലോ, സംശയങ്ങളൊന്നുമില്ലല്ലോ. കറക്റ്റ് അല്ലേ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേടാ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയോ. ആദ്യത്തെ ചാപ്റ്റർ എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ, ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞേ. നിങ്ങൾ ഫയർ ഇമോജി ഇട്ടാൽ മതി കേട്ടോ, ഫയർ ഇമോജി മാത്രം ഇട്ട് തന്നാൽ മതി, വേറൊന്നും വേണ്ട. ഓക്കെ, പെട്ടെന്ന് ഇട്ട് തന്നോളൂ. ഓക്കെ, ക്ലിയർ, സെറ്റ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് പോവാം അല്ലേ. ബിസിനസ് എൻവയൺമെൻറ്റിലേക്കാണ് നമ്മളിനി പോകാൻ വേണ്ടി പോകുന്നത്. ബിസിനസ് എൻവയൺമെൻറ്റ് അല്ലേ. എന്താണ് ബിസിനസ് എൻവയൺമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബിസിനസ്സിന് ചുറ്റുമുള്ള കുറേ ഫാക്ടേഴ്സ്, ഇൻഡിവിജ്വൽസ് അല്ലേ, ഔട്ട് ഓഫ് കൺട്രോൾ, ബിസിനസ്സിൻ്റെ ഔട്ട് ഓഫ് കൺട്രോൾ കിടക്കുന്നവരാണ് ഇവരെല്ലാം. പക്ഷെ ഇവർക്കെല്ലാം ബിസിനസ്സിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? എഫക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സിനെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ എന്തെന്ന് പറയും? ബിസിനസ് എൻവയൺമെൻറ്റ് എന്ന് പറയും. ഇറ്റ് മീൻസ് ദ sum total of individuals, institutions and other factors and forces which are outside the control of business but may affect its performance അല്ലേ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബിസിനസ് എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഡെഫിനിഷൻ എവിടെയും ചോദിച്ചിട്ടില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. നിങ്ങൾ അത്ര ഭാഗ്യമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കും, അല്ലാതെ ഇതുവരെ ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്നും ചോദിച്ചില്ല. ക്ലിയർ? നിങ്ങൾ അത്രയും ഭാഗ്യമുള്ളവരാവല്ലേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്ക് നല്ല 8ൻ്റെ പണിയാണ് കിട്ടിയത്. അങ്ങനെ പേടിക്കാതെ പോയാൽ മതി. ക്ലിയർ? ഭയം വേണ്ട, ജാഗ്രത മതി. ഓക്കെ, ഇനി ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടാലിറ്റി ഓഫ് ഈ എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ് അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞ എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെ എല്ലാം എന്താണ്? ടോട്ടാലിറ്റി ആണ്. ക്ലിയർ അല്ലേ? എടാ ബാക്കി ഞാനിങ്ങനെ സൂം ചെയ്ത് വെച്ചതുകൊണ്ടാണ് കേട്ടോ, നിങ്ങൾക്ക് അവിടെ ഇവിടെയും കട്ടാകുന്ന പോലെ ഞാനതിങ്ങനെ ബാക്കി ഇങ്ങനെ മാറ്റി സ്ക്രോൾ ചെയ്ത് കാണിക്കും. ഓക്കെ, സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സസ് ഉണ്ട് അല്ലേ. പിന്നെ ഇതിൻ്റെ അകത്തുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ എന്തുണ്ട്? സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സസ് ഉണ്ട്. ഓക്കെ, സ്പെസിഫിക് ഫോഴ്സസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അതിൻ്റെ ഇൻവെസ്റ്റേഴ്സ്, ഡയറക്റ്റ് ഫാക്ടേഴ്സ് എന്ന് പറയും അല്ലേ. ഇൻവെസ്റ്റേഴ്സ്, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ് ഒക്കെയാണ്. ഓക്കെ, ഇനി ഇൻഡയറക്റ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത് ജനറൽ ഫോഴ്സസ് ആണ്. അത് സോഷ്യൽ, പൊളിറ്റിക്കൽ, ലീഗൽ, ടെക്നോളജിക്കൽ കണ്ടീഷൻസ് ഒക്കെയാണ്. ക്ലിയർ അല്ലേ? ഒരു ബിസിനസ്സിൻ്റെ സ്പെസിഫിക് ഫോഴ്സസ് എന്ന് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ നേച്ചറും അതിൻ്റെ സൈസൊക്കെ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എല്ലാ ബിസിനസ്സിൻ്റെയും സ്പെസിഫിക് ഫോഴ്സസ് ഒന്നല്ല. എല്ലാ ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റേഴ്സൊക്കെ ഒരാളാണോ? അല്ല, സെപ്പറേറ്റ് ആണ്. പക്ഷേ ഇൻഡയറക്റ്റ് ഫാക്ടേഴ്സ് അല്ലേ, ജനറൽ ഫോഴ്സസ് എല്ലാ ബിസിനസ്സിനും ഒന്ന് തന്നെയാണ്. ക്ലിയർ അല്ലേ? ഇനി റിലേറ്റഡ്നെസ് ആണ് അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പരസ്പരം കണക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അതായത് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് എഫക്ട് വർക്ക് എംപ്ലോയ്മെൻറ്റ് അല്ലേ. നല്ല രീതിയിൽ ടെക്നോളജി ഇങ്ങനെ കുതിച്ചു വരുമ്പോൾ അവിടെ ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ട് ഇനി മുതൽ ബിസിനസ്സുകൾ മാറിക്കഴിഞ്ഞാൽ ലേബർ ഇൻറ്റൻസീവ് എന്നുള്ളത് എടുത്ത് കളയും. അപ്പോൾ ഒത്തിരി പേർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നിൽ വന്ന മാറ്റം മറ്റേതിലേക്ക് എഫക്റ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി ഡൈനാമിക് ആണ്, കാരണം ഓൾവേസ് ചേഞ്ചിങ് ആണ്. പിന്നെ അൺസർട്ടനിറ്റി ആണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കോംപ്ലക്സ് ആണ് അല്ലെ, കോംപ്ലക്സ് ഫിനോമിനൻ ആണ്. എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതിൻ്റെത് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ മൊത്തത്തിൽ പഠിക്കാൻ നമുക്ക് ഈസി ആയിരിക്കും. പക്ഷെ ഓരോന്നോരോന്നെടുത്ത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ക്ലിയർ അല്ലേ?
പിന്നെ റിലേറ്റിവിറ്റി അല്ലേ, റീജിയണിനനുസരിച്ച് എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ? ചേഞ്ച് ചെയ്യണ ഒന്നാണ് എന്തെന്ന് പറഞ്ഞാൽ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞത്. ഇനി ബിസിനസ് എൻവയോൺമെൻറ്റ് എന്തുകൊണ്ട് നമ്മൾ ഒരു ബിസിനസ്സുകാർ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് എൻവയോൺമെൻറ്റ്സിന് മെയിനായിട്ട് ആരാണ്? ടോപ്പ് മാനേജ്മെൻറ്റ് എന്തുകൊണ്ട് ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പഠിച്ചാൽ മാത്രമേ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലിയർ? പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിൽ എന്തൊക്കെ ഡിമാൻഡ്സ് ഉണ്ട്, എവിടെയൊക്കെ ഏതൊക്കെ ടൈപ്പ് പ്രോഡക്ട്സ് കൊടുത്താൽ അല്ലേ, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഡിമാൻഡ് ആൾക്കാർക്ക് വേണ്ടതെന്നൊക്കെ കണ്ടെത്താൻ വേണ്ടി പെട്ടെന്ന് പറ്റും അല്ലേ. അപ്പോൾ അതനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം? പോളിസി കാര്യങ്ങൾ ചെയ്യാം. ക്ലിയർ? പിന്നെ അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് മാത്രമല്ല, ത്രെറ്റ്സ്, സിഗ്നൽസ്, വാർണിംഗ് സിഗ്നൽസ് കിട്ടും അല്ലേ. ഇപ്പോൾ ഒരു പുതിയ കോമ്പറ്റീഷൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനി മുതൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഇറക്കിയാൽ ചിലവാവില്ല, അങ്ങനെയുള്ള സിഗ്നൽസ്, വാർണിങ്സ്, ത്രെറ്റ്സ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ. പിന്നെ യൂസ്ഫുൾ റിസോഴ്സസിനെ ടാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീനറീസ്, അതേപോലെ തന്നെ ഫിനാൻസ് സോഴ്സസ് ഏതൊക്കെയാണ് ഏറ്റവും ചീപ്പായിട്ട് ഇപ്പോൾ ഏതാണ് എന്നുള്ള രീതിയിൽ, അതേപോലെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ്, ഇതിനൊക്കെ നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? പിന്നെയാണ് കോപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ്, മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് പോകാൻ വേണ്ടി പറ്റും അല്ലേ. അതായത് ഇപ്പോൾ കണ്ടിട്ടില്ലേ, ഓരോ ബിസിനസ്സുകാരും ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് അവരുടെ പ്രൊഡക്റ്റിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഫോൺ, ഈ ഫോണിൻ്റെ അകത്ത് ഇതിപ്പോൾ ഐഫോൺ 15 ആണ്, 15 ആണത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ന് പറയുമ്പോൾ പണ്ട് എന്താണോ 14, 13, 12 എന്നൊക്കെ പറഞ്ഞു വന്നില്ലേ, ഇതിങ്ങനെ പിന്നെ 15 Pro എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ കോപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ കമ്പനി, ഓരോ ബിസിനസ്സുകാരും ഇങ്ങനെ പുതിയ പുതിയ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതെന്ന് പറയുന്നത് പ്ലാനിങ്ങും പോളിസി ഫോർമുലേഷനും അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ നമ്മൾ എൻവയോൺമെൻറ്റിനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്? പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചെയ്യണം. ക്ലിയർ അല്ലേ? ഇനി എൻവയോൺമെൻറ്റൽ സ്കാനിങ്. എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറയുന്നത് നമ്മൾ ടോപ്പ് മാനേജ്മെൻറ്റ് ബിസിനസ്സിനെ സ്കാൻ ചെയ്യണം, മോണിറ്റർ ചെയ്യണം തന്നെയാണ് പറയുന്നത് അല്ലേ. അതായത് മോണിറ്ററിങ് ദ എൻവയോൺമെൻറ്റ് ഓഫ് ഈച്ച് ഓർഗനൈസേഷൻ, ഐഡൻറ്റിഫൈയിങ് ദ കൺസ്ട്രെയിൻസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, അതിനെയാണ് നമ്മൾ മോണിറ്ററിങ് എന്ന് പറയും, എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ് എന്ന് പറയുന്നത്, സ്കാനിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ സ്കാൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ഡിഫറെൻറ്റ് ഈവൻസിൻ്റെ, ഇഷ്യൂസിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി പറ്റും. എങ്ങനെ അത് ഇമ്പാക്റ്റ്, എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് സമൂഹത്തിൽ ഉണ്ടാക്കിയെന്നുള്ളത്. പിന്നെ മാനേജ്മെൻറ്റ് ക്യാൻ സെറ്റ് സ്ട്രാറ്റജിക് പ്രോസസ് ആൻഡ് പോളിസീസ് അല്ലേ. അപ്പോൾ പോളിസീസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനിയാണ് നിങ്ങളോട് എന്തെന്ന് ചോദിക്കുന്നത്, ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഇവിടെ നിങ്ങൾ മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ആൾക്കാർ ഇതാണല്ലേ. എന്താണ് എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്നുള്ളത് നമുക്കിതിനെ കമ്പയർ ചെയ്ത് ടേബിളായിട്ട് പഠിക്കാം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ എളുപ്പത്തിൽ പഠിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ, ഒത്തിരി ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഓക്കെ അല്ലേ. അതായത് എക്കണോമിക് എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. മീനിങ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ എക്കണോമി ആൻഡ് ബൈയിങ് പവർ ഓഫ് കൺസ്യൂമേഴ്സിനെയാണ് നമ്മൾ എന്ന് പറയുക എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഫാക്ടേഴ്സ് അഫക്ട് ദ എക്കണോമിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയാം. ഉദാഹരണത്തിന് ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ്, ചേഞ്ചസ് ഇൻ ഡിസ്പോസിബിൾ ഇൻകം, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് അല്ലെങ്കിൽ വാല്യൂസ് ആൻഡ് ബിലീഫ്സ് ഓഫ് ദ സൊസൈറ്റിനെയാണ് സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ലൈഫ് എക്സ്പെക്ടൻസി, ലിറ്ററസി റേറ്റ്, ഷിഫ്റ്റ് ഇൻ ഫുഡ് ഹാബിറ്റ്. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തത് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സസ് റിലേറ്റഡ് ടു സയൻറ്റിഫിക് ഇംപ്രൂവ്മെൻ്റ് ആണ് അല്ലേ. സയൻറ്റിഫിക് ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്നോവേഷൻസിനാണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കിക്കണം. ഈ എക്സാമ്പിൾസ് എല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. എന്തുകൊണ്ട് പഠിച്ചു വെക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കും. ക്ലാസിഫൈ ചെയ്യാനൊക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ, പണി കിട്ടും അല്ലെങ്കിൽ. ഓക്കെ, പിന്നെ പൊളിറ്റിക്കൽ എൻവയോൺമെൻ്റ് ആണ്. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പവേഴ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ബിസിനസ്സിനെയാണ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അതെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, പീസ് ആൻഡ് സ്പെസിഫിക് ഐഡിയോളജി ഓഫ് ദ ഇലക്റ്റഡ് ഗവൺമെൻറ് അല്ലെങ്കിൽ റൂളിംഗ് പാർട്ടിയുടെയൊക്കെ എന്താണ് അവരുടെയൊക്കെ ഐഡിയോളജി, അവർ ബിസിനസ്സിനെ വളർത്തുന്നവരാണോ അല്ലെങ്കിൽ തളർത്തുന്നവരാണോ എന്നൊക്കെ ഉള്ളത് അല്ലേ. പിന്നെ ലീഗൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ലോസ്, ലെജിസ്ലേഷൻ, കോർട്ട് ജഡ്ജ്മെൻറ്റിനൊക്കെയാണ് ലീഗൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുക. കമ്പനീസ് ആക്ട് പ്രകാരമൊക്കെ അല്ലേ നമ്മളൊരു കമ്പനി ഫോം ചെയ്യണത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഫണ്ട് റേസ് ചെയ്യണതൊക്കെ ഇങ്ങനെയാണ് കമ്പനീസ് ആക്ടിലും സെബി ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ നോക്കില്ലേ. ഇതൊക്കെ ലീഗൽ കൺസ്ട്രെയിൻസ് ലീഗൽ എൻവയോൺമെൻറ്റിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഇതൊക്കെ എന്താണ്? ലീഗൽ എൻവയോൺമെൻറ്റിൽ വരുന്നതാണ്. ക്ലിയർ അല്ലേ?
സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ആളാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലിബറലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ 1991 എക്കണോമിക് റിഫോം അല്ലേ? ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമായിട്ടാണ് LPG എന്ന് പറഞ്ഞ സാധനം വന്നത്. അതായത് എന്താണ് LPG? LPG അല്ല, ലിബറലൈസേഷൻ. LPGയിൽ ലിബറലൈസേഷൻ എന്ന് പറയുന്നത് ലിബറേറ്റിംഗ് ദ എക്കണോമി ഫ്രം ദ ലെജിസ്ലേഷൻ ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ നിയമങ്ങളെയും റെസ്ട്രിക്ഷൻസിനെയും എടുത്തു കളയുക, അല്ലെങ്കിൽ അത് മിനിമൈസ് ചെയ്യുക. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് അതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്, മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് മെയിനായിട്ട് essay ക്വസ്റ്റ്യൻ വരില്ല. പിന്നെ ആദ്യത്തെ ചാപ്റ്ററിൽ essay ക്വസ്റ്റ്യൻ പറയാൻ ഞാൻ മറന്നുപോയി. നിങ്ങൾ എന്താ എന്നോട് ചോദിക്കാൻ? പിന്നെ ആദ്യത്തെ ചാപ്റ്ററിൽ ജസ്റ്റ് ഞാനൊന്ന് പറയാം. ആദ്യത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിലെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ്. എന്താണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്? ഇതിൻ്റെ ഫംഗ്ഷൻസ് ചോദിക്കും. പിന്നെ ചോദിക്കുന്നതാണ് കൂടിപ്പോയാൽ ഇമ്പോർട്ടൻസ് ചോദിക്കും. സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അത് 5 മാർക്കിനോ 4 മാർക്കിനോ മാക്സിമം വരുള്ളൂ. പിന്നെ വരാൻ ചാൻസ് ഉള്ള ഒന്നെന്ന് പറയുന്നത് കോർഡിനേഷൻ്റെ ആണ് കേട്ടോ. കോർഡിനേഷൻ്റെ ഒന്ന് ജസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ക്ലിയർ? ഇത്രയാണ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് LPG ഒക്കെ ഒരൊറ്റ തവണയെ 4 മാർക്കിന് ചോദിച്ചിട്ടുള്ളൂ. ക്ലിയർ? അപ്പം ലിബറലൈസേഷൻ ഓക്കെ, വായിക്കുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ട്. ലിബറലൈസേഷൻ അങ്ങനെയാണ് വായിക്കുക. ഓക്കെ, ലിബറലൈസേഷൻ പുട്ട് ആൻ എൻഡ് ടു ലൈസൻസ് പെർമിറ്റ് ക്വാട്ട രാജ് അല്ലേ? പണ്ട് ലൈസൻസ് പെർമിറ്റ് ക്വാട്ട രാജ് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. കാരണം ഏതിനും നമുക്ക് ലൈസൻസ് എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് ലീഗലി കുറേ ഭയങ്കര പ്രൊസീജിയറൽ ഡിലേ വരുന്ന പരിപാടിയാണ് അല്ലേ? ചൊറപ്പരിപാടിയാന്ന് പറയില്ലേ, വള്ളി കേസാന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. ഓക്കെ, ഇനി ഫ്രീഡം ഇൻ ഡിസൈഡിങ് ദ സ്കെയിൽ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി അല്ലേ? അപ്പം ലിബറലൈസേഷനിലൂടെ എന്താണ് ചെയ്തത്? അവർക്ക് ഒന്നെന്ന് പറഞ്ഞാൽ ലൈസൻസ് പെർമിറ്റ് ക്വാട്ട രാജ് എൻഡ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ എംപ്ലോയീസ് അല്ല, ബിസിനസ്സുകാർക്ക് സ്കെയിൽ ഓഫ് ആക്ടിവിറ്റി അല്ലെ, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ ഫിക്സ് ചെയ്യാനുള്ള അവകാശം കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ റിമൂവ്ഡ് റെസ്ട്രിക്ഷൻ ഓൺ ദ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് അല്ല, പണ്ട് ഇമ്പോർട്ട് ചെയ്യാൻ എക്സ്പോർട്ട് ചെയ്യാനൊക്കെ വിലക്കുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞു. ക്ലിയർ? പിന്നെ അതേപോലെ തന്നെ എന്താണ്, പ്രൈസ് അവർക്ക് ഫിക്സ് ചെയ്യാന്നുള്ള ലെവലിലായി. ഓക്കെ, ബിസിനസ്സുകാർക്ക്. പിന്നെ അതുപോലെ തന്നെ ടാക്സ് റേറ്റ് റെഡ്യൂസ് ചെയ്തു. പിന്നെ ഓൾ അൺനെസസറി കൺട്രോൾ എടുത്ത് കളഞ്ഞു. പിന്നെ അതേപോലെ തന്നെ എന്താണ്, സിംപ്ലിഫിക്കേഷൻ ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് ഇമ്പോർട്ട് എക്സ്പോർട്ട് സിംപ്ലിഫൈ ചെയ്ത്. അതിൻ്റെ പണ്ട് ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ കാണുന്ന 17 എണ്ണമൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവുമല്ലോ. 17 എണ്ണമാണ് എക്സ്പോർട്ടിൽ വരുന്നത്, 10 എണ്ണമാണ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അട്രാക്ട് ഫോറിൻ ക്യാപിറ്റൽ അല്ലെ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബിസിനസ്സിലേക്ക് അല്ലെ നമ്മുടെ രാജ്യത്തേക്ക് വിളിച്ചു. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ലൈസൻസിങ് ആൻഡ് പെർമിറ്റ് ഹാവ് ബീൻ റീപ്ലേസ്ഡ് ബൈ ബോർഡ് ഗൈഡ്ലൈൻസ് അല്ലേ? അപ്പം നമുക്ക് എല്ലാത്തിനും പണ്ട് പെർമിറ്റും ലൈസൻസും വേണമെന്നാണെങ്കിൽ ഇപ്പോൾ എല്ലാത്തിനും അത് വേണ്ട. പക്ഷേ ഗൈഡ് ലൈൻസ് ഉണ്ടാവും, ബിസിനസ്സുകാർ ഇങ്ങനെ പ്രവർത്തിക്കണം എന്നല്ല, അതനുസരിച്ച് ചെയ്താൽ മതി. ചിലതിന് വേണ്ടി ഇപ്പോഴും ഉണ്ട്. ക്ലിയർ അല്ലേ? ഹൗ ക്യാൻ ഐ ഗെറ്റ് ദ നോട്ട്സ്? എടാ, നമ്മുടെ ലിങ്കിൽ ജോയിൻ ചെയ്താൽ മതി. ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, നേരെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് പൊക്കോളൂ കേട്ടോ. അതിലേക്ക് നോട്ട് വരും. ഇനി എന്താണ്, വാട്ട് ഇസ് പ്രൈവറ്റൈസേഷൻ? പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം അല്ലേ, ജസ്റ്റ് ഓപ്പോസിറ്റ് ടു നാഷണലൈസേഷൻ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് എയിം അറ്റ് പ്രൊവൈഡിങ് ഗ്രേറ്റർ റോൾ ടു ദ പ്രൈവറ്റ് സെക്ടർ, പ്രൈവറ്റ് സെക്ടേഴ്സിന് റോള് കൊടുക്കുക. ഓക്കെ, അതായത് റെഡ്യൂസിങ് റോൾ ഓഫ് ദ പബ്ലിക് സെക്ടർ. മറ്റേത് പണ്ട് എന്തിനും ഏതിനും പബ്ലിക് സെക്ടേഴ്സ് PSUs ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പകരം എന്തായി, ഇപ്പോൾ പ്രൈവറ്റ് സെക്ടേഴ്സിന് കുറേ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ ഗവൺമെൻറ് എൻകറേജ് പ്രൈവറ്റ് സെക്ടർ ത്രൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ PSU. കുറേ പ്രൈവറ്റ് സെക്ടേഴ്സ് ആക്കി മാറിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ഷെയർസ് ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുമ്പോൾ അതെന്താവും, പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെ ആയി മാറും. അതിന് വരെ എന്തായിരിക്കും, കുറേ സെക്ടേഴ്സിനൊക്കെ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു, ഷെയർസ് വിഡ്രോ ചെയ്തു. അങ്ങനെ ആ സമയത്ത് പ്രൈവറ്റ് സെക്ടേഴ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? പിന്നെ മൂവ്ഡ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് PSUs ഇൻ ടു പ്രൈവറ്റ് സെക്ടേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷെയർസ് ഒക്കെ കുറേ വിഡ്രോ ചെയ്തപ്പോൾ അതിലേക്ക് പ്രൈവറ്റ്
സെക്ടേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ തോതനുസരിച്ച് ഷെയർസിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അനുസരിച്ച് എന്താണ് അതിൻ്റെ ഓണർഷിപ്പും മാനേജ്മെൻറ്റും ആരുടെ കയ്യിലേക്ക് പോകും? പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെ കൈകളിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെ റിസർവേഷൻ ഓഫ് ഏരിയാസ് അലോസ് ദ പ്രൈവറ്റ് സെക്ടർ ടു എൻ്റർ ഇൻ ടു ന്യൂ ഏരിയ. പണ്ട് നമുക്ക് ഒരുവിധം കാര്യങ്ങളിലേക്കൊന്നും പ്രൈവറ്റ് സെക്ടേഴ്സിന് എൻ്റർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതൊക്കെ മാറ്റി എന്താക്കി? ഇനി മുതൽ പ്രൈവറ്റ് സെക്ടേഴ്സിനും കയറാന്നുള്ള ലെവലിലേക്കാക്കി. സൂരജ്, നീ എവിടെയായിരുന്നു? നിന്നെ ഞാൻ കണ്ടില്ലല്ലോ. ഇപ്പോഴാണ് നിന്റെ ഒരു മെസ്സേജ് കാണുന്നത്. നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? ഞാൻ കണ്ടില്ല. ഓക്കെ, ഇനി ഗ്ലോബലൈസേഷൻ ആണല്ലേ. പ്രൈവറ്റ് സെക്ടർ എന്താണെന്ന് മനസ്സിലായോ? പാട്ടൊക്കെ ഉണ്ട്, ഇന്ന് പാട്ടുണ്ട്. ഇനി ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് വേരിയസ് എക്കണോമീസ് ഓഫ് ദ വേൾഡ് leading towards the emerge of global economy. ഗ്ലോബൽ എക്കണോമി ആയിട്ട് നമ്മുടെ എക്കണോമീനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഗ്ലോബലൈസേഷനിലൂടെ എന്തൊക്കെയാണ് ഈ ഗ്ലോബലൈസേഷനിൽ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻക്രീസ് ലെവൽ ഓഫ് ഇൻട്രാക്ഷൻ ആൻഡ് ഇന്റർഡിപ്പെൻഡൻസ് എമംഗ് വേരിയസ് നേഷൻസ് അല്ലേ. പല രാജ്യങ്ങളും തമ്മിൽ എന്തായി? പൊട്ടി സമയത്തിൻ്റെ കയ്യിലങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്ത്. പല രാജ്യങ്ങൾ തമ്മിൽ എന്ത് സംഭവിച്ചു? ഇൻ്ററാക്ഷൻസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർഡിപ്പെൻഡൻറ്റും ചെയ്യാൻ തുടങ്ങി അല്ലേ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എന്തല്ല, ഈ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും എന്തല്ല, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ റിസോഴ്സസ് ഒന്നും ഈക്വൽ അല്ല, അൺഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത സാധനങ്ങൾക്ക് നമ്മൾ ശരിക്കും മറ്റ് രാജ്യങ്ങൾ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കണം. അതാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ബിസിനസ് ഒക്കെ അല്ലേ. പണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഒത്തിരി റിസോഴ്സസിന് ക്ഷാമം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ജീവിച്ചു പോകേണ്ട അവസ്ഥയായിരുന്നു. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ നാട്ടിലില്ലാത്ത സാധനങ്ങൾ പലതും ഉണ്ടല്ലേ. ഇപ്പോൾ എണ്ണ നമ്മുടെ നാട്ടിലില്ല, ഗ്യാസ്, അങ്ങനത്തെ പല സാധനങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വേറെ നാട്ടുകാരെ ഹെൽപ്പ്, അല്ലെങ്കിൽ അവരോട് ഹെൽപ്പല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് എന്ത് ചെയ്യണം? നമ്മളെപ്പോലെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് ബൈബിളിൽ പറഞ്ഞതുപോലെ നമ്മളുടെ ഇല്ലാത്തത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു, അല്ലെ നമ്മളുടെ ഉള്ളത് നമ്മൾ കുറേ അങ്ങോട്ട് കൊടുക്കുന്നു, നമ്മളുടെ ഇല്ലാത്ത അവിടെ നിന്ന് ഇങ്ങോട്ട് മേടിക്കണം അല്ലേ. അതാണ് ഇപ്പോൾ യുദ്ധം വന്നപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ എല്ലാ രാജ്യങ്ങളും കൂടെ മുകളിലോട്ട് നോക്കിയിരിക്കണത്. നമ്മൾ വിചാരിക്കും അങ്ങ് ഇറാനിലല്ലേ, അങ്ങ് ഇസ്രായേലിലല്ലേ, നമ്മൾ എന്ത് ബാധിക്കാൻ? പക്ഷെ നമ്മളെ ബാധിക്കും. നോക്കിക്കോ, നല്ല വിലക്കയറ്റം വരും. ക്ലിയർ? അപ്പം ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് എന്തെന്ന് പറയുന്നത്? രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻ്റർഡിപ്പെൻഡൻ്റ് ആവാൻ തുടങ്ങിയത്. അങ്ങനെ പോയാലേ നമുക്ക് ജീവിക്കാനും പറ്റൂ, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളെ ഇന്ത്യനെ എന്താക്കി? ഇന്ത്യൻ എക്കണോമീനെ മറ്റ് രാജ്യങ്ങളുടെ എക്കണോമിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇൻ്റഗ്രേറ്റ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ബൗണ്ടറീസ് നോ ലോങ്ങർ ആക്ട് ആസ് എ ബാരിയേഴ്സ് ഫോർ ബിസിനസ് ടു സെർവ് എ ഡിസ്റ്റന്റ് കസ്റ്റമർ അല്ലേ. ഇനി അതേപോലെ തന്നെ റീജിയൻ വൈസ് അല്ലെ ബൗണ്ടറി അല്ലെ രാജ്യത്തിൻ്റെ ജിയോഗ്രഫിക്കൽ ബൗണ്ടറി, പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ഒന്നും എന്തല്ല ഇനി വേറൊരു രാജ്യത്തെ കസ്റ്റമറിനെ ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തതാക്കി മാറ്റി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങളൊക്കെ എന്താണ് എടുത്ത് കളഞ്ഞു, ബന്ധങ്ങളല്ല അതിർത്തികൾ കളഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ റാപ്പിഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് ടെക്നോളജി ആൻഡ് ലിബറൽ ട്രേഡ് പോളിസി അഡോപ്റ്റഡ് ബൈ ഗവൺമെൻറ് മെയ്ഡ് ദിസ് റിയാലിറ്റി. അപ്പോൾ ഈ ഒരു ഗ്ലോബലൈസേഷൻ നിലവിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്തുക്കളെ എന്താണ് നമ്മുടെ ഗവൺമെൻറ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ട്രേഡ് പോളിസി, അതേപോലെ തന്നെ നമ്മൾ ടെക്നോളജി, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇതെല്ലാം എന്ത് ചെയ്തു? പുതുക്കിയല്ലേ. അവരെല്ലാം എന്ത് ചെയ്തു? പുതിയ പുതിയ രീതിയിലേക്ക് മാറ്റി. ക്ലിയർ അല്ലേ? ആഫ്റ്റർ ദ ക്ലാസ്, ബിഫോർ ദ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് നോട്ട് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? അത് ശരിയാണോ? നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാണോ ഇത്? ഓക്കെ, നോട്ട് ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും നോട്ട് കിട്ടുക. ഓക്കെ, ഇനി ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ പോളിസീസ് ബട്ട് ഗ്ലോബലൈസേഷൻ ഇസ് എ ഫാക്ട് അല്ലേ. ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു പോളിസി ആണെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഫാക്റ്റ് ആണെന്ന് പറഞ്ഞു. ഇനി LPGൻ്റെ എയിം ഒന്ന് നോക്കി വെച്ചോ, വെറുതെ എങ്കിലും നോക്കി വെച്ചോ, വേറൊന്നും കൊണ്ടല്ല. ചിലപ്പോൾ ചോദിക്കും എന്തിനാണ് LPG കൊണ്ടുവന്നത്? മോഡേണൈസിങ് കൺട്രീസ് ഇൻഡസ്ട്രിയൽ സിസ്റ്റം. നമ്മുടെ ഇൻഡസ്ട്രിയൽ സിസ്റ്റം എന്താണ്? മോഡേണൈസ് ചെയ്യാൻ വേണ്ടി. അതേപോലെ തന്നെ റിമൂവിങ് അൺപ്രൊഡക്റ്റീവ് കൺട്രോൾ, പ്രൊഡക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് എന്താണ് പ്രോഗ്രസ് ഇല്ലാത്ത കുറേ കൺട്രോളുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. ഇൻസ്പയറിങ് പ്രൈവറ്റ് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടേഴ്സിനെ എന്ത് ചെയ്തു?
നമ്മളുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്ത് വരൂ, നിങ്ങൾ കടന്നു വരൂ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യൂ, ബിസിനസ് ചെയ്യൂ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് ഇന്ത്യാസ് എക്കണോമി വിത്ത് ഗ്ലോബൽ എക്കണോമി, ഇന്ത്യൻ എക്കണോമിനെ ഗ്ലോബൽ എക്കണോമി ആയിട്ട് ചേർത്തു. കാരണം നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പണി കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഡിമോണിറ്റൈസേഷൻ ആണ്. ഇത് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നോക്കി വെച്ചോ. ഡിമോണിറ്റൈസേഷൻ എന്തായാലും നോക്കണം. Demonetization means the process of making currency unit illegal tender, meaning it can no longer be used for transaction. അതായത് നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം, ഇന്ത്യ അല്ല ഒത്തിരി ഇതുപോലെയുള്ള വലിയ വലിയ രാജ്യങ്ങൾ ഇന്ന് ഫോളോ ചെയ്യുന്ന കറൻസി സിസ്റ്റം എന്ന് പറയുന്നത് ഫിയറ്റ് കറൻസി സിസ്റ്റം ആണ്. ഓക്കെ, അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണർ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയ അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരാൾ നമ്മുടെ ഒരു നോട്ട് എടുത്തിട്ട് അതിൽ ഇങ്ങനെ സൈൻ ചെയ്തെന്ന് വിചാരിക്കുക. 10 രൂപ എന്ന് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സൈൻ അതിൽ വീണ് കഴിഞ്ഞാൽ അതിനെന്തുണ്ട്? 10 രൂപയുടെ മൂല്യം വന്നു. ആ 10 രൂപ കൊടുത്ത് നമുക്ക് ആ 10 രൂപ നോട്ട് കൊടുത്ത് 10 രൂപ മൂല്യമുള്ള എന്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു കറൻസി സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം, ഫിയറ്റ് കറൻസി സിസ്റ്റം. അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഡിമോണിറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു ഇനി മുതൽ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾക്ക് ഈ വാല്യൂ ഉണ്ടാവില്ല. ഇനി നിങ്ങൾ ഈ നോട്ട് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ ചമ്മി നിങ്ങൾക്ക് തിരിച്ചു വരാം, നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് ഒന്നും വാങ്ങിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. എടാ വിരാട്ടൊന്നും ഇല്ലല്ലോ കളിക്കാനായിട്ട്, നിങ്ങൾ എന്താ ഇപ്പോൾ വിരാട്ടിനെ പറയണ? വിരാട്ട് ഇല്ലല്ലോ കളിക്കുക. നമ്മുടെ സഞ്ജു എന്ത് ചെയ്യുന്നു? സഞ്ജുവിൻ്റെ എന്താണ് അവസ്ഥ? അതൊന്ന് വേണേൽ ജസ്റ്റ് ഒന്ന് സ്കോർ ഒന്ന് പറഞ്ഞോ. എനിക്കും അറിയാലോ, ഞാനും നിങ്ങളെപ്പോലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ആരെങ്കിലും ഇട്ടോ, അതിന് വേണ്ടി നിങ്ങൾ പോണ്ട. ഓക്കെ, ക്ലിയർ? അപ്പോൾ എന്താണ് ഈ ഒരു ലീഗലായിട്ടുള്ള ഒരു ലീഗൽ ടെൻഡർ അല്ലെ ലീഗൽ വാല്യൂ അതിൻ്റെ എന്ത് ചെയ്തു? സീസ് ചെയ്ത് കളഞ്ഞു, എടുത്തു കളഞ്ഞു. അതാണെന്ന് പറയുന്നത് ഡിമോണിറ്റൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനി എന്തുണ്ടാവില്ല? വാല്യൂ ഉണ്ടാവില്ല. ക്ലിയർ? ഡിലീറ്റഡ് അല്ല ചോദിക്കും. ഡിലീറ്റഡ് അല്ല, ഡിലീറ്റഡ് അല്ല, ഡിലീറ്റഡ് അല്ല. ക്ലിയർ അല്ലേ? വാട്ട് ഈസ് ഡിമോണിറ്റൈസേഷൻ ആണ് മകനെ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിമോണിറ്റൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് കറൻസി യൂണിറ്റ് ഇല്ലീഗൽ ടെൻഡർ ആക്കി മാറ്റുക അല്ലേ, അതിന് ലീഗൽ വാലിഡിറ്റി എടുത്തു കളയുക. മീനിങ് ഇറ്റ് ക്യാൻ നോ ലോങ്ങർ ബി യൂസ്ഡ് ഫോർ ട്രാൻസാക്ഷൻ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇനി മുതൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ട്രാൻസാക്ഷന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് വെറും എന്താണ്? 500-ൻ്റെ പേപ്പർ മാത്രമാണ്. ക്ലിയർ അല്ലേ? ഔട്ടായോടാ? ഔട്ടായോ? എത്രയും ഔട്ടായത്? ഔട്ടായല്ലേ? ഇനി ബെനഫിറ്റ്സ് ഓഫ് ഡിമോണിറ്റൈസേഷൻ. ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞു. ഓക്കെ, ടാക്സ് കംപ്ലൈൻസ് വാസ് ഇംപ്രൂവ്ഡ് ഹാസ് റിഫ്ലക്റ്റഡ് ഇൻ ദ ഹയർ ടാക്സ് GDP റേഷ്യോ അല്ലേ. അതായത് ഈ ഡിമോണിറ്റൈസേഷനിലൂടെ നമുക്ക് കിട്ടിയ ഒരു കാര്യം, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കുന്നത് കൂടി. അതുമാത്രമല്ലാതെ GDP ടാക്സ് റേഷ്യോയിൽ എന്താണ് വലിയ രീതിയിലുള്ള ഇംപ്രൂവ്മെൻറ്റ്, ഇൻക്രീസ് ഉണ്ടായി അല്ലേ. പിന്നെ മോർ പീപ്പിൾ സ്റ്റാർട്ടഡ് പേയിങ് ടാക്സ് അടയ്ക്കാൻ വേണ്ടി തുടങ്ങി. ക്ലിയർ അല്ലേ? ഇനി ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി വാസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക്. ബാങ്കിലേക്ക് എല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി? ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങി. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബാങ്ക് വഴിയെ നോട്ടുകൾ മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. 89 എടുത്തിട്ടുള്ളൂ, കുഴപ്പമില്ല, സാരമില്ല. എന്നാലും അവന് അത്രയും പ്രഷർ ഉണ്ടായിരുന്നു, പാവം ചെക്കൻ. എല്ലാവരും കൂടെ സഞ്ജു അടിക്കുന്നുണ്ട്, ആകെ അവനെ ടെൻഷനാക്കി. എന്തായാലും 89 എടുത്തല്ലോ, സന്തോഷം. ഓക്കെ, ഇനി എന്താണ്? അതായത് ബാങ്കിലേക്ക് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് എന്താണ്? UPI പേയ്മെൻറ്റ് സിസ്റ്റമാണ്. ഓൺലൈൻ കറൻസിയാണ് അല്ലേ, ഓൺലൈൻ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. ഓൺലൈനായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ എന്താണ്? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടക്കൂ. അപ്പോൾ അതിലേക്ക് മാറിയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്കാർ കയ്യിൽ പൈസ വെക്കുന്ന കുറഞ്ഞു, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ ടോട്ടൽ ഫണ്ട് അവൈലബിലിറ്റി എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അവിടെ അവൈലബിലിറ്റി കൂടിയപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടുതൽ കാശ് ലെൻഡ് ചെയ്യാൻ പറ്റും, കൂടുതൽ കടം കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. നാട്ടുകാർക്ക് കടം കൊടുക്കാൻ പറ്റും, ബാങ്കുകാർക്ക്. കാരണം അത്രമാത്രം സാമ്പത്തിക സ്ഥിതി വന്നു. വിക്കറ്റ് പോയിണ്ടോ? 219 നമ്മൾ മൊത്തത്തിൽ എടുത്തത്. എത്ര വിക്കറ്റ്? അതും കൂടെ ഒന്ന് പറയോ? ഓക്കെ, ഇറ്റ് ദസ് എനേബിൾ ബാങ്ക് ടു ലെൻഡ് മണി മോർ അല്ലേ. അതുകൊണ്ട് എന്തായി? കൂടുതൽ പൈസ കടം കൊടുക്കാൻ വേണ്ടി പറ്റി, കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ. ക്ലിയർ അല്ലേ? അവൈലബിലിറ്റി ഓഫ് ഹയർ ക്രെഡിറ്റ് ബെനിഫിറ്റഡ് ബിസിനസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കടം കിട്ടാൻ ചെറിയ പൈസയ്ക്ക് നമുക്ക്
ഇൻട്രസ്റ്റിൽ കടം കിട്ടാൻ തുടങ്ങിയപ്പോൾ എന്താണ്, ബിസിനസ്സുകാർക്കും അത് ഹെൽപ്പായി. അതേപോലെ തന്നെ എന്താണ്, എംപ്ലോയ്മെൻറ്റിന് ഒത്തിരി അല്ലേ, പുതിയ പുതിയ സംരംഭകരൊക്കെ വരാൻ തുടങ്ങി. ക്ലിയർ? സെറ്റ്? ക്ലിയർ അല്ലേ? ആക്സലറേറ്റഡ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇൻ ദ എക്കണോമി അല്ലേ. ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്ത് ചെയ്തു, ആക്സലറേറ്റ് ചെയ്തു. 4 വിക്കറ്റ് പോയി അല്ലേ. ഓക്കെ, കുഴപ്പമില്ല. എന്നാലും അത്യാവശ്യം നല്ല സ്കോർ. മറ്റവരെന്താ ചെയ്യാൻ നോക്കട്ടെ. ഇനി നമ്മൾ ബിസിനസ് എൻവയോൺമെൻ്റ് ആണ് ഇപ്പോൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗനൈസിംഗ് ആണ്. ഓർഗനൈസിംഗിലേക്ക് നമുക്ക് പോകാം. ക്ലിയർ? ഓർഗനൈസിംഗിലേക്ക് പോകാം അല്ലേ. ഓർഗനൈസിംഗിലേക്ക് പോവാം. സെറ്റ്? ഓക്കെ, റെഡി. എന്താണെങ്കിലും നമ്മൾ തന്നെ കപ്പടിക്കട്ടെ. അതേപോലെ എക്സാമിൽ നിങ്ങളും കപ്പടിക്കട്ടെ. നിങ്ങളും സഞ്ജുവിനെ പോലെ തന്നെ നന്നായി കളിക്കാൻ വേണ്ടി പറ്റട്ടെ. ഓക്കെ, എക്സാം ഉണ്ടോ? ധൈര്യമായിട്ട് പോയിരുന്ന് എഴുതടാ, പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പോയിരുന്ന് എഴുതുക. ഇത്തവണ നീ ജയിക്കും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് പോവാം. സെറ്റ്? ഓർഗനൈസിംഗ് ആണ് കേട്ടോ. എന്താണ് ഓർഗനൈസിംഗ് എന്ന് അറിയണം. നമ്മുടെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിലെ രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് മക്കളെ ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. അപ്പോൾ പ്ലാനിങ്ങിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു, സെറ്റാക്കി, ഒബ്ജക്റ്റീവ്സ് സെറ്റാക്കി വെച്ചു. അതിലേക്ക് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ക്ലിയർ ആക്കി. ക്ലിയർ അല്ലേ? അപ്പോൾ അതിനുശേഷം ആ എഴുതി വെച്ച അത്രയും കാര്യങ്ങളുണ്ടല്ലേ, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ സിമിലർ നേച്ചർ വർക്ക് വരുന്ന അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഇനി അടുത്തത് ആ ആക്ടിവിറ്റീസിനെ ഒന്ന് അറേഞ്ച് ചെയ്യണം. മീൻസ് ഓർഗനൈസ് ചെയ്യണം. മാച്ച് വെച്ച് തന്നു കഴിഞ്ഞാൽ അത് വല്ലാതെ കൂടുതലായി പോയില്ലേ, അത് ഇച്ചിരി കൂടുതലല്ലേ ചേട്ടാ. മാച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവോ? നിങ്ങൾക്ക് മറ്റന്നാൾ എക്സാം ഉള്ളതല്ലേ. മാച്ച് പിന്നെയും കാണാമല്ലോ. ഇനിയിപ്പോൾ ഞാനിവിടെ മാച്ച് കൂടെ വെച്ചുതരാം. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവും കൂടി ഉള്ളൂ. പഠിക്കാൻ നോക്ക്. ഓക്കെ, നിനക്ക് ഇവിടുന്ന് സ്കോർ കിട്ടുന്നില്ലേ, അങ്ങനെ കണ്ടാൽ മതി. ക്ലിയർ അല്ലേ? ഇനി എന്താണ് ഓർഗനൈസിംഗ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എസെൻഷ്യലി ഇംപ്ലൈസ് എ പ്രോസസ് വിച്ച് കോർഡിനേറ്റ് ഹ്യൂമൻ എഫേർട്സ്. എന്താണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്ന പ്രോസസ്? എന്താണ്? കോർഡിനേറ്റ് ഹ്യൂമൻ എഫേർട്സിനെ കോർഡിനേറ്റ് ചെയ്യുന്നു. അസംബിൾസ് റിസോഴ്സസ് അല്ലേ, റിസോഴ്സസിനെ അസംബിൾ ചെയ്യുന്നു. ഇന്റഗ്രേറ്റ് ബോത്ത് ഇൻ ടു യൂണിഫൈഡ് ഹോൾ ടു ബി യൂട്ടിലൈസ്ഡ് ഫോർ അച്ചീവിങ് സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ് അല്ലേ. അപ്പം നമ്മുടെ റിസോഴ്സസിനെയും ഹ്യൂമൻ എഫേർട്സിനെയും ഒന്നിച്ച് നിർത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഫങ്ഷൻ. നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റിസോഴ്സസിനെയും ആ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള നമ്മുടെ എന്താണ് ആളുകളുടെ ഫങ്ഷൻ, ആളുകളെയും അല്ലേ എല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് കൊണ്ടുവന്നതാണ്. ഹ്യൂമൻ എഫേർട്സിനെയും റിസോഴ്സസിനെയും ഒന്നിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഫംഗ്ഷനാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി സ്റ്റെപ്സ് ഇൻ ദ ഓർഗനൈസിംഗ് പ്രോസസ്സാണ് നമ്മൾ നോക്കേണ്ടത്. എങ്ങനെയാണ് ഓർഗനൈസിംഗ് നടക്കുന്നത്? ക്ലിയർ അല്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്കാണ് അല്ലേ. നമുക്ക് ഒത്തിരി ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാനിങ്ങിൽ സെറ്റാക്കി വെച്ചു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം അല്ലേ. ഓർഗനൈസിംഗ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈങ് ആൻഡ് ഡിവൈഡിങ് ദ വർക്ക് ഇൻ അക്കോർഡൻസ് വിത്ത് പ്രീവിയസ്ലി ഡിറ്റർമൈൻഡ് പ്ലാൻസ്. ഇറ്റ് ഹെൽപ്സ് ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ. നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരമുള്ള ആക്ടിവിറ്റീസിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യും. എന്തിന് ഗ്രൂപ്പ് ചെയ്യണം? കാരണം ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ. അത് കഴിഞ്ഞാൽ നമ്മൾ ഇവരൊക്കെ ഗ്രൂപ്പ് ചെയ്തല്ലോ, ഇനി ഇവരൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി വെക്കണം. ആഫ്റ്റർ ഐഡൻറ്റിഫൈങ് ആൻഡ് ഡിവൈഡിങ് വർക്ക്സ് ദെൻ ദോസ് വർക്ക്സ് വിച്ച് ആർ സിമിലർ ഇൻ നേച്ചർ ആർ ഗ്രൂപ്പ് ടുഗെദർ. ഇനി സിമിലർ നേച്ചർ ഉള്ളതിനെ നോക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഓരോരോ ഡിപ്പാർട്ട്മെൻ്റ് ആക്കി വെച്ചു. ക്ലിയർ അല്ലേ? എന്നിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിനൊക്കെ എന്ത് ചെയ്യണം, അവരുടെ നേച്ചർ അനുസരിച്ചുള്ള ഡ്യൂട്ടീസ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം അല്ലേ. ദ വർക്ക് മസ്റ്റ് ബി അസൈൻ ടു ദോസ് ഹു ആർ ബെസ്റ്റ് ഫിറ്റഡ് ടു പെർഫോം ഇറ്റ് വെൽ. അത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാരിലേക്ക് വേണം നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. എന്നിട്ട് ഇവർക്ക് ഒരു ഹെഡിനെ വെച്ച് കൊടുക്കണം അല്ലേ. ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആക്കി അതിലേക്ക് ആൾക്കാരെ ഇട്ടു. എന്നിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ മാനേജ് ചെയ്യാനുള്ള
ഹെഡ്, അതിൻ്റെ താഴെ വരുന്ന സബോർഡിനേറ്റ്സ് അല്ലേ. അതായത് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് നമ്മളിവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇത്രയാണ് നമ്മുടെ ഓർഗനൈസിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഓർഡർ തെറ്റിച്ച് തരും, എന്നിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയും, ഒരു 2 മാർക്കിന് ചോദിക്കും. ക്ലിയർ? ഏത്? ഇതാണ് കേട്ടോ. ഇനി നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഓർഗനൈസിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ചെയ്യണം? അതായത് ബെനിഫിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ അല്ലേ. സ്പെഷ്യലൈസേഷൻ വരുന്നു, അവിടെ ഒരു ഗ്രൂപ്പിംഗ് വരുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റലൈസേഷൻ വരും. അപ്പോൾ സിമിലർ നേച്ചർ വർക്കുള്ള ആൾക്കാരെല്ലാം ഒരു കുടക്കീഴിൽ വരും. ക്ലിയർ അല്ലേ? ത്രൂ ഓർഗനൈസിങ് the work assigned to the best fitted employee, so repetitive performance of a particular task allows a worker to gain experience. അല്ലേ, റിപ്പീറ്റഡ് ആയിട്ട് റുട്ടീൻഡ് ആയിട്ട് നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ എംപ്ലോയീസിന് എന്ത് കിട്ടുന്നു? അവിടെ സ്പെഷ്യലൈസേഷൻ കിട്ടുന്നു. ക്ലിയർ അല്ലേ? പിന്നെ ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ്. പിന്നെ എന്താണ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഇപ്പോൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തുണ്ട്? വർക്കിംഗ് റിലേഷൻഷിപ്പിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. കാരണം ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ഗെറ്റ്സ് ക്ലാരിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്പെസിഫൈ ഹൂ ഈസ് റിപ്പോർട്ടഡ് ടു ഹൂം. ആരോട് ഓർഡേഴ്സ് എടുക്കണം, ആരോട് സംസാരിക്കണം എന്നുള്ളത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്? ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. റിസോഴ്സസിന് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് പ്രോപ്പർ അസൈൻമെൻറ്റ് ഓഫ് ജോബ് അവോയ്ഡ്സ് ഓവർലാപ്പിംഗ്. നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു? ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ചെയ്തു, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തു. അവിടെ ഒരു റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പും കൊടുത്തത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ടായിരിക്കും? ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഓവർലാപ്പിംഗ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഓവർലാപ്പിംഗ് ഓഫ് വർക്ക് ആൻഡ് ഓൾസോ മേക്ക് പോസിബിൾ ദ ബെസ്റ്റ് യൂസ് ഓഫ് റിസോഴ്സസ് ലൈക്ക് മെറ്റീരിയൽ ആയിക്കോട്ടെ, മെഷീൻ ആയിക്കോട്ടെ, ഹ്യൂമൻ റിസോഴ്സ് ആയിക്കോട്ടെ, അതെല്ലാം ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ പോകുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. അതായത് പ്രൊവൈഡ് എ ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ജോബ് ആൻഡ് റിലേറ്റഡ് ഡ്യൂട്ടീസ്. ദിസ് ഹെൽപ്സ് ടു അവോയ്ഡ് കൺഫ്യൂഷൻ ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ. ഓക്കെ, എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് ഡ്യൂപ്ലിക്കേഷനോ കൺഫ്യൂഷൻസോ ഉണ്ടായിരിക്കില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇപ്പോഴും ഇന്ത്യയാണോ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ? കഴിഞ്ഞില്ല. ഇനി ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് നമ്മൾ നോക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി ഓർഗനൈസേഷൻ സ്ട്രക്ചറിലേക്കാണ് മക്കളെ നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മൾ എന്തൊക്കെ നോക്കി? അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കി. ഇനി സ്ട്രക്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് ഓർഗനൈസേഷനിലെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? ഔട്ട്കം ഓഫ് ദ ഓർഗനൈസിങ് പ്രോസസ്സ് അല്ലേ. ഓർഗനൈസിങ് പ്രോസസ്സ് ഏതൊക്കെയാണെന്നുള്ളത് അറിയാലോ. ഇതാണ് ഓർഗനൈസിങ് പ്രോസസ്സ് അല്ലേ. ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ, പിന്നെ അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്, എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് ആക്കിയാണ് ഓർഗനൈസിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ബ്ലൂ പ്രിൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശരിക്കും ഓർഗനൈസിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതായത് എന്താണ് ഓർഗനൈസിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഡിഫൈൻഡ് ആസ് ദ ഫ്രെയിംവർക്ക് വിത്തിൻ വിച്ച് മാനേജറിയൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ടാസ്ക് ആർ പെർഫോംഡ് അല്ലേ. അതായത് എങ്ങനെയാണ് നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നത്, എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് ഡിഫൈൻ ചെയ്യുന്ന സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്. ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ ഓർഗനൈസിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സ്പെസിഫൈ ദ റിലേഷൻഷിപ്പ് അല്ലേ. എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത്? റിലേഷൻ ബിറ്റ്വീൻ വർക്ക്, പീപ്പിൾ, റിസോഴ്സസ് അല്ലേ. എങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതിൻ്റെ ഹെഡ്, അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ്, വർക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്ത് വരുന്നു? അവിടെ ഒരു സ്പെസിഫിക്കേഷൻ സംഭവിക്കുന്നു. ക്ലിയർ അല്ലേ? 2 ടൈപ്പ് ഓർഗനൈസിങ് സ്ട്രക്ചറാണുള്ളത്. ഫങ്ഷണലും ഉണ്ട്, ഡിവിഷണലും ഉണ്ട്. ക്ലിയർ അല്ലേ? ഫങ്ഷണൽ സ്ട്രക്ചർ, ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് 2 എണ്ണമാണ് ഉള്ളത്. നമുക്ക് ഈ സ്ട്രക്ചറെ എന്ത് ചെയ്യാം? ടേബിൾ വെച്ച് പഠിക്കാം. ഓക്കെ, ടേബിൾ വെച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ് ആണെങ്കിൽ, ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ പ്രോഡക്റ്റ് ലൈൻ സപ്പോർട്ടഡ് ബൈ ഫങ്ഷൻസ് ആണ് അല്ലേ. അതായത് എന്താണ്? പ്രോഡക്റ്റിൻ്റെ ബേസിലാണ് ഡിവിഷണൽ സ്ട്രക്ചർ അല്ലേ. ഒരു ബിസിനസ്സിൻ്റെ അകത്ത് എത്ര പ്രോഡക്റ്റ് ഉണ്ട് അതിനനുസരിച്ചാണ് ഇവിടുത്തെ സ്ട്രക്ചർ വരുന്നത്. മറ്റേതാണെങ്കിൽ ബിസിനസ്സിൽ ഓരോ ഫങ്ഷൻസ്, ഇപ്പോൾ HR, ഹ്യൂമൻ റിസോഴ്സ്, മാർക്കറ്റിംഗ്, പർച്ചേസിങ് എന്നുള്ള അക്കൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞ എന്താണ് ഫങ്ഷൻസ്. ക്ലിയർ അല്ലേ? ഇനി സ്പെഷ്യലൈസേഷൻ എന്ന് പറയും. ഫങ്ഷണൽ സ്ട്രക്ചറിൽ ഫങ്ഷൻസിനാണ് സ്പെഷ്യലൈസേഷൻ കിട്ടുക, ഇവിടെ പ്രോഡക്റ്റിന്. മാനേജറിയൽ ഡെവലപ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫങ്ഷണൽ സ്ട്രക്ചറിൽ ഡിഫിക്കൽട്ടാണ്. കാരണം ആ ഒരു ഏരിയയിലുള്ള
മാനേജിങ് സ്കില്ല് മാത്രമേ അവിടെ ഉള്ളവർക്ക് കിട്ടൂ. അതായത് ഹ്യൂമൻ റിസോഴ്സ് ഉള്ളവർക്ക് ഹ്യൂമൻ റിസോഴ്സ് റിലേറ്റ് ചെയ്തുള്ള മാത്രമേ കിട്ടൂ. അതേപോലെ തന്നെ നമ്മൾ പർച്ചേസിംഗ് ഉള്ളവർക്ക് പർച്ചേസിംഗ് റിലേറ്റ് ഉള്ളതാണ് കിട്ടുക. ഇനി ഡിവിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസിയാണ്. ഇനി റെസ്പോൺസിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഫംഗ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ഫിക്സ് ആണ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മൊത്തത്തിൽ നമ്മൾ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രശ്നം വന്നത്, എവിടെയാണ് പ്രശ്നം വന്നത് എന്നൊക്കെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഡിവിഷനിൽ കുറച്ചുകൂടി ഈസിയാണ്. കാരണം എന്താ വെച്ചാൽ എവിടെയാണ് വന്നത് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. കാരണം ഒന്നിൽ കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ ഏത് പ്രൊഡക്റ്റാണ് നഷ്ടത്തിൽ വന്നത്, അപ്പോൾ എവിടെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക്കലായിരിക്കും. അതായത് കുറച്ചുകൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോസ്റ്റ് ആയിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് നല്ല കോസ്റ്റ് ഉണ്ടായിരിക്കും ഡിവിഷണൽ സ്ട്രക്ചറിൽ. കോർഡിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫങ്ഷണൽ സ്ട്രക്ചറിൽ ഡിഫിക്കൽട്ട് ഫോർ മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് കമ്പനി അല്ലേ. അതായത് മൾട്ടി പ്രോഡക്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് ഫങ്ഷണൽ സ്ട്രക്ചർ പറ്റില്ല, ഡിവിഷണൽ സ്ട്രക്ചർ ആയിരിക്കും ഈസി. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറഞ്ഞേടാ. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ പഠിച്ചിരിക്കണേ, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ ചോദിക്കും. ഓക്കെ, ഫങ്ഷണൽ സ്ട്രക്ചർ ഒന്ന് വരച്ച് കാണിക്കാൻ പറയും. അല്ലെങ്കിൽ നിങ്ങളോട് പറയും എൻ്റെ കമ്പനി ഇന്ന കമ്പനിയാണ്, അവിടെ ഒന്നിൽ കൂടുതൽ പ്രോഡക്ട്സ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് പറ്റിയ ഫങ്ഷണൽ സ്ട്രക്ചർ ഏതാ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ല, പറ്റിയ ഓർഗനൈസിങ് സ്ട്രക്ചർ ഏതാന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ ഏതാന്ന് വെച്ചാൽ വരച്ചു കൊടുക്കണം. ക്ലിയർ അല്ലേ? ഏതാ വരയ്ക്കേണ്ടത്? മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ആണെങ്കിൽ അവിടെ ഡിവിഷണൽ സ്ട്രക്ചറാണ് വരച്ചു കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഫങ്ഷണൽ സ്ട്രക്ചർ എന്താണെന്ന് അറിയാലോ? ഇതിൻ്റെ മെറിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഫങ്ഷണൽ സ്ട്രക്ചർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി ഇൻ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അല്ലേ. അവിടെ ഫങ്ഷൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഫങ്ഷൻസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ ഗൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എംപ്ലോയീസ് പെർഫോം സിമിലർ ടാസ്ക് വിത്തിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് പെർഫോമൻസ് അല്ലേ. സ്പെഷ്യലൈസേഷൻ വരുന്നതുകൊണ്ട് എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും അവരുടെ പെർഫോമൻസിൽ. പിന്നെ മിനിമൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഇഫേർട്സ് ആണ് വരിക. അവിടെ ഡ്യൂപ്ലിക്കേഷൻ കറക്റ്റ് ഫങ്ഷൻസ് അറിയുന്നതുകൊണ്ട് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടായിരിക്കില്ല. പിന്നെ മാനേജറിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടും അല്ലേ. കാരണം ഓരോ ഫങ്ഷൻസ് വൈസാണ് പോകുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂടുതലായിരിക്കും. കാരണം ഒരേ വർക്കുള്ള ഒരേ നേച്ചറുള്ള ആൾക്കാർ തന്നെയാണ്, ഒരേ വർക്ക് നേച്ചർ ഉള്ളവർ തന്നെയാണ് അവിടെ പോകുന്നത് അല്ലേ. പിന്നെ അതാണ് എൻഷുർ ദാറ്റ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഗെറ്റ് ഡ്യൂ അറ്റൻഷൻസ് അല്ലേ. ഒരു ബിസിനസ്സിലെ എല്ലാ ഫങ്ഷൻസിനും ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഈ പെന്നിൻ്റെ കമ്പനിയാണ്, ഈ പെന്ന് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, പർച്ചേസിങ് ആയിക്കോട്ടെ, സെയിൽ ആയിക്കോട്ടെ, ഇവർക്കെല്ലാം വേണ്ട അറ്റൻഷൻസ് കൊടുക്കാൻ എന്ത് പറ്റും? ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ആക്കുന്നതിലൂടെ പറ്റും. ക്ലിയർ അല്ലേ? ഡീമെറിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഓവറോൾ എൻ്റർപ്രൈസ് ഒബ്ജക്റ്റീവിനെ ഉപരി ഫങ്ഷണൽ ഹെഡിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ ഇമ്പോർട്ടൻസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് എന്താണ് ടാർഗറ്റിലേക്ക് പോകും അല്ലേ. ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നമ്മൾ സെറ്റ് ആവണമെന്ന് വിചാരിക്കും, പക്ഷേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒരേ രീതിയിൽ പോയാലേ ബിസിനസ്സിൻ്റെ അകത്ത് ലാഭമുള്ളൂ ചിന്തിക്കില്ല. പിന്നെ എന്താണ്? കോർഡിനേഷൻ ഹാസ് ടു ബി അറൈസ് ഡ്യൂ ടു എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. അതായത് കോർഡിനേഷൻ പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയായി കഴിഞ്ഞാൽ തീർന്നു, അവർ തമ്മിൽ പിന്നെ നല്ല രീതിയിൽ പോവില്ല. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ കോൺഫ്ലിക്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? അതായത് പല ഡിപ്പാർട്ട്മെൻറ്റ് ഇൻട്രസ്റ്റും ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റും മറികടന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ലീഡ്സ് ടു ഇൻഫ്ലെക്സിബിലിറ്റി ആസ് പീപ്പിൾ വിത്ത് സെയിം സ്കിൽ ആൻഡ് നോളജ് ബേസ് മേ ഡെവലപ്പ് എ നാരോ പെർസ്പെക്റ്റീവ് അല്ലേ. പിന്നെ നാരോ പെർസ്പെക്റ്റീവിലായിരിക്കും ഇവരുടെ മാനേജറിയൽ സ്കിൽ ഉണ്ടായിരിക്കുക. ക്ലിയർ? പിന്നെ അതേപോലെ ഇനി ഫങ്ഷണൽ സ്ട്രക്ചർ സ്യൂട്ടബിൾ നോക്കിക്കഴിഞ്ഞാൽ ലാർജ് സൈസ് ഓർഗനൈസേഷൻ ആയിരിക്കും. ഓർഗനൈസേഷൻ വലുതായിരിക്കും, അവിടെ കുറേ പ്രോഡക്ട്സ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഫങ്ഷൻസ് കൂടുതലായിരിക്കും അവിടെ. ക്ലിയർ അല്ലേ? ക്ലിയർ? ഹൈ ഡിഗ്രി സ്പെഷ്യലൈസേഷൻ വേണ്ട കമ്പനികൾക്കൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ സെറ്റ് ആവുക. ക്ലിയർ അല്ലേ? ഇനി ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസൈൻഡ് വേറിൻ ദർ ആർ സെപ്പറേറ്റ് ഡിവിഷൻസ് ഫോർ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ആണ് അല്ലേ. ഡിഫറെൻറ്റ് പ്രോഡക്ട്സിന് സെപ്പറേറ്റ് ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടൈപ്പാണ് ഇതിൽ വരുന്നത്, ഇതിൽ വരിക. ക്ലിയർ അല്ലേ? അതെ, ഉയർന്ന മാനേജ്മെൻ്റ് ആണ്. എടാ, ഞാൻ നിങ്ങൾക്ക് മലയാളം വേണ്ട ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മലയാളം നോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണ്ടവർ എന്ത് ചെയ്യുക? മലയാളം നോട്ട് കമൻറ്റ് ചെയ്തെടുക്കുക. ക്ലിയർ അല്ലേ? സെറ്റ്. ഇനി മാനേജിങ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് വരിക. ക്ലിയർ? അപ്പോൾ ഇതെന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും, വരയ്ക്കാൻ ചോദിക്കും കേട്ടോ. ക്ലിയർ? ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ ഫോർമാറ്റ് വരുന്നത്. പഠിച്ചു വയ്ക്കുക. ഇനി അതിൻ്റെ മെറിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ
ഡിവിഷണൽ സ്ട്രക്ചറിനകത്ത് എങ്ങനെയാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് സ്പെഷ്യലൈസേഷൻ ഹെൽപ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് വേരിയഡ് സ്കിൽസ് അല്ലേ. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഹെഡ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷനും പർച്ചേസും ഫിനാൻസും മാർക്കറ്റും പേഴ്സണലൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് എന്താണ് കുറച്ചുകൂടെ വൈഡ് പേഴ്സ്പെക്റ്റീവിലായിരിക്കും സ്കില്ല് കിട്ടുക. ഇനി റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ എന്തായിരിക്കും കുറച്ചുകൂടെ എളുപ്പമാണ്. നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് പോകുന്നുണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റാണ് ഇത്തവണ നഷ്ടത്തിലായത്, എവിടെയാണ് നഷ്ടം സംഭവിച്ചതെന്നൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ക്ലിയർ അല്ലേ? ഹാസ് ഡിവിഷണൽ ഹെഡ് ക്യാൻ അക്കൗണ്ടബിൾ ഫോർ കോസ്റ്റ് ആൻഡ് റവന്യൂ റെസ്പോൺസിബിലിറ്റി ക്യാൻ ബി ഫിക്സഡ് ഫോർ ഈച്ച് ഡിവിഷൻസ്. പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. പിന്നെ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്, കാരണം ഇവർ ഓട്ടോണമസ് ബോഡിയാണ്, അപ്പോൾ അതുകൊണ്ട് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. പിന്നെ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും അല്ലേ. അതായത് നോ ഇൻട്രപ്ഷൻ ടു എക്സിസ്റ്റിംഗ് ഡിവിഷൻ വെൻ ന്യൂ വൺസ് ആർ ആഡഡ് അല്ലേ. പുതിയ പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഇതിനൊന്നും അത് എഫക്റ്റ് ചെയ്യില്ല അല്ലേ. ഞാനിപ്പോൾ ഒരു പുതിയ ഇലക്ട്രോണിക് ഐറ്റം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റൈൽസിനോ സിമെൻറ്റിനോ ഷിപ്പിങ്ങിനോ ഒന്നും അത് എഫക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഈ ഡീമെറിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫണ്ട്സ് കൊടുക്കുന്നതിൽ റിസോഴ്സസ് കൊടുക്കുന്നതിലൊക്കെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഇൻക്രീസ്ഡ് കോസ്റ്റ് കൂടുതലാണല്ലോ, കാരണം ഈ കമ്പനീൻ്റെ ഓണർ ഷെയർ ഹോൾഡേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ടെക്സ്റ്റൈൽസിന് ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, സിമെൻറ്റിനും ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, ഷിപ്പിങ്ങിനും ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്, അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ പൈസയും കൊടുക്കണം. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കോസ്റ്റ് കൂടുതലായിരിക്കും. ഇനി ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഹാംഫുൾ ആണ് അല്ലേ. ഇവർക്ക് ഭയങ്കര ഡീസെൻട്രലൈസേഷൻ ചെയ്യുന്നതിലൂടെ അവർക്ക് അതോറിറ്റി കിട്ടുന്നതിലൂടെ അവരെന്താണ് മാനേജർ പവർഫുൾ ദർബൈ ഓവർലുക്കിംഗ് ദ ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് അല്ലേ. അതായത് ഗിവിങ് മോർ പവർ ടു മാനേജർ പവർഫുൾ ദർബൈ ഓവർലുക്കിംഗ് ദ ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റിനേക്കാൾ ഉപരി അയാളുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഡിവിഷണൽ സ്ട്രക്ചർ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അതായത് ലാർജ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾക്കാണ് ഏറ്റവും കൂടുതൽ എന്തെന്ന് വരുന്നത് ഈ ഡിവിഷണൽ സ്ട്രക്ചർ സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക. ക്ലിയർ അല്ലേ? നമ്മളിതിപ്പോൾ നോക്കി. ഇനി നമ്മൾ എന്താണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷനാണ് നോക്കേണ്ടത്. നമ്മുടെ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വരുന്ന ഒന്നാണ് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതായത് ഇറ്റ് റെഫേഴ്സ് ടു ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വിച്ച് ഇസ് ഡെലിബറേറ്റ്ലി പ്ലാൻഡ് ആൻഡ് ഡിസൈൻ ബൈ ദ മാനേജ്മെന്റ് ടു അക്കംപ്ലിഷ് പെർട്ടിക്കുലർ ടാസ്ക് അല്ലേ. ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജേഴ്സ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതായത് അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബൗണ്ടറീസ്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യും. പിന്നെ ഹാസ് സിസ്റ്റമാറ്റിക് കോർഡിനേഷൻ എമംഗ് വേരിയസ് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ആക്ടിവിറ്റീസ് എല്ലാം കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെ പോകണം, ആര് റിപ്പോർട്ട് ചെയ്യണം, എങ്ങനെയെന്നുള്ള കറക്റ്റ് കോർഡിനേഷൻ വരുന്നുണ്ട്. ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ലേ ഡൗൺ ചെയ്യുന്നുണ്ട്, ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ബൈ ടോപ്പ് മാനേജ്മെൻ്റ് ആണ്. പിന്നെ അതുപോലെ കോർഡിനേറ്റ് ദ എഫേർട്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ എഫേർട്സിനെ കോർഡിനേറ്റ് ചെയ്യുന്നു. പിന്നെ ജോബ് ആൻഡ് പൊസിഷൻസിനെയാണ് എംഫസൈസ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫോർമൽ ഓർഗനൈസേഷനിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ ഈസിയാണ് അല്ലേ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും പ്രശ്നം വന്നാൽ എവിടെയാണ് പ്രശ്നം വന്നതെന്ന് പെട്ടെന്ന് ഫിക്സ് ചെയ്യാം. പിന്നെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ഉണ്ടായിരിക്കില്ല, കറക്റ്റായിട്ട് അവിടെ ഒരു ഓർഡർ വരുന്നതുകൊണ്ട്. കമാൻഡിൽ യൂണിറ്റി ഉണ്ടായിരിക്കും അല്ലേ, റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് അവിടെ ക്ലിയർ ആയതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഫക്റ്റീവ് അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഗോൾസ് ബൈ പ്രൊവൈഡിങ് ഫ്രെയിംവർക്ക് ഫോർ ദ ഓപ്പറേഷന് വേണ്ട കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് കാര്യങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇഫക്റ്റീവായിട്ട് ഗോൾ അക്കംപ്ലിഷ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ സ്റ്റെബിലിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ അല്ലേ, കറക്റ്റായിട്ട് ഓർഡർ ഒരു ഡിസിപ്ലിന് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ സ്റ്റേബിളായിട്ട് പോകും. ക്ലിയർ അല്ലേ? പിന്നെ അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ പ്രൊസീജിയറൽ ഡിലേ ഇൻ കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് പെട്ടെന്ന് എമർജൻസി സിറ്റുവേഷനിലൊന്നും നമുക്ക് ഇത് അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോം അല്ല അല്ലേ. അപ്പോൾ കുറേ ഡിലേ വരാനുള്ള ചാൻസ് ഉണ്ട്, ഇന്ന ആൾ വഴിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ റിജിഡ് പോളിസീസ് നെവർ അലോ ക്രിയേറ്റിവിറ്റി. പോളിസീസിൽ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളുടേതായ രീതിയിലുള്ള ഒരു ക്രിയേറ്റിവിറ്റിയും അവിടെ ചിലവാവില്ല. പിന്നെ ഇമ്പോർട്ടൻസ് ടു ഓൺലി വർക്ക് നോട്ട് ടു ദ ഹ്യൂമൻ റിലേഷൻഷിപ്പ്, അവിടെ വർക്ക് മാത്രമേ എംഫസൈസ് ചെയ്യപ്പെടൂ. ക്ലിയർ? ഹ്യൂമൻ റിലേഷന് വാല്യൂ ഇല്ല. ഇനി ഇൻഫോർമൽ ഓർഗനൈസേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് എന്താണ്, നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എമംഗ് എംപ്ലോയീസ്. അതിനെയാണ് നമ്മൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ
നോ റിട്ടേൺ റൂൾസ് ഡസ് നോട്ട് ഹാവ് ഫിക്സഡ് ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അവിടെ ഫിക്സഡ് ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇല്ല, റിട്ടേൺ റൂൾസ് ഇല്ല, ഒന്നുമില്ല. ക്ലിയർ അല്ലേ? ഇനി ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ പേഴ്സണൽ ഇൻട്രാക്ഷൻ ആണ് അവിടെ നടക്കുക. ഗ്രൂപ്പ് നോംസ് ഉണ്ട് അല്ലേ, ഗ്രൂപ്പ് മാനദണ്ഡങ്ങൾ ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിലൊരു നമ്മുടെ ഗ്യാങ്ങിൻ്റെ വൈബ് അനുസരിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുക അല്ലേ. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, നമുക്ക് സ്വതന്ത്രമായിട്ട് ആരോട് വേണമെങ്കിൽ സംസാരിക്കാം. ഓക്കെ, സ്പോണ്ടേനിയസ് ആണ്, നമ്മളിങ്ങനെ സംസാരിച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാവണം എന്നാണ്, സ്വതസിദ്ധമായിട്ട് ഉണ്ടാവുന്ന ഒന്നാണ്. പിന്നെ അതേപോലെ നോ ഡെഫിനിറ്റ് സ്ട്രക്ചർ, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ അവിടെ ഉണ്ടാവില്ല, കമ്മ്യൂണിക്കേഷൻ സ്ട്രക്ചർ ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? അഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ സ്പീഡായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കും, ഫുൾഫിൽ സോഷ്യൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഫോർമൽ ഓർഗനൈസേഷന് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാലോ ഫോൾസ് ന്യൂസ് സ്പ്രെഡ് ആവാൻ കാരണമാണ്. പിന്നെ അതേപോലെ ഡിലേ ചെയ്യുന്ന, നമ്മുടെ ഗ്രോത്തിനെ ഡിലേ ചെയ്യുന്ന അല്ലേ, നമ്മൾ ഓവറായിട്ട് കമ്പനി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പിന്നെ എപ്പോഴും വന്ന് ചായ ഒടിച്ച് കഥ പറഞ്ഞ് പോകാനുള്ളൊരു സ്ഥലം പോലെ ഇപ്പം പണി നടക്കില്ല. ഓക്കെ, പിന്നെ ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിരിക്കും അല്ലേ. ക്ലിയർ അല്ലേ? ഇനി ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫോർമേഷൻ്റെ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോർമൽ എങ്ങനെയാണ്, കമ്പനി റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിൻ്റെ ഭാഗമായിട്ടാണ് എറൈസ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ്, എറൈസസ് ആസ് എ റിസൾട്ട് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഇവർ എറൈസ് ചെയ്യുന്നത്, ഫോം ചെയ്യണം അല്ലേ. ബിഹേവിയർ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഡയറക്റ്റഡ് ബൈ റൂൾസ് ആണ്, റൂൾസ് അനുസരിച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ബിഹേവിയർ പാറ്റേൺ അനുസരിച്ചാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുക. നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇത് റിജിഡ് ആണെങ്കിൽ ഇത് ഫ്ലെക്സിബിൾ ആണ്. ലീഡർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ മാനേജേഴ്സ് ആണ് ലീഡേഴ്സ്, ഇവിടെ ലീഡേഴ്സ് എന്ന് പറഞ്ഞ ഒരാളില്ല. ആർ ചൂസൺ ബൈ ദ ഗ്രൂപ്പാണ്, ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് നമ്മളൊരു തലൈവർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ടീമിൻ്റെ ലീഡർ എന്ന് പറഞ്ഞൊക്കെ എടുക്കുന്നത്. ക്ലിയർ? ഗ്യാങ് ലീഡർ എന്നൊക്കെ പറയില്ലേ. ഇനി ഡെലിഗേഷൻ ആണ് പഠിക്കേണ്ടത്. ഇത്രയും നേരം പഠിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും സെറ്റാണോ? അവിടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സെറ്റാണോ ഒന്ന് പറഞ്ഞേടാ. സെറ്റാണെങ്കിൽ ഒന്ന് പറഞ്ഞേ. സെറ്റാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഫയർ ഇമോജി ഇട്ടടാ, ഒന്ന് ഫയർ ഇമോജി ഇട്ടാൽ മതി കേട്ടോ. സെറ്റാണെങ്കിൽ ഒരു മിനിറ്റ്, സെറ്റാണെങ്കിൽ ഒന്ന് ഫയർ ഇമോജി ഇടുക. ഓക്കെ, സെറ്റ്. അങ്ങനെയാണ് നമുക്ക് ഡെലിഗേഷനിലേക്ക് പോവാം. ഡെലിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം എ സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. ഒരു സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിലുള്ള അതോറിറ്റി അല്ലേ, അതായത് അതോറിറ്റിയെ ഡൗൺവേർഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ടാസ്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ടാസ്ക്കാണ് നമ്മളിവിടെ എന്ത് കൊടുക്കുന്നത്, ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു ഡ്യൂട്ടിയാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ആ ഡ്യൂട്ടി റിലേറ്റ് ചെയ്തിട്ടുള്ള അതോറിറ്റി മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ. ക്ലിയർ അല്ലേ? യദു സാറ് വരും കേട്ടോ, യദു സാറ് വരും, തീർച്ചയായിട്ടും സാർ വരും. ഓക്കെ, ഇനി ഇറ്റ് റെഡ്യൂസസ് മാനേജേഴ്സ് വർക്ക് ലോഡ്. മാനേജേഴ്സിൻ്റെ വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യാൻ ഡെലിഗേഷനിലൂടെ സാധിക്കുന്നു അല്ലേ. എന്താണ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുപ്പീരിയേഴ്സ് എന്ത് ചെയ്യുന്നു, അവരുടെ വർക്ക് ലോഡ് കുറയ്ക്കാനായിട്ട് അവരുടെ ടാസ്കുകളെ എന്ത് ചെയ്യുന്നു, ഡെലിഗേറ്റ് ചെയ്യുന്ന, ഡൗൺവേർഡ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡെലിഗേഷൻ എന്ന് പറയുന്നത് അല്ലേ. സബോർഡിനേറ്റ്സിന് കൊടുക്കുന്നു. ഓക്കെ, പിന്നെ ഗെറ്റ്സ് മോർ ടൈം ടു കോൺസെൻട്രേറ്റ് ഓൺ ഇമ്പോർട്ടൻറ്റ് വർക്ക് അല്ലേ. അതായത് സുപ്പീരിയേഴ്സിന് എന്ത് കിട്ടുന്നു, അവരുടെ വർക്കിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള സമയം കിട്ടും. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ തന്നെ ചെയ്യേണ്ട കുറേ വർക്കുകൾ ഉണ്ടാവും, അതൊക്കെ അവർക്ക് തന്നെ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നു അല്ലേ. അതേപോലെ തന്നെ സബോർഡിനേറ്റ്സിന് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക കൂടെയാണ് ചെയ്യുന്നത് അല്ലേ. ക്ലിയർ അല്ലേ? പിന്നെ എംപ്ലോയീസിന് എന്ത് കിട്ടുന്നു, റെക്കഗ്നിഷൻ കിട്ടുന്നു. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അല്ലേ, അല്ലെങ്കിൽ ടാസ്ക് അവർ ഫിനിഷ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ്, അവർക്ക് അതിൽ റെക്കഗ്നിഷൻ കിട്ടുന്നു. ക്ലിയർ അല്ലേ? ഇനി ഡെലിഗേഷൻ നടക്കുന്ന സമയത്ത് നമ്മളൊരു ടാസ്ക് ആണ് കൊടുക്കുന്നത്. ആ ടാസ്ക് ചെയ്യാനുള്ള പവർ അതോറിറ്റിയോടെ നമ്മൾ ഡൗൺവേർഡ് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലേ. അതോറിറ്റി കൊടുക്കുക എന്ന് പറയുമ്പോൾ റൈറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു കമാൻഡ് ഹിസ് സബോർഡിനേറ്റ്സ് അല്ലേ. അതായത് ഞാനിപ്പോൾ ഇവരോട് പറയുകയാണ്, ഈ വർഷം ഇവിടുത്തെ സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ നീയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ ഇതിൽ ആരെങ്കിലും ഒരാളെ പിക്ക് ചെയ്തിട്ട് പറയുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും
എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അയാൾക്ക് വേണമെങ്കിൽ അയാളുടെ താഴെയുള്ള എംപ്ലോയീസിനോട് പറയാം, ഓക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. കാരണം ഞാൻ ഏൽപ്പിച്ച എംപ്ലോയിക്കാണ് അതിൻ്റെ അതോറിറ്റി ഉള്ളത്. ക്ലിയർ? അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം, അത് റിലേറ്റ് ചെയ്ത് കമാൻഡ് ചെയ്യാം. ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ല. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാവൂ, നാളെ മുതൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് കൊടുത്ത എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ടാസ്ക് പറയാനുള്ള കമാൻഡ് ചെയ്യാൻ മാത്രമേ അയാൾക്ക് പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അതാണ് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ഹിസ് പൊസിഷൻ എന്ന് പറയുന്നത്. അയാൾക്ക് കിട്ടിയ ലെവലിൽ നിന്നുകൊണ്ട് കമാൻഡ് ചെയ്യാം. ഇനി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ടാസ്ക് കിട്ടുന്ന സബോർഡിനേറ്റിന് വർക്കിനോട് കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അല്ലേ, അതിനെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദ ഒബ്ലിഗേഷൻ ഓഫ് സബോർഡിനേറ്റ് ടു പ്രോപ്പർലി പെർഫോം ദ അസൈൻ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യാനുള്ള ഒബ്ലിഗേഷനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ബീങ് ആൻസറബിൾ ഫോർ ദ ഫൈനൽ ഔട്ട്കം, ഫൈനൽ ഔട്ട്കത്തിന് ആൻസറബിൾ ആയിട്ടിരിക്കുക. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഡെലിഗേഷൻ്റെ എലമെൻസിനെ ഇതൊന്ന് നോക്കി വെച്ചോ, ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ഈ മൂന്നിനും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മീനിങ് നോക്കിക്കഴിഞ്ഞാൽ അതോറിറ്റി എന്ന റൈറ്റ് കമാൻഡാണ്, റെസ്പോൺസിബിലിറ്റി എന്ന പെർഫോം അസൈൻഡ് ഡ്യൂട്ടീനെയാണ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്കംസിനെ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. അതാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ മീനിങ് നോക്കിക്കഴിഞ്ഞാൽ. ഇനി ഡെലിഗേഷൻ നടക്കുന്നത് എവിടേക്കാണ്? ഡൗൺവേർഡ് ട്രാൻസ്ഫർ നടക്കുന്നത്, അതോറിറ്റി ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഉണ്ടല്ലേ, ഞാൻ എൻ്റെ ആ ഒരു അതോറിറ്റി കമാൻഡ് ചെയ്യാനുള്ള അതോറിറ്റി അയാൾക്ക് കൊടുക്കുന്നു. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്നതല്ല, അയാൾക്ക് സ്വയം തോന്നേണ്ട സാധനമാണ്. അപ്പോൾ അത് അവിടെ ഡെലിഗേഷൻ നടക്കുന്നില്ല. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് അയാൾ ഉത്തരവാദിത്തം കാണിക്കുക അല്ലെങ്കിൽ ആ ആൻസറബിൾ ആയിരിക്കുക എന്ന് പറയുന്നത് എന്താണ്, അത് അയാൾ ചെയ്യേണ്ട കാര്യമാണ്. അത് എനിക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒറിജിൻ നോക്കിക്കഴിഞ്ഞാൽ അതോറിറ്റി വരുന്നത് ഫോർമൽ പൊസിഷനിൽ നിന്നാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി കിട്ടുന്ന എങ്ങനെയാണ്, നമുക്കൊരു ടാസ്ക് കിട്ടുമ്പോഴാണ് റെസ്പോൺസിബിലിറ്റി വരുന്നത് അല്ലേ. ഡെലിഗേറ്റഡ് അതോറിറ്റിയിൽ നിന്നാണ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയിൽ നിന്നാണ് ഉത്തരവാദിത്തം, ഇത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് എന്നല്ലേ. ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോറിറ്റി ഡൗൺവേർഡ് ആണെങ്കിൽ റെസ്പോൺസിബിലിറ്റി നടന്നത് അപ്വേർഡ് ആണ്, അക്കൗണ്ടബിലിറ്റി അപ്വേർഡ് ആണ്. കാരണം സുപ്പീരിയറിൻ്റെ അടുത്തേക്ക് സബോർഡിനേറ്റിനാണ് അങ്ങോട്ട് വരുന്നത്, അങ്ങോട്ടേക്കാണ് ഇവരുടെ ഫ്ലോ വരുന്നത് അല്ലേ. ക്ലിയർ? റെഡിയാണോ? ഇമ്പോർട്ടൻസ് നോക്കാം നമുക്ക്. ഡെലിഗേഷൻ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ അവിടെ ഒരു ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് കൊണ്ടുവരും അല്ലേ. ഇഫക്റ്റീവ് പറഞ്ഞാൽ കറക്റ്റായിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എന്താണ്, എംപ്ലോയീസിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും അല്ലേ, അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു. മോട്ടിവേഷൻ ആണ്, കാരണം നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ടാസ്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് സാലറിയും കൂടും അല്ലേ. പിന്നെ ഗ്രോത്തിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, കാരണം മാനേജീരിയൽ സ്കില്ലുള്ള പുതിയ എംപ്ലോയീസിനെ കിട്ടുമ്പോൾ നമ്മളെ ബിസിനസ്സിൽ എന്താണ് ഗ്രോത്ത് സംഭവിക്കുന്നു. ബെറ്റർ കോർഡിനേഷൻ കൊണ്ടുവരുന്നു. പിന്നെ അതേപോലെ തന്നെ റെഡ്യൂസസ് ദ വർക്ക് ലോഡ് ഓഫ് മാനേജേഴ്സ്. ക്ലിയർ അല്ലേ? ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഇതിൽ അവസാനത്തെ ടോപ്പിക് ആയിട്ടുള്ള ഡീസെൻട്രലൈസേഷൻ നോക്കാം. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? റെഫേഴ്സ് ടു ദ സിസ്റ്റമാറ്റിക് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ത്രൂ ഔട്ട് ഓൾ ദ ലെവൽസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതോറിറ്റി എന്ന് പറയുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഷെയർഡ് വിത്ത് ദ ലോവർ ലെവൽസ് അല്ലേ. ഞാൻ നേരത്തെ ഡെലിഗേഷനിൽ പറഞ്ഞു അയാൾക്ക് വേണമെങ്കിൽ കമാൻഡ് ചെയ്യാം, പക്ഷെ നാളെ മുതൽ എല്ലാവരും കറക്റ്റ് ഇത്ര സമയത്ത് തന്നെ ചെയ്തോളണം എന്ന് അയാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ആജ്ഞാപിക്കാൻ പറ്റില്ല. അതായത് തീരുമാനം പറയാൻ പറ്റില്ല, ഇതാണ് ഇനി മുതൽ ഇങ്ങനെയാണ് എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ആൾ ഡിസൈഡ് ചെയ്യണമെങ്കിൽ ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്താൽ നല്ലതാണെന്ന് എന്നോട് പറഞ്ഞിട്ട് ഞാനായിരിക്കും അയാളോട് ഓക്കെ എന്നാൽ അങ്ങനെ ചെയ്തു എന്ന് ഡെലിഗേഷനിൽ പറയാം. പക്ഷെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തീരുമാനം കൂടെ എടുത്തോ, നീ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ, പക്ഷെ ഇവിടുത്തെ സെക്യൂരിറ്റി കാര്യങ്ങൾ നീ അടിപൊളിയായിട്ട് കൊണ്ടു നടക്കണം എന്ന് പറയുന്നതാണ് ഡീസെൻട്രലൈസേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നേരെ ഓപ്പോസിറ്റ്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ ഡീസെൻട്രലൈസേഷനിലൂടെ ഇനീഷ്യേറ്റീവ് എമംഗ് സബോർഡിനേറ്റ്സ് അല്ലേ, കാരണം അവർക്ക് എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യാനുള്ള ഒരു ഇതും കൂടെ കിട്ടുന്നത്. അപ്പോൾ അവരിൽ എന്താണ്, അവരിൽ ഇനീഷ്യേറ്റീവ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നു. അതേപോലെ തന്നെ മാനേജറിയൽ ടാലൻറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നു അല്ലേ. മറ്റേന്ന് പറയുന്ന ഒരു കാര്യം മാനേജ് ചെയ്യാൻ അറിയാമെങ്കിൽ പോലും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, സബോർഡിനേറ്റ് തന്നെയാണ് തീരുമാനം എടുക്കുക. ഇവിടെ തീരുമാനം എടുക്കാനുള്ള അതായത് അതോറിറ്റി കൂടെ കിട്ടുന്നത് കൊണ്ട് അവർക്ക് എന്താണ്, അതിൽ അവരുടെ സ്കില്ല് കൂടെ ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ പെട്ടെന്ന് കാര്യം നടക്കും. മറ്റേതിപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഞാൻ അതിനുള്ള തീരുമാനം എടുക്കാമെന്ന് പറയുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഇതാകുമ്പോൾ ക്വിക്കായിട്ട് നടക്കും അല്ലേ. പിന്നെ ടോപ്പ് മാനേജ്മെൻറ്റിന് ഒരു റിലീഫാണ്. മറ്റേതെല്ലാം അവർ തന്നെ ചെയ്യണം എന്നുള്ളത് അതൊന്നൊന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ ഉള്ളത് ഗ്രോത്ത് അല്ലേ, നമുക്ക് പുതിയ മാനേജറിയൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നല്ല നല്ല മാനേജേഴ്സിനെ കിട്ടുന്നു. പിന്നെ അതേപോലെ തന്നെ ബെറ്റർ
കൺട്രോൾ അല്ലേ, നല്ല കൺട്രോളും കിട്ടുന്നു. കാരണം ഏറ്റവും ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ ആണ്. പിന്നെ നമ്മുടെ ആ ഒരു പ്രശ്നത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആൾക്കാർ തന്നെ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ എന്താണ്, മാനേജീരിയൽ കൺട്രോൾ കൂടും അല്ലേ, ബെറ്റർ ആയിട്ട് കൺട്രോൾ പോകും. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും നോക്കാം. സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റിയെ ടോപ്പ് ലെവലിനെയാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ടോപ്പ് അതോറിറ്റിക്ക് മാത്രം ഡിസിഷൻ പവർ കൊടുക്കുന്നത്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അറ്റ് ഓൾ ലെവൽസ് ആണ്, എല്ലാ ലെവൽസിലും അതോറിറ്റി കൊടുക്കുന്നു. ഒബ്ജക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ സെൻട്രലൈസേഷനിലൂടെ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ടോപ്പ് ലെവലിൽ റീറ്റെയിൻ ചെയ്യാന്നാണെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ഡിസ്പേഴ്സ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ടു ലോവർ ലെവൽ. ലോവർ ലെവലിലേക്ക് കൂടെ എന്താണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് റിജിഡ് ആണ്, അതിൽ ചേഞ്ചസ് വരില്ല അല്ലേ, അവർ തന്നെ ചെയ്യണം. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെതായ രീതിയിൽ ചെയ്യുമ്പോൾ എന്താണ് തീരുമാനം കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. കൺട്രോൾ നോക്കിക്കഴിഞ്ഞാൽ ഡീസെൻട്രലൈസേഷനിൽ ബെറ്റർ കൺട്രോൾ ഓവർ സബോർഡിനേറ്റ്സ് ആണ്. ഇപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റിന് എങ്ങനെ പറഞ്ഞാൽ എല്ലാവരും അവരുടെ ഇതിൽ തന്നെ കൺട്രോൾ തന്നെ കിട്ടും, കാരണം അവരാണ് തീരുമാനം എടുക്കുന്നത്. മറ്റേത് ഓരോരുത്തർക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശം കൊടുക്കുമ്പോൾ കൺട്രോൾ കുറയുകയാണ് ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെൻറ്റിന്. സ്യൂട്ടബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷന് ഏറ്റവും ബെസ്റ്റ് സെൻട്രലൈസേഷൻ ആണ്, കാരണം നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡിസിഷൻ മേക്കിംഗ് ഇനി എല്ലാവരെയും കൊടുക്കണ്ട അല്ലേ, കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കൺട്രോളും കുറയും. പക്ഷേ വലിയ വലിയ ഓർഗനൈസേഷൻ, ലാർജ് ഓർഗനൈസേഷനിൽ നമ്മൾ ഡീസെൻട്രലൈസേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വളരെ വൈകും, മാനേജറിയൽ കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയ്ക്ക് വരും അല്ലേ. അപ്പം നമ്മൾ അവിടെ എപ്പോഴും ഡീസെൻട്രലൈസേഷൻ ചെയ്യണം. ക്ലിയർ ആണോ? ഈ ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും കമ്പയർ ചെയ്ത് നോക്കണം. നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പൽസറി ആക്ട് ആണ്, കമ്പൽസറി ആയിട്ട് ചെയ്യണം. ഇതെന്ന് പറയുന്ന ഓപ്ഷണൽ പോളിസി ഡിസിഷനാണ്, വേണമെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ചെയ്താൽ മതി അല്ലേ. ഇനി ഫ്രീഡം ഓഫ് ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താണ്, സുപ്പീരിയറുടെ കൺട്രോൾ ഉണ്ടായിരിക്കും. ലെസ് ഫ്രീഡം ടു ടേക്ക് ഓൺ ഡിസിഷൻ, സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ഡെലിഗേഷൻ്റെ അകത്ത്, സുപ്പീരിയർ തന്നെ എടുക്കണം. ഇവിടെ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ്സിൻ്റെ മുകളിൽ കൺട്രോൾ ഉണ്ടായിരിക്കില്ല, അവർക്ക് തന്നെ എന്താണ് ഗ്രേറ്റർ ഫ്രീഡം ഉണ്ട്, ഫ്രീഡം ഓഫ് ആക്ഷൻ ഉണ്ട്. പിന്നെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ഡെലിഗേഷൻ എന്ന് പറയുന്നത് ടാസ്ക് ഷെയർ ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ നമ്മളുടെ ഡിസിഷൻ ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ് പുറത്താണ് വരുന്നത്. ഇനി സ്കോപ്പ് നോക്കുകയാണെങ്കിൽ ഡെലിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു നാരോ സ്കോപ്പാണ്, കാരണം അവിടെ എല്ലാത്തിലും അവർക്ക് എന്തില്ല, പവറില്ല. ഇവിടെ എന്ന് പറയുന്നത് വൈഡ് സ്കോപ്പാണ്, കാരണം ഇവർക്ക് എല്ലാത്തിലും പവർ വരുന്നുണ്ട് അല്ലേ, ഡിസിഷൻ എടുക്കാം അവർക്ക്. ഓക്കെ, അതായത് എക്സ്റ്റൻഷൻ ഓഫ് ഡെലിഗേഷൻ ടു ലോവസ്റ്റ് ലെവൽ ഓഫ് മാനേജ്മെൻ്റ് ആണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. പർപ്പസ് നോക്കിക്കഴിഞ്ഞാൽ ഡെലിഗേഷൻ എന്ന് പറയുന്നത് ബർഡൻ ലെസൺ ചെയ്യാനാണെങ്കിൽ മാനേജേഴ്സിൻ്റെ, ഇവിടെ എന്ന് പറയുന്നത് ഇൻക്രീസ് ദ റോൾ ഓഫ് ദ സബോർഡിനേറ്റ്സ് ഇൻ ദ ഓർഗനൈസേഷൻ ആണ്. ഈ സബോർഡിനേറ്റ്സിൻ്റെ റോൾ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഡെലിഗേഷനിൽ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റിങ്ങിലേക്ക് പോയാലോ? ഡയറക്റ്റിങ്ങിലേക്ക് പോകാം. റെഡിയാണോ? 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 ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ ഡയറക്റ്റിങ്ങിലേക്ക് പോകാവോ? പോകാനായോ? പോകാനായോ? ഒന്ന് പറയണം, ഒന്ന് ഫയർ ഇമോജി ഇട്ടെന്നാൽ മതി കേട്ടോ. എല്ലാവരും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഫയർ ഇമോജി ഇടുക. ഫയർ ഇമോജി ഇട്ടേ. ആൻസർ ഷോർട്ടാക്കി എഴുതിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കിനനുസരിച്ചിട്ടാണ് മാർക്ക് കിട്ടുക. 2 മാർക്കിനൊക്കെ 4 മാർക്കിനൊക്കെ ആണെങ്കിൽ ഒത്തിരി പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഷോർട്ടാക്കി എഴുതിയാൽ മാർക്ക് കിട്ടും. അതല്ല, നീ 8 മാർക്കിൻ്റെ ക്വസ്റ്റിന് ഷോർട്ടാക്കി എഴുതി കഴിഞ്ഞാൽ അവിടെ കിട്ടില്ല. ഒരു മിനിറ്റ് ഇടാം. അയ്യോ സാർ, ഒന്ന് ഇവിടെ വന്ന് തല കാണിക്കൂ. പിള്ളേര് ചോദിച്ചിട്ടുണ്ട്, തല മാത്രം കൊണ്ടുവന്നാ മതി. സാറ് അവിടുത്തെ ലൈവ് ഒക്കെ തീർന്നു, അതിന് അയ്യോ അത് പൊട്ടിക്കരുത്, എനിക്ക് വയ്യ. സാറിന് എന്തിനാ അറിയോ, പെട്ടെന്നൊക്കെ ലൈവ് തീർന്നു കഴിഞ്ഞാൽ സാറിന് കളി കാണാൻ പോയിരിക്കാനുള്ള അല്ലേ. എനിക്കിവിടെ പിള്ളേര് പറഞ്ഞിരുന്നുണ്ട് സ്കോർ. അതെ, ഒരാൾ പറയും ലൈവ് കളി കാണിച്ചു തരുമെന്ന്. ഞാൻ കളി കൂടെ കാണിച്ചു കൊടുക്കാം. നീ കണ്ടോളൂ, ഞാനിവിടെ ഇരുന്ന് ഡയറക്റ്റിംഗ് എടുക്കാം. ശരിയാ. പഠിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മഷിട്ട കിട്ടൂല,
പക്ഷെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കറക്റ്റാണ്, അവർ വരും. ഇനി നമുക്ക് ഡയറക്റ്റിംഗ് ആണ് പഠിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഡയറക്റ്റിങ്ങിലേക്ക് പോവാം. വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്, പിന്നെ അതുമല്ല ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതാ പെട്ടെന്ന് തന്നെ ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. എന്താണ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയറക്റ്റിംഗ് എന്ന് പറയാൻ നമ്മൾ സ്റ്റാഫിങ്ങിൽ നമുക്ക് വേണ്ട ആൾക്കാരെ നമ്മൾ സെറ്റാക്കി വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യണം അല്ലേ? ഇവരെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? ഗൈഡ് ചെയ്യണം അല്ലേ? കറക്റ്റ് ഡയറക്ഷൻ, നിർദ്ദേശങ്ങൾ കൊടുക്കണം അല്ലേ? അപ്പോൾ എന്താണ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനത്തെ നിർദ്ദേശങ്ങളാണ്? അതായത് ഇറ്റ് റെഫേഴ്സ് ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ടിങ്, ഗൈഡിങ്, കൗൺസിലിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിങ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. ഒരു ബിസിനസ്സിൻ്റെ, ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോടി പുണ്യം കിട്ടും സാറിന്. ഒരു കസേര കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നത്. കുറേ നേരമായിട്ട് നിന്നിട്ട് എനിക്ക് കാലൊക്കെ വേദനിക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ സാറല്ല അടുത്തെടുക്കണ്ടേ, അതുകൊണ്ടാണ് ഇപ്പൊ കസേരയായിട്ട് വന്നത്. ഓ, ഞാൻ ഭയങ്കര ഹൈറ്റ് ആയി പോയി. എന്തൊരു സമാധാനം. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റിംഗ് എന്താണെന്നാണല്ലോ പറഞ്ഞത്. ഇതെന്താണ്? ഒരു പ്രോസസ്സാണ്. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ ഒബ്ജക്റ്റീവിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അതേപോലെ തന്നെ എംപ്ലോയീസിന് വേണ്ട മോട്ടിവേഷൻ കൊടുക്കുക, കൗൺസിലിംഗ് കൊടുക്കുക, അതേപോലെ തന്നെ ആൾക്കാരെ ലീഡ് ചെയ്യുക. ആ ഓർഗനൈസേഷനിലുള്ള ആൾക്കാരെ ലീഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ വേണമെങ്കിൽ ആ ഡെഫിനിഷനും കൂടെ ഒന്ന് നോക്കി വെച്ചോ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്റ്റിംഗ്, ഡയറക്റ്റിങ്ങിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ, ഒരു ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ? ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്നാണ് നമ്മൾ ഡയറക്റ്റിംഗ് അറിയപ്പെടുന്നത് തന്നെ അല്ലേ? അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ മൂവിങ് ഇൻ ടു ആക്ഷൻ അല്ലേ? പണി തുടങ്ങുന്നത് ഡയറക്റ്റിംഗ് മുതലാണ്. ഓക്കെ, ഇനീഷ്യേറ്റ് ആക്ഷൻ അല്ലേ? അവിടെ എപ്പോഴും ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നു, പണി തുടങ്ങുന്നു. പിന്നെ അതുപോലെ ടേക്സ് പ്ലേസ് അറ്റ് എവറി ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ എല്ലാ ലെവൽസിലും എന്തുണ്ട്? ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞ സാധനം നടക്കുന്നുണ്ട്. ഓക്കെ, പെർവസീവ് ആണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ് അല്ലേ? കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഫങ്ഷനാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ടോപ്പ് ടു ബോട്ടം ആണ് ഇതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഫ്ലോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സുപ്പീരിയർ ടു സബോർഡിനേറ്റ് ആണ് ഫ്ലോ വരുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ ഹ്യൂമൺ എലമെൻ്റ് ഉണ്ട്, മനുഷ്യരെയാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലേ? മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ തന്നെ, ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? അതായത് ബിസിനസ്സിൻ്റെ ഫങ്ഷൻസ് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഡയറക്റ്റിംഗ് മുതലാണ് അവിടെ ആക്ടിവിറ്റീസ് ചെയ്ത് തുടങ്ങുന്നത്. ക്ലിയർ അല്ലേ? ഇനി എംപ്ലോയീസിൻ്റെ എഫേർട്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഒരു യൂണിറ്റ് കൊണ്ടുവരുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെയൊക്കെ എങ്ങനെയാണ് നമുക്ക് എഫേർട്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. പിന്നെ മോട്ടിവേഷൻ അല്ലേ? മോട്ടിവേഷൻ കൊടുക്കുന്നതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചേഞ്ചസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ? ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? പിന്നെ അതുപോലെ തന്നെ ബ്രിങ് സ്റ്റെബിലിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ അല്ലേ? ഒരു യൂണിറ്റി കൊണ്ടുവരുന്നു അല്ലേ? യൂണിറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ ഓർഗനൈസിങ് ഇപ്പോഴും വന്നില്ല. ഡയറക്റ്റിംഗ് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അതായത് ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നു, എംപ്ലോയീസിൻ്റെ എഫേർട്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, പിന്നെ മോട്ടിവേഷൻ കൊടുക്കുന്നു, ചേഞ്ചസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, പിന്നെ അതേപോലെ തന്നെ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നു. ക്ലിയർ അല്ലേ? ഇനിയാണ് ഈ ആളെന്ന് നിങ്ങൾ നോക്കി വെക്കുക, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ നോക്കണം. ഓരോ വർക്കേഴ്സിൻ്റെയും മാക്സിമം അവർ കൊണ്ടുവരാൻ നോക്കണം. അതേപോലെ തന്നെ ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം അല്ലേ? അതായത് ഓർഗനൈസേഷൻ പ്ലസ് എന്താണ്? പേഴ്സണൽ അല്ലേ? പേഴ്സണൽ ഒബ്ജക്റ്റീവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം പോവാൻ. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ എല്ലാം ഒബ്ജക്റ്റീവിൽ എന്താണ്? ഹാർമണി ഉണ്ടായിരിക്കണം.
യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടായിരിക്കണം അല്ലേ? ചെയ്യുന്ന കാര്യത്തിൽ എന്താണ് കമാൻഡ് കൊടുക്കുമ്പോൾ അവിടെ ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? പിന്നെ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ഡയറക്ഷൻ ടെക്നിക്സ് അല്ലേ? ഡയറക്ഷൻ ടെക്നിക്സ് നമ്മൾ എടുക്കണം. ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഒക്കെ അല്ലേ? ഇൻസെൻറ്റീവ്സ് ഒക്കെ അല്ലേ കറക്റ്റ് ആയിട്ട് എടുക്കണം. ഏത് ഇൻസെൻറ്റീവ്സ് ആണ് കൊടുക്കേണ്ടതെന്നൊക്കെ നോക്കണം. ക്ലിയർ അല്ലേ? പിന്നെ മാനേജീരിയൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അങ്ങോട്ട്, അതായത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ? ഫോർമൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ അവിടെ ലീഡർഷിപ്പ് ചെയ്യണം, ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം അല്ലേ? അതായത് ഇൻഫ്ലുവൻസ് ചെയ്യണം, വർക്കേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫോളോ അപ്പും ചെയ്യണം. ഇത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഡയറക്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് നോക്കണം? ഡയറക്റ്റിങ്ങിലെ എലമെൻറ്റ്സ് ആണ് നോക്കേണ്ടത്. എലമെൻറ്റ്സിലേക്ക് വരുന്ന സമയത്ത് മെയിനായിട്ട് ആദ്യം വരുന്നതാണ് സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഇത് മൂന്നാണ് എന്ന് സൂമോ ലീക്കോ എന്ന് പഠിച്ചാൽ മതി കേട്ടോ. സൂമോ ലീക്കോ സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ അല്ലേ? ഇപ്പം നിങ്ങൾ ഡയറക്ഷൻ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഡയറക്ഷൻ? ആദ്യം അവിടെ സൂപ്പർവിഷൻ ഉണ്ടായിരിക്കണം, അതായത് ഡയറക്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ഗൈഡൻസ് ആൻഡ് കൺട്രോൾ ഓഫ് സബോർഡിനേറ്റ്സ് ഇൻ പെർഫോമൻസ് ഓഫ് ദ ടാസ്ക്. അതായത് ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കണം അല്ലേ? ഓൺ ദ ജോബ് ട്രെയിനിങ് നിങ്ങൾ കൊടുക്കണം. ക്ലിയർ? അതായത് അവരെന്താണ്, അവരെ സൂപ്പർവൈസ് ചെയ്യുക, അസസ് ചെയ്യുക, എന്നിട്ട് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക. ക്ലിയർ അല്ലേ? ഇനി ഇമ്പോർട്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൂപ്പർവിഷൻ ഇമ്പോർട്ടൻസ് എഴുതൂ, അല്ലെങ്കിൽ റോൾ ഓഫ് എ സൂപ്പർവൈസർ എഴുതൂ, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് എ സൂപ്പർവൈസർ എഴുതൂ എന്നൊക്കെ പല രീതിയിലും ചോദിക്കാം. അപ്പോൾ അതിൽ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. സൂപ്പർവിഷനിൽ എന്തുണ്ട്? ഡേ ടു ഡേ കോണ്ടാക്റ്റ് നടക്കുന്നുണ്ട് എംപ്ലോയീസുമായിട്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണെങ്കിൽ മനസ്സിലായില്ല. എടാ നിനക്ക് 2 മിനിറ്റ് മാച്ച് കാണണം അത്രയും നിർബന്ധം ഉണ്ടെങ്കിൽ നീ മിനിമൈസ് ചെയ്തിട്ട് മാച്ച് കണ്ടോളൂ, കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല. സെറ്റ്. ഇനി ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. കാരണം എനിക്ക് നഷ്ടം വരില്ല, കാരണം നിനക്കാണ് നഷ്ടം വരിക, കാരണം ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഇരിക്കണില്ലേ. അപ്പം നമ്മൾ മാച്ച് കണ്ടാൽ എങ്ങനെ? ഇന്ത്യയുടെ കളി പിന്നെയും വരും, അവസാനത്തെ കളിയൊന്നല്ലോ, ഇനിയും ഉണ്ടല്ലോ. സോ എക്സാം അവസാനത്താണ്, ഇനി എക്സാം ഇല്ല. ഇനി തോറ്റ് സേ എക്സാമേ നിൻ്റെ മുന്നിലുള്ളൂ. സേ എക്സാം എഴുതുന്നതിനേക്കാളും നല്ലത് നീ ഇപ്പോഴത്തെ എക്സാം നന്നായിട്ട് പോകുന്നതാണ്. ക്ലിയർ? ഇനി ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. സൂപ്പർവിഷനിൽ സൂപ്പർവൈസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ വർക്കേഴ്സിനെയും മാനേജ്മെൻറ്റിനെയും, അത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെയും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സൂപ്പർവൈസേഴ്സ് ആയിരിക്കും. ക്ലിയർ അല്ലേ? പിന്നെ മെയിൻറ്റെയിൻ ഗ്രൂപ്പ് യൂണിറ്റ് അല്ലേ? ഗ്രൂപ്പ് യൂണിറ്റ്, ഒരു ടീം സ്പിരിറ്റ് കൊണ്ടുവന്ന് ഒരു ഗ്രൂപ്പ് യൂണിറ്റ് കൊണ്ടുവരുന്നു. പിന്നെ പെർഫോമൻസ് ഓഫ് വർക്കേഴ്സ് അല്ലേ? അതായത് അവരുടെ 100% ഇടിക്കാൻ നോക്കുന്നു, 100% പെർഫോമൻസിലേക്ക് കൊണ്ടുവരുന്നു അല്ലേ? പിന്നെ പ്രൊവൈഡ് ഓൺ ദ ജോബ് ട്രെയിനിങ്, ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കുന്നു. പിന്നെ വർക്കേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, വർക്ക് ചെയ്യാനായിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അല്ലേ? അവർക്ക് വേണ്ട ഗൈഡൻസ് കാര്യങ്ങൾ കൊടുത്തിട്ട് വർക്ക് ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പിന്നെ ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ഓക്കെ, അത് വർക്കേഴ്സിനും കൊടുക്കുന്നു, അതേപോലെ തന്നെ ആർക്ക് കൊടുക്കുന്നു? മാനേജ്മെൻറ്റിനും കൊടുക്കുന്നു. രണ്ട് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ്ബാക്കുകൾ കൊടുക്കുന്നു അല്ലേ? ഇനി മോട്ടിവേഷനാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? മീൻസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ്ഡ് ഡിസൈർഡ് ഗോൾ അല്ലേ? അതായത് വർക്കേഴ്സിൻ്റെ ഉള്ളിൽ ഡിസയർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡയറക്റ്റിംഗ് എലമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോട്ടിവേഷൻ്റെ ഉള്ളിൽ മെയിനായിട്ട് ഒരാളുണ്ട്, മോട്ടീവും ഉണ്ട്, മോട്ടിവേറ്റേഴ്സും ഉണ്ട് അല്ലേ? മോട്ടീവ് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ നമ്മൾ എന്താണ്, ഇന്നത് കൊണ്ട് നീ ചെയ്യൂ, അല്ലെങ്കിൽ ഇന്ന കാര്യം കൊണ്ട് നിനക്ക് നല്ല സാലറി കിട്ടണമെങ്കിൽ നീ അത് ചെയ്യൂ എന്ന് പറയുന്നില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത്. മോട്ടീവ് ഈസ് ആൻ ഇന്നർ സ്റ്റേറ്റ് ദാറ്റ് എനർജൈസ് ആക്ടിവിറ്റീസ് ഓർ മൂവ് ആൻഡ് ഡയറക്ട്സ് ബിഹേവിയർ ടുവേർഡ്സ് ഗോൾസ് അല്ലേ? ഗോൾസിലേക്ക് എത്തുന്ന രീതിയിൽ എന്താണ് അവരിലേക്ക് ഒരു സ്പാർക്ക് ഇട്ട് കൊടുക്കുന്നതാണ് മോട്ടീവ് എന്ന് പറയുന്നത്. മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷൻ ടെക്നിക്സ് ആണ് ഫൈനാൻഷ്യൽ, നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഒക്കെ. ഇനി മോട്ടിവേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരിൽ ആദ്യം ഒരു അൺസാറ്റിസ്ഫൈഡ് നീഡ് ഉണ്ടാവും അല്ലേ? എപ്പോഴും മനുഷ്യരിൽ ഒരു അൺസാറ്റിസ്ഫൈഡ് നീഡ് ഉണ്ടാവുന്ന സമയത്ത് അത് നമ്മളെ ടെൻഷനിലേക്ക്, ഇപ്പോൾ കണ്ടില്ലേ അവന് കളി കാണാൻ പറ്റുന്നില്ല, അവൻ ഭയങ്കര ടെൻഷനാണ്. അവൻ്റെ മോട്ടിവേഷൻ വർക്ക് ആവണമെങ്കിൽ ആദ്യം അവൻ്റെ അൺസാറ്റിസ്ഫൈഡിലെ നീഡ് എന്ന് പറയുന്നത്
കളി കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവൻ എന്താ, അവൻ ടെൻഷനായിട്ട് ഇത് എങ്ങനെയും കളി കാണണല്ലോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ സെർച്ച് ബിഹേവിയർ എൻ്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് എന്നോട് കളി വെച്ച് തരാൻ വേണ്ടി അവൻ പറയുന്നു. ഓക്കെ, ഇമോഷണൽ ഡ്രൈവ് ആയിട്ടാണല്ലേ അവൻ. എന്താണ് ഇമോഷണൽ ഡ്രൈവിൻ്റെ പുറത്ത് എങ്ങനെ ഇപ്പോൾ കളി കാണും, അപ്പോൾ ഏറ്റവും കളി കാണാൻ വേണം, പഠിക്കാൻ വേണം. അപ്പോൾ അങ്ങനെയാണ് രണ്ടും കൂടി ഒരുമിച്ച് കിട്ടിയാലോ എന്നുള്ള രീതിയിലാണ് അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് കളി വെച്ച് തരുമോ മിസ്സേ എന്ന് ചോദിച്ചത്. ഓക്കെ, മാച്ച് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ എന്ത് പറഞ്ഞു? അപ്പോൾ ഞാൻ നോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായി, അവൻ വേറെ ഏതെങ്കിലും സെർച്ച് ബിഹേവിയർ ഏതെങ്കിലും, ഇനിയിപ്പോൾ ചിലപ്പോൾ മിനിമൈസ് ചെയ്ത് അവൻ പോയി ഇപ്പോൾ കളി ഇരുന്ന് കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് അവൻ്റെ നീഡ്, അൺസാറ്റിസ്ഫൈഡ് ആയി കിടക്കുന്ന നീഡ് അങ്ങ് എന്തായി, സാറ്റിസ്ഫൈഡ് ആയിട്ട് അവൻ്റെ ടെൻഷനൊക്കെ കുറഞ്ഞ് അവൻ കുറച്ച് കഴിയുമ്പോൾ വരും വീണ്ടും ക്ലാസ് കാണാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ കാണേണ്ടത്. എടാ ഞാനിപ്പോൾ സൂപ്പർവിഷൻ ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നമ്മുടെ ലൈവ് നീളും. ഒന്നെങ്കിൽ നീ അവസാനം വരെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് ഒന്നുകൂടെ കണ്ടാൽ മതി കേട്ടോ. ക്ലിയർ? സെറ്റ്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷനിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ, മോട്ടിവേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എന്താവും, പെർഫോമൻസ് ഓഫ് എംപ്ലോയീസിനെ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും അല്ലേ. നോക്കി വെച്ചോ, അതായത് ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് ചേഞ്ച് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. ആരെ? വർക്കേഴ്സിന് അല്ലേ. നിങ്ങൾ പണിയെടുത്താൽ നിങ്ങൾക്ക് ലാഭം കിട്ടും. കണ്ടില്ലേ, ഞാൻ അവരോട് പറഞ്ഞില്ലേ നിനക്ക് വേണം നീ പോയി കണ്ടോളൂ, പക്ഷേ എനിക്ക് നഷ്ടം വരാനില്ല, നീ എക്സാം എഴുതേണ്ടി വരും എന്ന് പറഞ്ഞു. ഓക്കെ, അവൻ്റെ ഉള്ളിൽ പഠിക്കണം എന്നുള്ളൊരു സാധനം ഇട്ട് കൊടുക്കണം അല്ലേ. ഇനി റെഡ്യൂസസ് എംപ്ലോയീസ് ടേൺ ഓവർ അല്ലേ. എംപ്ലോയീസ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്ത് പോണ പരിപാടിയില്ലേ അത് കുറയ്ക്കും. പിന്നെ ആബ്സെൻറ്റീസവും കുറയ്ക്കും. പിന്നെ ഹെൽപ്സ് ടു ഓവർകം റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ഉള്ളിൽ വരുന്ന സാധനമാണ്, അതിനൊന്ന് കുറച്ച് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി പ്രകാരം മനുഷ്യരുടെ ഹൈറാർക്കിയിൽ നീഡിനെ കുറിച്ചാണ് അദ്ദേഹം പഠിച്ചിട്ടുള്ളത് അല്ലേ. മനുഷ്യരുടെ നീഡ്സിനെല്ലാം ഒരു ഓർഡർ ഉണ്ടെന്ന് മാസ്ലോ കണ്ടുപിടിച്ചു. അതായത് ആദ്യത്തെ നീഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ബേസിക് സൈക്കോളജിക്കൽ നീഡാണ് അല്ലേ. നമ്മുടെ മമ്മൂട്ടി ടൗൺഷിപ്പ് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് പറഞ്ഞിട്ടില്ലായിരുന്നോ, മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യമാണ് എന്താണ്, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക, അതുപോലെ എന്താണ് വിശപ്പ്, ദാഹം, ഷെൽട്ടർ എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ എല്ലാ മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യമാണ്, ബേസിക് സൈക്കോളജിക്കൽ നീഡാണ് ഹങ്കർ, തേഴ്സ്റ്റ്, ഷെൽട്ടർ, സ്ലീപ്പ് എന്ന് പറയുന്നത്. ഇനി ഒരു ബിസിനസ്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ അത് എന്താകും, ബേസിക് സാലറി കിട്ടുന്ന ഒരു ജോലി ആയാൽ മതി എന്നാവും അല്ലേ. ഇനി സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡാണ് രണ്ടാമത്തത് അല്ലേ. ഈ നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ അടുത്ത നീഡിലേക്ക് പോകും. അതായത് ഈ കിട്ടുന്ന സാധനത്തിനൊക്കെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ, ഈ കിട്ടുന്ന ജോലി ഒന്ന് സ്ഥിരമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പെൻഷനോ PF അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നാണെങ്കിൽ ഇതിൻ്റെയൊക്കെ വൺ ഷോട്ടുകൾ നമ്മൾ പോയിട്ടുണ്ട്, അത് യൂട്യൂബിലൊന്ന് കാണുക കേട്ടോ. അതായത് നീഡ്സ് പ്രൊവൈഡ് സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഹാം, ജോബ് സെക്യൂരിറ്റി കൊടുക്കുക, സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം, പെൻഷൻ സ്കീം, PF അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ അഫിലിയേഷൻ ആൻഡ് സോഷ്യൽ ബിലോങ്ങിങ്നെസ് നീഡാണ് അല്ലേ. നമുക്കൊരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ വേണം അല്ലേ, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കണം കമ്പനീൻ്റെ അകത്ത് എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും, ഒരു കൊളീഗ്സ് ഉണ്ടായിരിക്കണം എന്ന് ചിന്തിക്കില്ലേ. ദീസ് നീഡ്സ് റെഫേഴ്സ് ടു ദ എഫെക്ഷൻ, സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, ആക്സെപ്റ്റൻസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. ആക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കുക, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കുക എന്ന് ആഗ്രഹിക്കുന്നില്ലേ, അതാണ് അടുത്ത നീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും എന്തായിരിക്കണം, നമ്മൾ ഒരുക്കി കൊടുക്കണം എംപ്ലോയീസിന് വേണ്ടിയിട്ട്. പിന്നെ എസ്റ്റീം നീഡ് ഉണ്ട്. എസ്റ്റീം നീഡ് എന്ന് പറയുന്നത് include factors such as self-respect, autonomy, status, recognition and attention അല്ലേ. പിന്നെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പോസ്റ്റിൽ ജോലി ചെയ്യുക, അങ്ങനത്തെ രീതിയിലുള്ള എന്തുണ്ടാവും, ഒരു നീഡ് മനുഷ്യരിൽ വരും അല്ലേ. പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുമ്പോൾ അയാളുടെ ഏറ്റവും പീക്ക് ലെവലിലുള്ള നീഡാണ്. ഇത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യൻ എന്താണ്, ആ ഒരു ലെവലിൽ എല്ലാം അയാളുടെ നീഡ് എല്ലാം എന്തായി, അച്ചീവ് ചെയ്യപ്പെട്ടു അല്ലേ. അതായത് ദിസ് ഇസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് നീഡ് ഇൻ ദ ഹൈറാർക്കി. ദിസ് ഇൻക്ലൂഡ് ഗ്രോത്ത് ആൻഡ് അച്ചീവ്മെന്റ് ഓഫ് ഗോൾ അല്ലേ. അതായത് ആൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പൊസിഷനിൽ അയാൾ ഇരിക്കുന്നു. ക്ലിയർ? അതാണ്. ഇനി ഇൻസെൻറ്റീവ്സ്, മോട്ടിവേറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. മോട്ടിവേറ്റേഴ്സ് ആണ് ഇതെല്ലാം, മോട്ടിവേറ്റേഴ്സ് ആണ് അല്ലേ. ഇറ്റ് മീൻസ് ഓൾ മെഷേഴ്സ് വിച്ച് ആർ ടേക്കൺ ടു മോട്ടിവേറ്റ് എംപ്ലോയീസ് ടു ഇംപ്രൂവ് പെർഫോമൻസ്. അപ്പോൾ എംപ്ലോയീസിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മൾ ഒന്നെങ്കിൽ ഫൈനാൻഷ്യൽ, നോൺ ഫൈനാൻഷ്യൽ ഉണ്ട്. ഇത് രണ്ടും എന്ത് ചെയ്യണം, നോക്കി വെക്കണം. ഫൈനാൻഷ്യൽ എന്ന് പറയുമ്പോൾ മോണിറ്ററി ടേംസിൽ വരുന്നത്, നോൺ ഫൈനാൻഷ്യൽ എന്ന് പറയുമ്പോൾ വരാത്തത്. ഓക്കെ, ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലീഡർഷിപ്പിലേക്ക് പോവാം.
ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആളുകളുടെ ഉള്ളിൽ ആളുകളുടെ ബിഹേവിയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ലീഡർഷിപ്പ് is the activity of manager to induce subordinate to work with confidence and devoted. അല്ലേ, ബിഹേവിയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നന്നായിട്ട് വർക്ക് ചെയ്യണം. ഇപ്പം ഞാൻ നല്ലൊരു ലീഡർ ആണെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ പണിയെടുക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഇരുന്ന് പണിയെടുക്കും. അല്ലെങ്കിൽ പോട്ട് പുല്ല്, ഞാൻ ഇനി പണിയെടുക്കാനൊന്നും പോകുന്നില്ല, അങ്ങനത്തെ ഒരു ലെവലിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ നല്ല ലീഡേഴ്സ് ആയിരിക്കണം. ഓക്കെ, നമുക്ക് മറ്റുള്ളവരുടെ സ്വഭാവത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ലീഡർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് അതേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളായിരിക്കണം. പിന്നെ ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്, ബിഹേവിയേഴ്സിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ ഉണ്ടായിരിക്കണം. അവിടെ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻ ഉണ്ടായിരിക്കണം, ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? പിന്നെ അച്ചീവ്മെൻറ്റ് ഓഫ് കോമൺ ഗോൾസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലീഡർഷിപ്പ് ആയിരിക്കണം. കണ്ടിന്യൂസ് പ്രോസസ്സാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇമ്പോർട്ടൻസ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് നമ്മൾ നോക്കേണ്ടത്. ലീഡർഷിപ്പ് ആണ് കേട്ടോ, റിലേഷൻഷിപ്പ് അല്ല, സോറി. ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ലീഡർഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ ഡയറക്ഷൻ്റെ അകത്ത് ലീഡർഷിപ്പ് കൂടെ കൊടുക്കണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യാൻ ലീഡർഷിപ്പിലൂടെ സാധിക്കും, മോട്ടിവേഷനിലൂടെ സാധിക്കില്ല. മോട്ടിവേഷനിലൂടെ അവരെ പണിയെടുപ്പിക്കാൻ അവരുടേതായ രീതിയിൽ അപ്പോൾ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ വേണ്ടി പറ്റില്ല. പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാവണമെങ്കിൽ, പിന്നെ ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അല്ലേ, ലീഡേഴ്സ് വഴിയായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. കോൺഫ്ലിക്ട്സ് ഇഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ലീഡർഷിപ്പ് വേണം. ട്രെയിനിങ് ടു സബോർഡിനേറ്റ്സിന് എന്ത് വേണം, ലീഡർഷിപ്പ് വേണം അല്ലേ. ഇനി ലീഡർഷിപ്പ് സ്റ്റൈലാണ് അല്ലേ. അപ്പോൾ ഈ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ സാധനം പല രീതിയിലാണ് ആൾക്കാർ ചെയ്യുന്നത്. ഒന്ന് അതോറിറ്റേറിയൻ ഉണ്ട്, അതായത് സെൻട്രലൈസ്ഡ് ആയിരിക്കും അല്ലേ. ഇത് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രോൾ ആയിരിക്കും. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, പാർട്ടിസിപ്പേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിച്ച് സുപ്പീരിയർ സബോർഡിനേറ്റ്സിന് നല്ല കൺട്രോൾ ആയിരിക്കും. അതായത് നല്ല കൺട്രോൾ ആയിരിക്കും, ഈക്വൽ ആയിട്ട് തന്നെ എന്തുണ്ടാവും, പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും. ലേസി ഫ്രീ റെയിൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ്, കൺട്രോൾ ഉണ്ടായിരിക്കില്ല അല്ലേ. അതായത് കൺട്രോൾ ഭയങ്കര കുറവായിരിക്കും. കാരണം എന്താണ്, ഇവിടെ എല്ലാം ആരുടെ കയ്യിലായിരിക്കും, നമ്മുടെ സബോർഡിനേറ്റ്സിൻ്റെ കയ്യിലായിരിക്കും. ഓക്കെ, സുപ്പീരിയർ ഓഫീസറിന്, ലീഡർക്ക് വലിയ റോൾ ഉണ്ടായിരിക്കില്ല, റോൾ വളരെ കുറവായിരിക്കും. ക്ലിയർ ആണോ? ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷനിലേക്ക് പോവാം. ക്ലിയർ? സെറ്റ് ആണെങ്കിൽ ഒന്ന് പറഞ്ഞേടാ. കമ്മ്യൂണിക്കേഷനിലേക്ക് പോവാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ആൻ എലമെന്റ് ഓഫ് ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയ, വ്യൂസ്, ഫാക്ട്, ഫീലിങ്സ് എക്സെട്ര അല്ലേ. ഒരു ഫാക്ട് അല്ലെങ്കിൽ വ്യൂ, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എപ്പോഴും ഒരു സെൻറ്റർ ഉണ്ടായിരിക്കും, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. പിന്നെ അയാൾക്ക് പറയാനുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും, ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. പിന്നെ അയാൾ അതിനെന്ത് ചെയ്യും, അയാൾക്ക് വേണ്ട രീതിയിലേക്ക് എൻകോഡ് ചെയ്യും അല്ലേ, ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്നിട്ട് ഏതെങ്കിലും ഒരു മീഡിയ, ഒരു ചാനലിലൂടെ അതിനെ കടത്തിവിടും. എന്നിട്ട് അതിന് റിസീവർ എന്ത് ചെയ്യും, ഡീകോഡ് ചെയ്യും. ഡീകോഡിങ് ഓഫ് റിസീവർ ആയിരിക്കും. എന്നിട്ട് അതിന് ഫീഡ്ബാക്ക് കൊടുക്കും. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് എലമെൻറ്റ്സ് ആയിട്ട് ഉണ്ടായിരിക്കുക. ഇതും ഒന്ന് നോക്കി വെച്ചോ, നോക്കി വെക്കുക. ക്ലിയർ അല്ലേ? ഇനി കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ ആക്ട് ആസ് ദ ബേസിസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. അതായത് ഡയറക്റ്റിങ്ങിൻ്റെ ഏറ്റവും ബേസിസ് ആയിട്ട് നിൽക്കുന്ന ആളാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. കമ്മ്യൂണിക്കേഷനിലേക്ക് നമുക്ക് നല്ല ലീഡർ ആവാൻ പറ്റില്ല, നല്ല മോട്ടിവേറ്റർ ആവാൻ പറ്റില്ല, നല്ല സൂപ്പർവൈസർ ആവാൻ പറ്റില്ല, ഒന്നും ആവാൻ വേണ്ടി പറ്റില്ല അല്ലേ. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ എന്താണ്, ബേസിസ് ഓഫ് ഡയറക്റ്റിംഗ് ആണ് കേട്ടോ, ബേസിസ് ഓഫ് ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ആണ്. പിന്നെ ഹെൽപ്സ് ഇൻ സ്മൂത്ത് വർക്കിംഗ് ഓഫ് ആൻ ഓർഗനൈസേഷൻ അല്ലേ. ഓർഗനൈസേഷൻ ഭയങ്കര സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ നല്ല ഫ്രീ ഫ്ലോ ഉണ്ടാവണം കമ്മ്യൂണിക്കേഷൻ്റെ. പിന്നെ മാനേജറിയൽ എഫിഷ്യൻസി കൂട്ടുന്നു നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ.
പിന്നെ ആക്ട് ആസ് ദ ബേസിസ് ഓഫ് എഫിഷ്യൻസി കൂട്ടാൻ എങ്ങനെയാണ്, നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ പ്രൊമോട്ട് കോർപ്പറേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ പീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ, കോൺഫ്ലിക്ട്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ എഫക്റ്റീവ് ലീഡർഷിപ്പിലേക്ക് അല്ലേ, നല്ല ലീഡർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ബൂസ്റ്റ് മൊറൽ ആൻഡ് പ്രൊവൈഡ് മോട്ടിവേഷൻ കൊടുക്കാനൊക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഒന്ന് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇനി ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയുണ്ട്? രണ്ട് രീതിയിലുണ്ട്, ഫോർമലും ഉണ്ട് ഇൻഫോർമലും ഉണ്ട്. ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ തന്നെ 3 രീതിയിലുണ്ട്. വെർട്ടിക്കൽ ഉണ്ട് അല്ലേ. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ സുപ്പീരിയറോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കും, സുപ്പീരിയേഴ്സിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ അപ്വേർഡ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഡൗൺവേർഡ് ഉണ്ടായിരിക്കും. ഇപ്പോൾ സുപ്പീരിയേഴ്സിന് സബോർഡിനേറ്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതേപോലെ സബോർഡിനേറ്റ്സിന് സുപ്പീരിയേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഒരേ കേഡറിലുള്ളവർ, ഒരേ പോസ്റ്റിലിരിക്കുന്നവർ. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരാൾ സുപ്പീരിയറും ഒരാൾ സബോർഡിനേറ്റ്സും ആയിരിക്കും ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ. സുപ്പീരിയേഴ്സും സബോർഡിനേറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഒന്ന് പറഞ്ഞേടാ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാം. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നോക്കി. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലേക്ക് കടക്കാം. അതിനു മുൻപ് ഒന്ന് പറഞ്ഞേ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ ഒന്ന് പറയോ, മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് പറയാവോ? ആ, കാട്ടാക്കട എവിടെ ഉള്ളതാണോ നീ? വന്നോ നീ എത്തിയോ? ക്ലിയർ. ഓക്കെ, ഡാഡി ഷാർക്ക് പറഞ്ഞു. ഡാഡി ഷാർക്കോ? ഓക്കെ, ക്ലിയർ. ഓക്കെ, സെറ്റ്, റെഡി. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷനിലേക്ക് പോകാം കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ടേക്കിംഗ് പ്ലേസസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഔട്ട്സൈഡ് ദ ലൈൻ ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഔട്ട്സൈഡിലേക്ക് പോയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ എലോങ് വിത്ത് ചെയിൻ ഓഫ് കമാൻഡ് വഴിയാണ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇൻഫോർമൽ എങ്ങനെയാണ്? അതായത് വിത്തൗട്ട് ഫോളോയിങ് ഫോർമൽ ലൈൻസ് ആയിരിക്കും. ഇനി എയിംസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷനിൽ ഗോൾ അച്ചീവ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ഫുൾഫില്ലിങ് സോഷ്യൽ പേഴ്സണൽ നീഡ്സ് ആണ്. ഇനി സ്പീഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ്? പ്രൊസീജിയറൽ ഡിലേ ആണെങ്കിൽ ഇവിടെ ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ ആണ്. സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവും, ഇവിടെ ഫ്രണ്ട്ലി ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പേ ഉണ്ടാവുള്ളൂ. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഇനി നോക്കണം. നമ്മൾ ഫോർമലും ഇൻഫോർമലും ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഫോർമലിലും ഇൻഫോർമലിലും തന്നെ പല ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്, അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ. സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണം കേട്ടോ, സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ ഓരോന്ന് പറയണം, ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇനി കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് നോക്കാം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ the pattern through which communication flows within the organization is generally indicated through communication network. അല്ലേ, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ഫ്ലോ വിത്തിൻ ദ ഓർഗനൈസേഷൻ ഇസ് ജനറലി ഇൻഡിക്കേറ്റ് ത്രൂ ദ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അല്ലേ. അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്ന പാറ്റേണിനെയാണ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന നെറ്റ്വർക്കാണ് സിംഗിൾ ചെയിൻ അല്ലേ. അതായത് നെറ്റ്വർക്ക് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് ഇറ്റ്സ് സബോർഡിനേറ്റ്സ്. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളിൽ തന്നെയുള്ള കമ്മ്യൂണിക്കേഷൻ. ക്ലിയർ അല്ലേ? ഇനി വീൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതായത് സബോർഡിനേറ്റ്സ് അണ്ടർ വൺ സുപ്പീരിയർ കമ്മ്യൂണിക്കേറ്റ് ത്രൂ ഹിം ഓൺലി ഹാസ് ആക്ട് ആസ് എ ഹബ് ഓഫ് ദ വീൽ അല്ലേ. വീൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇയാളുടെ അണ്ടറിലുള്ള എല്ലാ സബോർഡിനേറ്റ്സിനും ഇയാൾ ത്രൂവേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി നമ്മൾ സർക്കുലർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ദ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ മൂവ്സ് ഇൻ ദ സർക്കിൾ which person can communicate with his adjoining two persons അല്ലേ. ഇവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്ക് ഇയാളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഈ ആൾക്ക് ഇയാളോടും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഇവരോടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഫ്രീ ഫ്ലോ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈച്ച് പേഴ്സൺ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ് ഫ്രീലി. അതിനെയാണ് നമ്മൾ എന്ന് പറയാം ഫ്രീ ഫ്ലോ എന്ന് പറയുന്നത്. ഇനി ഇൻവേർട്ടഡ് വീണ്ട് അതൊന്ന് നോക്കി വെക്കണം, അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. ഇൻവേർട്ടഡ് വി എന്ന് എഴുതാൻ വേണ്ടിയിട്ട്.
അതായത് ഇവിടെ എങ്ങനെ വെച്ചാൽ 2 സുപ്പീരിയേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഈ സിക്കും ഡിക്കും എനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ബി വഴിയാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ പോവുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മളെ ഇപ്പോൾ മാനേജർ, അസിസ്റ്റന്റ് മാനേജർ എന്നൊക്കെ പറയില്ലേ, ക്ലിയർ? അങ്ങനെ. ഓക്കെ, സബോർഡിനേറ്റ് ഇസ് allowed to communicate with his immediate superior as well as his superiors അല്ലേ. However, in later case only prescribed communication take place. അല്ലെങ്കിൽ ഗ്യാങ് പ്ലാങ് ഒക്കെ കിട്ടില്ലേ, അതാണ് സംഭവം. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ ഇവിടെ എന്താ സിംഗിൾ ചെയിൻ ഉണ്ട് അല്ലേ. സിംഗിൾ ചെയിൻ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഈച്ച് പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ്സ് ടു ദ അതേഴ്സ് ഇൻ എ സീക്വൻസ് അല്ലേ. അതായത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൻ്റെ അകത്ത് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഗോസിപ്പ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ഓൾ നോൺ സെലക്റ്റീവ് ബേസിസ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിയാൽ പറയുന്നത്. ക്ലിയർ അല്ലേ? അതെ. പ്രോബബിലിറ്റി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മൾ എന്താ റാൻഡംലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഇൻഡിവിജ്വൽസ് അല്ലേ. അതായത് നമ്മളിപ്പോൾ ക്യാൻറ്റീൻ എന്നൊക്കെ സംസാരിക്കുന്നൊക്കെ അല്ലേ, അതാണ് പ്രോബബിലിറ്റി നെറ്റ്വർക്ക്. ഇനി ക്ലസ്റ്റർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഓൺലി ദോസ് പീപ്പിൾ ഹും ഹി ട്രസ്റ്റ്സ് അല്ലേ. ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഇനി കമ്മ്യൂണിക്കേഷനിലെ ബാരിയേഴ്സിനെ നിങ്ങൾ നോക്കി വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് സെമാൻറ്റിക് ബാരിയേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ഉണ്ട്, പേഴ്സണൽ ബാരിയേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ അകത്തുള്ള കമ്മ്യൂണിക്കേഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും തടസ്സത്തിലാക്കുന്ന കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത് എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് ഓഫ് മെസ്സേജ് ആണ് വരുന്നത്, ട്രാൻസ്ലേഷനിൽ വരുന്ന മെസ്സേജസ്, പിന്നെ റോങ് ആയിട്ടുള്ള ഗെസ്റ്റേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളില്ലേ, അതാണെന്ന് പറഞ്ഞാൽ സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് അല്ല, ഇമോഷണൽ ഫാക്ടേഴ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അതൃപ്തി, പിന്നെ വർക്ക് പ്രഷർ, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് റൂൾസ് ആൻഡ് അതോറിറ്റി, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഇതിനൊക്കെയാണ് നമ്മൾ എന്ന് പറയുക ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആകുമ്പോൾ അവിടെ ഫ്രീ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കില്ല അല്ലേ. ഇനി നെക്സ്റ്റ് പേഴ്സണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫാക്ടേഴ്സ് സച്ച് ബോത്ത് സെൻഡർ ആൻഡ് റിസീവർ മേ എക്സ്പെക്ട് ഇൻഫ്ലുവൻസ് ഓൺ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. അതായത് എക്സേർട്ട് ചെയ്യുക, അതായത് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അതൃപ്തി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ, അത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. അതായത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടില്ലെങ്കിൽ നല്ല രീതിയിൽ സുപ്പീരിയർ സബോർഡിനേറ്റ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. ഇനി എങ്ങനെ കമ്മ്യൂണിക്കേഷനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാരിഫൈ ദ ഐഡിയ ബിഫോർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഐഡിയ അങ്ങോട്ട് ക്ലാരിഫൈ ഉണ്ടായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്ക്. പിന്നെ കമ്മ്യൂണിക്കേറ്റ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ റിസീവർ, റിസീവേഴ്സിൻ്റെ നീഡ് അനുസരിച്ച് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ കൺസൾട്ട് അതേഴ്സ് ബിഫോർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ മറ്റുള്ളവരെ ഒന്ന് കൺസൾട്ട് ചെയ്യുക. പിന്നെ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ബിവെയർ ഓഫ് ലാംഗ്വേജ്, ടോൺ ആൻഡ് കോണ്ടന്റ് ഓഫ് മെസ്സേജ് ആണ് അടുത്തതെന്ന് പറയുന്നത് അല്ലേ. നമ്മൾ സംസാരിക്കുന്ന കോണ്ടന്റ് എന്താണ്, അതിനെങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൂടെ നോക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക ബാരിയേഴ്സിന് എഫക്റ്റീവായിട്ട് ബാരിയേഴ്സിനെ കളയാനുള്ള ഒരു രീതി. ക്ലിയർ അല്ലേ? ഇനി കൺവേ തിങ്സ് ഓഫ് ഹെൽപ്പ് ആൻഡ് വാല്യൂ ടു ലിസണേഴ്സിന് വാല്യൂ കൊടുക്കുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ പ്രോപ്പർ ഫീഡ്ബാക്ക് എടുക്കാൻ നോക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യം കറക്റ്റായിട്ട് തന്നെയാണോ എത്തിയ എന്നുള്ളത്. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ഫോർ പ്രസൻറ്റ് ആസ് വെൽ ആസ് ഫ്യൂച്ചർ, പ്രസൻറ്റിലും ഫ്യൂച്ചറിലും ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ലാഭം എന്നല്ല, നിങ്ങൾക്കും കൂടെ ലാഭമുണ്ട് എന്നുള്ള രീതിയിൽ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. പിന്നെ ഫോളോ അപ്പ് ചെയ്യുക, നമ്മൾ പോയ കമ്മ്യൂണിക്കേഷൻ്റെ അതുപോലെ തന്നെയല്ലേ വീണ്ടും വീണ്ടും നടക്കുന്നത്, അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ നോക്കണം. പിന്നെ ഒരു ഗുഡ് ലിസണർ ആയിരിക്കണം. ഓക്കെ, ഒരു ഗുഡ് ലിസണർ ആയിട്ടിരിക്കാൻ കൂടെ നോക്കുക. ക്ലിയർ? ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ കമ്പാരിസൺ നോക്കണം നമ്മൾ. ഓക്കെ, ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ ടേബിൾ വെച്ചതാണ്. സൂപ്പർവിഷൻ്റെ മീനിങ് നോക്കിക്കഴിഞ്ഞാൽ ഓവർസീയിങ് ദ വർക്ക് ഓഫ് സബോർഡിനേറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, സൂപ്പർവിഷൻ എന്ന് പറയാം. എൻഷ്യൂർ ടാസ്ക് ആർ ഡൺ ആസ് പെർ ദ പ്ലാൻ അനുസരിച്ച് ചെയ്യുന്നുണ്ടോ നോക്കുന്ന ഡയറക്ഷൻ എലമെന്റ് ആണ് സൂപ്പർവിഷൻ. പക്ഷെ മോട്ടിവേഷൻ എന്താണ്? പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ഡിസൈർഡ് ഗോൾ അല്ലേ. ആളുകളെ കൊണ്ട് പണി എടുപ്പിക്കാൻ ഒരു ഡിസയർ അവരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എലമെന്റ് ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ ടു വർക്ക് വില്ലിംഗ്ലി ടുവേർഡ്സ് ഗോൾസ് അല്ലേ. അപ്പോൾ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ബിഹേവിയേഴ്സിൽ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ഐഡിയ, ഫാക്ട്, ഫീലിംഗ്സ് ബിറ്റ്വീൻ ടു ഓർ മോർ പീപ്പിൾ ആണ്.
അപ്പം ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ ലീഡർഷിപ്പ് ചെയ്യാൻ ലീഡർഷിപ്പ് മോട്ടിവേഷനും സൂപ്പർവിഷനും വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് എന്തെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി ഫോക്കസ് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർവിഷനിൽ എന്താണ് ഡയറക്റ്റ് ഓവേഴ്സൈറ്റ് ആൻഡ് ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷൻ ആണ് അല്ലേ. ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ വരുന്നു അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നു. പിന്നെ ഇൻട്രാക്ഷൻ വരുന്നു. മോട്ടിവേഷനിൽ സൈക്കോളജിക്കൽ നീഡ് ആൻഡ് ഇന്റേണൽ ഡിസയർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നത്. ലീഡർഷിപ്പ് ആണെങ്കിലോ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷനിൽ ക്ലാരിറ്റി ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ഫീഡ്ബാക്ക് ബിറ്റ്വീൻ പാർട്ടീസ് ആണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഒബ്ജക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് എൻഷ്യൂർ വർക്കേഴ്സ് പെർഫോം എഫിഷ്യൻ്റ്ലി ആൻഡ് റിസോഴ്സസ് ആർ യൂസ് പ്രോപ്പർലി ആണ് അതിൻ്റെ സൂപ്പർവിഷൻ്റെ ഫോക്കസ് എന്ന് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇംപ്രൂവ് പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ആണ് ബൈ പ്രൊവൈഡിങ് ഇൻസെൻറ്റീവ്സിലൂടെ അല്ലേ. ലീഡർഷിപ്പ് ആണെങ്കിൽ ഇൻസ്പയർ കോൺഫിഡൻസ് ആൻഡ് ക്രിയേറ്റ് വില്ലിങ്നെസ് ടു വർക്ക് ആണ് ഏതെന്ന് പറയുന്നത് ലീഡർഷിപ്പിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് കോമൺ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എല്ലാം ഒരേ രീതിയിൽ തന്നെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്. റിക്വയർമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരാൾക്ക് ടെക്നിക്കൽ നോളജ് ആൻഡ് ഒബ്സർവേഷൻ സ്കില്ലാണ് വേണ്ടത്. മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് ഹ്യൂമൻ നീഡ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവാണ് അല്ലേ. ലീഡർഷിപ്പിലാണെങ്കിൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ടു എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് അത് നല്ല ക്വാളിറ്റി പേഴ്സണാലിറ്റിയാണ് ലീഡർ ആകുമ്പോൾ വേണ്ടത്. പിന്നെ കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ എഫക്റ്റീവ് സ്പീക്കിംഗ് ലിസണിങ് സ്കില്ല് റൈറ്റിംഗ് സ്കില്ലാണ് അവിടെ വേണ്ടത്. ക്ലിയർ അല്ലേ. ഇനി നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർവിഷനിൽ പ്രാക്ടിക്കൽ ആൻഡ് ഓപ്പറേഷൻ ഓറിയൻറ്റഡ് ആണെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആൻഡ് സൈക്കോളജിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ലീഡർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ബിഹേവിയർ ആൻഡ് പേഴ്സൺ ഓറിയൻറ്റഡ് ആയിരിക്കും ലീഡർഷിപ്പ് വരുന്നത് ഓരോ വ്യക്തികളനുസരിച്ചിരിക്കും. ഇനി കമ്മ്യൂണിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ പ്രോസസ് ആൻഡ് ഫ്ലോ ഓറിയൻറ്റഡ് ആണ് അല്ലേ. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിനുള്ള ഫ്ലോ അനുസരിച്ചിട്ടായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ. സെറ്റ്. അപ്പോൾ ഇത്രയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയെൻ്റെ ദൈവം ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ബാക്കി നമുക്ക് 3 ചാപ്റ്റർ കൂടെ പഠിക്കാനുണ്ട്. കൺട്രോളിങ്ങും ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റും. അതിന് മുൻപ് യദുസാറ് കുറേ നേരമല്ലേ നിങ്ങൾ എന്നെ കാണുന്നത്. ഓക്കെ ഞാനും നിങ്ങളെ കുറേ നേരം കാണുന്നു. അവന് കുറച്ച് നേരം എന്ത് ചെയ്യാം യദുസാറായിരിക്കും ഇനി ബാക്കി ക്ലാസ്സസ് എടുക്കുക. സാറിൻ്റെ ഫാൻസ് ഒക്കെ കത്തിച്ചോളൂ. കമൻറ്റ് ബോക്സ് ഒക്കെ കത്തിക്കൂ. ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് നേരം നിങ്ങൾ റെസ്റ്റ് എടുക്കാനായില്ല ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ സെറ്റ്. ബാക്കി ചാപ്റ്റർ കഴിഞ്ഞിട്ട് വരും കേട്ടോ. അതിങ്ങനെ ഇതാക്കിയ കണ്ടാവൂലേ. അപ്പൊ മക്കളെ സാറ് ഇവിടുന്ന് ഇരിക്കട്ടെ. ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി ചാപ്റ്ററുകൾ പോകാം അല്ലെ. നമുക്കൊരു 4 ചാപ്റ്ററുകൾ പഠിക്കാല്ലേ. അതിൽ 2 സിമ്പിൾ ചെറിയ ചാപ്റ്ററുകളാണ്. ബാക്കി നമുക്ക് എന്താണ് കുറച്ച് വലിയ ചാപ്റ്ററുകളാണ്. എന്നാലും അതും നമുക്ക് എന്താക്കാം സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ ഈശ്വര അതൊന്നും ഒടിഞ്ഞു വീകല്ലേ. ഇരുത്തം റെഡി ആയിക്കില്ലെങ്കിൽ സൈഡായി പോകും. ഓക്കെ മക്കളെ കേൾക്കുന്നുണ്ടോ. യെസ് സാർ ഏത് സ്റ്റുഡിയോ എന്നാണ് ക്ലാസ് എടുക്കുന്നതെന്നാ. ഇത് സ്റ്റുഡിയോ നമ്പർ 4. എന്താണ് സ്റ്റുഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക്. എന്താ ഒരു ഇല്ലാവത്തെ മക്കളെ 1 സെക്കൻഡ്. ഓക്കെ സാറിപ്പം ചെയറൊക്കെ കൊണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. യെസ് ഇരുന്ന് ക്ലാസ് എടുക്കാം. നിന്ന് ക്ലാസ് എടുക്കാൻ വയ്യ. നേരത്തെ നിന്ന് ഊരെ തന്നെയാവുന്നു. ഓക്കെ യെസ് ഇതവിടെ ആരൊക്കെ ഉണ്ട് ഒന്ന് നോക്കട്ടെ. എന്താണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ. എത്ര പേരുണ്ട്. യെസ് ഓക്കെ മക്കൾ എത്രയൊന്നും പോരാലോ. പിള്ളേർ ഇത്രയൊന്നും പോരാലോ. മക്കളെ ഒന്ന് വിളിച്ചിട്ട് വന്നേ. പെട്ടെന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. നമ്മുടെ ബാക്കി ചാപ്റ്റർ കൂടെ നമുക്ക് സിമ്പിളായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ പെട്ടെന്ന് നമുക്കൊന്ന് പഠിച്ചെടുക്കാം. ഓക്കെ അല്ലേ മക്കളെ. നമ്മളിതാ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ള ഓരോ ചാപ്റ്ററും നമ്മൾ 1 ഷോട്ട് ലൈവുകൾ ചെയ്തിട്ടുണ്ട്. അത് വൃത്തിക്ക് കാണുക. ഓക്കെ അത് നന്നായിട്ട് കാണുക. നിങ്ങൾക്ക് ഡൗട്ടുള്ള പോർഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ അത് നന്നായിട്ട് കണ്ടോളുക. ദെൻ നിങ്ങൾക്ക് ഈ ചാപ്റ്ററുകളെല്ലാം പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാൻ പെട്ടെന്ന് ഒന്ന് ഓടിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതാ ഈ ഒരു ഷോർട്ട് നോട്ട് ലൈവ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ റെഡി. യെസ് അപ്പോൾ അതിനുശേഷം ചാപ്റ്ററുകളൊക്കെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ലൈവൊക്കെ നന്നായിട്ട് കാണുക. ഓക്കെ എന്നാൽ നിങ്ങൾക്ക് സെറ്റായിട്ട് കിട്ടൂടാ.
ഒക്കെ സെറ്റായിട്ട് കിട്ടും. റെഡി? നാളെ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം നാളത്തെ ഷുവർ ക്വസ്റ്റ്യനിലും കൂടെ നിങ്ങൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. അതിൽ ഒരു ഡൗട്ടും വേണ്ട. റെഡിയാണോ സാർ? ഒരു പാട്ട് പാടും. ഓക്കെ, പെട്ടെന്ന് സാറിന് പാട്ട് കിട്ടുന്നില്ല, നമുക്ക് നോക്കാം. ഏതെങ്കിലും പാട്ട് വന്നാൽ നമുക്ക് പാടാം. സെറ്റ്. വരും പാട്ടൊക്കെ വരും. പിന്നെയല്ല, പാട്ട് വരാണ്ടോ? അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് പോകാം മക്കളെ. നമുക്ക് ശ്രദ്ധിച്ചേ, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്വന്തം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിലേക്ക് പോകാം. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ള മക്കൾ പഠിച്ചു വെച്ചോളാം. അത് എന്തൊക്കെയാണ്? ദ പ്രൊവൈഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഗൈഡൻസ് ഓഫ് തിങ്കിങ് ആൻഡ് ആക്ഷൻ ആണ് അല്ലേ. എന്തെങ്കിലും തിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു ഗൈഡൻസ്, ആർക്ക്? മാനേജേഴ്സിനുള്ള ഒരു ഗൈഡൻസ് ആണ് എന്തെന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ മാനേജ് പ്രിൻസിപ്പിൾസ് ആർ ബോർഡ് guidelines for decision making behavior, deal with the human behavior and എന്താണ് influenced by technological changes, provide guidelines of decision making അല്ലേ. എന്താണ് ഹ്യൂമൻസിൻ്റെ മറ്റ് എംപ്ലോയീസിൻ്റെ ബിഹേവിയറിനെ എന്താക്കാൻ ഡീൽ ചെയ്യാനും അതുപോലെ തന്നെ മാനേജേഴ്സിന് തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്ന ഒരു ഗൈഡ് ലൈനെയാണ് നമ്മൾ എന്ത് പറയുക? മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുക. ആദ്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ടത് ഈ പോയിന്റ്സുകളാണ്. ഈ പോയിന്റ്സുകളാണ്. അടുത്തതാ നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, എന്താണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ സ്വഭാവം? നല്ല സ്വഭാവമാണോ? നമുക്ക് നോക്കാം. യെസ്, ഒന്നാമത്തെ നല്ല സ്വഭാവമാണല്ലേ. അതെന്താ? യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉണ്ട്. എല്ലാ സ്ഥലത്തും നമുക്കതിൻ്റെ ആപ്ലിക്കബിൾ ആണ്. പിന്നെ എന്താ? ജനറൽ ഗൈഡ് ലൈൻ ആണ്. നമുക്കറിയാം അല്ലെ. എന്താണ്? അതൊരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലത്തെയൊക്കെ നമ്മൾ സോൾവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് അല്ലെ. നമുക്ക് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അത് മാറ്റാനും അല്ലെ, പല ആളുകളെ ഡീൽ ചെയ്യാൻ, പല ബിഹേവിയറിനനുസരിച്ച് നമുക്കത് ഡീൽ ചെയ്യാൻ ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അടുത്ത എന്താണ്? ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റ് അല്ലേ. നമുക്കറിയാം, വെറുതെ നമ്മൾ അങ്ങോട്ട് എഴുതി വെച്ച കാര്യങ്ങളല്ല അത്. പിന്നെ എന്താണത്? അയ്യോ, സാറിൻ്റെ വെള്ളം കുപ്പി കാണുന്നില്ലല്ലോ. ഓ മൈ ഗോഡ്, ഞാൻ വെള്ളം എടുത്തില്ല. സാറല്ല. ഓക്കെ, വെള്ളം ദാഹിക്കുമ്പോൾ നമുക്ക് ആരെയും വിളിക്കാം. റെഡി? അപ്പം എന്താ? ഫോംഡ് ബൈ പ്രാക്ടീസ് അല്ലേ. പ്രാക്ടീസിലൂടെ ഒക്കെ നമ്മൾ ഫോം ചെയ്ത കാര്യമാണ്. അടുത്തെന്താ? ഫ്ലെക്സിബിൾ ആണ്. നമ്മൾ പറഞ്ഞു എന്താ? പല സാഹചര്യങ്ങളിൽ, പല ആളുകളിൽ അല്ലേ, നമുക്ക് എന്താ, അല്ലെങ്കിൽ പല ബിഹേവിയറുകളെ ഡീൽ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് എന്ത് ചെയ്യണം മക്കളെ? യെസ്, മാറ്റേണ്ടി വരും. സോ ഇറ്റ്സ് ഫ്ലെക്സിബിൾ. പിന്നെ എന്താ? മെയിൻലി ബിഹേവിയർ അല്ലേ. എന്തിനെ ഫോക്കസ് ചെയ്യുന്നതാണ്? ബിഹേവിയറിനെ ഫോക്കസ് ചെയ്യുന്നതാണ്. ആദ്യത്തത് നാച്ചുറൽ. മകൾ ഓർത്ത് വെച്ചോളൂ. ആ പോയിന്റ്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ദെൻ എന്താണ്? കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്, കണ്ടിൻജൻ്റ് ഉണ്ട് അല്ലേ. കോസ് ആൻഡ് എഫക്റ്റ് നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക, ഒരു കാര്യകാരണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ എന്താക്കുക? മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ത്രൂ നമ്മളൊരു തീരുമാനങ്ങൾ എടുക്കുക. സെറ്റ് അല്ലേ. ഇതിനടുത്ത് എന്താണ്? കണ്ടിൻജൻ്റ് ആണ് അല്ലേ. ആപ്ലിക്കേഷൻ ഡിപ്പെൻഡ് ഓൺ ദ പ്രിവൈലിംഗ് സിറ്റുവേഷൻ. പ്രിൻസിപ്പിൾസ് മസ്റ്റ് ബി അഡാപ്റ്റഡ് ചേഞ്ചിങ് സർക്കംസ്റ്റൻസസ്. എന്താണ്? മാറിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിനനുസരിച്ച് നമുക്കത് മാറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ദെൻ അടുത്തതും ഇതേപോലത്തെ ഒരു കാര്യമാണ് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അല്ലേ. എന്തിൻ്റെ? നമ്മുടെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്ത് എന്നുള്ളതാണ്. ഈ പോയിന്റ്സ് ഇതേപോലത്തെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് അങ്ങ് എടുത്ത് വെച്ചോ, എന്നിട്ട് അങ്ങോട്ട് പഠിച്ചു വെച്ചോളാം. എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? ഒന്നാമത് പ്രൊവൈഡിങ് ഇൻസൈറ്റ്. ഒരു ഉൾക്കാഴ്ച മാനേജേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. റിസോഴ്സസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സഹായിക്കുന്നു. സയൻറ്റിഫിക് ഡിസിഷൻ അല്ലേ, ശാസ്ത്രീയമായ തീരുമാനങ്ങൾ എടുക്കാൻ മാനേജേഴ്സിനെ സഹായിക്കുന്നു. അഡാപ്റ്റ് ടു ചേഞ്ച്, മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നു. ഫുൾഫിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെയും കൂടെ എന്താക്കുന്നുണ്ട് ഇത്? ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മാനേജ്മെൻറ്റ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. എന്തിനെ നോക്കുന്നുണ്ട്? മാനേജ്മെൻറ്റ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷനിലൂടെയാണ് നമ്മൾ എന്താക്കുന്നത്? ഇപ്പം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിക്കുന്നു അല്ലേ. അതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെറ്റ് അല്ലേ? 4 വിക്കറ്റ് പോയി. ഓ മൈ ഗോഡ്. ഓക്കെ, ആരൊക്കെ പോയടാ? സഞ്ജു ഒക്കെ പോയോ? ഓ സോറി, ഇന്ന് ഏതാ കളി? സാർ നോക്കിയില്ല. ഇന്ന് ഏതാ കളി? ഓക്കെ, അപ്പം മകളേതാ ഇത് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നമ്മൾ കുറേ സൈറ്റോ കളിയൊന്നും കാണാതെ സാറ് കുറേ സൈറ്റ്. സാർ ലാസ്റ്റ് മറ്റേ നമ്മുടെ ഇത് കണ്ടതാ, സെമി കണ്ടതാ, പിന്നെ കണ്ടില്ല. അതിനുശേഷമുള്ള കളികളൊന്നും കാണാൻ പറ്റിയിട്ടില്ല, എല്ലാം പോയി. ഓ യെസ്. ഇന്ത്യ ഓർ ന്യൂസിലൻഡ് ആര് ജയിക്കും? ആര് ജയിക്കാനാ? ലെറ്റ്സ് സ്റ്റഡി. ഓക്കേടാ, ആര് ജയിക്കാൻ? നമ്മളെ ജയിക്കൂ അല്ലേ. മാച്ചിലും നമ്മളെ ജയിക്കൂ, നാളത്തെ എക്സാമിലും നമ്മളെ ജയിക്കൂ, നമ്മൾ അടിപൊളിയായിട്ട് ജയിക്കും. ഓക്കെ, സെറ്റ് റെഡി. അപ്പോൾ എന്ത് നോക്കിക്കൊള്ളുക? നമ്മുടെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു വെച്ചോളാം. ഓക്കെ, റെഡി. ദെൻ നമുക്ക് നോക്കണം, ടൈലറിലേക്ക് നമുക്ക് പോകാം അല്ലേ. ടൈലറുടെ നമ്മുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലേക്ക് നമുക്ക് പോകണം. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഈ കീ പോയിൻറ്റ്സുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല കീ പോയിൻറ്റ്സുകൾ എന്ന് പറഞ്ഞാൽ. എന്താണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചോളാം. ഈ സംഭവം ഇറ്റ് മീൻസ് നോയിങ്
സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്താണ് എന്നുള്ള ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് പ്രിൻസിപ്പിൾസും അതിൻ്റെ ബാക്കി കാര്യങ്ങളും നോക്കാം. അപ്പോൾ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? എന്താ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് മെൻ ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ എന്നുള്ളതല്ലേ അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? എന്താണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കുക, അത് ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേയിൽ നമ്മൾ ചെയ്യണം അല്ലേ? അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് കൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് എന്താ പറയുക? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുക. ഓക്കെ, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അതാ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ ആരാണ്? നമ്മുടെ ടൈലർ ആണ് എന്നും കൂടെ ഓർത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടതാ നമ്മുടെ പ്രിൻസിപ്പിൾസ് ആണ് അല്ലേ? സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് താ ഈ 4 പ്രിൻസിപ്പിൾസ് അങ്ങോട്ട് ഓർത്ത് വെച്ചോളാം. ഒന്നാമത്തെ എന്താ? സയൻറ്റിഫിക് നോട്ട് റൂൾ ഓഫ് തമ്പ്. കിട്ടുന്നുണ്ടല്ലേ? ഓർമ്മ വരൂലേ? മനസ്സിലേക്ക് വരൂലേ? ഓർമ്മ വരൂലേ? എഴുതൂലേ നിങ്ങൾ? പ്രിൻസിപ്പിൾസ് ചോദിച്ചാൽ ഏത് 4 എഴുതൂലേ? ഏത്? ഒന്നാമത്തെ നോട്ട് റൂൾ ഓഫ് തമ്പ് എഴുതൂലേ? സെക്കൻഡ് അടുത്ത് എന്താ? ഹാർമണി നോട്ട് ഡിസ്കോഡ്. ഓക്കെ, തീർന്നു കഴിഞ്ഞാൽ ഷുഗർ. ഓക്കെ, വേണു മിസ് പെന്നുമായിട്ട് വന്നതാണ്. ഓക്കെ, പെന്നുമായിട്ട് വന്നതാണ്. അപ്പോൾ തീർന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്യും. ഇത് കണക്റ്റ് ആവും എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വെള്ളം ഒന്ന് എടുത്തുതരുമോ? ശരി, അങ്ങോട്ട് കൊണ്ടുവരും. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഇത് മതി, സീനില്ല. ഓക്കെ, പെന്ന്. ഓക്കെ, സെറ്റ്. അപ്പോൾ അടുത്തെന്താ? ഹാർമണി നോട്ട് ഡിസ്കോഡാണ്. നമുക്ക് എന്താ വേണ്ടത്? കോപ്പറേഷൻ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ് ആണ് അല്ലേ? അപ്പോൾ ഹാർമണി കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് എന്താണ് പോയിന്റ്? നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് എഴുതാം. എന്താണ്? കോർപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം ആണ് അല്ലേ? നോട്ട് ഇൻഡിവിജ്വലിസം ആണ്. സെറ്റ്. അപ്പോൾ നോക്കി എന്താണ്? എൻകറേജ് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ റദർ ദാൻ ഇൻഡിവിജ്വൽ ആൻഡ് കോമ്പറ്റീഷൻ. അവിടെ എന്താണ്? നമ്മുടെ ഹാർമണീൻ്റെ കുറച്ചുകൂടെ എന്താണ്? വൈഡർ ആയിട്ടുള്ള ഒരു ഫോമാണ് അല്ലേ? ഒരു ഫോമാണ്. റെഡി. അടുത്ത് എന്താ? ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് പേഴ്സൺസ് അല്ലേ? ഓരോ വ്യക്തികളുടെ ഡെവലപ്മെൻറ്റും നമുക്ക് ഇവിടെ നോക്കേണ്ടതുണ്ട്. ആര് നോക്കുന്നുണ്ട്? നമ്മുടെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൽ നോക്കുന്നുണ്ട്. ഓക്കെ അല്ലേ സാർ? ഡിലീറ്റഡ് പോർഷൻസ് ഏതൊക്കെയാണ്? ഡിലീറ്റഡ് പോർഷൻസ് ഒന്നും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതൊന്നും ഡിലീറ്റഡ് പോർഷൻസ് അല്ല, നമ്മൾ പഠിപ്പിക്കുന്നതിലൊന്നും ഡിലീറ്റഡ് പോർഷൻസും ഇല്ല. ഓക്കെ, അപ്പോൾ പിന്നെ പ്രത്യേകം നിങ്ങൾ ഡിലീറ്റഡ് പോർഷൻസ് അപ്പി പോണോ? വേണ്ട. ഓക്കെ, നമ്മൾ പഠിപ്പിക്കുന്നതൊക്കെ ഇതിൽ നമ്മൾ പഠിപ്പിക്കുന്നതിൽ ഡിലീറ്റഡ് പോർഷൻ ഒന്നുമില്ല. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ അടുത്ത നമുക്ക് എന്ത് പഠിക്കാം? ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പഠിക്കാം. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്സ് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, എന്താണ്? മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഏതൊക്കെയാണ്? ഓരോന്നും നമുക്ക് ഓർത്ത് വെക്കണം. ഒന്നാമത്തെ ഏതാണ്? ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണുന്ന ടെക്നിക്കാണ് ഇത്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ എന്താണ്? നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സൂപ്പർവിഷൻ എന്ന് പറയുന്ന ആ ഒരു എന്താണ്? ആക്ടിങ് അല്ലെങ്കിൽ ആ ഒരു ആക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ടൈലർ എന്താ പറഞ്ഞത്? സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി ചെയ്യേണ്ടതല്ല അല്ലേ? അതിനെ എന്താക്കുന്നു? ഡിവൈഡ് ചെയ്ത് ഒരുപാട് ഫോർമാൻമാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു അല്ലേ? ആരൊക്കെയാ ഫോർമാൻമാർ? പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും 4 ഫോർമാൻമാരുണ്ട്. അത് ഓരോന്നും ഓർത്ത് വെക്കണം. റെഡി? ഓരോന്നും ഓർത്ത് വെക്കണം. ഏതൊക്കെയാ? പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആരൊക്കെയുള്ളത്? റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ആൻഡ് ഡിസിപ്ലിനേറിയൻ ആണ്. റെഡി? പിന്നെയോ പ്രൊഡക്ഷൻ ലോ, ഗ്യാങ് ബോസ്, സ്പീഡ് ബോസ്, റിട്ടയർ ബോസ് ആൻഡ് ഇൻസ്പെക്ടർ ആണ്. റെഡി അല്ലേ? ഇല്ല മക്കളെ, ബൂസ്റ്റർ ഉണ്ടാവുന്നില്ല കേട്ടോ. ഓക്കെ, റെഡി? അടുത്ത എന്താണ്? സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്കാണ് അല്ലെ? നമ്മുടെ ഒരു പ്രൊഡക്ഷൻ്റെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആയാലും ഒരു പ്രൊഡക്റ്റിന്റെ കേസ് ആയാലും ഒക്കെ നമ്മൾ എന്താ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ സിംപ്ലിഫിക്കേഷൻ അല്ലെ? എന്താണ് സിംപ്ലിഫിക്കേഷൻ? സ്റ്റാൻഡേർഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ എന്താണ്? റെഡ്യൂസ് ദ ഗിവൺ ലൈൻ ഓർ പ്രൊഡക്റ്റ് ഫിക്സ്ഡ് ടൈപ്പ് ആൻഡ് ഫിക്സ്ഡ് സൈസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ? അതിനൊരു സ്റ്റാൻഡേർഡ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്തുണ്ട്? സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. എന്താ സിംപ്ലിഫിക്കേഷൻ? റെഡ്യൂസ് അൺനെസസറി ഡൈവേഴ്സിറ്റി ഓഫ് പ്രൊഡക്റ്റ്, reduce cost of labor, machine and tool, reduce fuller utilization of resources അല്ലെ? മാക്സിമം റിസോഴ്സസ് യൂസ് ചെയ്യുക, കോസ്റ്റുകളും കാര്യങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കുക എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിംപ്ലിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? FW ടൈലർ ചോദിക്കുമോ? FW ടൈലറെ കുറിച്ച് ചോദിക്കുകയൊന്നുമില്ല, അത് അവരുടെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളാണ് ചോദിക്കുക. ഓക്കെ, ഫയോളിൻ്റെതും അതുപോലെ തന്നെ ടൈലറുടെയും പ്രിൻസിപ്പിൾസ് കാര്യങ്ങളൊക്കെയാണ്. റെഡി? അടുത്തെന്താണ്? മെത്തേഡ് സ്റ്റഡിയാണ്. എന്തിനെക്കുറിച്ച്? ബെസ്റ്റ് വേ അല്ലേ? ബെസ്റ്റ് വേ ഏതാണ് ഏറ്റവും നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ആ ഒരു മെത്തേഡ്, ആ മെത്തേഡിനെ കുറിച്ചുള്ള സ്റ്റഡി, ആ മെത്തേഡ് കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത്? മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. സെറ്റ്. അഞ്ചാമത്തെ നമ്മുടെ ടെക്നിക്ക് എന്താണ്? ടൈം സ്റ്റഡിയാണ് അല്ലേ? ഡിറ്റർമൈൻ ദ സ്റ്റാൻഡേർഡ്സ് ടൈം പെർഫോം ടു എ വെൽ ഡിഫൈൻ ജോബ് അല്ലേ? ഒരു ജോബ് എത്ര ടൈം വേണ്ടി വരും സ്റ്റാൻഡേർഡ് നന്നായിട്ട് അത് ചെയ്യാൻ? ഓക്കെ, എത്ര വേണ്ടി വരും? എന്ത് വേണ്ടി വരും? ടൈം എത്ര വേണ്ടി വരുന്നടോ അല്ലേ? അതാണ് ഇത് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്.
ഓക്കെ അല്ലേ? റെഡി? അപ്പോൾ അടുത്ത എന്താണ്? ഫാറ്റിക് സ്റ്റഡിയാണ്. എന്താ ഫാറ്റിക് സ്റ്റഡി? എന്താണ് ഫാറ്റിക് സ്റ്റഡി? ക്ഷീണത്തെക്കുറിച്ച് പഠിക്കുക. പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഒരു റെസ്റ്റ് വേണ്ടേ? ഇതാ രേണു മിസ് ഇത്രയും നേരം അവിടെ നിന്ന് പണിയെടുത്തു അല്ലേ, ക്ലാസ് എടുത്തു, സൈഡായി. മിസ് എന്താ റെസ്റ്റിന് പോയി അല്ലേ, ഫാറ്റിക്, മിസ്സിൻ്റെ ക്ഷീണം. അപ്പോൾ എന്താ മിസ് ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ആ ഒരു ക്ഷീണത്തെക്കുറിച്ചുള്ള പഠനം. നമ്മളിപ്പോൾ രേണു മിസ് 2.5 മണിക്കൂർ ക്ലാസ് എടുത്തു അല്ലേ, അപ്പോൾ മിസ്സിനൊരു മിനിമം ഒരു 10-15 മിനിറ്റെങ്കിലും റെസ്റ്റ് നമ്മൾ കൊടുക്കണ്ടേ? വേണം. റെഡി അല്ലേ? യെസ്. ഓക്കെ സ്നേഹ, റെഡി? ഓക്കെ യെസ്. അപ്പോൾ ഡിറ്റർമൈൻ എമൗണ്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇൻറർവൽ ആൻഡ് പ്രിവെൻറ്റ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫാറ്റിക് അല്ലേ. ഫിസിക്കലി ആൻഡ് മെൻ്റലി എന്ത് വേണം? യെസ്, ഒരു ഇൻറർവൽ അവർക്ക് ആവശ്യമുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കുക. ദെൻ ഡിഫറൻസ് ഫീസ് വേജ് സിസ്റ്റം, ലാസ്റ്റത്തത്. ഓക്കെ, എന്താണ് ഡിഫറൻഷ്യൽ ഫീസ് വേജ് അല്ലെ? റിവാർഡ് ബേസ്ഡ് ഓൺ എന്താ? എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ് അല്ലെ, വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി ബേസിൽ. ഓക്കെ, എഫിഷ്യൻസി ബേസിൽ മാസ്ലോ പ്രിൻസിപ്പിൾസ്, എബ്രഹാം മാസ്ലോ പ്രിൻസിപ്പിൾസ്. നിങ്ങൾ ഇതൊക്കെ പഠിച്ചു വയ്ക്കൂ. ഓക്കെ, ഇതൊക്കെ പഠിച്ചു വയ്ക്കൂ. നീഡ് ഹൈറാർക്കി തിയറി, ഓക്കെ, മാസ്ലോൻ്റെ ഇതൊക്കെ പഠിച്ചു വെക്കണം. അതൊക്കെ ചോദിക്കും. എല്ലാം പഠിച്ചു വെച്ചു. ഒന്നിനൊരു കുറവ് വേണ്ട. ഓക്കെ, റെഡി? സ്റ്റുഡിയോ എവിടെയാണോ? അതൊക്കെ നമ്മുടെ എക്സാമിനറിൻ്റെ സ്റ്റുഡിയോ തന്നെയാണ്. ഓക്കെ, എക്സാമിനറിൻ്റെ സ്റ്റുഡിയോ തന്നെയാണ്. അപ്പോൾ പീസ് വേജ് സിസ്റ്റം എന്താണ്? യെസ്, എഫിഷ്യൻസി, വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് വേജ് തീരുമാനിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്താണ് ആ കാര്യം? റെഡി? നന്നായിട്ട് പണിയെടുക്കുന്ന ആളുകൾക്ക് അല്ലേ, യെസ്, നന്നായിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? വേജസ് കൊടുക്കുക അല്ലെ. കുറച്ച് മാത്രം പണിയെടുക്കുന്ന ആളുകൾക്ക് അതിനനുസരിച്ച് അവരുടെ വേജസ് കുറയ്ക്കുക. ഓക്കെ, യെസ് സാർ, സോ കൂൾ. ആണോ? നീ കൂളെന്നാണോ സാറ് കൂളെന്നാണോ? ഓക്കെ, നീ കൂളാവണ്ട, നിനക്ക് കുറച്ച് ടെൻഷനൊക്കെ ആവാം. ഒന്നുമില്ലെങ്കിൽ നാളെ പബ്ലിക് എക്സാം അല്ലേ, കുറച്ച് ടെൻഷനൊക്കെ വേണം. അത് ശരി, അങ്ങനെ ഫുള്ളായിട്ടൊന്നും കൂളാവാൻ പാടില്ല. ഓക്കെ, കുറച്ച് ടെൻഷനൊക്കെ വേണം, എന്നാലേ നിങ്ങൾക്ക് ഒരു ഇതൊക്കെ ഉണ്ടാവും. കാരണം കുറച്ച് നമുക്ക് പേടിയൊക്കെ ആവശ്യമുണ്ടാ. ഓക്കെ, എന്നാലൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ നന്നായിട്ട് അല്ലേ. എക്സാമിന് തലേന്നൊക്കെയുള്ള കുഞ്ഞു പേടികൾ നല്ലതാ, എന്നാലേ നമ്മൾ ഇന്ന് പഠിക്കുള്ളൂ അല്ലേ. ഓക്കെ, യെസ്. അപ്പോൾ മെൻ്റൽ റെവല്യൂഷൻ നമുക്ക് വേണ്ട. ഓക്കെ, നമുക്ക് ഈ ഒരു 7 പോയിന്റുകൾ മാത്രം മതി. കാട്ടാക്കാടെയാണോ പോടാടുന്നത്? ഓക്കെ, സെറ്റ്. അപ്പം എന്ത് പഠിച്ചു നമ്മൾ? നമ്മുടെ ടൈലറുടെ ഫയോളിൻ്റെ ടൈലറുടെ എന്താണ് പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ ടെക്നിക്കും നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ? ഇത് മറന്നു പോകാൻ പാടില്ല കേട്ടോ, മറന്നു പോകാൻ പാടില്ല. ദെൻ നമുക്ക് അടുത്ത പഠിക്കേണ്ട അറിയാലോ, ആരെക്കുറിച്ചാണ്? ഫയോളിനെ കുറിച്ച് നമ്മുടെ ജനറൽ മാനേജ്മെൻറ്റ് ഫാദറാണ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. സെറ്റ്. അപ്പം ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്നുള്ളത് നമുക്കൊക്കെ അറിയാലോ. 14 ഓക്കെ, ഈ 14 എഴുതൂ എന്ന് ചോദിക്കാറില്ല നിങ്ങളോട്, പക്ഷെ എന്ത് ചോദിക്കാറുണ്ട്? യെസ്, ഫയോളിൻ്റെ ഏതെങ്കിലും കുറച്ചെണ്ണം, ഒരു 5, 6, 8 അല്ലേ, ഒരു 5, 4 ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ 14 നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. കാരണം നിങ്ങൾക്ക് ആ സമയത്ത് പെട്ടെന്ന് എഴുതാൻ 14 ഏതാ കിട്ടുക എന്നറിയില്ലല്ലോ അല്ലേ. അപ്പോൾ ആ 14 എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചിരിക്കണം. 14 ഒന്നാമത്തെ എന്താണ്? ഒന്നാമത്തെ ഡിവിഷൻ ഓഫ് വർക്കാണ് അല്ലേ. വർക്കിനെ സ്മോൾ ഡിവിഷൻ ആയിട്ട് മാറ്റുക. എന്തിന്? നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ. ഒന്നാമത്തത്. സെക്കൻഡ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. എന്താണ്? അതോറിറ്റിയും വേണം, റെസ്പോൺസിബിലിറ്റിയും വേണം. സാർ യു ലുക്ക് കൂൾ. നമ്മളെപ്പോഴും കൂളായിരിക്കണം എന്ന് സാറൊന്നും പറയുന്നില്ല. കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ വരും, സ്വാഭാവികമാണ്. ഓക്കെ, ഇപ്പോൾ സാറ് വളരെ കൂളാണ്, കുഴപ്പമൊന്നുമില്ല. നാളെ ബൂസ്റ്റർ ഉണ്ട് രാവിലെ +1. അപ്പം സാറന്ന് കെട്ടിങ് പോകുന്നതാണ്. ഇന്ന് ഇവിടെ സ്റ്റുഡിയോയിലൊക്കെ കിടക്കണം. അപ്പം നാളെ രാവിലെ എണീച്ചിട്ട് നമ്മളിതാ ബിഗ് ഫാൻ. ഓക്കെ സ്നേഹ, താങ്ക് യു സ്നേഹ, താങ്ക് യു. റെഡി? ഓക്കെ, സെറ്റ്. അപ്പം ഇന്ന് സ്റ്റുഡിയോയിലൊക്കെ കിടക്കണം, നാളെ രാവിലെ എണീക്കണം, ബൂസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിന് ശേഷം വേണം നിങ്ങൾക്ക് നാളത്തെ ഷുവർ ക്വസ്റ്റ്യൻ്റെ PPTയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് വേണം നാളെ രാത്രികത്തെ ലൈവ് എടുക്കാൻ. ഓക്കെ അല്ലേ? ഓക്കെ, സ്നേഹ യുവർ സ്ഥലം. ഓക്കെ, സ്നേഹയുടെ സ്ഥലമൊക്കെ ചോദിക്കുന്നുണ്ട്, ഒന്ന് പറഞ്ഞു കൊടുക്കൂ സ്നേഹ. ഓക്കെ, യെസ്, റെഡി? ഓക്കെ, സാർ സ്റ്റുഡിയോയിലാണോ സ്ലീപ്പിംഗ്? അതെ, നമ്മൾ ഹോസ്റ്റലൊക്കെ ഉണ്ട്, പക്ഷേ ഹോസ്റ്റലിൽ കുറച്ച് ദൂരത്തേക്കൊക്കെ പോകണം. അപ്പോൾ എന്താണ്, നമുക്ക് രാവിലെ പെട്ടെന്നൊക്കെ തിരിച്ചു വരാനൊക്കെ ഒരു ബുദ്ധിമുട്ടും കാരണങ്ങളും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ സ്റ്റുഡിയോയിലൊക്കെ കിടക്കുന്നു. നമുക്കതൊക്കെ പോരടാ, സെറ്റല്ലേ? നമ്മൾ ഓക്കെ അല്ലേ? വീട്ടിൽ ബിഗ് ഫാൻ ഉണ്ട് സാർ. ആണോ? ഓ, സെറ്റ്, റെഡി. അപ്പോൾ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി. അയ്യോ മറന്നു, ശ്രദ്ധിക്ക്, കഥ പറഞ്ഞ ദാസനം. അപ്പോൾ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി അല്ല, എന്താണ്? നമ്മുടെ ഫേബിൽ എന്ത് വേണമെന്നാ പറഞ്ഞത്? അതോറിറ്റിയും വേണം, റെസ്പോൺസിബിലിറ്റി രണ്ടും കൂടെ വേണം. അതോറിറ്റി അല്ലെ, നമ്മൾക്ക് എന്താണ്? കുറച്ച് ആളുകളെ മാനേജ് ചെയ്യാനുള്ള നമ്മളെ ആ ഒരു
യെസ് കഴിവ് അല്ലേ, നമുക്ക് എന്താ ആ ഒരു ഉത്തരവാദിത്വം, അതിനുശേഷം എന്താണ് നമുക്ക് പറഞ്ഞിട്ടുള്ള ആ ഒരു വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള നമ്മളെ റെസ്പോൺസിബിലിറ്റി. അപ്പം ഇത് രണ്ടിൻ്റെയും എന്താണ് എന്താണ് രണ്ടും കൂടെ ഒരുമിച്ച് അല്ലെ, രണ്ടും കൂടെ എന്താണ് കമ്പൈൻ ചെയ്ത് വേണം നമുക്ക് എന്താക്കാൻ മുന്നോട്ട് പോകാൻ. ബ്രഷൊക്കെ എടുത്തിട്ടുണ്ടോ സാർ? ഓ ബ്രഷ് എടുത്തിട്ടുണ്ട്, പേസ്റ്റ് എടുത്തിട്ടുണ്ട്, ഓക്കെ യെസ് ടവൽ എടുത്തിട്ടുണ്ട്, ഒക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ കുളിയും പല്ലിയപ്പൊക്കെ നാളെ അവിടെ നിന്ന് തന്നെ. ഓക്കെ കുളിച്ചിട്ടില്ലെങ്കിലും ബാക്കിയൊക്കെ ഉണ്ട് സെറ്റ്. റെഡി? യെസ്. അപ്പോൾ അടുത്ത എന്താ ഡിസിപ്ലിൻ ആണ് അല്ലെ, നമുക്ക് എന്ത് വേണം, അച്ചടക്കം ഉണ്ടാവണം അല്ലെ, ഒബീഡിയൻസ് ടു ഓർഗനൈസേഷൻ റൂൾ ആൻഡ് അഗ്രിമെന്റ് അല്ലെ, റൂൾസും എഗ്രിമെന്റ്സും ഒക്കെ പ്രോപ്പറായി നമുക്ക് എന്താക്കണം പറ്റണം, ഫോളോ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ പോകണം. പിന്നെയോ യൂണിറ്റി ഓഫ് കമാൻഡ്. എന്താ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ് എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വൺ ബോസ് ഫോർ ഈച്ച് എംപ്ലോയി, ആ വേർഡ് ഡ്യുവൽ സബോർഡിനേഷൻ അല്ലേ. എന്താ? യെസ് ഒരു ആൾക്ക് എന്താണ് ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റിൽ നിന്ന് മാത്രം എന്ത് കിട്ടുക? യെസ് കമാൻഡ് അല്ലേ. യെസ് അയാൾ ഒരു വ്യക്തി മാത്രം എന്ത് ചെയ്യുക? യെസ് അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്യുക? ഒരു വ്യക്തിയെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. റെഡി? അപ്പം യൂണിറ്റി ഓഫ് ഡയറക്ഷൻ്റെ കേസിലേക്ക് എന്താവും അല്ലേ, അതൊരു കൂട്ടം അല്ലെങ്കിൽ എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാവും, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാവും അല്ലേ. കോർഡിനേറ്റ് എഫേർട്ട് ടുവേർഡ് കോമൺ ഒബ്ജക്റ്റീവ് അല്ലേ, കോമൺ ഒബ്ജക്റ്റീവിന് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടീമിന് അല്ലെ, ഒരു ടീമിന് എന്താണ് യെസ് എന്ത് കൊടുക്കുക? യെസ് ഒറ്റ ഹെഡ് ഒറ്റ പ്ലാൻ. അതാണ് എന്തെന്ന് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. സെറ്റ്? റെഡി? യെസ്. ദെൻ അടുത്തത് ഇതാ നോക്കിയേ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് അല്ലെ. അടുത്ത എന്താണ് ഐറ്റം? ആറാമത്തത് യെസ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനല്ല. എന്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ജനറൽ ഇൻട്രസ്റ്റിനാണ് അല്ലേ. ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് ടേക്ക് പ്രയോറിറ്റി ഓവർ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് അല്ലേ. ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റിന് എന്താ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ നമ്മൾ എന്താക്കുക? യെസ് പ്രയോറിറ്റി കൊടുക്കുക. അതെ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ സാറിൻ്റെ സാലറി എത്രയാണോ? എടാ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം, പെൺകുട്ടികളോട് യെസ് സ്നേഹ ഓക്കെയാണ്. എന്താ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ? സെറ്റ്. പെൺകുട്ടികളോട് ഏജും ആൺകുട്ടികളോട് സാലറിയും ചോദിക്കാൻ പാടില്ല എന്നാണ്. അപ്പം നിങ്ങൾ ചോദിക്കുന്ന പെൺകുട്ടികളോട് എന്താ സാലറി ചോദിച്ചുകൂടെ എന്നുള്ളതല്ലേ, അതും പാടില്ല. ഓക്കെ അതും കട്ട്. റെഡി? നെക്സ്റ്റ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. എന്താണ്? അപ്പം നിങ്ങൾ ചോദിക്കും സാറിൻ്റെ ഏജ് അല്ലേ, അത് നിങ്ങൾ ചോദിക്കേണ്ട, അതും കട്ട്. ഓക്കെ അപ്പം എന്താ റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് അല്ലേ. എംപ്ലോയീസ് എന്താ റെമ്യൂണറേഷൻ ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ പേയ്മെന്റ് നമ്മൾ കൊടുക്കണം. സെറ്റ്. അടുത്തെന്താ സെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസേഷൻ, കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും. തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു അതോറിറ്റി അതെന്താ യെസ് നമ്മൾ ടോപ്പ് ലെവലിൽ മാത്രം കിടക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? സെൻട്രലൈസേഷൻ അല്ലേ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാലോ നമ്മളെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിലേക്ക് ആരും കൂടെ ഉൾപ്പെടുക, എംപ്ലോയീസും കൂടെ വരിക. അതാണ് ഇത് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിന് രണ്ടിൻ്റെ ഒരു ബാലൻസ് ആണ് നമുക്ക് വേണ്ടത് എന്നാണ് ആര് പറയുന്നത്? രസികൻ തന്നെ. കള്ളൻ പോടാ, അമൽ ഡേവിസ് ഒരു രസികൻ തന്നെ. അതെ. ഓക്കെ അപ്പം ഇതിന് രണ്ടിൻ്റെ എന്താണ് ഒരു ബാലൻസ്ഡ് ഫോം ആണ് നമുക്ക് വേണ്ടത് എന്നാണ് ആര് പറയുന്നത്? നമ്മളെ ഫയോൾ പറയുന്നത്. സെറ്റ് അല്ലേ? റെഡി? സാറ് കോഴിക്കോടാണ് സ്ഥലം, കോഴിക്കോടാണ്. ഓക്കെ then അടുത്തെന്താണ്? സ്കേലാർ ചെയിൻ അല്ലേ. നമ്മളെന്താണ് ഒരു ഫോർമൽ ലൈൻ ഓഫ് അതോറിറ്റി കമ്മ്യൂണിക്കേഷൻ ലൈനാണ് അല്ലേ. പക്ഷേ നമുക്ക് അവിടെ എന്ത് വേണം? ഗ്യാങ് പ്ലാൻ വേണം അല്ലെ. എന്താണ് യെസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസിഷൻ ഒക്കെ എടുക്കേണ്ട സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടെ എന്താക്കണം? വേണം. 30 പോരാടുന്നു. യെസ് എന്തോ പറയുന്നു, 30 ഒന്നുമില്ലേ? ശേ സാറിന് എക്കണോമിക്സ് അറിയാമോ? പിന്നെ ഇപ്പോൾ കുറേ കാലം എടുക്കാണ്ട് സാറോടെ വന്നപ്പോൾ കഴിഞ്ഞ വർഷം തുടക്കം സാർ എക്കണോമിക്സിനായിരുന്നു ഇവിടെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. എക്കണോമിക്സ് ആയിരുന്നു സാർ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. കൊയിലാണ്ടി അല്ലേ, കൊയിലാണ്ടി ഇത് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. ഉള്ളേരി. ഓക്കെ ഉള്ളേരി. സെറ്റ്. അടുത്ത എന്താണ്? ഇക്വിറ്റി ആണ് അല്ലെ. എന്താണ് ഇക്വിറ്റി? ദ ട്രീറ്റ്മെന്റ് ഓഫ് എംപ്ലോയീസ് ഫെയർ ആൻഡ് ജസ്റ്റിസ് അല്ലെ. എല്ലാവരെയും എന്താണ് ഒരേപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ 12ാമത്തെ എന്താണ്? സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ അല്ലെ. ആളുകൾക്ക് എന്താ ഒരു സ്റ്റെബിലിറ്റി നമ്മൾ കീപ്പ് ചെയ്യുക. വെറുതെ ആളുകൾ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പാടുണ്ടോ? ഇല്ല. അപ്പം എന്താണ് ഒരു വർക്കിൽ ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കാതെ പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അവിടെ നമ്മൾ ആ ഒരു എന്താണ് വർക്കിന്റെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കുറയ്ക്കും. സെറ്റ്. ദെൻ അടുത്തത് എന്താണ്? ശ്രദ്ധിച്ചോ ഇനീഷ്യേറ്റീവ് അല്ലെ, മുൻകൈ എടുക്കാൻ അല്ലെ. പല ടൈമുകളിലും പുതിയ തീരുമാനങ്ങൾ ഡിസിഷൻസൊക്കെ എടുക്കാൻ ആരെ നമ്മൾ പ്രാപ്തരാക്കണം, അല്ലെങ്കിൽ ആർക്കൊരു ചാൻസ് കൊടുക്കണം? എംപ്ലോയീസിന് ഒരു ചാൻസ് കൊടുക്കണം. ഇനീഷ്യേറ്റീവ്. ദെൻ അടുത്തെന്താ? സ്പിരിറ്റ് ഡി കോപ്സ് അല്ലേ. ഐ അല്ല, നമുക്ക് എന്താണ് വേണ്ടത്? വി ആണ് വേണ്ടത് അല്ലേ. യെസ് എന്താണ്? നമ്മൾ ഒരുമിച്ച് അല്ലെ, ഐക്യമത്യം മഹാബലം എന്ന് പറയുന്നില്ലേ, അതാണ് ഇത് സ്പിരിറ്റ് ഡി കോപ്സ് എന്ന് പറയുന്നത്. സെറ്റല്ലേ? റെഡി അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പ്രിൻസിപ്പിൾസും ടെക്നിക്കുകളും ഒന്നും ആരും മിസ്സാക്കണ്ട.
ഓക്കെ, റെഡി അല്ലേ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? റെഡി? യെസ് 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 യെസ്. അപ്പം ഈ കാര്യങ്ങൾ അങ്ങോട്ട് വൃത്തിക്ക് പഠിച്ചു വെച്ചോളാം. പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു ടേബിൾ ചെറുതായിട്ട് പെട്ടെന്നൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ബേസിസ് ഓഫ് ഡിഫറൻസ് നമ്മുടെ ഹെൻറി ഫയോളും അതുപോലെ തന്നെ FW ടൈലറും തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസുകൾ തന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, റെഡി? എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഷോർട്ട് നോട്ട് ലൈവ് അല്ലേ, സിമ്പിളായി സാറ് പെട്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലേ? ഓക്കെ, റെഡി യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി പോകേണ്ട എത്രാമത്തെ ചാപ്റ്ററിലേക്കാണ് മക്കളെ? നമ്മുടെ ഡിഫറൻസ് ബിറ്റ്വീൻ യൂണിറ്റി ഓഫ് കമാൻഡ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ കുറച്ച് കാര്യങ്ങൾ, ഡിഫറൻസ് ബിറ്റ്വീൻ യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ തമ്മിലുള്ള ഡിഫറൻസുകൾ. ഓക്കെ, ഒരു ചെറിയ പോയിന്റ്, ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് ജസ്റ്റ് ഓക്കെ മക്കളെ, വൺ സെക്കൻഡ് ഇതാ പെട്ടെന്ന് ഇതാ നിങ്ങൾ കണ്ടല്ലോ, പെട്ടെന്നൊന്നും അങ്ങോട്ട് ഓഫായി പോയതാണ്. അപ്പോൾ എന്തോ പറ്റി. വെയിറ്റ്. യെസ് മക്കളെ, ഒറ്റ സെക്കൻഡ്. യെസ്, ഇതാ നമ്മൾ ഐപാഡ് ഒന്ന് കണക്ട് ചെയ്തോട്ടെ. ഓക്കെ, ഐപാഡ് ഒന്ന് കണക്ട് ചെയ്തോട്ടെ. ഓക്കെ മക്കളെ, ഒറ്റ സെക്കൻഡ്. വന്നു. യെസ്. ഇതാ ഇപ്പം സെറ്റാവും സാർ. ഇതാ ഇപ്പോൾ വരും. ഓക്കെ. സാറ് പണ്ടേ ഒരു ടെക്കി ആയതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു വിഷയമല്ല. ഇതൊക്കെ സാറ് ഡീൽ ചെയ്യും. എല്ലാം വളരെ പെട്ടെന്നായിരിക്കും. അതാ കണ്ട സെറ്റല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? വന്നില്ലേ? ഓക്കെ അല്ലേ? സെറ്റല്ലേ? റെഡിയല്ലേ മക്കളെ? കാണുന്നല്ലേ? സ്ക്രീൻ ബ്ലാക്ക് ഒക്കെ പോയി. ഇപ്പോൾ സെറ്റല്ലേ? ഇപ്പോൾ റെഡിയല്ലേ? ഓക്കെ അല്ലേ? പൊളിയല്ലേ? നോക്കിയേ റെഡിയല്ലേ? പിന്നെ അല്ല സാറിനോടെ കളി. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കളന്നവനാണ് ഈ KK ജോസ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? റെഡി. ഓക്കെ വന്നു സെറ്റ്. അപ്പോൾ അതാ ഈ ഒരു ഡിഫറൻസ് കാര്യങ്ങളൊക്കെ മക്കളൊന്ന് നോക്കി വെച്ചോളാം. ഓക്കെ അല്ലേ? റെഡി? അങ്ങനെയെങ്കിൽ നമുക്ക് പെട്ടെന്ന് നാലാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്റർ. പ്ലാനിങ്ങും വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് പഠിക്കാൻ. യെസ്, ആദ്യം തന്നെ എന്ത് പഠിച്ചു വെക്കുക മക്കളെ? നമ്മുടെ സ്വന്തം പ്ലാനിങ്ങിൻ്റെ എന്താ? യെസ്, മീനിങ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ അറിയാലോ, പഠിച്ചോനെ. പെന്ന് മാറിപ്പോയി. ഓക്കെ, എടുത്ത പെന്ന് മാറിപ്പോയി. ഓക്കെ, ഏതാണ് നമ്മുടെ സ്വന്തം പ്ലാനിങ്ങിൻ്റെ മീനിങ്? മീനിങ് എന്താണ്? പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണല്ലോ, അറിയാലോ. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. ഹൗ ടു ഡു, വെൻ ടു ഡു, ഹൂ ഇസ് ടു ഡു, അല്ലെ? ആര് ചെയ്യും, എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും. സാറിൻ്റെ കൂടി തന്നെ ഡോണ്ട് മെൻഷൻ. ഡോണ്ട് മെൻഷൻ. ഓക്കെ എന്താണ്? ഓക്കെ, അപ്പോൾ എന്താ? പ്ലാനിങ് ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ഫ്രം വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു, അല്ലെ? നമുക്ക് എവിടെ പോകണം, നമ്മളിപ്പോൾ എവിടെയാണുള്ളത്, ആ ഒരു ബ്രിഡ്ജ് ഗ്യാപ്പാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പ്ലാനിങ് എന്ത് എന്നുള്ളതൊക്കെ ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? റെഡി? ഇനി നമുക്ക് എന്ത് വേണം? മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകാം. പ്ലാനിങ്ങിന് നമുക്ക് എന്ത് പഠിക്കണം ആദ്യം? പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലേ? എന്തിനാണ് പ്ലാൻ ചെയ്യുന്നത്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, നീഡ്സ് എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണ്? ശ്രദ്ധിച്ച്, ഒന്നാമത് പ്ലാനിങ് പ്രൊവൈഡ് ഡയറക്ഷൻ ആണ്. നമുക്ക് എന്താണ് പ്ലാനിങ് തരുന്നത്? ആദ്യം ഒരു ഡയറക്ഷൻ തരും. പിന്നെ എന്ത് തരും? റിഡ്യൂസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി, അല്ലെ? പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന പല കാര്യങ്ങളുടെയും, അല്ലെ, ആ അൺസർട്ടനിറ്റി ഇവന്റ്സിന്റെ എന്ത് ചെയ്യാതെ ഓക്കെ, എന്താണ് ആ ഒരു അൺസർട്ടനിറ്റിയെ നമുക്ക് എന്ത് ചെയ്യുന്നു? മാക്സിമം, ആ റിസ്കിനെ മാക്സിമം പ്ലാനിങ് കുറയ്ക്കുന്നു. പിന്നെയോ ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്, നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നു, അല്ലെ? ഒരു പ്ലാനിലൂടെ നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കുക, അല്ലെ? മറ്റന്നാൾ എക്സാം ആണ്, മറ്റന്നാളിനുള്ളിൽ ഏതെല്ലാം ചാപ്റ്ററുകൾ നിങ്ങൾ പഠിച്ചു തീർക്കണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളുടെ പ്ലാനാണ്.
അല്ലേ? ആ പ്ലാൻ അനുസരിച്ചാണ് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക അല്ലേ? യെസ്. പിന്നെയോ റെഡ്യൂസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റി അല്ലേ? വേസ്റ്റ് ആയിട്ടുള്ള ഓവർലാപ്പിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ മാക്സിമം എന്താക്കുന്നു, പ്ലാനിങ്ങിലൂടെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു. പിന്നെയോ പ്രൊമോട്ട് ഇന്നോവേറ്റീവ് ഐഡിയ അല്ലേ? പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാവുന്നു നമുക്ക് അല്ലെ? തിങ്ക് ചെയ്യുന്നതിലാണ് അല്ലെ? നമ്മളിപ്പോൾ കാണുന്ന പല ബിസിനസ് ഐഡിയാസും എന്താണ്, ആ ഒരു ഓൺട്രപ്രണർ അല്ലെ, ഏതെങ്കിലും ഒരു ബിസിനസിന്റെ ഒരു ഓൺട്രപ്രണറുടെ തലയിലുണ്ടായ ഒരു ഐഡിയ ആണ്, ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കേരളത്തിൽ ആദ്യമായിട്ട് ആരായിരിക്കും ഇതാ നമ്മുടെ വാട്ടർ അല്ലെ, വെള്ളം ഒരു ബോട്ടിലാക്കി വിറ്റിട്ടുണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ? ആ ഒരു ഐഡിയ തലയിൽ വന്ന ആ ഒരു ആദ്യത്തെ വ്യക്തി ആരായിരിക്കും? വെള്ളം ഒരു ബോട്ടിലാക്കി വിറ്റാലും ദാ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ആ ഒരു ഐഡിയ ഉണ്ടായ ആ ഒരു വ്യക്തി ആരായിരിക്കും? യെസ്, അതാണ് എന്തെന്ന് ഇന്നോവേറ്റീവ് ഐഡിയ അല്ലേ? യെസ്. എന്താണ് ഇന്നത്തെ സമയത്തൊക്കെ എന്താ അത്രത്തോളം ബോട്ടിലൊക്കെ വിറ്റ് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് അന്ന് അയാൾ അത് ചിന്തിച്ചു. അതാണ് ആ വ്യക്തി. സാർ നോക്കിയിട്ടില്ല ആരാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ ആ ഒരു വ്യക്തി അന്ന് അത് ചിന്തിച്ചു അല്ലേ? ആ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ സെറ്റ്, ആ കാര്യം അത് നമുക്ക് എന്താ പ്ലാനിങ്ങിലൂടെ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ എന്താണ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ് ഓഫ് കൺട്രോളിങ്. യെസ്, ഓക്കെ. ഇത് സാർ ഈസ് ആൻസർ. ഞാനാണോ കുപ്പിയിൽ വെള്ളം വിൽക്കാന്ന് പറഞ്ഞത്? പോടാറുന്നത്. ഓക്കെ, റെഡി. അപ്പോൾ എന്താണ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ് അല്ലെ? നമുക്ക് എന്താ ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് ഒരു കൺട്രോളിങ് അല്ലെ? അതിന് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും അല്ലെ? എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. സോ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് എന്തറിയാം, ഓരോ സമയത്തും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം എന്ന് നമുക്കറിയാലോ. യെസ്, ഓക്കെ അല്ലേ? റെഡി. യെസ്. പിന്നെ അതിൻ്റെ കൂടെ മക്കൾ എന്തുകൂടെ ഓർത്ത് വെക്കുക, അതാണ് നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ഈ ഫീച്ചേഴ്സും ഒന്ന് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും നമുക്ക് എവിടെയും നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിലും ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും ആണ് പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ പ്ലാനിങ്ങിൽ എന്താണ് ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഫംഗ്ഷൻ ആണ്. ഇറ്റ്സ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. ഇറ്റ്സ് എ പെർവാസീവ് ആണ്. പിന്നെയോ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഫ്യൂച്ചറിസ്റ്റിക് ആണ്. മെൻ്റൽ എക്സസൈസ് ആണ്. പിന്നെയോ ഇന്നോവേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് കൂടെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താ പ്ലാനിങ്ങിൻ്റെ ഫീച്ചറായിട്ടും ആ പോയിന്റുകൾ മാത്രം മക്കൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? സമ്മാൻ ഫൗണ്ടേഷൻ അത് വേറെ. റെഡി. ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്? ഓക്കെ, ഒന്നാമത്തെ എന്താണ്, മേ നോട്ട് വർക്ക് ഇൻ എ ഡൈനാമിക് എൻവിറോൺമെന്റ് അല്ലേ? മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിക്കില്ല, പ്ലാനിങ് വർക്കാവില്ല അല്ലേ? പിന്നെ എന്താണ്, റെഡ്യൂസ് ക്രിയേറ്റിവിറ്റിയെ മാക്സിമം കുറയ്ക്കുന്നു. അത് ആരുടെ ക്രിയേറ്റിവിറ്റിയാ? നമ്മുടെ എംപ്ലോയീസിൻ്റെ കേട്ടോ, എംപ്ലോയീസിൻ്റെ ആണ് അല്ലേ? അതായത് എന്താ, ഒരു ബിസിനസ്സിലെ തീരുമാനങ്ങളൊക്കെ എടുക്കുക ആരാ മക്കളെ? ആരാ എടുക്കുക? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാ അല്ലേ? നമ്മളെ ലോവർ ലെവൽ എംപ്ലോയീസ് ഒന്നും അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്ന ആ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആവണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ ആരുടെ ക്രിയേറ്റിവിറ്റിയെ? ലോവർ ലെവലുള്ള എംപ്ലോയീസിൻ്റെ ക്രിയേറ്റിവിറ്റി അത് കുറയ്ക്കുന്നു. പിന്നെന്താ, ഹ്യൂജ് കോസ്റ്റ്, ഒരുപാട് സമയങ്ങളും അതുപോലെ തന്നെ ഒരുപാട് റിസോഴ്സുകളൊക്കെ ആവശ്യമുള്ള പ്രോസസ്സാണ് എന്തെന്ന് പ്ലാനിങ്. സോ എന്താണ്, നമുക്ക് കുറേ ചിലവുണ്ടാവും. പിന്നെ എന്താണ്, ടൈം കൺസ്യൂമിങ് അല്ലെ? ടൈം ആവശ്യമുണ്ട് നമുക്ക് പ്ലാൻ ചെയ്യണം അല്ലെ? പിന്നെന്താ, ഒരു പൊട്ടൻഷ്യലി ഡിലേസ് ഒക്കെ എന്താ അതിന് സംഭവിക്കാറുണ്ട്. അത് നടപ്പിലാക്കാനും എല്ലാ ആളുകളും കൂടെ ഒക്കെ ഇൻവോൾവ് ആയി പ്ലാൻ ചെയ്യാനൊക്കെ അതിൻ്റെതായുള്ള സമയങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് അല്ലെ? അപ്പോൾ എന്താ, ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. പിന്നെ എന്താണ്, ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. എല്ലാ പ്ലാനും സക്സസ്സിലാവാറുണ്ടോ? ഇല്ല അല്ലെ? നമ്മുടെ പല ബിസിനസിന്റെ ക്ലാസ്സുകളും 2 മണിക്കൂർ കൊണ്ട് തീർക്കാം എന്ന് സാറ് പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷെ അത് പോയി നിൽക്കുന്നത് 3 മണിക്കൂറിലാണ് അല്ലെ? എല്ലാ പ്ലാനുകളും എല്ലായ്പ്പോഴും എന്താവാറില്ല, നടപ്പാക്കാറില്ല അല്ലേ? ഇന്ന് തന്നെ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യണം, 7:30 സ്റ്റാർട്ട് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ, അത് 7:45 പോയി അല്ലേ? പെട്ടെന്ന് ഇപ്പോൾ എന്ത് സംഭവിച്ചു? അടിച്ചുപോയി. പെട്ടെന്ന് നിന്ന് പോയി. പിന്നെ നമ്മൾ വീണ്ടും എടുക്കേണ്ടി വന്നു. ഇതൊന്നും നമ്മുടെ പ്ലാൻ ഇല്ലാത്ത കാര്യമാണ് അല്ലേ? യെസ്. അപ്പോൾ എന്താണ്, ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. എല്ലാ പ്ലാനും സക്സസ് ആവണമെന്നില്ല. പ്ലാനിങ് റിജിഡിറ്റി. അടുത്തത് എന്താണ്, യെസ്, നമുക്ക് അവിടെ ഒരു എന്താണ്, പല പ്ലാനുകളും നമ്മളെ ഒരു റിജിഡിറ്റിയിലേക്ക് എത്തിക്കുന്നു അല്ലേ? ചില സിറ്റുവേഷനിൽ എന്താണ്, നമുക്ക് പെട്ടെന്ന് എന്താ പുതിയൊരു പ്ലാനൊന്നും മാറ്റണം, അല്ലെങ്കിൽ പുതിയ പ്ലാനിലേക്കൊന്നും എത്തിക്കാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ പുതിയൊരു പ്ലാൻ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്ലാന് നമ്മളെ വല്ലാതെ അങ്ങോട്ട് കുടുക്കിക്കളയും ചില ഡൈനാമിക്സ് എന്താണ് സിറ്റുവേഷനുകളിൽ അല്ലേ? പിന്നെ എന്താണ്, ലാക്ക് ഓഫ് റിലയബിൾ ഡാറ്റ. ആ പോയിന്റ് നമുക്ക് വേണമെന്നില്ല അല്ലേ? സോഴ്സുകൾ അല്ലെങ്കിൽ എന്നുള്ള പോയിന്റാണ്, അത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വെച്ചോളാം. റെഡി അല്ലേ? അതിൻ്റെ കാരണവും ഇത് സാർ അതേടാ, അതോടെ എടുത്ത് സാറിൻ്റെ തലയിലിട്. അത് ശരി, ഓക്കെ അല്ലേ? ദെൻ അടുത്തത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് നമ്മുടെ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സുകളാണ്. ഈ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്, വളരെ ഇമ്പോർട്ടൻറ്റുമാണ് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് എന്താ മക്കളെ? എന്താണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവാണ്. പ്ലാനിങ്ങിന് മുൻപ് ആദ്യം നമുക്ക് എന്ത് വേണം? ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ലേ നമുക്ക് എന്താ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആദ്യത്തെ എന്താണ്, ഒരു ലക്ഷ്യം
അടുത്തെന്താണ് ഡെവലപ്പിംഗ് പ്രിമൈസസ്. എന്താണ് ഒരു ഫ്യൂച്ചർ അസംഷൻസ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ. ആ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഫ്യൂച്ചർ അസംഷൻ നമ്മൾ എന്താ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുക അല്ലേ. ഫ്യൂച്ചർ അസംഷൻ ആണ് എന്തെന്ന് പറയുന്നത് യെസ് നമ്മുടെ പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. ഓക്കെ ദെൻ അടുത്തെന്താണ് യെസ് ഐഡന്റിഫൈങ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലേ. അങ്ങനെ ഒരു പ്രിമൈസസ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്യൂച്ചർ അസംഷൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് എന്ത് തെളിഞ്ഞു വരും, ഒരുപാട് വഴികൾ തെളിഞ്ഞു വരും അല്ലേ. ഡിഫറെന്റ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ഉണ്ടാവുന്നു. റെഡി. അങ്ങനെ ഡിഫറെന്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെ. ഓരോ വഴികളെ കുറിച്ച് നമ്മൾ എന്താ ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. കാരണം എന്താ അതിൽ ഏത് വഴിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ട്. ഓക്കെ പിന്നെന്താ സെലക്ടിങ് ആൻ ആൾട്ടർനേറ്റീവ് അല്ലെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴി ഏത്, വേ ഏത്, അത് നമ്മൾ ഇങ്ങോട്ട് സെലക്ട് ചെയ്യുന്നു. സെറ്റ്. അതിനുശേഷം ആ ഒരു പ്ലാൻ നമ്മൾ അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. സിമ്പിൾ അല്ലേ. ആ ഒരു പ്ലാൻ ആ ഒരു വഴിയിലൂടെ നമ്മൾ എന്താ അങ്ങോട്ട് സഞ്ചരിക്കുന്നു അല്ലെ. ആ ഒരു പ്ലാൻ നമ്മൾ അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മൾ ഒരു കാര്യം കൂടെ നോക്കണം. എന്താണ് യെസ് ആ ഒരു പ്ലാൻ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം അല്ലെ. എന്തെങ്കിലും ഒരു റിവ്യൂ ചെയ്യണം അല്ലെ. ഇതിലെന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുണ്ടോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോ അങ്ങനത്തെ അല്ലെ. അപ്പോൾ എന്താണ് ആ ഒരു ഫോളോ അപ്പ് ആക്ഷനും കൂടെ നമ്മൾ എന്താക്കുന്നു ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് നമ്മുടെ സ്വന്തം പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സുകൾ. അപ്പോൾ ഇത് പഠിച്ചു വെച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ്. റെഡി അല്ലേ, ഓക്കെ അല്ലേ, സെറ്റ്. ഓക്കെ മക്കളെ 1 സെക്കൻഡ്. ഹലോ ഓക്കെ സെറ്റ്, താങ്ക് യു. കുറച്ചുകൂടെ പോ, ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ റെഡി. ഓക്കെ സെറ്റ് റെഡി. അങ്ങനെയെങ്കിൽ അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം ടൈപ്സ് ഓഫ് പ്ലാൻ ആണ് അല്ലെ. പ്ലാനിൻ്റെ ടൈപ്പുകളാണ്. അപ്പോൾ ഈ പ്ലാനിൻ്റെ ടൈപ്പുകളിൽ മക്കൾ ഓർത്ത് വെക്കേണ്ട എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് മക്കളെ, നമ്മുടെ പ്രോഗ്രാമും അതുപോലെ തന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്നതും എന്താണ്, ഒരു എന്താണ് സിംഗിൾ യൂസ് പ്ലാൻ ആണെന്നും. ഓക്കെ ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജി, പോളിസി, മെത്തേഡ്, റൂളൊക്കെ എന്താണ്, ഒരു സ്റ്റാൻഡിങ് പ്ലാൻ ആണെന്നും മക്കൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് ഓർത്ത് വെച്ചോളുക. ഓക്കെ അല്ലേ, അതങ്ങോട്ട് മക്കൾ എന്താക്കുക, അങ്ങോട്ട് സെറ്റായിട്ട് പഠിച്ച് വെച്ചോളുക. ഓക്കെ അല്ലേ, സെറ്റല്ലേ മക്കളെ, റെഡി അല്ലേ ഓക്കെ. അപ്പോൾ ഈ ഓരോ പ്ലാനുകളെ കുറിച്ചും അല്ലെ. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അല്ലെ. നമ്മുടെ പ്ലാനിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആദ്യം എന്ത് സെറ്റ് ചെയ്യണം, ഒരു ലക്ഷ്യമുണ്ടാവണം അല്ലേ. ഒബ്ജക്റ്റീവ്. പിന്നെ എന്താണ്, സ്ട്രാറ്റജി, തന്ത്രമാണ് അല്ലേ. നമ്മളെന്താ നമ്മുടെ കോമ്പറ്റീറ്റീവ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുന്നതാണ് ഏത് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, തന്ത്രം എന്ന് പറയുന്നത് അല്ലേ. പോയിന്റ് ഓഫ് വ്യൂ ആരെ ബേസിലാണ് നമ്മുടെ എന്താണ് കോമ്പറ്റീറ്റീവ്സിൻ്റെ അല്ലേ. അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ത്, അതിനനുസരിച്ച് നമ്മളെന്താ തീരുമാനങ്ങൾ എടുക്കുകയും നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ എന്തെന്ന് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. റെഡി. അടുത്തെന്താ പോളിസി ഉണ്ട് അല്ലെ. പോളിസി എന്ന് പറഞ്ഞാൽ എന്താ, സിമ്പിളായി ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ജനറൽ ഗൈഡ് ലൈൻ ആണ് എന്തെന്ന് പറയുന്നത്, പോളിസി എന്ന് പറയുന്നത്. ഓക്കെ പിന്നെ എന്തുണ്ട്, പ്രൊസീജിയർ ഉണ്ട് അറിയാലോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ആണ് അല്ലെ. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു ആക്ഷൻസിനെ എന്ത് പറയുക, പ്രൊസീജിയർ എന്ന് പറയുക. സെറ്റ്. അടുത്തത് എന്താണ്, മെത്തേഡും ദെൻ അടുത്തത് റൂളുമാണ് അല്ലെ. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, അത് മിലിറ്ററി ടേം ആണ്. ഓക്കെ എന്താ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ടാസ്ക് അല്ലെ. ആ ടാസ്ക് പെർഫോം ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ ആണ്. ഓക്കെ അല്ലേ, റെഡി. ദെൻ റൂള് അല്ലെ, സ്ട്രിക്റ്റ് മാനേജ്മെന്റ് അല്ലെ. എന്താണ്, മസ്റ്റ് ഓർ മസ്റ്റ് നോട്ട് ടു ബി ഡൺ, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പറയുന്നതാണ് ഇത് റൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ദെൻ ലാസ്റ്റത്തെ ഏതാ, പ്രോഗ്രാമും ബഡ്ജറ്റുമാണ്. പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ് ഇത് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് പ്ലാനും അതുപോലെ തന്നെ പ്രൊസീജിയറും റൂളുകളും എല്ലാം ഉൾപ്പെടുന്നതാണ് ഇത് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ ഉൾപ്പെട്ടതാണ് എന്തെന്ന്, പ്രോഗ്രാം. ദെൻ ബഡ്ജറ്റ് ഉണ്ട്. എന്താ ബഡ്ജറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ പ്ലാനിനെ നമ്മളെന്താ ഒരു ന്യൂമറിക്കൽ ഫിഗറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, മാറ്റുന്നതിനെ നമ്മൾ എന്ത് പറയുക, ബഡ്ജറ്റ് എന്ന് പറയുക അല്ലെ. നമ്മുടെ പ്ലാൻ എന്താ ഒരു ന്യൂമറിക്കലി നമ്മളെന്താ ഫിനാൻഷ്യലി നമ്മൾ പറയുന്നു, അതാണ് ഇത് നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പം ഇത്രയും പ്ലാനുകൾ ടൈപ്പുകൾ മക്കൾ ഓർത്ത് വെച്ചിരിക്കണം. അതിലെന്താ നമ്മുടെ പ്രോഗ്രാമും അതുപോലെ തന്നെ ബഡ്ജറ്റും എന്താണ് ഒരു സിംഗിൾ യൂസ് പ്ലാൻ ആണെന്നും മറ്റുള്ള എല്ലാ ഐറ്റംസ് എന്താണ് ഒരു സ്റ്റാൻഡിങ് പ്ലാൻ ആണെന്നും മക്കൾ ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ അല്ലേ, റെഡി അല്ലേ. അങ്ങനെയെങ്കിൽ ഇത്രയും കാര്യങ്ങളെ എവിടെ പഠിക്കാനുള്ളൂ നിങ്ങൾക്ക്, നമ്മുടെ പ്ലാനിങ് പഠിക്കാനുള്ളൂ.
വളരെ എളുപ്പമാണ്. ഓക്കെ, വളരെ എളുപ്പമാണ്. പ്ലാനിങ് എന്താണ്, പ്ലാനിങ്ങിൻ്റെ ഫീച്ചർ എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, ആദ്യത്തെ കാര്യം. പിന്നെയോ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സും അതുപോലെ തന്നെ പ്ലാനിങ്ങിൻ്റെ ടൈപ്സും ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തുണ്ട്, പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസും കൂടെയുണ്ട്. കഴിഞ്ഞു അത്രയേ ഉള്ളൂ. ഓക്കെ, പോയിന്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി, സിമ്പിളാണ്. റെഡി അല്ലേ മക്കളെ, റെഡി അല്ലേ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൂൾ ആൻഡ് മെത്തേഡ്, ഇതുപോലത്തെ ബേസിക് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ജസ്റ്റ് ഈ ഒരു ടേബിളൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ പോളിസി, റൂളുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അതൊന്നും അങ്ങനെ ചോദിക്കാറില്ല. അഥവാ ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, പോളിസിയുടെ മീനിങ്ങും റൂളിൻ്റെ മീനിങ്ങും ഒന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, റെഡി. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്താക്കാം, ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആറാമത്തെ ചാപ്റ്റർ സ്റ്റാഫിങ്ങും സെറ്റായിട്ട് നമുക്ക് പഠിക്കാം. നോക്കിക്കോ, സ്റ്റാഫിങ്ങിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ എന്താണ്, വാട്ട് ഈസ് സ്റ്റാഫിങ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അറിയാലോ, നമ്മുടെ എന്താണ് ഓപ്ഷൻ, ജോബ് ഫില്ല് ചെയ്യുകയാണ് അല്ലേ, നമ്മുടെ ജോബ് പൊസിഷനെ ഫില്ല് ചെയ്യുന്നതാണ് ഇത് സ്റ്റാഫിങ് ഈസ് ദ മാനേജീരിയൽ ഫംഗ്ഷൻ ഓഫ് ഫില്ലിംഗ് ആൻഡ് കീപ്പിംഗ് പൊസിഷൻ ഫിൽഡ് ഓർഗനൈസേഷൻ. ഇറ്റ് ഇൻവോൾവ് പുട്ടിംഗ് ദ റൈറ്റ് പീപ്പിൾ ഇൻ ദ റൈറ്റ് ജോബ് എൻഷുർ ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ് അല്ലേ. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ റൈറ്റ് പീപ്പിൾ ഫോർ റൈറ്റ് ജോബ് നമ്മൾ കണ്ടെത്തി ചൂസ് ചെയ്യുന്നു അല്ലേ. അവരെന്താണ് ആ ഒരു ജോബിലേക്ക് ഫില്ലപ്പ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, റെഡി. അപ്പോൾ എന്തിനൊക്കെയാണ് നമ്മൾ സ്റ്റാഫിങ് ചെയ്യുന്നതെന്നുള്ള ജസ്റ്റ് ആ പോയിന്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്തിനൊക്കെയാണ് ഒന്നാമത്തത്, കോമ്പീറ്റൻറ്റ് പേഴ്സണൽ അല്ലേ, നല്ല റൈറ്റ് പേഴ്സൺസ് നമുക്ക് കിട്ടാൻ വേണ്ടി അല്ലേ, കോമ്പീറ്റൻറ്റ് പേഴ്സണൽ. പിന്നെയോ ഹൈ പെർഫോമൻസ് കിട്ടാൻ വേണ്ടി, പിന്നെ നമ്മുടെ സർവൈവൽ ആൻഡ് ഗ്രോത്തിന് വേണ്ടി, പിന്നെയോ നമ്മുടെ മാക്സിമം ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസിന് വേണ്ടിയിട്ട്. റെഡി അല്ലേ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തിനാണ് സ്റ്റാഫിങ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതാണ്, സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സുകളാണ്. അറിയാലോ സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് അല്ലേ. പഠിച്ചു വെച്ചോളെ, ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, ഒന്നാമത് എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെൻറ്റ്. ഒന്നാമത് എന്താണ്, സ്റ്റാഫിങ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ആദ്യം എന്ത് കിട്ടണം മക്കളെ, ഒറ്റ സെക്കൻഡ് വെള്ളം കുടിച്ചോട്ടെ. അമ്പും വില്ലോ എന്തിനാണത് അമ്പും വില്ലൊക്കെ? അമ്പും വില്ലൊന്നും വേണ്ട, ആയുധങ്ങളൊന്നും വേണ്ട. ഓക്കെ, പ്രാണി വായ്പോയി, എന്തോ ഒരു വൃത്തികെട്ട ചോയുള്ള പ്രാണി. ഓക്കെ സെറ്റ്. അപ്പോൾ എന്താണ് എസ്റ്റിമേറ്റിംഗ് മാൻ പവർ പ്ലാനിങ് ഒന്നാമത്തത്. റെഡി, ഒന്നാമത് എന്താണ്, നമുക്ക് ആദ്യം അല്ലെ ആളുകളെ സ്റ്റാഫിങ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ എത്ര മണി വരെയാ ലൈവ്? ഓക്കെ സ്നേഹ, നമുക്കിതാ ഒരു ചാപ്റ്ററും കൂടെ ഇതോടെ കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിംഗ് കൂടെ ഉണ്ട്. അതോടെ കഴിഞ്ഞ് രേണു മിസിൻ്റെ ഒരു 3 ചാപ്റ്റർ കൂടെ കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഓക്കെ, പെട്ടെന്ന് തീർക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യത്തെ എന്താണ്, സ്റ്റാഫിങ്ങിന് ആളുകളെ നമ്മൾ കണ്ടുപിടിക്കുന്നതിന് മുൻപ് നമ്മൾ സാർ അതൊക്കെ വായിച്ചു വന്ന്. ഓക്കെ, എന്ത് ചെയ്യണം, എത്ര സ്റ്റാഫാണ് നമുക്ക് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, മാൻ പവർ റിക്വയർമെൻറ്റിനെ നമ്മൾ എന്താക്കുക, കണ്ടുപിടിക്കുക. എത്ര ആൾ വേണമെന്ന് കണ്ടുപിടിക്കുക. നോട്ട് കിട്ടും ഷുവർ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിക്രൂട്ട്മെന്റ് നടത്തുന്നു. എന്താ റിക്രൂട്ട്മെന്റ്, ഓർത്ത് വെച്ചോളൂ. എന്താ റിക്രൂട്ട്മെന്റ്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സെർച്ചിങ് ദ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ അല്ലേ. ജോബ് അന്വേഷിച്ച് നടക്കുന്ന ആളുകളെ കണ്ടുപിടിക്കുകയും അവരെ നമ്മുടെ ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ ഫോഴ്സ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുക, റിക്രൂട്ട്മെന്റ് എന്ന് പറയുക. മറക്കരുതേ. അടുത്തെന്താണ്, സെലക്ഷൻ ആണ് അല്ലേ. റിക്രൂട്ടിലൂടെ നമ്മളിലേക്ക് വരുന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് സ്യൂട്ടായ ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം അവരെ നമ്മുടെ ജോബിലേക്ക് പ്ലേസ് ചെയ്യുന്നു ആൻഡ് ഒരു ഓറിയന്റേഷനും കൊടുക്കുന്നു ജോബിനെ കുറിച്ച്. സെറ്റ്. അതിനുശേഷം അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നു അല്ലേ, ആ ഒരു ജോബിന് വേണ്ട. അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ഒരു ടോട്ടൽ ഗ്രോത്തും കൂടെ നമുക്ക് നോക്കിക്കൊണ്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നമ്മൾ ആ വ്യക്തികൾക്ക് വേണ്ടി നടത്തുന്നു. അതിനുശേഷം പെർഫോമൻസ് അപ്രൈസൽ അല്ലേ, അവരുടെ പെർഫോമൻസ് നമ്മളൊന്ന് വാല്യൂ ചെയ്യുന്നു, പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നു. അതിനുശേഷം അവരുടെ പ്രൊമോഷനും കരിയർ പ്ലാനിങ്ങും നമ്മൾ നടത്തുന്നു അല്ലേ. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നല്ല പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. റെഡി അല്ലേ. ദെൻ എന്താണ്, ലാസ്റ്റ് അവർക്ക് കോമ്പൻസേഷൻ അല്ലേ, അതായത് വേജുകൾ, സാലറീസ്, ഇൻസെൻറ്റീവ്സ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്
റെഡി? അപ്പം ഈ എന്താണ് ഇത്രയും പോയിന്റുകൾ എന്താ യെസ് നിങ്ങൾ സ്റ്റാഫിംഗ് പ്രോസസ്സുകളായിട്ട് ഓർത്ത് വെച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്ലാനിങ് പ്രോസസ്സ് പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് സ്റ്റാഫിംഗ് പ്രോസസ്സുകളും. ഓക്കെ, റെഡി യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആസ്പെക്ട്സ് ഓഫ് സ്റ്റാഫിംഗ് ആണ്. ഏതൊക്കെയാണ് സ്റ്റാഫിങ്ങിൻ്റെ എലമെന്റുകൾ? റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്. ഓക്കെ, ഇതിൽ മൂന്നിലും നമ്മൾ ഇനി എന്തെല്ലാം പറയുന്നോ അതൊരു കാര്യവും നിങ്ങൾ മിസ്സാക്കരുത്, സ്കിപ്പ് ചെയ്യരുത്. ഇതിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്റ്റാഫിങ്ങിൻ്റെ ഈ ഓരോ എലമെന്റുകൾക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ എലമെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പറയുന്ന ഒരു കാര്യവും മിസ്സാക്കരുത്. അതിലൊന്നാമത്തത് റിക്രൂട്ട്മെന്റ് എന്താ പ്രോസസ്സ് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അല്ല. എന്താണ്? ജോബ് അന്വേഷിച്ച് നടക്കുന്ന ആളുകളെ കണ്ടുപിടിക്കുകയും അവരെ നമ്മുടെ ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ ഫോഴ്സ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, റെഡി? ദെൻ ഈ റിക്രൂട്ട്മെന്റ് നമുക്ക് എന്താ സോഴ്സുകളുണ്ട് അല്ലെ? 2 സോഴ്സുകളുണ്ട്. ഏതൊക്കെയാണ് 2 സോഴ്സുകൾ? ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സുമാണ്. എന്താണ് ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, നമുക്കറിയാം നമ്മുടെ ബിസിനസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആളുകളെ കണ്ടുപിടിക്കുന്നു നമ്മുടെ ജോബിന് വേണ്ട അല്ലെ. ആ 2 മെത്തഡാ. ഒന്ന് ഏതാ? ട്രാൻസ്ഫറും മറ്റേതാ? പ്രൊമോഷനുമാണ്. എന്താ ട്രാൻസ്ഫർ എന്ന് കഴിഞ്ഞാൽ? ഇറ്റ്സ് എ ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ അല്ലെ, മൂവ്മെന്റ് ആണ് അല്ലെ. ഒരു വ്യക്തിയെ ഒരു പൊസിഷനിൽ നിന്നും ആ സെയിം പൊസിഷനിലേക്ക് മറ്റൊരു പ്ലേസിലേക്ക് മാറ്റുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? യെസ്, ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, റെഡി? പിന്നെയോ പ്രൊമോഷൻ ഉണ്ട്. എന്താ പ്രൊമോഷൻ? ഇറ്റ്സ് എ വെർട്ടിക്കൽ മൂവ്മെന്റ് ആണ് അല്ലെ. താഴെയുള്ള ഒരു എംപ്ലോയിയെ മുകളിലുള്ള ഒരു പൊസിഷനിലേക്ക് മാറ്റുന്നു. എന്തൊക്കെ മാറും അവിടെ? അയാളുടെ റെസ്പോൺസിബിലിറ്റി മാറും, പേയ്മെന്റ് മാറും അല്ലെ, എല്ലാം മാറും, സ്റ്റാറ്റസ് ഒക്കെ മാറും. റെഡി? അപ്പം എന്താ ഇന്റേണൽ സോഴ്സ് ആയിട്ട് എന്തൊക്കെ? ട്രാൻസ്ഫറും റിക്രൂട്ട്മെന്റും മക്കൾ ഓർത്ത് വെച്ചിരിക്കണം. റെഡി? അതേപോലെ എന്താണ് എക്സ്റ്റേണൽ സോഴ്സ് മക്കൾ പഠിച്ചു വെക്കുക. എന്തൊക്കെയാ എക്സ്റ്റേണൽ? പുറത്ത് നിന്ന് നമ്മൾ ആളെ കണ്ടുപിടിക്കുന്നത് അല്ലെ. അതിന് കുറച്ചെണ്ണം ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണല്ലേ. എന്താ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്? നമ്മൾ നമ്മുടെ ജോബ് ഏരിയാസിൽ തന്നെ ഒരു നോട്ടീസൊക്കെ പതിപ്പിച്ചുകൊണ്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുക അല്ലെ. ആ നോട്ടീസൊക്കെ കണ്ടുവരുന്ന ആളുകൾ ഉണ്ടാവും. പിന്നെ എന്തുണ്ട്? കാഷ്വൽ കോളേഴ്സ് ഉണ്ട്. സാധാരണ നമ്മളെ വിളിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അല്ലെ, ജോബ് അന്വേഷിച്ച് വിളിക്കുന്നത്. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവരെ നമ്മൾ കോൺടാക്ട് ചെയ്യുക. സെറ്റ്. അടുത്തെന്താ? എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആണ്. ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു ഓർഗനൈസേഷൻ പോലുള്ള ഒരു സംഭവമാണ് അല്ലേ. അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളെ നമുക്ക് എന്താക്കാം? നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെയോ പ്ലേസ്മെൻറ്റ് ഏജൻസീസ് ഉണ്ട് അല്ലേ. പല പ്ലേസ്മെൻറ്റ് ഏജൻസികളും ഉണ്ട്. അവരെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആളുകളെ കണ്ടുപിടിക്കാം. പിന്നെ എന്തുണ്ട്? ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്. ക്യാമ്പസിൽ പോയി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്താൻ പറ്റും. പിന്നെയോ വാക്കിങ്സ് അല്ലേ. അത് നിങ്ങൾ നോക്കണ്ട, നമ്മൾ ഈ ഒരു 5 പഠിച്ചു വെച്ചാൽ മതി. റെഡി? കുറേ ഉണ്ട്. ഒരു 10 നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ 10 ഒരു 5-6 മക്കൾ നിർബന്ധമായിട്ട് ഓർത്ത് വയ്ക്കുക. അഡ്വർടൈസ്മെൻറ്റും അതുപോലെ തന്നെ വെബ്സൈറ്റ് ത്രൂ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു 5-6 മക്കൾ നോക്കി വെച്ചിരിക്കണം. ഏത്? എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് സോഴ്സുകൾ. സെറ്റ്? റെഡി? യെസ്. പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ടത് സെലക്ഷനാണ്. സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൽ നിന്നും നമ്മൾ ഏറ്റവും നമുക്ക് വേണ്ട ആളെ അല്ലെ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ് ആൻഡ് ചൂസിങ് ദ ബെസ്റ്റ് പേഴ്സൺ അല്ലെ. ബെസ്റ്റ് പേഴ്സണെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ് അല്ലെ. നമ്മളത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് സെലക്ഷൻ എന്ന് പറയുന്നത്. റെഡി? അപ്പം ഈ സെലക്ഷന് നമുക്ക് മെയിനായിട്ട് പഠിച്ചു വെക്കാനുള്ളത് പ്രോസസ്സുകളാണ്. സെലക്ഷൻ്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രിലിമിനറി സ്ക്രീനിങ് ആണ് അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രൈമറി സ്ക്രീനിങ് നടത്തുന്നു അല്ലേ. കുറേ ആപ്ലിക്കേഷൻസ് നമുക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ എല്ലാ ആപ്ലിക്കൻസിലുള്ള ആളുകളെ നമുക്ക് ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം അതിൽ നിന്ന് നമുക്ക് വേണ്ടാത്ത ആളുകളെ അല്ലെ ഒന്ന് ഒഴിവാക്കാൻ, നമുക്ക് അത് ഒരു ലിസ്റ്റിനെ ഒന്ന് സോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യമാണ് ഇത് പ്രിലിമിനറി സ്ക്രീനിങ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ഷൻ ടെസ്റ്റ് നടത്തുന്നു അല്ലെ. നമുക്ക് ഒരുപാട് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, ടൈൽ ടെസ്റ്റ്, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇത് ഓരോന്നും മക്കൾ ഓർത്ത് വെച്ചിരിക്കണം. റെഡി? അപ്പോൾ അതുപോലുള്ള സെലക്ഷൻ ടെസ്റ്റുകൾ നമ്മൾ നടത്തും. അതിനുശേഷം എംപ്ലോയീസിൻ്റെ ഇൻ്റർവ്യൂ നമ്മൾ നടത്തും. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ഷൻ ഡിസിഷൻ എടുക്കുന്നു അല്ലെ. ആരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ഡിസിഷൻ നമ്മൾ എടുക്കുന്നു. അതിനുശേഷം ആ ഒരു വ്യക്തിക്ക് നമ്മൾ ജോബ് ഓഫർ കൊടുക്കുന്നു. ഓക്കെ, ദെൻ ആ ഒരു ഓഫർ അവരെന്താണെന്നോ ആക്സെപ്റ്റ് ചെയ്ത ശേഷം അല്ലെ അവരെന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഒരു ടൈമിൽ ആ ഒരു ഡേറ്റിലൊക്കെ അവർ വരുന്ന സമയത്ത് നമ്മൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തോർത്ത് വെക്കുക? സെലക്ഷൻ പ്രോസസ്സുകൾ നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? ദെൻ ലാസ്റ്റത്തെ ആസ്പെക്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും വൃത്തിക്ക് പഠിച്ചു വെച്ചോളാം. ഓക്കെ, അപ്പോൾ ട്രെയിനിങ്ങിൻ്റെയും ഡെവലപ്മെൻറ്റും എന്തുണ്ട്? ബെനിഫിറ്റ്സ് നമുക്കുണ്ട് എംപ്ലോയീസിനും. അതുപോലെ തന്നെ
ഓർഗനൈസേഷനുള്ള ബെനിഫിറ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊണ്ട്. ഓക്കെ, അത് ഈ ടേബിൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. റെഡി? യെസ്, എന്തൊക്കെയാ? റെഡ്യൂസ് വേസ്റ്റേജ് ഓഫ് എഫേർട്ട് ആൻഡ് മണി ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? സ്കിൽ ആൻഡ് നോളജ് ഇമ്പ്രൂവ് ആവും എംപ്ലോയീസിന്. പിന്നെയോ എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി കൂടും. ഇവിടെയോ യെസ്, ഏണിംഗ് ത്രൂ ഇൻക്രീസ്ഡ് ഇൻഡിവിജ്വൽ അല്ലേ, ഏണിങ്സ് കൂടും. പിന്നെ എന്തുണ്ട്? ട്രെയിനിങ് എന്താണ്? എക്യുപ് ദ ഫ്യൂച്ചർ മാനേജേഴ്സ് അല്ലേ, ഫ്യൂച്ചർ മാനേജേഴ്സിനെ നമുക്ക് ട്രെയിനിങ്ങിലൂടെ എന്താ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെയോ മേക്ക് എംപ്ലോയീസ് മോർ എഫിഷ്യൻ്റ് ആൻഡ് ഹാൻഡിൽ മെഷീൻസ് ആണ്. പിന്നെ എന്തുണ്ട്? ഇൻക്രീസ് എംപ്ലോയി മൊറൈൽ ആൻഡ് റെഡ്യൂസ് ഇവിടെയോ ഇൻക്രീസ് സാറ്റിസ്ഫാക്ഷൻ. സെയിം തന്നെ പോയിന്റ്. പിന്നെയോ ഒബ്റ്റെയിൻ എഫക്റ്റീവ് റെസ്പോൺസ് ടു ഫാസ്റ്റ് ചേഞ്ചിങ് എൻവിറോൺമെൻറ്റ് അല്ലേ, മാറിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് ഫാസ്റ്റായി നമുക്ക് മാറാം ഇതിലൂടെ, ട്രെയിനിങ്ങിലൂടെ. സാർ സുഖമാണോ? ഓടാ നിഹാൽ, സുഖമാണല്ലോടാ, പിന്നെ ചോദിക്കാണ്ടോ. റെഡി? അടുത്ത എന്താണ്? ട്രെയിനിങ് മെത്തേഡാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ 2 ടൈപ്പ് മെത്തേഡുകളുണ്ട്, ഓൺ ദ ജോബും ഓഫ് ദ ജോബും. ഓൺ ദ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ എന്താണ്? വർക്ക് പ്ലേസിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളത് എന്താക്കുന്നത്? യെസ്, ട്രെയിൻഡ് ആവുന്നു. അപ്പം അതിന് ഏതൊക്കെയാണ്? 4 എണ്ണമാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. ഏതൊക്കെയാ? അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം, കോച്ചിങ്, അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്, ദെൻ ജോബ് റൊട്ടേഷൻ. മറക്കാൻ പാടില്ല. ഓക്കെ, അപ്രന്റീസ്ഷിപ്പ്, കോച്ചിങ്, ജോബ് റൊട്ടേഷൻ ആൻഡ് യെസ് ഇൻറ്റേൺഷിപ്പാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ, മറക്കരുതേ, ഓർത്ത് വെച്ചോളാം. റെഡി? പിന്നെയോ ഓഫ് ദ ജോബ് ഉണ്ട്. ഓഫ് ദ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ നമ്മളെന്താണ്? യെസ്, നമ്മുടെ ജോബ് എന്താണ്? വർക്ക് പ്ലേസിലല്ല, മറ്റൊരു വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ മറ്റൊരു ഏരിയയിൽ നമ്മൾ എന്താക്കുന്നു? വർക്ക് ചെയ്ത് പഠിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ? ക്ലാസ് റൂം, ലെക്ചർ ആൻഡ് കോൺഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ കേസ് സ്റ്റഡി വരുന്നുണ്ട് അല്ലേ, ഫിലിം സ്റ്റഡി വരുന്നുണ്ട്. പിന്നെയോ കമ്പ്യൂട്ടർ മോഡലിംഗ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ ത്രൂ ചെയ്യുന്നു. പിന്നെയോ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഉണ്ട് അല്ലേ, നമ്മൾ ഏതൊക്കെ മെറ്റീരിയലാണോ അല്ലെങ്കിൽ ടൂളുകളാണോ യൂസ് ചെയ്യുന്നത് ആ സെയിം ടൂളുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പുറത്ത് നിന്ന് നമ്മളെന്താ മറ്റൊരു വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്ത് പഠിക്കുക. പിന്നെ എന്തുണ്ട്? പ്രോഗ്രാം ആൻഡ് ഇൻസ്ട്രക്ഷൻ. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഓൾറെഡി പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മളെന്താ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ സീക്വൻഷ്യൽ ഓർഡറിൽ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? റെഡി? അപ്പം സാർദാ വേഗം ഒന്ന് ഓടിച്ച് നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാനുള്ള പോയിന്റുകളൊക്കെ ഒന്ന് ഓടിച്ച് വിടുകയാണ് കേട്ടോ. ഓടിച്ച് വിടുകയാണ്. നിങ്ങൾ തീരാറായോ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരുന്നില്ലേ? കറക്റ്റ് സമയത്ത് കറക്റ്റ് കിട്ടുന്നില്ലേ? അത് നോക്കുക. ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ നിങ്ങൾക്ക് അറിയില്ല, ഏതൊക്കെ നിങ്ങൾക്ക് ഇനിയും കിട്ടാനുണ്ട് പോയിന്റുകൾ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പം മനസ്സിലാവും. അതിനനുസരിച്ച് നന്നായിട്ട് ആ പോർഷൻസ് പഠിക്കണം. ഓക്കെ അല്ലേ? റെഡി? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? സ്റ്റാഫിംഗ് ചാപ്റ്ററുകളിലുള്ളത്. സെറ്റ്. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാഫിംഗ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ എന്താ ചെറിയ കമ്പാരിസൺ ബിറ്റ്വീൻ ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. ട്രാൻസ്ഫറും പ്രൊമോഷനും അതൊന്ന് നോക്കി വെക്കേണ്ടതുണ്ട് മക്കൾ. ഓക്കെ, ഐ മീൻ ഈ ടേബിൾ അല്ല. യെസ്, ട്രാൻസ്ഫർ എന്താണ്, പ്രൊമോഷൻ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. എന്താണ്? യെസ്, ഇപ്പം നമ്മുടെ ഇന്റേണൽ റിക്രൂട്ട്മെന്റിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എഴുതാനുണ്ടാവും. അതുപോലെ തന്നെ ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സുകളെ കുറിച്ചും നമുക്ക് എഴുതാനുണ്ടാവും. അപ്പോൾ ആ ഇന്റേണൽ സോഴ്സ് ഏത്, എക്സ്റ്റേണൽ സോഴ്സ് ഏത് എന്നുള്ളത് മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, നോട്ടൊക്കെ അയക്കും, ഡോണ്ട് വറി. റെഡി? അങ്ങനെയെങ്കിൽ നമുക്ക് ലാസ്റ്റ് അല്ല 8ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. നമ്മുടെ സ്വന്തം സോറി 8ാമത്തല്ല, മാറിപ്പോയി നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ മാർക്കറ്റിങ്ങിലേക്ക് പോവാം. റെഡി? മാർക്കറ്റിങ്ങിലേക്ക് പോവാം. മാർക്കറ്റിങ്ങിലും നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യം തന്നെ മാർക്കറ്റ് എന്താണെന്നുള്ളത് അറിയാലോ അല്ലേ. ട്രഡീഷണൽ സെൻസിലും അതുപോലെ തന്നെ മോഡേൺ സെൻസിലും എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളത് മക്കൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ട്രഡീഷണൽ സെൻസിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിസിക്കൽ പ്ലേസ് മാത്രമായിരുന്നു അല്ലേ. സാധനങ്ങൾ സേവനങ്ങളും കൈമാറ്റം ചെയ്യാൻ ബയേഴ്സും സെല്ലേഴ്സും സെല്ലേഴ്സും കൂടെ എന്താണ് ഒരുമിച്ച് വരുന്ന അല്ലെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ഫിസിക്കൽ പ്ലേസ് ആയിരുന്നു ട്രഡീഷണൽ സെൻസിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇന്നത്തെ അല്ലെ മോഡേൺ സെൻസിൽ എന്താണ്? ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഫിസിക്കൽ പ്ലേസ് അല്ലെ. ഫിസിക്കൽ പ്ലേസ് മാത്രമല്ല എന്തെന്ന് പറയുന്നത് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി? യെസ്. അപ്പം മാർക്കറ്റിംഗ് ആണ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം. എന്താണ് മാർക്കറ്റിംഗ്? ശ്രദ്ധിച്ചോ. മാർക്കറ്റിംഗ് ഈസ് റെഫേർഡ് ടു ഹാസ് എ പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി ഡയറക്ട് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസേഴ്സ് ടു കൺസ്യൂമേഴ്സ് അല്ലേ. കൺസ്യൂമറുടെ കയ്യിലേക്ക് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും ഗുഡ്സ് എത്തുന്ന ആ എല്ലാ പ്രോസസ്സുകളും ഉൾപ്പെടുന്നതാണ് എന്തെന്ന് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തെല്ലാം ഉണ്ട് ആ ഒരു പ്രോസസ്സിൽ? പ്രൊഡക്ഷൻ ഉണ്ട്, ഡിസൈനിങ് ഉണ്ട്, പാക്കേജിംഗ് ഉണ്ട്, വെയർ ഹൗസിംഗ് ഉണ്ട്, ട്രാൻസ്പോർട്ട് ഉണ്ട്, ബ്രാൻഡിംഗ് ഉണ്ട്, സെല്ലിംഗ് ഉണ്ട്, അഡ്വർടൈസിംഗ് ഉണ്ട്, പ്രൈസിംഗ് ഉണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഏത് നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യ ജയിച്ചോ? ഓക്കെ സാർ, ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ഇതാണ്. മാർക്കറ്റിംഗ് മിക്സ് കംപ്ലീറ്റ് പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിങ്ങിൻ്റെ ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്.
അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മാറി 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 ക്വസ്റ്റ്യൻ വരും. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നാളെ നമുക്ക് അതിൻ്റെ സെഷൻ ഉണ്ട്. ഓക്കെ, ദെൻ എന്താണ് ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ് നോക്കിക്കോ. എന്തൊക്കെയാണ് മാർക്കറ്റിംഗിൻ്റെ ഫീച്ചേഴ്സ്? ഇതാ നീഡ്സ് ആൻഡ് വാണ്ട്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ക്രിയേറ്റിംഗ് എ മാർക്കറ്റ് ഓഫറിംഗ്, പിന്നെയോ കസ്റ്റമറുടെ വാല്യൂ നമ്മൾ നോക്കും. അവിടെ ഒരു എക്സ്ചേഞ്ച് മെക്കാനിസവും നടക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം മാർക്കറ്റിംഗിൻ്റെ ആ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളാം. റെഡി? ദെൻ മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ് അടുത്ത് അല്ലേ. എന്താ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? മാനേജ്മെൻറ്റ് എന്താണെന്ന് മക്കൾ ഓൾറെഡി പഠിച്ചു. ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ബൈ അതേഴ്സ് ആണ് അല്ലേ. അപ്പം എന്താ മാർക്കറ്റിങ്ങിന് വേണ്ട കാര്യങ്ങൾ എന്താ? നമ്മളെന്താ ഗെറ്റിംഗ് തിങ്സ് ത്രൂ ബൈ അതേഴ്സ്, മറ്റുള്ള ആളുകളിലൂടെ എന്താണ് മാർക്കറ്റിങ്ങിന് വേണ്ട കാര്യങ്ങൾ ചെയ്യിക്കുക. റെഡി? യെസ്, ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് സയൻസ് ചൂസിങ് ടുഗദർ മാർക്കറ്റ് ആൻഡ് ഗെറ്റിംഗ് കീപ്പിംഗ് ആൻഡ് ഗ്രോയിങ് കസ്റ്റമേഴ്സ് ത്രൂ ക്രിയേറ്റിംഗ് ഡെലിവറിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് സുപ്പീരിയർ മാർക്കറ്റ് വാല്യൂ മാനേജ്മെന്റ് അല്ലേ. മാർക്കറ്റിംഗ് മാനേജ്മെന്റിലെ എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ സെറ്റ് ചെയ്യാം. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് റെഡി? അപ്പം ഇതിൻ്റെ ഫംഗ്ഷൻസ് നമുക്ക് നോക്കണം. മാർക്കറ്റിങ്ങിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് മാർക്കറ്റിങ്ങിൻ്റെ ഫംഗ്ഷൻസ്? മാർക്കറ്റിലാണ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളാം. എന്തൊക്കെയാണ് മാർക്കറ്റിങ്ങിൻ്റെ ഫംഗ്ഷൻ? 12 എണ്ണോളുണ്ട്. പോയിന്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. പോയിന്റ് മാത്രം. ഒന്നാമത്തെ എന്താ? യെസ്, മാർക്കറ്റ് ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്കറ്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നു. പ്ലാൻ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു അല്ലെ, പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നു. ദെൻ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ചെയ്യുന്നു, സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രേഡിങ് ചെയ്യുന്നു. അതിനുശേഷം ആ പ്രൊഡക്റ്റ് പാക്ക് ചെയ്യുന്നു, പാക്കേജിങ് ആൻഡ് ലാബലിംഗ്. പിന്നെയോ നമ്മളതിന് ബ്രാൻഡിങ് നടത്തുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? കസ്റ്റമർ സപ്പോർട്ട് സർവീസ് നമ്മൾ കൊടുക്കുന്നു. യെസ്, നമ്മൾ ആ പ്രൊഡക്റ്റിന് പ്രൈസ് നമ്മൾ നിശ്ചയിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ അതിന് പ്രൊമോഷൻ നടത്തുന്നു, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു, ട്രാൻസ്പോർട്ടേഷനും വെയർ ഹൗസിങ്ങിലും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? കിട്ടുന്നുണ്ടല്ലേ? 12 എണ്ണം മാർക്കറ്റിങ്ങിൻ്റെ ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ആ മാർക്കറ്റിംഗ് മിക്സ് ആണ്. ഇതിൽ നമ്മൾ നേരത്തെ ഇവിടെ സ്റ്റാഫിങ്ങിൻ്റെ എലമെൻറ്റ്സ് പറഞ്ഞില്ലേ, റിക്രൂട്ട്മെൻറ്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റും കാര്യങ്ങളും സെലക്ഷനൊക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഇതാ. ഇതിലെ ഈ 4 എലമെൻറ്റ്, അതായത് ഈ 4 Pകൾ. ഓക്കെ, ഈ 4 Pകളിൽ ഒരു കാര്യവും മക്കൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ 4 Pകളിലെ ഒരു കാര്യവും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ P ഇതാ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ശ്രദ്ധിച്ചോ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ ഇറ്റ്സ് എ മിക്സ്ചർ ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ആട്രിബ്യൂട്ട് ആണ് അല്ലേ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ പ്രൊഡക്റ്റിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇമ്പോർട്ടൻ്റ് ആണ്. കൺസ്യൂമർ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് എന്നിങ്ങനെ നമ്മൾ രണ്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ കാറ്റഗറി ചെയ്തിട്ടുണ്ടല്ലോ. റെഡി? അപ്പോൾ അതിൽ കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലേ? നമ്മൾ എന്താക്കുന്നു അല്ലേ? ഒരു എന്താണ് ഫൈനൽ യൂസേജിന് വേണ്ടി നമ്മൾ വാങ്ങുന്നു അല്ലേ? നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ കൺസ്യൂമർ പ്രൊഡക്റ്റിനെ നമുക്ക് എന്താക്കാം? ഡ്യൂറബിലിറ്റിയുടെ ബേസിലും അതുപോലെ തന്നെ ഷോപ്പിങ്ങിൻ്റെ ബേസിലും നമുക്ക് വീണ്ടും കാറ്റഗറൈസ് ചെയ്യാം. റെഡി? അപ്പോൾ ഡ്യൂറബിലിറ്റിയുടെ ബേസിൽ ഡ്യൂറബിൾ, നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ഉണ്ട്. ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ കുറേ കാലത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ, TV, കാറ് പോലുള്ള കാര്യങ്ങൾ. നോൺ ഡ്യൂറബിൾ എന്താണ്? കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് യൂസ് ചെയ്ത് തീരുന്ന ഐറ്റംസ് ആണ്. ഓക്കെ അല്ലേ? റെഡി? പിന്നെ എന്തുകൊണ്ട്? സർവീസ് ഉണ്ട് അല്ലേ? ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള നമുക്ക് കിട്ടുന്ന ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ബെനിഫിറ്റ് ആണ് ഇത് സർവീസ് എന്ന് പറയുന്നത്. അപ്പം ഡ്യൂറബിലിറ്റിയുടെ ബേസിൽ ഈ 3 എണ്ണവും, അതുപോലെ തന്നെ ഷോപ്പിങ്ങിൻ്റെ എഫേർട്ട് അല്ലെ, ഷോപ്പിംഗ് എഫേർട്ടിൻ്റെ ബേസിൽ നമുക്ക് എങ്ങനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ? കൺവീനിയൻസ് പ്രൊഡക്റ്റും ഷോപ്പിംഗ് പ്രൊഡക്റ്റും അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ് എന്നും. കൺവീനിയൻസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പെട്ടെന്നൊക്കെ നമുക്ക് പോയിട്ട് എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനും പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റുന്ന ടൈപ്പ്, കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് അല്ലേ? സോപ്പ്, ചീപ്പ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അത്. ഓക്കെ, അപ്പോൾ ഷോപ്പിംഗ് എന്താണ്? നമ്മൾ പ്രത്യേകം സ്റ്റൈല്, സൈസ്, ക്വാളിറ്റി, പ്രൈസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് സമയമെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതാണ് എന്തെന്ന്? ഷോപ്പിംഗ് പ്രൊഡക്റ്റ്. ഡ്രസ്സ്, ചെരുപ്പ്, ഷൂ അങ്ങനത്തെ കുറേ കാര്യങ്ങളല്ലേ അതൊക്കെ. പിന്നെ എന്താണ്? സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ് അല്ലെ? എന്താണ്? ഒരു ബ്രാൻഡ് ലോയൽറ്റിക്കൊക്കെ വേണ്ടി നമ്മളെന്താ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ. ഈ ലൈവ് കണ്ടാൽ ജയിക്കുമോ? ഈ ലൈവ് കണ്ടാൽ ജയിക്കില്ല, ഈ ലൈവ് പഠിച്ചാൽ ജയിക്കും, ഈ നോട്ട്സ് പഠിച്ചാൽ ജയിക്കും. റെഡി? അടുത്തെന്താ? ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ഉണ്ട്. എന്താ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ? എന്താണ്? ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ആർ ഗുഡ്സ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ? മറ്റ് പ്രൊഡക്ട്സോ അല്ലെങ്കിൽ എന്താണ് ഗുഡ്സോ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് പ്രൊഡക്റ്റുകളെ എന്ത് പറയുക? ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് എന്ന് പറയുക. റെഡി? അപ്പോൾ അതിൽ ഏതൊക്കെ ഉണ്ട്? മെറ്റീരിയൽ ആൻഡ് പ്രൊഡക്റ്റ് ഉണ്ട്. എന്താ മെറ്റീരിയൽ? നമുക്കറിയാം റോ മെറ്റീരിയലും കാര്യങ്ങളും അല്ലെ? മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോമ്പോണൻസ് ആണ്. ഓക്കെ, പിന്നെ എന്തുണ്ട്? ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട്. അത് എന്താണ് അല്ലെ? പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അതായത് ഓക്കെ റെഡി?
അപ്പോൾ എന്താണ് അല്ലേ, പ്രൊഡക്ഷനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്, അതായത് മെഷീനറിയും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അല്ലേ, സൂപ്പർ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടല്ലോ, അതാണ് എന്തെന്ന് യെസ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. റെഡി. പിന്നെ അടുത്തെന്താ സപ്ലൈസ് ആൻഡ് ബിസിനസ് സർവീസുകളാണ് അല്ലേ, മറ്റ് ബിസിനസ് സർവീസുകൾ. ഒരു പ്രൊഡക്റ്റിനൊക്കെ ലാസ്റ്റിലേക്ക് വേണ്ടി വരുന്ന സർവീസുകളുണ്ട്, പെയിൻറ്റിങ്, ഓയിൽസ് എന്നൊക്കെ പറയുന്നത് അല്ലേ, അതാണ് ഇത് സപ്ലൈസ് ആൻഡ് ബിസിനസ് സർവീസുകൾ എന്ന് പറയുന്നത്. റെഡി. അപ്പം പ്രൊഡക്റ്റും അതിൻ്റെ ഈ കാറ്റഗറീസും മക്കൾ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം. അതിനുശേഷം വരുന്ന എന്താണ് ബ്രാൻഡിങ് ആണ്. ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, എന്താ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് എന്താണ് റെഫർ ദ പ്രോസസ് ഓഫ് ഗിവിങ് എ നെയിം ഓർ സൈൻ ഓർ സിമ്പൽ അല്ലേ, നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ അതിൻ്റെ ജനറൽ നെയിമിൽ നിന്നും മാറ്റി എന്ത് സെറ്റ് ചെയ്യുക, ഒരു ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ഒരു സൈൻ, ഒരു സിമ്പൽ സെറ്റ് ചെയ്യുക, അതിൻ്റെ ബേസിൽ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതെന്താണ് പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ, അത് എൻഷുർ ക്വാളിറ്റി, അതുപോലെ തന്നെ സ്റ്റാറ്റസ് സിമ്പിൾ. യെസ് എന്താണ് അഡ്വാൻറ്റേജസിനേക്കാൾ കൂടുതലായി നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ബ്രാൻഡ് എന്താണ്, ബ്രാൻഡ് നെയിം എന്താണ്, ബ്രാൻഡ് സിമ്പൽ എന്താണ്, ട്രേഡ് മാർക്ക് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് മക്കൾ ഓർത്ത് വെച്ചിരിക്കണം. പിന്നെ പാക്കേജിങ് ഉണ്ട്. പാക്കേജിങ്ങിൽ അറിയാലോ അല്ലെ, ഒരു റാപ്പറാണ്, ഒരു കണ്ടെയ്നറാണ് ഇത് നമ്മുടെ പ്രൊഡക്റ്റിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് എന്താ പ്രൈമറി പാക്കേജിങ്, സെക്കൻഡറി പാക്കേജിങ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് പാക്കേജിങ് എന്നിങ്ങനെ 3 ഡിവൈഡ് ചെയ്യാറുണ്ട് നമ്മൾ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക ഓരോന്നും എന്താണെന്നുള്ളത്. പിന്നെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, റൈസിങ് സ്റ്റാൻഡേർഡ് ആൻഡ് ഹെൽത്ത് ഓഫ് സാനിറ്റൈസേഷൻ, സെൽഫ് സർവീസ് ഔട്ട്ലെറ്റ്, അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ഓപ്പർച്യൂണിറ്റി, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ അല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ എന്താ പാക്കേജിങ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. പിന്നെ എന്തുണ്ട്, പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ, പ്രൊഡക്റ്റ് പ്രൊട്ടക്ഷൻ, ഫെസിലിറ്റേറ്റിംഗ് യൂസ് ഓഫ് പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പ്രൊമോഷനൊക്കെ എന്തെന്ന് നമ്മൾ നമ്മുടെ പാക്കേജിങ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ റെഡി. ദെൻ ലാസ്റ്റത്തത് ലേബലിംഗ് ആണ്. എന്താ ലേബലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ലേബലിംഗ്, നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ എന്താ ചെയ്യുക, യെസ് പുട്ട് ഓൺ ദ പാക്കേജ് അല്ലേ, പാക്കേജിൽ ആഡ് ചെയ്ത് വെക്കുന്നതിന് എന്ത് പറയുക, യെസ് സൈലന്റ് സെയിൽസ്മാൻ ആണ്. ആര് പാക്കേജിങ് കേട്ടോ, മറക്കരുത്. റെഡി. അപ്പം പാക്കേജിങ്ങിൽ എന്താണ് അങ്ങനെ നമ്മൾ പാക്കേജിൽ എന്താ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ആഡ് ചെയ്ത് വെക്കുന്നതിന് എന്ത് പറയുക, ലേബലിംഗ് എന്ന് പറയുക. അപ്പോൾ ലേബലിങ്ങിൻ്റെയും ഫംഗ്ഷൻസ് ഒന്ന് നോക്കി വെക്കുക. എന്തൊക്കെയാണ്, ഡിസ്ക്രൈബ് ദ പ്രൊഡക്റ്റ് ആൻഡ് സ്പെസിഫിക് ഓഫ് കോണ്ടന്റ് അല്ലേ, കോണ്ടന്റ്സിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയുക, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ്, ഗ്രേഡിംഗ് ഓഫ് ദ പ്രൊഡക്റ്റ്, പ്രൊമോഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഇൻഫർമേഷൻ ബൈ ലോ അല്ലേ, ലോഫുള്ളിലുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് മതി, എന്തിലൂടെ കിട്ടും, ലേബലിങ്ങിലൂടെ കിട്ടും. സാർ ഈ നോട്ട് പഠിച്ചാൽ എ പ്ലസ് കിട്ടുമോ? കിട്ടും. നന്നായിട്ട് പഠിച്ചാൽ ഈ നോട്ട് പഠിച്ചാൽ നിനക്ക് എ പ്ലസിൽ എത്താൻ പറ്റും, ഷുവറാണ്. ചിലപ്പം എക്സ്പ്ലനേഷൻ കീഴിൽ കുറവായിരിക്കും, അപ്പോൾ ചിലപ്പോൾ എന്താ വലിയ എക്സ്പ്ലനേഷൻ ഒക്കെ വരുന്നത് നിങ്ങൾ കുറച്ചധികം എഴുതേണ്ടി വരും. യെസ് അനന്തു, ഓക്കെ അനന്തു ബാലൻ. ഓക്കെ റെഡി. അടുത്തെന്താണ്, പ്രൈസിങ് ആണ് അല്ലേ. പ്രൈസിങ്ങിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരേ ഒരു കാര്യമാണ് ഇത്, ഫാക്ടേഴ്സ് ഓഫ് അഫക്റ്റിംഗ് പ്രൈസിങ്. ഒരു പ്രൈസ്, ഒരു പ്രൊഡക്റ്റിന് ഒരു പ്രൈസ് സെറ്റ് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, യെസ് ഒന്ന് പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് അല്ലേ, പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് നോക്കണം. പിന്നെയോ യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ് അല്ലേ, ആ ഒരു പ്രൊഡക്റ്റിന് നമ്മുടെ മാർക്കറ്റിലുള്ള ഡിമാൻഡ്, അതിൻ്റെ യൂട്ടിലിറ്റി നമ്മൾ നോക്കണം. പിന്നെ എന്ത് നോക്കണം, എക്സ്റ്റെൻറ്റ് ഓഫ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റിലുണ്ടാവുന്ന കോമ്പറ്റീഷനും കാര്യങ്ങളും നമ്മൾ നോക്കണം. പിന്നെ എന്ത് നോക്കണം, ഗവൺമെൻറ് ആൻഡ് ലീഗൽ റെഗുലേഷൻസ് നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെയോ പ്രൈസിങ് ഒബ്ജക്റ്റീവ്, നമ്മുടെ പ്രൈസിങ് ലക്ഷ്യം എന്ത്, അത് നമ്മൾ നോക്കണം. പിന്നെന്താ മാർക്കറ്റിംഗ് മെത്തേഡ് അല്ലേ, നമ്മൾ യൂസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് മെത്തേഡ് ഏത്, അത് നമ്മൾ നോക്കണം. ഓക്കെ അല്ലേ, റെഡി അല്ലേ? യെസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രൈസിങ്ങിൽ നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ എന്താ, പ്ലേസ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഐറ്റമാണ്. ആ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾ ആകെ പഠിച്ചു വെക്കേണ്ടത് ഏതാണെന്നറിയോ, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കോമ്പോണൻസ് മാത്രം. ഓക്കെ, ഏതൊക്കെയാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കോമ്പോണൻസ് ഏതൊക്കെയാ, ഒന്ന് ഓർഡറാണ് അല്ലേ, ആദ്യം നമുക്കൊരു ഓർഡർ കിട്ടണം, അതിനനുസരിച്ച് നമ്മൾ എന്താ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വെയർ ഹൗസിങ്ങും ഇൻവെൻട്രി കൺട്രോളും നമ്മൾ മാനേജ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ അനന്തു ബാലൻ, യെസ് എന്താടാ പേര് സാറ് 2 പ്രാവശ്യം വിളിച്ചല്ലോടാ. ഓക്കെ, അപ്പം പ്ലേസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ആകെ ഓർത്ത് വെക്കേണ്ടതാ ഈ കോമ്പോണൻസ് മാത്രമാണ്. സെറ്റ്. ദെൻ ലാസ്റ്റ് എന്താ, പ്രൊമോഷനാണ്. പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ എന്താണ്, ദ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് മണി പെയ്ഡ് ബൈ ബയർ കൺസിഡറിങ് ദ പർച്ചേസ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ആണ് അല്ലേ. എന്താണ് ഒരു പ്രൊഡക്റ്റോ സർവീസോ അല്ലെ, അത് മാക്സിമം എന്താണ് ഒരു കൺസ്യൂം ചെയ്യാൻ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം അല്ലെ, അതിൻ്റെ പ്രൊമോഷൻ നടത്തേണ്ടതുണ്ട് അല്ലേ, റെഡി. അപ്പം അതിൻ്റെ എന്താ
പ്രൊമോഷൻ നമ്മൾ നടത്തേണ്ടതല്ലേ. പ്രൊമോഷൻ ഈസ് ദൻ സാറ് പ്രൈസിങ് അല്ലേ വായിച്ചത്? ഓക്കെ സോറി കേട്ടോ. എന്താണ് പ്രൊമോഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ഓഫ് എ കമ്പനി അല്ലേ. മാർക്കറ്റിംഗ് മിക്സ് ആണ്. പിന്നെ എന്താ പ്രൊമോഷൻ റെഫർ ടു ദ യൂസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഫോമിംഗ് പൊട്ടൻഷ്യൽ ബയേഴ്സ് അബൌട്ട് പ്രൊഡക്റ്റ് ആൻഡ് പെർസ്വേഡിങ് ദം ടു ബൈ അല്ലെ. എന്താണ് ഇൻഫർമേഷൻ ആളുകളിലേക്ക് എത്തിക്കുക അല്ലെ, ആരെ കൺസ്യൂമറിലേക്ക് എത്തിക്കുക. അവരെന്ത് ചെയ്യുക, ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ മാക്സിമം ഫോഴ്സ് ചെയ്യുക. അതാണ് എന്തെന്ന് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്തുണ്ട്, പ്രൊമോഷൻ മിക്സുകളുണ്ട് അല്ലേ. നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് 4 Pകൾ പറഞ്ഞ പോലെ പ്രൊമോഷൻ മിക്സും ഉണ്ട്. ഏതൊക്കെയാ പ്രൊമോഷൻ മിക്സ്? സാർ എസ്എ ഷുവർ ക്വസ്റ്റ്യൻ പറയാമോ? എക്സൈസ് ഷുവർ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ നാളെ പറയും. നാളെ നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് സെഷൻ ഉണ്ട്. ഓക്കെ റെഡി. ഏതൊക്കെയാണ് നമ്മുടെ പ്രൊമോഷൻ മിക്സുകൾ? അഡ്വർടൈസിങ്ങും പേഴ്സണൽ സെല്ലിങ്ങും പബ്ലിസിറ്റിയും PR ആണ്. അപ്പോൾ ഇത് ഓരോന്നും ഓർത്ത് വെച്ചോളൂ. എന്താണ് അഡ്വർടൈസിങ്? അറിയാലോ, ഒരു മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ ഒരു പ്രൊമോഷൻ ടെക്നിക്കാണ് ഇത്. അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റിൻ്റെ എന്താണ് അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെഡി, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽഡ് നോട്ടിൽ. അപ്പോൾ അതൊന്നും നിങ്ങൾ നോർത്ത് വെച്ചിരിക്കണം. ചിലപ്പം ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ വരും. ഓക്കെ, അതിൻ്റെ കൂടെ പേഴ്സണൽ സെല്ലിംഗ് ഉണ്ട്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ദ പ്രസൻറ്റേഷൻ ഓഫ് മെസ്സേജ് ഇൻ ദ ഫോം ഓഫ് കോൺവെർസേഷൻ വിത്ത് 1 or more എന്താണ് പ്രോസ്പെക്റ്റീവ് കൺസ്യൂമർ അല്ലേ. കൺസ്യൂമറുമായി നമ്മൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് സെയിൽ നടത്തുക, പേഴ്സണൽ സെല്ലിംഗ്. ദെൻ സെയിൽസ് പ്രൊമോഷൻ ഉണ്ട്, അറിയാലോ അല്ലേ. ഓഫറിങ് സാമ്പിൾസ്, ക്യാഷ് ഡിസ്കൗണ്ട്, ഇതുപോലത്തെ കുറേ നമ്മൾ ടേമുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻസ്. ദെൻ ലാസ്റ്റ് പബ്ലിസിറ്റി ആണ് അല്ലേ. എന്താ പബ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ എന്താണ് ജനറലി നമ്മൾ എന്താക്കുക, യെസ് പബ്ലിക്കിൻ്റെ ഇടയിൽ യെസ് എന്താ ഒരു ഇമേജ് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അല്ലേ. പബ്ലിസിറ്റി ഈസ് ദ പബ്ലിക് ഇൻഫർമേഷൻ യെസ് എബൌട്ട് എ യെസ്. ഓക്കെ മക്കളെ, വൺ സെക്കൻഡ്. ഓക്കെ യെസ്. ഓക്കെ, എന്താണ് ഇൻഫർമേഷൻ അബൌട്ട് എ യെസ് കമ്പനി, ഗുഡ്സ് ഓർ സർവീസ് അപ്പിയറിംഗ് ഇൻ ദ മാസ് മീഡിയ ആസ് എ ന്യൂ ഐറ്റം ആണ് അല്ലേ. എന്താ ഒരു ഐറ്റത്തെ കുറിച്ച് നമ്മൾ മാക്സിമം ഓക്കെ റെഡി. അപ്പം എന്താ മാക്സിമം എന്താ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇത്. യെസ് ഹായ് ഓക്കെ റെഡി. എന്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് റിലേഷനിലും നമുക്ക് എന്ത് പഠിക്കാറുണ്ട്? യെസ് ലോബിങ്, അതുപോലെ തന്നെ എന്താണ് കൗൺസിലിംഗ്, കൺസ്യൂമർ യെസ് എന്താണ് യെസ് അതുപോലെ തന്നെ എന്താണ് PR വർക്ക് അല്ലെ, പബ്ലിസിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താ യെസ് ഇതിൻ്റെ പബ്ലിസിറ്റീൻ്റെ കുറച്ച് യെസ് എലമെൻസും നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതും മക്കളൊന്ന് നോക്കി വെച്ചിരിക്കണം. റെഡി. ഇവിടെ ഈ ലാസ്റ്റത്തെ ഈ കാര്യങ്ങളുണ്ടല്ലോ, അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിങ്, അതുപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ, ഇതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അഡ്വർടൈസിങ്ങിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് നമ്മൾ പറയുന്നുണ്ട്. യെസ് അതുപോലെ തന്നെ എന്താണ് യെസ് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ യെസ് അതുപോലെ തന്നെ മെറിറ്റ്സും ഡിമെറിറ്റ്സും അത് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ്റെ കുറച്ച് ഐറ്റംസും അല്ലേ, ഏതൊക്കെയാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന ടൂളുകൾ, പിന്നെ പബ്ലിസിറ്റിയിലെ കുറച്ച് എലമെൻസും നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പം അത് നിങ്ങൾ എന്താക്കണം, എഴുതി വെച്ചിരിക്കണം. ഓക്കെ റെഡി അല്ലേ. ഏതൊക്കെ എഴുതണം? 4P എല്ലാം എഴുതണം. ഓക്കെ, എല്ലാം എഴുതി വെക്കണം. മെയിനായിട്ട് നമ്മൾ ഇതിൽ പറയുന്ന ഈ പോയിന്റ്സുകളൊക്കെ എന്താ ഉൾപ്പെടുത്തി വേണം നിങ്ങൾ എഴുതാൻ. ഇത് ഫുൾ എഴുതുമ്പോൾ ഒരുപാട് നമുക്ക് എഴുതാനുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്താ SC ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരുപാട് നമ്മൾ എന്താ ടെക്സ്റ്റിലുള്ള പോലെ ഡീറ്റെയിൽസ് ഒന്നും എഴുതണ്ട. അപ്പോൾ നിങ്ങൾ എന്താ ഈ ഷോർട്ട് നോട്ടിൽ നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ ഷോർട്ടാക്കി എഴുതി കൊടുത്താൽ മതി. മാർക്കറ്റിംഗ് മിക്സ് ഒക്കെ SC ചോദിച്ചു കഴിഞ്ഞാൽ. റെഡി അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ ഇത്രയും ചാപ്റ്ററുകളാണ് നമുക്കുള്ളത്. ഇനി ഒരു 3 ചാപ്റ്ററും കൂടെ ഉണ്ട്. മൂന്ന് ചാപ്റ്റർ കൂടെ ഉണ്ട്. അതിനുവേണ്ടി രേണു മിസ് ഇപ്പം ഓടി വരുന്നതായിരിക്കും. രേണു മിസ്സിന് സാറ് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പം നാളെ കൃത്യം 7:30 മണിക്ക് മക്കൾ ജോയിൻ ചെയ്യുക. ഈ എല്ലാ ചാപ്റ്ററുകളുടെയും ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു പോകേണ്ട ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ നാളെ വർക്കൗട്ട് ചെയ്യും. അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും, സെറ്റാക്കും. ഓക്കെ, അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ അതാരും മിസ്സാക്കണ്ട. നാളെ ലൈവിൽ ജോയിൻ ചെയ്തോളാം. അത് ഇത്ര നേരമൊന്നും പോയില്ല കേട്ടോ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പെട്ടെന്ന് തീർക്കും. റെഡി അല്ലേ? ഓക്കെ അല്ലേ സാർ? ഇന്ത്യയിൽ ഓക്കെ പൊളി. ഓക്കെ റെഡി സെറ്റ്. സാർ ഇപ്പോൾ ലൈവ് ഉണ്ടോന്നോ? സാറിനില്ല, സാറിൻ്റെ ലൈവ് കഴിഞ്ഞു. ഓക്കെ സാറിൻ്റെ ക്ലാസ് അടിപൊളി ക്ലാസ് ആണ്. താങ്ക് യു. ഓക്കെ റെഡി. അപ്പം മക്കൾ എന്താക്കുക, സെറ്റാക്കുക, അടിപൊളിയാക്കുക. അപ്പോൾ രേണു മിസ് ഇപ്പോൾ എത്തും. ഓക്കെ യെസ്. അപ്പോൾ രേണു മിസ് വരുന്നത് വരെ നമുക്ക് എന്താ മിസ് ഫുഡ് കഴിക്കാൻ പോയാൽ എത്തും. വരുന്നുണ്ട്, വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ഇന്ത്യ ജയിക്കുമോ? പിന്നെ അല്ലാടാ, ഇന്ത്യയും ജയിക്കും, നമ്മളും ജയിക്കും. എങ്ങനെ ജയിക്കും? നല്ല മാർക്കോടെ A+ ജയിക്കും. ഓക്കെ
റെഡി? യെസ്. അപ്പം ബിസിനസ് സ്റ്റഡീസ് എങ്ങനെയാണ് പഠിക്കേണ്ടതൊക്കെ അപ്പോൾ പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ടോ മക്കളെ? പോയിന്റുകൾ ഓർത്ത് വെക്കുക. ഓക്കെ. യെസ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ അത് നിങ്ങൾക്ക് കയ്യിൽ നിന്നിട്ട് എന്തും വലിച്ചാർത്താം. ഓക്കെ. പോയിന്റിനാണ് ഇമ്പോർട്ടൻസ്. അപ്പം കിട്ടാത്ത എന്താണ് കുറേ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും അറിയാത്ത എക്സ്പ്ലനേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ പോയിന്റ് നോക്കി വെച്ച് പോവുക, ചാർത്തി എഴുതിക്കൂടാ. ഓക്കെ. യെസ്. നമ്മളെ രേണു മിസ് എത്തിയിട്ടുണ്ട്. അപ്പം അധികം ലേറ്റ് ആക്കുന്നില്ല. ഒരു 3 ചാപ്റ്റർ കൂടി ഉണ്ട് നമുക്ക് പഠിക്കാൻ. യെസ്. അത് ആ മിസ് ഇപ്പോൾ പെട്ടെന്ന് തീർത്ത് തരും. ഓക്കെ. ഫുഡൊക്കെ അടിച്ചോ? ഓടി എങ്ങാൻ വരികയാണോ? ഓക്കെ. 12 ക്ലാസ് തീരുമാനിക്കുന്നു. ഹലോ ഗൈസ്, നമ്മൾ ഇന്ത്യ അങ്ങനെ കളി ജയിച്ചിരിക്കുന്നു. സന്തോഷം. വിക്കറ്റ് എല്ലാം എടുത്തു. ഇനി നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം അല്ലേ? നമ്മൾ ബാക്കി ചാപ്റ്റേഴ്സ് നമ്മൾ ഇനി നോക്കേണ്ടത് കൺട്രോളിംഗ് ആണ്. നമ്മൾ ഡയറക്റ്റിങ്ങിലാണ് നിർത്തിയത്. പഠിക്കാൻ ഇരട്ടി മധുരം. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇന്ത്യ വിജയിച്ച സന്തോഷത്തെ 2 തവണ നമ്മൾ അടുപ്പിച്ച് കപ്പെടുത്തിരിക്കുന്നു. ഓക്കെ. കഴിഞ്ഞ വർഷം ഈ വർഷം നമ്മൾ തന്നെ കപ്പ് തൂക്കി. അപ്പോൾ ഈ വർഷത്തെ +2 എക്സാം നിങ്ങൾ തന്നെ കപ്പ് തൂക്കണം. ക്ലിയർ? ഓക്കെ, വെൽക്കം. റെഡി? ഓക്കെ. അപ്പോൾ എന്താണ് കൺട്രോളിങ് അല്ലേ? നമ്മുടെ കൺട്രോളിൽ തന്നെ വന്നു. എന്ത് നല്ല കിടിലൻ മാച്ചായിരുന്നു അല്ലേ? അപ്പോൾ വാട്ട് ഈസ് കൺട്രോളിങ്? അതിൽ നിന്ന് തന്നെ തുടങ്ങാം. കൺട്രോളിങ് എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെൻറ്റിലെ അവസാനത്തെ ഫങ്ഷനാണ് അല്ലേ കൺട്രോളിങ് എന്ന് പറയുന്നത്. അതായത് എന്താണ് കൺട്രോളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോൾവ്സ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, മെഷറിംഗ് ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ ആണ്. ഓക്കെ. അതായത് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യത്തെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സ്റ്റാൻഡേർഡും നമ്മുടെ ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്തിട്ട് എന്നിട്ട് വല്ല ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അതിൽ കറക്റ്റീവ് ആക്ഷൻ എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. സോ കൺട്രോളിംഗ് ഇസ് ദ പ്രോസസ് ത്രൂ വിച്ച് മാനേജ്മെന്റ് എൻഷുവേഴ്സ് ദാറ്റ് ആക്ച്വൽ ആക്ടിവിറ്റീസ് പെർഫോം വിത്ത് ദ പ്ലാൻഡ് ആക്ടിവിറ്റീസ് അല്ലേ? പ്ലാൻ ചെയ്ത ആക്ടിവിറ്റീസ് പോലെ തന്നെയാണ് ആക്ച്വൽ ആക്ടിവിറ്റീസും നടന്നുകൊണ്ടിരിക്കണമെന്ന് എൻഷ്യൂർ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. സോ കൺട്രോളിങ്ങിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഗോൾ ഓറിയൻറ്റഡ് ഫംഗ്ഷൻ ആണ്, പെർവസീവ് ആണ് അല്ലേ? അതായത് പ്രസൻറ്റ് ഇൻ എവ്രിവെയർ ആണ്, എല്ലാ മാനേജ്മെൻറ്റ് ലെവൽസിലും ഉണ്ടായിരിക്കും, ഡിപ്പാർട്ട്മെൻറ്റ്സിലും, ഫോർവേഡ് ആസ് വെൽ ആസ് ബാക്ക്വേർഡ് ലുക്കിംഗ് അല്ലേ? ഫോർവേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ റിസൾട്ടിലേക്ക് നോക്കുന്നു, അതുവരെ ഇത് കഴിഞ്ഞ പോയ പെർഫോമൻസ് എങ്ങനെയാണെന്നും കൂടെ നോക്കുന്നുണ്ട് അല്ലേ? പിന്നെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് നോക്കിയാലോ? പ്ലാനിങ് ഉണ്ടെങ്കിലേ നമുക്ക് ഗോൾ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റൂ. കാരണം ഗോളിലേക്ക് എത്തുന്ന ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺട്രോളിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുമ്പോഴാണ് അല്ലേ? അപ്പോൾ മെഷേഴ്സ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്സ് ബ്രിങ് ടു ലൈറ്റ് ഡീവിയേഷൻസ് ആൻഡ് ഇൻഡിക്കേറ്റഡ് കറക്റ്റീവ് ആക്ഷൻ അല്ലേ? ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കി അതിന് വേണ്ട ആക്ഷൻസ് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ കൺട്രോളിങ്ങിലാണ്. പിന്നെ ജഡ്ജിങ് ആക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ്സിൻ്റെ ആക്യുറസി മനസ്സിലാക്കാൻ കൺട്രോളിങ്ങിൽ പറ്റും അല്ലേ? ഇപ്പം നമ്മൾ എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും മാറ്റം വരുന്നതിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരും. അപ്പോൾ മാറ്റം വരുന്നതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സിലും മാറ്റം വരുത്തേണ്ടി വരും അല്ലേ? അപ്പോൾ പണ്ടത്തെ അതേ അല്ലെങ്കിൽ പണ്ടത്തെ ഒരേ ലെവലിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് എത്രമാത്രം ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ് എന്നാലേ നമുക്ക് ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? അതായത് നിങ്ങൾക്ക് ഇപ്പോൾ A+ കിട്ടണമെങ്കിൽ നിങ്ങൾ മിനിമം ഇത്രയെങ്കിലും പഠിച്ചാലേ ഒരു നല്ല എഫക്റ്റീവ് ക്വാളിറ്റി ടൈം തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യണം സ്റ്റാൻഡേർഡായിട്ട്. എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? റിസൾട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് A+ കിട്ടാൻ വേണം. പക്ഷെ നിങ്ങൾ വെക്കുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ആഴ്ചയിൽ 1-2 തവണ പഠിക്കുന്നു, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മുടെ സ്റ്റാൻഡേർഡ് എത്രമാത്രം നല്ലതാണെന്ന് തിരിച്ചറിയാനും കൺട്രോളിങ്ങിലൂടെ തന്നെ സഹായിക്കുന്നതായിരിക്കും. പിന്നെ റിസോഴ്സസ് എഫിഷ്യൻറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും അല്ലേ? എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടല്ലേ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവില്ല? അവിടെ ഒരിക്കലും ഓവർലാപ്പിംഗ്, ഡ്യൂപ്ലിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ, കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് മാനറിൽ തന്നെ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യപ്പെടും. പിന്നെ എംപ്ലോയീസിന് മോട്ടിവേഷൻ കിട്ടും അല്ലേ? കാരണം അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റ് ക്ലാരിറ്റി ഉണ്ടായിരിക്കും.
ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ എംപ്ലോയീസ് നോ വെൽ ഇൻ അഡ്വാൻസ് വാട്ട് ദേ ആർ എക്സ്പെക്റ്റഡ് ടു ഡു, വാട്ട് ആർ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ് ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ദേ വിൽ ബി അപ്രൈസ്ഡ് അല്ലേ. എങ്ങനെ ചെയ്താലാണ് എങ്ങനെയാണ് അവർക്ക് വേണ്ട അവരെ അവരുടെ വർക്ക് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി പറ്റുക, അവർക്ക് അപ്രിസിയേഷൻ കിട്ടുക എന്നൊക്കെ കറക്റ്റ് അറിയുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അല്ലേ. ബിസിനസ്സിൻ്റെ അകത്ത് എന്താണ് ഒരു ഡിസിപ്ലിനും ഓർഡറും കൊണ്ടുവരും അല്ലേ. ക്ലിയർ? ഇനി ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിംഗ് ആണ് നോക്കേണ്ടത്. ഇതൊന്ന് നോക്കി വെക്കണം. കൺട്രോളിംഗ് കൂടി പോയി കഴിഞ്ഞാൽ എന്താണ് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അല്ലേ. കൺട്രോളിംഗ് സെറ്റ് ആയില്ലെങ്കിലും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ എംപ്ലോയീസിൻ്റെ മൊറയിൽ, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഒന്നും നമുക്ക് കൺട്രോളിംഗ് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. സ്റ്റാൻഡേർഡിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. സ്റ്റാൻഡേർഡ് അല്ല, ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ കൺട്രോളിംഗ് എഫക്റ്റീവ് ആവണമെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലാവുമ്പോഴാണ് ഏറ്റവും നല്ലത്. ക്ലിയർ അല്ലേ? അപ്പം ഞങ്ങളും കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം പറഞ്ഞാൽ എങ്ങനെയാണ്? ഇത് സാർ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് എക്സാം ഉള്ളതുകൊണ്ടല്ലടാ ഞങ്ങൾ കാണാതിരിക്കുന്നത്. ഞങ്ങൾക്കാണോ എക്സാം? അല്ലല്ലോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കും. ഓക്കെ, ഞങ്ങളെല്ലാം എഴുതുന്നത്, എന്നിട്ട് ഞങ്ങൾ സാക്രിഫൈസ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നു. അപ്പം നിങ്ങളുടെയാണ് കാര്യം. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇരുന്നൂടാ? അങ്ങനെ ചിന്തിക്കുമോ? ഇനി ലിറ്റിൽ കൺട്രോൾ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ് അല്ലേ. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ മുകളിൽ നമുക്ക് എന്തില്ല? കൺട്രോൾ ഇല്ല. അപ്പോൾ അത് പ്രശ്നമാണ് അല്ലേ. ഗവൺമെൻറ് പോളിസി, ടെക്നിക്കൽ ചേഞ്ചസ്, കോമ്പറ്റീഷനിലൊന്നും നമുക്ക് എന്തില്ല? കൺട്രോൾ വെക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ എംപ്ലോയീസിൻ്റെ സൈഡിൽ നിന്ന് എന്താണ്? റെസിസ്റ്റൻസ് ഉണ്ടാവും അല്ലേ. നമ്മൾ ഓവർ കൺട്രോളിങ് എന്താണ്? ലീഡ് ടു റെസിസ്റ്റൻസ്. അതേപോലെ തന്നെ കോസ്റ്റ്ലി അഫെയർ ആണ്, പൈസ ചിലവുള്ള പരിപാടിയാണ്. കൺട്രോളിങ് അഫെയർ ആസ് ഇറ്റ് ഇൻവോൾവ്സ് ലോട്ട് ഓഫ് എക്സ്പെൻഡിച്ചർ അല്ലേ. നമുക്ക് സെറ്റ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആണ്, എക്സ്പെൻസീവ് ആണ്. ക്ലിയർ അല്ലേ? മാനേജർ മസ്റ്റ് എൻഷുർ ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് കൺട്രോൾ സിസ്റ്റം ഷുഡ് നോട്ട് എക്സീഡ് ദ ബെനിഫിറ്റ്സ് ഡെറീവ് ഫ്രം ഇറ്റ് അല്ലേ. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ കൺട്രോളിംഗ് സിസ്റ്റം വെക്കുന്ന സമയത്തും നമ്മൾ നോക്കണം. ശേഷം മാത്രമേ കൺട്രോളിംഗ് സിസ്റ്റം വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം കോസ്റ്റും ടൈം കൺസ്യൂമും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ. ഇനി നമുക്ക് കൺട്രോളിംഗ് പ്രോസസ്സ് നോക്കാം. 5 സ്റ്റെപ്സ് ആണല്ലോ ഉള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം, എങ്ങനെ നമ്മൾ പെർഫോം ചെയ്യണം, ഏത് ലെവൽ വരെയെങ്കിലും നമ്മൾ മിനിമം ചെയ്യണം എന്നുള്ളത് അല്ലേ. ക്ലിയർ? സ്റ്റാൻഡേർഡ്സ് ആർ ദ ക്രൈറ്റീരിയ എഗെയിൻസ്റ്റ് വിച്ച് ആക്ച്വൽ പെർഫോമൻസ് വുഡ് ബി മെഷർഡ് അല്ലേ. എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈറ്റീരിയ ആണ്. ഏതുമായിട്ടാണ് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്ത് നോക്കേണ്ടത് എന്നുള്ള ക്രൈറ്റീരിയ ആണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. അത് കഴിഞ്ഞ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആക്ച്വൽ പെർഫോമൻസിനെ നമ്മൾ എന്ത് ചെയ്യുക? കളക്ട് ചെയ്യണം അല്ലേ. അതായത് സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ് ആണ്. അതായത് പെർഫോമൻസ് ഷുഡ് ബി മെഷേർഡ് ഇൻ എ ഒബ്ജക്റ്റീവ് ആൻഡ് റിലയബിൾ മാനർ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കൺട്രോളിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. കൺട്രോളിംഗ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് നമ്മളിങ്ങനെ എടുക്കണം. അതിനുശേഷം കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. എന്നിട്ട് ഈ പെർഫോമൻസിനെ നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡുമായിട്ടൊന്ന് തട്ടിച്ച് നോക്കണം അല്ലേ. എന്ത് ചെയ്ത് നോക്കണം? കമ്പയർ ചെയ്ത് നോക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇറ്റ് ഇൻവോൾവ്സ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. ക്ലിയർ അല്ലേ? കമ്പാരിസൺ വിൽ റിവീൽ ദ ഡീവിയേഷൻ ബിറ്റ്വീൻ ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് ഡിസൈർഡ് റിസൾട്ട് അല്ലേ. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷയിലേക്ക് എത്താൻ പറ്റുമോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് കൺട്രോളിംഗ് ആണ്. പിന്നെ ഡീവിയേഷൻസിനെ അനലൈസ് ചെയ്യണം. നമ്മൾ ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് വന്നിരിക്കണത് നമ്മൾ നോക്കണം അല്ലേ. അതായത് ഗ്യാപ്പ് ബിറ്റ്വീൻ ആക്ച്വൽ റിസൾട്ട് ആൻഡ് സ്റ്റാൻഡേർഡ് സെറ്റ് ആണ് എന്ത് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡും ആക്ച്വൽ പെർഫോമൻസും നമ്മളുടെ ഗ്യാപ്പ് അല്ലേ. ആ ഗ്യാപ്പ് എങ്ങനത്തെയാണെന്ന് നമ്മൾ നോക്കണം. ക്ലിയർ അല്ലേ? അതായത് എനിത്തിങ് ഗോസ് റോങ് ദ എൻറ്റയർ ഓർഗനൈസേഷൻ വിൽ സഫർ അല്ലേ. എന്തെങ്കിലും മോശമായിട്ടുള്ള രീതിയിലുള്ള ഡീവിയേഷൻസ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നോക്കേണ്ട ഡീവിയേഷൻസ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കണം. അല്ലെങ്കിൽ എൻറ്റയർ ഓർഗനൈസേഷനിൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെന്താണ്? ആഫ്റ്റർ ഐഡൻറ്റിഫൈങ് ദ ഡീവിയേഷൻ ദാറ്റ് ഡിമാൻഡ്സ് മാനേജറിയൽ അറ്റൻഷൻ ദിസ് ഡീവിയേഷൻ നീഡ് ടു ബി അനലൈസ്ഡ് ഫോർ ദെയർ കോസസ് അല്ലേ. എന്തൊക്കെയാണ് നമ്മുടെ ഒരു ഡീവിയേഷൻ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഇതിന് എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാവും എന്ന് നോക്കി അതിന് ശേഷം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിക്ക് തന്നെ അത് സോൾവ് ചെയ്തെടുക്കണം. പിന്നെ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ ആണ്. ഓക്കെ, കറക്റ്റ് ചെയ്യാനുള്ള ടൈപ്പ് ആക്ഷൻസ് നമ്മൾ എടുക്കണം അല്ലേ. എന്താണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്, ഈ ഡീവിയേഷൻ എങ്ങനെ റെഡിയാക്കുക എന്നുള്ളത് നോക്കണം. ദ ഫൈനൽ സ്റ്റെപ്പ് ഇൻ ദ കൺട്രോളിംഗ് പ്രോസസ് ഇസ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ ആണ്. കറക്റ്റീവ് ആക്ഷൻ മൈറ്റ് ഇൻവോൾവ് ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ് ആവാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടാർഗറ്റ് കുഡ് നോട്ട് ബി മെറ്റ് ആവാം. അങ്ങനെ പല രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ളത്
കറക്റ്റായിട്ട് ചെയ്യുക അല്ലേ. അതായത് എംപ്ലോയീസിന് കറക്റ്റായിട്ട് ട്രെയിനിങ് കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ റെഡി ആയില്ല. അപ്പോൾ എംപ്ലോയീസിന് നല്ല ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലെ ഡീവിയേഷൻസ് നോക്കിയിട്ട് കറക്റ്റീവ് ആക്ഷൻ എടുക്കണം. ഇനി ടെക്നിക്സ് നോക്കിക്കഴിഞ്ഞാൽ 2 രീതിയിലെ ടെക്നിക്സ് ആണ് നമ്മൾ ഈ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടി എടുക്കണം അല്ലേ. അതായത് എന്താണ്, ട്രഡീഷണലും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ മോഡേൺ ഉണ്ട്. ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഒബ്സർവേഷൻ ആണ്. അതായത് സൈക്കോളജിക്കൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യും നല്ല രീതിക്ക്. അതായത് നമ്മളെ നല്ലോണം അവർ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ നന്നായിട്ട് എന്തായിരിക്കും പണിയെടുക്കും അല്ലേ. പിന്നെ അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആവറേജ്, പെർസെൻറ്റേജ്, റേഷ്യോസ്, കോറിലേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റും വോളിയം പ്രോഫിറ്റ് അല്ലേ. ഓരോ സ്റ്റേജിൽ എത്ര കോസ്റ്റ് വരുന്നു, എത്ര മാത്രം ആ കോസ്റ്റ് വെച്ച് നമുക്ക് എത്ര വോളിയത്തിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിന് എത്ര പ്രോഫിറ്റ് ആണ് കിട്ടുക. അങ്ങനെ ഓരോ ലെവൽസിലെയും എന്താണ് പ്രോഫിറ്റും കോസ്റ്റും വോളിയം തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണെന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ടെക്നിക് യൂസ്ഡ് ബൈ മാനേജർ ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ്. ഇനി ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് മാനേജീരിയൽ കൺട്രോൾ ഇൻ വിച്ച് ഓൾ ഓപ്പറേഷൻസ് ആർ പ്ലാൻഡ് ഇൻ അഡ്വാൻസ് ഇൻ ദ ഫോം ഓഫ് ബജറ്റ്. ബജറ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ബജറ്റിന് അനുസരിച്ചിട്ട് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇതാണ് ട്രഡീഷണൽ ടെക്നിക്സ്. ഇനി മോഡേൺ ടെക്നിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. അതായത് മൊത്തത്തിൽ നമുക്ക് എത്രമാത്രം റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. മെഷറിംഗ് വെദർ ഓർ നോട്ട് ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ ഹാസ് ബീൻ യൂസ്ഡ് എഫിഷ്യൻ്റ്ലി ഫോർ ജനറേറ്റിംഗ് റീസണബിൾ എമൗണ്ട് ഓഫ് റിട്ടേൺ അല്ലേ. അപ്പോൾ നല്ല രീതിയിലുള്ള രീതിക്ക് തന്നെ റിട്ടേൺ കിട്ടുന്നുണ്ടോ, നമ്മളെ ക്യാപിറ്റൽ സഫീഷ്യൻ്റ് ആയിട്ട് നമ്മളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള റിട്ടേൺ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു കൺട്രോളിങ് മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് ROI എന്ന് പറയുന്നത്. നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് അതിൻ്റെ ഫോർമുല വരുന്നത്. ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ റേഷ്യോ അനാലിസിസ് ഉണ്ട്. റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ റേഷ്യോസ് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പല റേഷ്യോസ് കാര്യങ്ങളൊക്കെ വെക്കാറില്ലേ, അങ്ങനെ റേഷ്യോസ് ത്രൂ എന്താണ് അവസ്ഥ എന്ന് നോക്കുന്നത്. ഓക്കെ, അതിൻ്റെ ബേസിൽ കൺട്രോളിങ് ചെയ്യുന്നു. ഡിലീറ്റഡ് പോർഷനാണ്, പക്ഷെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചോ. ക്ലിയർ. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ഉണ്ട്. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അതായത് ഡിഫറെൻറ്റ് സെക്ഷൻസ്, ഡിവിഷൻസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആർ സെറ്റപ്പ് ആസ് എ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ. അവരൊക്കെ എന്താണ് ഒരു റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ആക്കി സെറ്റ് ചെയ്ത് വെക്കുന്നതിനാണ് എന്തെന്ന് പറയാം റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ എന്ന് പറയുന്നത് പർച്ചേസിൻ്റെയാണ്. പിന്നെ കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് കാര്യങ്ങൾ ഇവരാണ് നോക്കുക. അങ്ങനെ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ആക്കി വെച്ചിട്ട് ചെയ്യുന്നതാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ഒന്ന് പഠിക്കാനുള്ളത്. സെറ്റ്. അങ്ങനെയാണ് നമുക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിലേക്ക് പോവാം. നമ്മുടെ അത്യാവശ്യം ഇച്ചിരി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള ചാപ്റ്ററാണ്. റെഡിയാണോ? റെഡിയല്ലേ? നോട്ട്സ് കിട്ടുമ്പോൾ നന്നായിട്ട് തന്നെ നോക്കിയിരുന്ന് പഠിക്കണം. വളരെ കുറച്ച് സമയങ്ങളെ നമ്മുടെ മുന്നിൽ ഇനി ബാക്കിയുള്ളൂ അല്ലേ. അപ്പോൾ എന്താണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്? ബിസിനസ്സിൻ്റെ അകത്തുള്ള ഫണ്ട് അല്ലേ. അതായത് റെഡ്യൂസിങ് കോസ്റ്റ് ഓഫ് ഫണ്ട് പ്രൊക്യൂർഡ്, കീപ്പിംഗ് ദ റിസ്ക് അണ്ടർ കൺട്രോൾ ആൻഡ് മേക്കിംഗ് ഷുവർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് അല്ലേ. ബിസിനസ്സിൽ വരുന്ന ഫണ്ടിന് അല്ലെ ബിസിനസ്സിലേക്ക് വേണ്ട ഫണ്ടുകൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, പ്രൊക്യൂർ ചെയ്യുക. ഏറ്റവും ചീപ്പായിട്ടുള്ള സോഴ്സിൽ നിന്ന് അതിൻ്റെ റിസ്ക് നമ്മുടെ കൺട്രോളിൽ വരുന്ന രീതിയിൽ പ്രൊക്യൂർ ചെയ്യുക, അതിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിലൂടെ നമുക്ക് എന്ത് മനസ്സിലാകും? കോമ്പോസിഷൻ ഓഫ് ഫിക്സഡ് അസെറ്റ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിൽ എത്രമാത്രം ഫിക്സഡ് അസെറ്റ് വേണം, അതേപോലെ തന്നെ കറണ്ട് അസെറ്റ് എത്രമാത്രം വേണം, അതേപോലെ തന്നെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫണ്ട്സ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യണം, എത്രയൊക്കെ വേണം ലോങ് ടേം ഫണ്ട്, ഷോർട്ട് ടേം ഫണ്ട് എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ലോങ് ടേം ഫിനാൻസിനെ അതിൽ എത്ര ഡെറ്റ്, എത്ര ഇക്വിറ്റി എന്ന് ബ്രേക്കപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ നോക്കണം. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്ന എല്ലാത്തിൻ്റെതും എന്താണ് നമുക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിലൂടെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അറിയേണ്ടത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. അതായത് ഫോക്കസ്ഡ് മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ആണ്. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യണം, എൻഷ്യൂർ ചെയ്യണം വാല്യൂ അഡിഷൻ ടു റിസൾട്ട് ഇൻക്രീസ് ഇൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ് അല്ലേ. നമ്മുടെ ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസിൽ എന്താണ് മാക്സിമം വാല്യൂസ് ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നുണ്ടെന്ന് നമ്മൾ എൻഷ്യൂർ ചെയ്യണം. ഇതൊരു മോഡേൺ ഒബ്ജക്റ്റീവ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. ഇനി ട്രഡീഷണൽ ഒബ്ജക്റ്റീവ് ഉണ്ട്, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ട് ഏൺ ചെയ്യുന്നു ടു മീറ്റ് ബിസിനസ് എക്സ്പെൻസസ്, പേ ഡിവിഡൻഡ് ഫോർ എക്സ്പാൻഷൻ ആൻഡ് മോഡേണൈസേഷൻ. ഇതെന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ഒബ്ജക്റ്റീവാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ. ക്ലിയർ അല്ലേ?
അത് രണ്ടും മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഫൈനാൻഷ്യൽ ഡിസിഷൻ എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ അല്ലേ? ഫൈനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ ടേക്കൺ ഓൺ ഫൈനാൻഷ്യൽ ഓപ്പറേഷൻ റിലേറ്റഡ് ടു ഇൻവെസ്റ്റ്മെൻറ്റ്, ഫൈനാൻസിങ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻസ് അല്ലേ. അത് നമ്മൾ ഡിസിഷൻസ് എടുക്കുകയാണ് ഫൈനാൻസിങ് റിലേറ്റ് ചെയ്തത്, ഇൻവെസ്റ്റ്മെൻറ്റ്, അതേപോലെ തന്നെ ഫൈനാൻസിങ്, പിന്നെ ഡിവിഡൻഡ്. ഈ 3 കാര്യങ്ങൾ റിലേറ്റ് ചെയ്തെടുക്കുന്ന ഡിസിഷൻസിനാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എന്ന് പറയുക, അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ഹൗ ദ ഫേംസ് വാല്യബിൾ ഫണ്ട്സ് ആർ ടു ബി ഇൻവെസ്റ്റഡ് ഇൻ വേരിയസ് അസറ്റ് അല്ലേ. നമ്മൾ ഫണ്ട് ഇങ്ങനെ ജനറേറ്റ് ചെയ്യുമല്ലോ, നമുക്ക് ബിസിനസ്സിൽ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഏത് അസറ്റിൽ നമ്മൾ അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ ഫണ്ടിനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് നോക്കേണ്ടത്. 2 രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഉണ്ട്. ലോങ് ടേം അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ, ഷോർട്ട് ടേം അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ അല്ലേ. ഇതിൽ ലോങ് ടേം ഡിസിഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻസ് ഓൺ എ ലോങ് ടേം ബേസിസ് അല്ലേ. അതായത് ലോങ് ടേം ബേസിസിൽ എടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും, ഫണ്ടുകളല്ലേ, അതായത് മെഷീനറീസിലൊക്കെ എടുക്കുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്? ലോങ് ടേം എന്ന് പറയുന്നത് അല്ലേ. അതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിസിഷനാണ് എല്ലാ ബിസിനസ്സിനെയും സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മുടെ ഏർണിംഗ് കപ്പാസിറ്റിനൊക്കെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. കാരണം വലിയ എമൗണ്ടാണ്, വലിയ കുറേ കാലത്തേക്കായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നാണ് അല്ലേ. ഇനി ഷോർട്ട് ടേം എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ കൺസേൺ വിത്ത് ദ ഡിസിഷൻസ് അബൌട്ട് ദ ലെവൽ ഓഫ് ക്യാഷ്, ഇൻവെൻട്രി, റെസീവബിൾസ് ഒക്കെ ഉണ്ടല്ലോ, വർക്കിംഗ് ക്യാപിറ്റൽ റിലേറ്റ് ചെയ്ത് കുഞ്ഞു ഷോർട്ട് ടേം ഫണ്ട്സ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെന്നാണ് നമ്മുടെ ഡേ ടു ഡേ വർക്കിംഗ് ക്യാപിറ്റൽ, ഡേ ടു ഡേ ഓപ്പറേഷൻസിനെ എഫക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഒരു ലോങ് ടേമിലേക്കില്ല, ഡേ ടു ഡേ ഓപ്പറേഷൻസിനാണ് എഫക്റ്റ് ചെയ്യുക. ഇനി നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിലേക്ക് ഫൈനലൈസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഫ്ലോ എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം. പിന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. പിന്നെ റേറ്റ് ഓഫ് റിട്ടേൺ അല്ല, എത്ര മാത്രം തിരിച്ചു കിട്ടും, ROI എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. പിന്നെ അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ട് കുറേ ടെക്നിക്സ് ആണ്, ഫോർമുലാസ് ഒക്കെയാണ്. അതൊക്കെ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മളെ എമൗണ്ടും അന്ന് കിട്ടുന്ന റിട്ടേൺ, അങ്ങനെ വലിയൊരു ഫോർമുലയൊക്കെ വെച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്തെന്ന് ചെയ്യേണ്ടത്, ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്യുക. ഇത് essay ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് നമ്മുടെ ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത് essay ആണ്. ക്ലിയർ? ഇനി നമ്മൾ നോക്കേണ്ടത് ഫൈനാൻസിങ് ഡിസിഷൻ ആണ്. ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോൾവ്സ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വേരിയസ് അവൈലബിൾ സോഴ്സസ് ആൻഡ് ഇറ്റ്സ് പ്രൊപ്പോർഷൻ അല്ലേ. നമുക്ക് എത്രത്തോളം ഫണ്ടുകൾ അവൈലബിൾ ആണ്, ഏതൊക്കെ സോഴ്സിലൂടെ അവൈലബിൾ ആണെന്ന് നോക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ഫൈനാൻസിങ് ഡിസിഷൻസ്. എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫണ്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഏത് ഫണ്ട് വേണം എന്ന് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ നോക്കണം? കുറച്ച് ഫാക്ടേഴ്സ് നോക്കണം. ആദ്യം നമ്മൾ ആ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റ് നോക്കണം. അല്ലെ, ഫൈനാൻഷ്യൽ മാനേജർ വുഡ് നോർമലി ഓപ്റ്റ് ഫോർ എ സോഴ്സ് വിച്ച് ഇസ് ചീപ്പസ്റ്റ് അല്ലേ. ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ രീതിയിലുള്ളത് എടുക്കാൻ വേണ്ടിയാണ് എപ്പോഴും നോക്കുകയാണ്. ഓക്കെ, പിന്നെ അതുപോലെ റിസ്ക് നമ്മുടെ അണ്ടർ കൺട്രോളിൽ വരുന്നതാണോ നമ്മൾ നോക്കണം. അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഓഫ് ദി സോഴ്സസ് ഡിഫറെൻറ്റ് അല്ലേ. റിസ്ക് എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം, ഇപ്പോൾ ചീപ്പാന്ന് വെച്ച് നമുക്ക് എടുത്താൽ വന്നത് റിസ്ക് ഒന്നും എടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതുകൂടെ നമ്മൾ നോക്കണം. പിന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് അല്ലേ. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റാണ്, ചെറിയ കോസ്റ്റ് ഉണ്ടാവും അല്ലേ. അത് ഹൈ ആണെങ്കിൽ അത് വേണ്ടാന്ന് വെക്കണം. ഏത് സോഴ്സാണ് ഏറ്റവും കൂടുതൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരുന്നത് അത് നമ്മൾ വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ പൊസിഷൻ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ക്യാഷ് ഫ്ലോ എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ നോക്കണം അല്ലേ. നമുക്ക് നല്ല ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് ഡെറ്റിലേക്ക് കൂടുതൽ പോകാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഡെറ്റിലേക്ക് പോയാൽ പണി കിട്ടും അല്ലേ. അപ്പോൾ എന്താണ് സ്ട്രോങ്ങർ ക്യാഷ് ഫ്ലോ ഓപ്റ്റ് ഡെറ്റ് ഫിനാൻസിങ് ആണ് അല്ലേ. ക്ലിയർ? പിന്നെ കൺട്രോൾ കൺസിഡറേഷൻ. ഇപ്പം നമ്മൾ ഇക്വിറ്റി വഴി പോവുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, കൺട്രോളിൽ കുറച്ച് ഡൈല്യൂഷൻ വരും അല്ലേ. ഓരോരുത്തർ പുതിയ ആൾക്കാർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗവും അതിനോട് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ഡെറ്റ് ഫിനാൻസിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇഷ്യൂ മോർ ഇക്വിറ്റി മേ ലീഡ് ടു ഡൈല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് കൺട്രോളാണ്. അപ്പോൾ ഡെറ്റ് ഫിനാൻസിങ് ആണ് അതിന് നല്ലത്. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കണം. നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിക്സഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളുണ്ട് അല്ലേ. ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കുക, സാലറി കൊടുക്കുക, ബിൽഡിംഗ് റെൻറ്റ്, ഇലക്ട്രിസിറ്റി ബില്ല്, ഇതൊക്കെ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കമ്പനിക്ക് കൂടുതലാണെങ്കിൽ നമ്മൾ ഡെറ്റ് ഫിനാൻസിങ്ങിലേക്ക് അധികം പോകണ്ട അല്ലേ. then it must reduce fixed financing cost, hence lower debt financing is best. അപ്പോൾ ഏറ്റവും ചീപ്പായിട്ടുള്ള ലോവർ ഡെറ്റ് ഫിനാൻസിങ്ങിലേക്ക് പോകണമായിരിക്കും നല്ലത്. ഓക്കെ, പിന്നെ സ്റ്റേറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റിനെ നോക്കണം. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഹെൽത്തും നമ്മളെ ചോയ്സിന് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നല്ല ക്യാപിറ്റൽ മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് ഷെയർസ് വഴി ഒത്തിരി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഡ്യൂറിങ് ദ പീരിയഡ് വെൻ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് റൈസിങ് മോർ പീപ്പിൾ ഇൻവെസ്റ്റ് ഇൻ ഇക്വിറ്റി വഴി നമുക്ക് കുറേ ഫണ്ട് ജനറേറ്റ് ചെയ്യാം. അത് നല്ലൊരു സോഴ്സ് ആയിരിക്കും. അപ്പോൾ ഇനി അല്ലെങ്കിൽ വൈസ് വേഴ്സ അല്ലേ. അടുത്തതാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്
ദ പോർഷൻ ഓഫ് പ്രോഫിറ്റ് വിച്ച് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. നമുക്ക് കിട്ടുന്ന ഫണ്ട് നമ്മളെ പ്രോഫിറ്റിൽ എത്രമാത്രം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം, എത്രമാത്രം നമ്മൾ റീറ്റെയിൻഡ് ആയിട്ട് വെക്കണം എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഫാക്ടേഴ്സ് നോക്കണം. ആദ്യം എമൗണ്ട് ഓഫ് ഏർണിങ്സ്, നമുക്ക് എത്രമാത്രം ഏർണിങ്സ് വരുന്നുണ്ടെന്ന് നോക്കണം അല്ലേ. കറണ്ട് ആൻഡ് പാസ്റ്റ് ഏർണിങ്സ് നമ്മൾ നോക്കണം. എന്നിട്ട് നമുക്ക് അതിൽ സ്റ്റെബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. ഏർണിങ്സ് ഇസ് മേജർ ഡിറ്റർമിനന്റ് ഓഫ് ദ ഡിസിഷൻ അബൌട്ട് ദ ഡിവിഡൻഡ് അല്ലേ. നമ്മൾ എത്രമാത്രം നമുക്ക് ഏർണിങ്സ് ഉണ്ടെന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. എന്നാലേ നമുക്ക് കൊടുക്കുന്നില്ല, നമ്മൾ സ്റ്റേബിളായിട്ട് കൊടുക്കേണ്ട കാര്യമാണത് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ. അപ്പോൾ നല്ല ഏർണിങ്സ് ഉണ്ടെങ്കിലേ നമുക്ക് അത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. സ്റ്റെബിലിറ്റി ഉണ്ടോ നോക്കണം ഏർണിങ്സിൽ. പാസ്റ്റും അതേപോലെ തന്നെ കറണ്ട് ഏർണിങ്സും നമ്മൾ നോക്കണം. പിന്നെ ഡിവിഡൻഡ് കൊടുക്കുന്നതിൽ സ്റ്റെബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, ഡിവിഡൻഡ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ, അത് സ്റ്റേബിളായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതിൽ നോക്കണം. പിന്നെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡിവിഡൻഡ് എന്ത് ചെയ്യണം, ഡിവിഡൻഡ് കുറച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, റീറ്റെയിൻഡ് ഏർണിങ്സ് കൂട്ടണം. ഓക്കെ, എന്നാലേ നമ്മൾ ബിസിനസ്സിലേക്ക് സേവിങ്സ് എന്ന് പറഞ്ഞാൽ കൂടുകയുള്ളൂ. ഇനി അതല്ല ക്യാഷ് ഫ്ലോ പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കണം, നല്ലതാണോ നോക്കണം. ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് എങ്ങനെയാണ്, അവരെപ്പോഴും എന്താണ് ഹൈ ഡിവിഡൻഡ് ആയിരിക്കും അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലേ. അവർക്ക് എപ്പോഴും എന്തായിരിക്കും വേണ്ട, ഹൈ ഡിവിഡൻഡ് കിട്ടാനായിരിക്കും. അപ്പോൾ നമ്മൾ അത് നോക്കണം, ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ടാക്സ് പോളിസി എങ്ങനെയാണെന്ന് നോക്കണം. പിന്നെ അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് റിയാക്ഷൻ എങ്ങനെയാണ്, നല്ലതാണോ മോശമാണോ എന്നുള്ളത് നോക്കണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആക്സസ് ടു ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് ആക്സസ് വേണമെങ്കിൽ നമ്മളെപ്പോഴും ആ ഡിവിഡൻഡ് കാര്യങ്ങൾ കൊടുത്താലേ നമുക്കത് പറ്റുള്ളൂ അല്ലേ. പിന്നെ ലീഗൽ കൺസ്ട്രെയിൻസ് നിയമപരമായിട്ട് ഉള്ളതെന്ന് പറയുമ്പോൾ സെബി കമ്പനീസ് ആക്ട് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ, അതിലെങ്ങനെയൊക്കെയാണ് ഏകദേശം എങ്ങനെയൊക്കെ ഗൈഡ് ലൈൻസ് ഉണ്ടാവും അതുകൂടെ നമ്മൾ നോക്കണം. ക്ലിയർ അല്ലേ. പിന്നെ കോൺട്രാക്ച്വൽ കൺസ്ട്രെയിൻസ് ഉണ്ട്, അതായത് നമ്മൾ ചില ഫിനാൻസ്, ഇപ്പോൾ നമ്മൾ ഡെറ്റ് ഫിനാൻസിലേക്കോ ചില ഫിനാൻസിലൊക്കെ എന്തുണ്ടാവും, അവർ കുറച്ച് കണ്ടീഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെക്കും. അപ്പോൾ അങ്ങനത്തെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ച് കൂടെ നോക്കിയിട്ട് നമുക്ക് ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഡിവിഡൻഡ് ഡിസിഷനിലേക്ക് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ആണ് നോക്കേണ്ടത്. ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റും വ്യത്യാസമുണ്ട്. ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എസ്റ്റിമേഷൻ ആണ്, അതല്ലേ, ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് അവിടെ നടക്കുന്നത്. എസ്റ്റിമേഷൻ ആൻഡ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് യൂട്ടിലൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫണ്ടാണ് അല്ലേ. അതായത് മെയിനായിട്ട് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് ഫണ്ട് വെന്നെവർ റിക്വയർഡ് അല്ലേ. നമ്മൾ ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്യാം, നമുക്ക് ഇങ്ങനെയൊക്കെ ഫണ്ട് ആവശ്യം വരും എന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്നതിനാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൽ കിട്ടുന്ന ലക്ഷ്യം എന്തിനാണ് ഇത് ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഫണ്ട് എപ്പോഴൊക്കെ ആവശ്യം വന്നോ അപ്പോഴൊക്കെ നമുക്ക് ഓടിപ്പടഞ്ഞ് കളിക്കേണ്ട അല്ലേ. നമുക്ക് ഓക്കെ ഇങ്ങനെയെന്നുള്ളത് നമ്മളോട് പ്ലാൻ ചെയ്ത് വെച്ചതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും സോഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. അപ്പോൾ പ്രോപ്പർ എസ്റ്റിമേഷൻ ഓഫ് ഫണ്ട് റിക്വയർഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ് സച്ച് ഫോർ ദ പർച്ചേസിങ് ഓഫ് ലോങ് ടേം അസെറ്റ് അല്ലേ. ലോങ് ടേം അസെറ്റ് അത് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഫണ്ട് വരും. പിന്നെ അതേപോലെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് അപ്പോൾ നമുക്ക് എസ്റ്റിമേഷൻ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലേ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡസ് നോട്ട് റേസ് റിസോഴ്സസ് അൺനെസസറി അല്ലേ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വെറുതെ ഫണ്ട് റേസ് ചെയ്തിട്ട് നമ്മൾ വെറുതെ കപ്പാസിറ്റി കളയുന്നില്ല, ഫ്ലെക്സിബിലിറ്റി കളയുന്നില്ല. അതേപോലെ തന്നെ വെറുതെ കൂടുതൽ ഫണ്ട് ജനറേറ്റ് ചെയ്തിട്ട് വെറുതെ പൈസ കൊണ്ട് കളയുന്നില്ല, അധികം ലയബിലിറ്റീസ് എടുത്ത് വെക്കുന്നില്ല എന്ന് എൻഷുർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലാണ്. ഓക്കെ, എക്സസ് ഫണ്ടിങ് ഇസ് ഓൾമോസ്റ്റ് ആസ് എ ബാഡ് ഇൻഅഡിക്വേറ്റ് ഫണ്ടിങ് അല്ല. അപ്പോൾ കൂടുതലായിട്ട് ഫണ്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ട് ഫണ്ട് കിട്ടാത്ത പോലെ തന്നെ ഒരു നെഗറ്റീവ് തന്നെയാണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നല്ല ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ വുഡ് പുട്ട് ഇറ്റ് ടു ദ ബെസ്റ്റ് പോസിബിൾ യൂസ് സോ ദാറ്റ് ദ ഫൈനാൻഷ്യൽ റിസോഴ്സസ് ആർ നോട്ട് ലെഫ്റ്റ് ഐഡിൽ ആൻഡ് ഡോണ്ട് അൺനെസസറിലി ആഡ് ടു ദ കോസ്റ്റ് അല്ലേ. അപ്പോൾ വെറുതെ നമ്മൾ ഫണ്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കോസ്റ്റ് വരും. അപ്പോൾ വെറുതെ ചിലവ് കാര്യങ്ങൾ എടുത്ത് വെക്കുന്നില്ല, പിന്നെ അൺനെസസറി ആയിട്ട് ഫണ്ട് വരുമ്പോൾ നമ്മൾ വെറുതെ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ചെയ്യാനും ചാൻസ് ഉണ്ട് അല്ലേ. ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. ക്ലിയർ അല്ലേ. അപ്പോൾ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന് ഇമ്പോർട്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫോർകാസ്റ്റിംഗ് ഉണ്ട് അല്ലേ. അതായത് നമുക്ക് മുൻകൂട്ടി എസ്റ്റിമേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അൺസർട്ടനിറ്റീസിനെ അവോയ്ഡ് ചെയ്യുന്നു അല്ലേ. എസ്റ്റിമേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്കിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഏകദേശമൊക്കെ നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ സർപ്രൈസസിനെ ഷോക്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യും, മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കോർഡിനേഷനിലേക്ക് കൊണ്ടുവരും അല്ലേ. കറക്റ്റ് പ്ലാനിങ് ഉണ്ടായിരിക്കും എങ്ങനെ പോകണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് കോർഡിനേഷൻ ഉണ്ടായിരിക്കും, പ്ലാൻ ഉണ്ടായിരിക്കും അല്ലേ അവിടെ വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യും പ്ലാൻ ഉള്ളതുകൊണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അതിലേത് ഫണ്ട് യൂസ് ചെയ്യണം എന്നൊക്കെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റും അല്ലേ. അതായത് ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരു പുതിയ മെഷീനറി വാങ്ങണം, ഓക്കെ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആണ്. അപ്പോൾ ഞാൻ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഇന്ന മെഷീനറി വേണം, അതിനെനിക്ക് ഇന്ന ഫണ്ട് വേണം എന്നൊക്കെയുള്ള ലെവലിലേക്ക് എത്തുക.
ഓക്കെ, അപ്പോൾ ലിങ്കേജ് ആണ് ഫൈനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെയും ഫൈനാൻസിങ് ഡിസിഷൻ്റെയും ലിങ്ക് ആണ്. ക്ലിയർ അല്ലേ? പിന്നെ ഫൈനാൻഷ്യൽ കൺട്രോളിൻ്റെ ബേസിക് ടൂളാണ് ഫൈനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ കൺട്രോളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അല്ല, ഇത്രയല്ല, ഒരു ഭാഗം കൂടെ പഠിക്കാനുണ്ട്. അത് ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോടാ? ഒന്ന് പറഞ്ഞേ, ഒന്ന് ഫയർ ഇമോജി ഇട്ടേ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഫയർ ഇമോജി ഇട്ടേ. ഒന്ന് പറഞ്ഞേ, ഫയർ ഇമോജി ഇട്ടേടാ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഇട്ടേ. എന്നാ ശുട്ടുമണി ഒന്ന് പറയോ, എന്താണ് മനസ്സിലായോ? യെസ് അല്ലേ? മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട് ഇൻ എ ഫേംസ് ക്യാപിറ്റൽ ആണ് അല്ലേ? ലോങ് ടേം ഫണ്ടിൻ്റെ മിക്സ്ചർ ആണ്. അതെന്ന് പറയുമ്പോൾ എന്താണ്? പോർഷൻ ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻ ദ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ മൊത്തം ക്യാപിറ്റലിലെ ഡെറ്റിൻ്റെയും ഇക്വിറ്റിയുടെയും എന്താണ്? പോർഷനെയാണ്, പ്രപ്പോർഷനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ട് രീതിയിലാണല്ലേ, ഓൺഡ് ഫണ്ടും ഉണ്ട്, ബോറോഡ് ഫണ്ടും ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ലിവറേജ് എന്ന് പറഞ്ഞൊരു ടേം നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് നമ്മൾ ഡെറ്റിൻ്റെ പോർഷനെ കാണിക്കുന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ലിവറേജ് എന്ന് പറയാം. ഓവറോൾ ക്യാപിറ്റലിനകത്ത് എത്രമാത്രം ഡെറ്റ് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ക്യാപിറ്റൽ ലിവറേജ് അല്ലേ? അപ്പോൾ പോർഷൻ ഓഫ് ഡെറ്റ് ഇൻ ഓവറോൾ ക്യാപിറ്റൽ ഇസ് കോൾഡ് ഫൈനാൻഷ്യൽ ലിവറേജ് അല്ലെ ക്യാപിറ്റൽ ഗിയറിംഗ് എന്ന് പറയുന്നു. ഇപ്പോൾ ഡെറ്റ് കൂടുതലാണെങ്കിൽ അതെന്താണ്? ഹൈ ആണ്. ഡെറ്റ് കുറവാണെങ്കിൽ, നമ്മൾ ക്യാപിറ്റൽ ഡെറ്റിൻ്റെ എമൗണ്ട് കുറവാണെങ്കിൽ അത് ലോ ഗിയർഡ് ആണ്. ക്ലിയർ അല്ലേ? ഇനി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പം നമ്മളൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ചൂസ് ചെയ്യുമ്പോൾ എത്ര ഡെറ്റ്, എത്ര ഇക്വിറ്റി എന്ന് സെലക്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ കുറച്ച് ഫാക്ടേഴ്സിനെ നോക്കണം. ആദ്യം നമ്മുടെ ക്യാഷ് ഫ്ലോ പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കണം. ഓക്കെ, നമ്മൾ ഇക്വിറ്റിയിലേക്ക് പോകണോ അല്ലെങ്കിൽ നമ്മൾ ഡെറ്റിലേക്ക് നിൽക്കണമെന്ന് തീരുമാനിക്കുന്ന ആദ്യം നമ്മുടെ ക്യാഷ് ഫ്ലോ എത്രയാണെന്ന് നോക്കിയിട്ടായിരിക്കും. ഓക്കെ, സൈസ് ഓഫ് ദ പ്രൊജക്റ്റ്, അതിൽ എത്രമാത്രം ക്യാഷ് വേണം എന്നുള്ളത് നോക്കണം. അതിൽ നമുക്ക് ബോറോ ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ നോക്കണം അല്ലേ? മസ്റ്റ് ബി ആഡിക്വേറ്റ് ഇനഫ് ടു കവർ നോട്ട് ഓൺലി ഫിക്സഡ് പേയ്മെൻറ്റ് ഒബ്ലിഗേഷൻ ഓൾസോ മീറ്റ് ദ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് ഓഫ് ദ ഫേം അല്ലേ? അപ്പം നമ്മൾ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഫണ്ട് ഇറക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഡെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെറ്റിൻ്റെ ഇൻട്രസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസും നടത്താൻ വേണ്ടി പറ്റുമോ നോക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫണ്ട് കിട്ടില്ല അല്ലേ? പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ആവില്ല. ഒരു ടൈം വരെ നമ്മൾ അതെന്താണ് മീറ്റ് ചെയ്ത് അതിനെ റൺ ചെയ്തുകൊണ്ട് കൊണ്ടുപോകണം. പിന്നെ അതേപോലെ ഇൻട്രസ്റ്റ് കവറേജ് റേറ്റ് നമ്മൾ നോക്കണം. അതായത് നമുക്ക് കിട്ടുന്ന ഏർണിങ്സ്, നമുക്ക് കിട്ടുന്ന റവന്യൂ, നമുക്ക് കിട്ടുന്ന ഇൻകം, അതിൻ്റെ അകത്ത് നിന്ന് ടാക്സും കാര്യങ്ങളൊക്കെ പേ ചെയ്യുന്നതിന് മുൻപ് അത് മൊത്തത്തിൽ കിട്ടുമ്പോൾ അതിൽ നിന്ന് എത്ര തവണ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുള്ള നോക്കണം. refers the number of time earning before interest and tax of a company covers the interest obligation അല്ലേ? അപ്പം നമുക്ക് എത്ര തവണ ഇൻട്രസ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഡെറ്റ് ഫിനാൻസിലെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കണം. അതായത് കമ്പനീസ് ഹൈ ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി വെച്ചൊക്കെ ചെയ്യുക അല്ലേ? അതായത് നമുക്ക് എന്താണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ഉണ്ടാവില്ലേ, ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കൂടുതൽ ഫണ്ട് ജനറേറ്റ് ചെയ്യാം നമുക്ക് ROI കൂടുതലാണെങ്കിൽ. ഈ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഇൻവോൾവ് ഇൻ ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് അല്ലേ? ഷെയറും ഡിബഞ്ചറൊക്കെ എടുക്കുന്ന സമയത്ത് വരുന്ന കോസ്റ്റ് എത്രമാത്രം ഉണ്ടെന്ന് നോക്കണം. പിന്നെ ഫ്ലെക്സിബിലിറ്റി അല്ലേ? നമ്മൾ എന്തായിരുന്നു, നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് ഡെറ്റ് ഉപയോഗിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി എടുത്ത് കളയരുത്. അങ്ങനെ ആവുന്ന സമയത്ത് എന്താണ് നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ ഫണ്ട് കിട്ടാത്ത പ്രശ്നമൊക്കെ വരും അല്ലേ? പിന്നെ കോസ്റ്റ് ഓഫ് ഡെറ്റ് നോക്കണം. കട എടുക്കുമ്പോൾ എത്രമാത്രം വരും എന്ന് നോക്കണം അല്ലേ? ഫോർ ഫേം ഈസ് ഏബിൾ ടു ബോറോ അറ്റ് ലോവർ റേറ്റ് ഇറ്റ് മേ പ്രിഫർ മോർ ഡെറ്റ് ആസ് കമ്പയർഡ് ടു ഇക്വിറ്റി. അപ്പോൾ ഇക്വിറ്റിയേക്കാൾ നല്ല ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് ഡെറ്റ് കിട്ടുന്നതാണെങ്കിൽ ഡെറ്റ് ഫിനാൻസ്, അപ്പോൾ ഡെറ്റ് നമുക്ക് കൂടുതൽ എടുക്കാം. ഓക്കെ, പിന്നെ ടാക്സ് റേറ്റ് നോക്കണം. ഡെറ്റ് എന്താണ്? ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. ഡെറ്റ് കൂടിക്കഴിഞ്ഞാൽ അതിന് ടാക്സ് കുറച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇക്വിറ്റി ആണെങ്കിൽ അവിടെ ടാക്സ് നമ്മൾ കൊടുക്കണം അല്ലേ? പിന്നെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് നോക്കണം. പ്രൊവിഷൻ ഓഫ് കമ്പനീസ് ആക്ട്, സെബി ഗൈഡ് ലൈൻസ് നമ്മൾ നോക്കണം. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ കണ്ടീഷൻ അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിപ്രഷൻ സ്റ്റേജിലാണെങ്കിൽ പീപ്പിൾ വിൽ നോട്ട് ടേക്ക് റിസ്ക്, അല്ലെങ്കിൽ ബൂമിലാണെങ്കിൽ വൈസ് വേഴ്സ് അല്ലേ?
പിന്നെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി നോക്കണം. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് യൂസ് ചെയ്തിട്ടല്ലേ, അതായത് ഇക്വിറ്റി ക്യാപിറ്റലും അതേപോലെ തന്നെ നമുക്ക് ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർസ് ഒക്കെ എന്താണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആണ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ക്ലിയർ അല്ലേ? എന്താണ് പറയേണ്ടത്? എന്താ പറയേണ്ടത്? സോ ഒന്ന് പറ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയേണ്ടതെന്ന് പറ. ഇനി നമുക്ക് ക്യാപിറ്റലിൻ്റെത് പഠിച്ച സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഫിക്സഡ് ക്യാപിറ്റൽ അല്ലേ. എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലോങ് ടേം ഇൻ ഫിക്സഡ് അസറ്റിനെയാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ എത്ര മാത്രം വേണം എന്ന് നോക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിക്സഡ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോൾ തീരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11:45 11:50 എന്താണെങ്കിലും തീരും. ഓക്കെ. പിന്നെ റിസ്ക് ഇൻവോൾവ് ആണ്, ഇറവേഴ്സിബിൾ ഡിസിഷൻ ആണല്ലോ, നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഡിസിഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കി കണ്ടു വേണം ഫിക്സഡ് ക്യാപിറ്റലിലേക്ക് പോകാൻ. ഇതെന്താണ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആണ് അല്ലേ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നതാണ്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്വയർമെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റലിലേക്ക് ഒരു ബിസിനസ്സിൽ എത്രമാത്രം ഫിക്സഡ് ക്യാപിറ്റൽ വേണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ നേച്ചറാണ്. മാനുഫാക്ചറിങ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം, കൂടുതൽ മിഷനറീസ് കാര്യങ്ങൾ വേണം അല്ലേ, സാധാരണ സർവീസ് റീറ്റെയിലിംഗ് ഷോപ്പിനേക്കാളും. സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ ലാർജ് സ്കെയിൽ ആണെങ്കിൽ കൂടുതൽ വലിയ മെഷീനറീസ് വേണം, ഫിക്സഡ് ക്യാപിറ്റൽ കൂടുതൽ വേണം. ചോയ്സ് ഓഫ് ടെക്നിക്ക്, നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കൂടുതലായിരിക്കും. ടെക്നോളജി അപ്ഗ്രഡേഷൻ ചെയ്യേണ്ടതാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, നമ്മളുടെ ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ച് ടെക്നോളജി മാറ്റണം. നമ്മൾ ഏത് പ്രൊഡക്ഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നോക്കിയിട്ട് അതിനനുസരിച്ച് ടെക്നോളജി അപ്ഗ്രഡേഷൻ വേണമെങ്കിൽ അപ്പോഴും ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കൂടുതലായിരിക്കും. പിന്നെ ഗ്രോത്ത് പ്രോസ്പെക്ടസ് നോക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പുതിയ എന്ത് വേണം, ഫിക്സഡ് ക്യാപിറ്റൽസ് കൂടുതൽ വേണം അല്ലേ, പുതിയ ബിൽഡിങ്ങോ അല്ലെങ്കിൽ മെഷീനറീസോ പിന്നെ അങ്ങനത്തെ വെഹിക്കിൾസോ അങ്ങനത്തെ പലതും ആവശ്യം വരും അല്ലേ. പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യണമെങ്കിലും ഇതേ സാധനം തന്നെ വേണം. പിന്നെ ഫൈനാൻസിങ് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ നോക്കുന്നത്, അതായത് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്, ഇപ്പോൾ ലീസ് ഫിനാൻസിങ് ഒക്കെ വഴി നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിക്കുന്നില്ലാതെ നമ്മൾ റെൻറ്റിനൊക്കെ എടുത്ത് ഫിക്സഡ് ക്യാപിറ്റൽ, ഇപ്പോൾ റെൻ്റൊക്കെ എടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ മെഷീനറീസ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഫിക്സഡ് ക്യാപിറ്റൽ എന്തായിരിക്കും, കുറവ് മതി അല്ലേ, അവിടെ നമുക്ക് കുറവേ വരുള്ളൂ. പിന്നെ കൊളാബറേഷൻ ചെയ്യുകയാണെങ്കിലൊക്കെ അല്ലേ, ഒരേപോലത്തെ ബിസിനസ്സുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിക്സഡ് ക്യാപിറ്റൽസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റ്സിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബറേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും അല്ലേ. അപ്പോൾ ATM അല്ലേ, ബാങ്കുകാരല്ലേ, അവരെങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പല ബാങ്കിൻ്റെയും എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇനി വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് എന്താണ്, കറണ്ട് അസറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ. കറണ്ട് അസറ്റ് എന്താണ്, കറണ്ട് ലയബിലിറ്റി എന്താണെന്നുള്ളത് ഓൾറെഡി അറിയുന്നവരാണ് നിങ്ങൾ. വേണമെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ആവശ്യമില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് വായിക്കുമ്പോൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി വെച്ചു എന്നുള്ളൂ. അപ്പോൾ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിലെ വരുന്നൊരു ഭാഗമാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ടേം. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന എബിലിറ്റീനെയാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് വലിയ ബിൽഡിങ്ങുകളോ അതേപോലെ മെഷീനറീസിനൊന്നും നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ക്യാഷ് ആക്കി മാറ്റാൻ പറ്റില്ല. അങ്ങനെ ക്യാഷ് ആക്കി പെട്ടെന്ന് ഒരു 1 ഇയറിനുള്ളിൽ പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന അസറ്റ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ലിക്വിഡ് അസറ്റ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഇനി എത്രമാത്രം വർക്കിംഗ് ക്യാപിറ്റൽ വേണം ഒരു ബിസിനസ്സിൻ്റെ അകത്ത് എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് നമ്മൾ എന്തൊക്കെ നോക്കണം, അതിൻ്റെ നേച്ചർ ഓഫ് ബിസിനസ് നോക്കണം അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് വിറ്റിട്ടേ നമുക്ക് അതിലേക്ക് പൈസ വരുള്ളൂ. പക്ഷെ അതുവരെ നമുക്ക് ഡേ ടു ഡേ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് എന്ത് വേണം, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കൂടുതലായിരിക്കും അല്ലേ. സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ നമുക്ക് കൂടുതലാണെങ്കിലും എന്താണ്, വലിയ പ്രൊഡക്ഷൻ സൈക്കിളൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ വലിയ എമൗണ്ടിലാണ് പ്രൊഡക്ഷൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിരിക്കും. പിന്നെ ബിസിനസ് സൈക്കിൾ അല്ലേ, അതായത് നമുക്ക് എത്ര പെട്ടെന്ന് കച്ചവടം നടക്കുന്നുണ്ടോ, അങ്ങനെ നടക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എന്തായിരിക്കും, വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഇനി സീസണൽ ഫാക്ടേഴ്സ് അല്ലേ, നല്ല സീസൺ ടൈം ഒക്കെ ആണെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. പ്രൊഡക്ഷൻ സൈക്കിൾ ഭയങ്കര ലെങ്തി ആണെങ്കിൽ അവിടെ എന്ത് ഉണ്ടാവും, അവിടെ പ്രൊഡക്ഷൻ സൈക്കിൾ ഭയങ്കര ലെങ്തി ആയിട്ടാണ്. ഇവിടുന്ന് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ നമ്മളിതാ ഇങ്ങനെ തിരിച്ച്
ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ ഒത്തിരി സമയം എടുക്കുന്നതാണെങ്കിൽ ഈ സമയത്തൊക്കെ നമുക്ക് എന്ത് വേണം? വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. അപ്പോൾ എന്താണ്? കൂടുതലായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ക്രെഡിറ്റ് അലൗഡ് അല്ലേ, നമുക്ക് കടം എത്രത്തോളം നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് നോക്കണം. ഒത്തിരി കടം കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം. ഇനി നമ്മൾക്ക് കുറേ കടം കിട്ടുന്നുണ്ട്, നമുക്ക് പൈസ കൊടുക്കാനും റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണെങ്കിൽ എന്താണ്? ക്രെഡിറ്റ് കുറച്ച് മതി. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളോട് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും എന്ത് ചെയ്യണം? നോക്കി വെക്കണം. ഓക്കെ, അതായത് ഫാക്ടേഴ്സ് റിക്വയർമെൻറ്റ് ചോദിക്കും. ക്ലിയർ അല്ലേ? എനിക്ക് ഉറക്കം വരുന്നുണ്ടോന്ന്? എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് ഉറക്കം വരിക? നിങ്ങൾക്ക് ഉറക്കം വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് നോക്കണം. പിന്നെ ഒന്നാമത് ഞാൻ വയറ് മുട്ടിച്ച് ഫുഡ് കഴിച്ചതുകൊണ്ട് പിന്നെ ഓടി ഇങ്ങോട്ട് വന്നതുകൊണ്ടും എൻ്റെ എനർജി കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് നമ്മൾ നോക്കണം. നമുക്ക് റോ മെറ്റീരിയൽസ് പെട്ടെന്ന് കിട്ടുന്ന സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താ? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കുറച്ച് മതി അല്ലേ? ഇനി അതല്ല, നമുക്ക് റോ മെറ്റീരിയൽസ് കുറേ ടൈം എടുക്കും കിട്ടാൻ എന്നൊക്കെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ പെട്ടെന്ന് ബൾക്കായിട്ട് വാങ്ങിക്കേണ്ടി വരും അല്ലേ? പിന്നെ അതല്ലാണ്ട് നേരത്തെ പറഞ്ഞ പോലെ സീസണൽ ഫാക്ടേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് അനുസരിച്ച് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് മാറും. പിന്നെ ഗ്രോത്ത് പ്രോസ്പെക്ടസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അവിടെ വർക്കിംഗ് ക്യാപിറ്റലും കൂടുതൽ വേണം. പിന്നെ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ, നല്ല കോമ്പറ്റീഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കൂടുതലായിരിക്കും അല്ലേ? കാരണം എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ വിൽക്കുന്നു, അതായത് ഞാനത് മാർക്കറ്റിലേക്ക് കൊടുക്കുന്നു, പെട്ടെന്ന് തന്നെ കച്ചവടം തീരുന്നു, അപ്പോൾ വീണ്ടും ഞാൻ മാർക്കറ്റിലേക്ക് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് ഡിമാൻഡ് വരുന്നതിനനുസരിച്ച് അല്ലേ, ഡിമാൻഡ് വരുന്നതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ പ്രോഡക്ട്സിനെ ഞാൻ മാർക്കറ്റിൽ അവൈലബിൾ ആക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം അല്ലേ? കാരണം എന്താണ്? മൂല്യശോഷണം സംഭവിക്കും. ഇന്ന് നമ്മുടെ അടുത്തൊരു 50,000 രൂപ ഉണ്ടെങ്കിൽ നല്ല ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് നമുക്ക് 50,000 വരെ 1 ലക്ഷം വേണ്ടി വരും അല്ലേ? സിംബാബ്വേയിലാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഇൻഫ്ലേഷൻ വന്നിട്ടേ ഒരു പാക്കറ്റ് പാല് വാങ്ങാൻ ഒരു ചാക്ക് പണമായിട്ട് പോയിട്ടൊക്കെ ഉണ്ട്. സിംബാബ്വെ ആണെന്നാണ് തോന്നുന്നത്. അതായത് ഒരു പാക്കറ്റ് പാല് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ചാക്ക് നോട്ടും കൊണ്ടുപോയി, എന്നാലേ എന്ത് കിട്ടുള്ളൂ? അത്രയും ആ പൈസയ്ക്ക് മൂല്യം കുറഞ്ഞു പോയി അല്ലേ? അപ്പോൾ അതും എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കൂടും. ക്ലിയർ അല്ലേ? നോട്ട്സ് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടേത് തീർന്നു. അവസാനത്തെ ചാപ്റ്ററാണ്. ഇപ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് സെറ്റ് അല്ലേ? അതിലെന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ക്വിക്കായിട്ട് റിവൈസ് ചെയ്തല്ലേ? ഷോർട്ടായിട്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഷോർട്ടായിട്ടാണ് പറഞ്ഞു പോകുന്നത്. ക്ലിയർ അല്ലേ? ഒന്ന് പറഞ്ഞേടാ, ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറയൂ. അതെ സെറ്റാണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺസ്യൂമർ നിന്ന് തുടങ്ങാം. ആരാണ് കൺസ്യൂമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഒരു വ്യക്തി അല്ലേ, ഹു പർച്ചേസസ് ഗുഡ്സ് ഓർ സർവീസസ് ഫോർ കൺസിഡറേഷൻ അല്ലേ? അതായത് ഒന്നെങ്കിൽ ഫുള്ളും പേയ്മെൻറ്റ് കൊടുത്തിട്ട്, ഒന്നെങ്കിൽ പകുതി കൊടുത്തോ ഫുള്ള് പേയ്മെൻറ്റ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ പകുതി കൊടുത്തിട്ട് ബാക്കി പകുതി പ്രോമിസ് ചെയ്തിട്ടോ, എങ്ങനെയോ ആയിക്കോട്ടെ ഒരു പേയ്മെൻറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺസ്യൂമർ എന്ന് പറയുന്നത് അല്ലേ? ഇൻക്ലൂഡ് എനിവൺ ഹൂ യൂസസ് സച്ച് ഗുഡ്സ് ഓർ ബെനിഫിറ്റ്സ് ഫ്രം സർവീസസ് വിത്ത് ദ അപ്രൂവൽ ഓഫ് ബയർ. അതേപോലെ തന്നെ ഇപ്പം ഞാൻ വാങ്ങിയൊരു സാധനം എൻ്റെ അപ്രൂവലൂടെ എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അയാളെ എന്താണ് 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കൺസ്യൂമറായിട്ട് കൺസിഡർ ചെയ്യും, നിയമപരമായിട്ട് കൺസിഡർ ചെയ്യും. അയാൾക്ക് എനിക്ക് കിട്ടുന്ന ഒരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് വേണ്ട എല്ലാ റൈറ്റ്സും അയാൾക്ക് ഉണ്ടായിരിക്കും. ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലേ, അത് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ്, കൺസ്യൂമേഴ്സിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തെന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അഡൾട്രേറ്റഡ് ഗുഡ്സിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ, പിന്നെ കൗണ്ടർഫെയ്റ്റ് ഗുഡ്സ് ഉണ്ട് അല്ലേ, വ്യാജ പ്രൊഡക്ട്സ് നിന്ന്, ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ. അതേപോലെ സബ്സ്റ്റാൻഡേർഡ് ഗുഡ്സ് അല്ലേ, ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഗുഡ്സ്, അതേപോലെ ഫോൾട്ടി വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിൽ നിന്ന്, ബ്ലാക്ക് മാർക്കറ്റിംഗ്, ഹോർഡിങ് അല്ലേ, കരിഞ്ചന്ത, പൂഴ്ത്തി വെക്കൽ, ഇതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഓവർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിൽ നിന്ന് സേഫ് ഗാർഡ് ചെയ്യാൻ, ഡിഫക്റ്റീവ് ഗുഡ്സ്
യൂസ് ചെയ്യുന്നതിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം 6 കീ റൈറ്റ്സ് ആണ് കൺസ്യൂമേഴ്സിനുള്ളത്. റൈറ്റ് ടു സേഫ്റ്റി ആദ്യത്തെ റൈറ്റ്, അതായത് പ്രൊട്ടക്ഷൻ ഫ്രം ഹസാർഡസ് ഗുഡ്സ് ആൻഡ് സർവീസസ്, കൺസ്യൂമർ ഷുഡ് ചൂസ് സർട്ടിഫൈഡ് പ്രോഡക്ട്സ് ലൈക്ക് ISI മാർക്ക്ഡ് അപ്ലയൻസസ് അല്ലേ, എക്സെട്ര. അതായത് നമുക്ക് എന്താണ് ഹസാർഡസ് ആയിട്ടുള്ള പ്രോഡക്ട്സിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മുടെ ഹെൽത്തിന് പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രോഡക്ട്സിൽ നിന്ന് സേഫ് ആയിട്ട് നിൽക്കാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. പിന്നെ റൈറ്റ് ടു ഇൻഫോർമേഷൻ, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളോട് ISI മുദ്ര, അഗ്മാർക്ക് മുദ്ര, ഹോൾമാർക്ക് ഒക്കെ നോക്കിയിട്ട് സാധനങ്ങൾ എടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റൈറ്റ് ടു ഇൻഫോർമേഷൻ ഉണ്ട് അല്ലേ, അതായത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടാനുള്ള അവകാശം നമുക്കുണ്ട് പ്രോഡക്റ്റിനെ കുറിച്ചിട്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അബൌട്ട് പ്രോഡക്ട്സ് ഇൻക്ലൂഡിങ് ഇൻഗ്രീഡിയൻസ്, പ്രൈസ്, യൂസേജ്, പ്യൂരിറ്റി, ക്വാളിറ്റി എല്ലാത്തിനെയും കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ റൈറ്റ് ടു ചോയ്സ് ഉണ്ടല്ലോ, നമുക്ക് ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആക്സസ് ടു വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അറ്റ് കോമ്പറ്റിറ്റീവ് പ്രൈസ്, എനേബിളിംഗ് ഇൻഫോംഡ് ഡിസിഷൻസ് അല്ലേ, നമുക്ക് എന്താണ് ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതായത് നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, പിന്നെ റൈറ്റ് ടു ബി ഹേർഡ്, നമ്മളെ കേൾക്കാൻ, റിഡ്രസൽ, കംപ്ലയിൻസ്, ഗ്രീവൻസ് കേൾക്കാനുള്ള അവകാശം നമുക്കുണ്ട്. സോ കൺസ്യൂമർ കാൻ ഫയൽ കംപ്ലയിൻസ് ആൻഡ് ഹാവ് ദ ഗ്രീവൻസ് അഡ്രസ് ത്രൂ കൺസ്യൂമർ സർവീസ്. ക്ലിയർ അല്ലേ? പിന്നെ റൈറ്റ് ടു സീക്ക് റിഡ്രസൽ അല്ലേ, പ്രശ്ന പരിഹാരം നേടാനുള്ള അവകാശം നമുക്കുണ്ട്. ക്ലിയർ അല്ലേ? റിലീഫ് അഗെയിൻസ്റ്റ് അൺഫെയർ പ്രാക്ടീസസ് ത്രൂ റെമഡീസ് ലൈക്ക് പ്രോഡക്റ്റ് റീപ്ലേസ്മെൻറ്റ്, പ്രോഡക്റ്റ് റീപ്ലേസ് ചെയ്തിട്ടോ ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ ചെയ്തിട്ടോ അങ്ങനെ കോമ്പൻസേഷൻ കിട്ടിയിട്ടോ അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള റിഡ്രസൽ കിട്ടാനുള്ള അവകാശം നമുക്കുണ്ട്. പിന്നെ കൺസ്യൂമർ എഡ്യൂക്കേഷനുള്ള റൈറ്റ്സ് ഉണ്ട്. എംപവറിംഗ് കൺസ്യൂമർ ത്രൂ അവെയർനെസ് ഓഫ് ദെയർ റൈറ്റ്സ് ആൻഡ് അവൈലബിൾ റെമഡീസ് ഫോർ ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് അല്ലേ. അതേപോലെ തന്നെ കൺസ്യൂമർ റൈറ്റ്സിനെ കുറിച്ച് ലീഗലായിട്ട് കിട്ടുന്ന എന്താണ് അസിസ്റ്റൻസിനെ കുറിച്ച്, ഹെൽപ്സിനെ കുറിച്ച് എല്ലാം എഡ്യൂക്കേറ്റഡ് ആവാനുള്ള റൈറ്റ് കൺസ്യൂമറിനുണ്ട്. ഇനി ഇതേപോലെ കൺസ്യൂമേഴ്സിനുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇൻഫോംഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് അല്ലേ. അതായത് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ്, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസിനെ കുറിച്ച് ഇൻഫോംഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതേപോലെ തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് ഗുഡ്സ് വാങ്ങിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ISI മുദ്ര നോക്കുക, ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ, FPO ഫുഡ് ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ നോക്കുക, ഹോൾമാർക്ക് ജ്വല്ലറി ഐറ്റംസ് നോക്കുമ്പോൾ നോക്കുക. അപ്പോൾ ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. പിന്നെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് നോക്കണം, കറക്റ്റ് വായിച്ച് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് നോക്കുക. അതായത് എബൌട്ട് പ്രോഡക്റ്റ് റിസ്കുകൾ എന്തൊക്കെയാണ്, അധിയർ ടു മാനുഫാക്ചേഴ്സ് ഗൈഡ് ലൈൻസ്, എന്നിട്ട് അതിനനുസരിച്ച് യൂസ് ചെയ്യുക. പിന്നെ ലേബിൾസ് വായിക്കുക. ഓക്കെ, ചെക്ക് ഡീറ്റെയിൽസ് ലൈക്ക് പ്രൈസ്, വെയിറ്റ്, മാനുഫാക്ചറിങ് ഡേറ്റ് ഇങ്ങനത്തെ ഒക്കെ കറക്റ്റ് വായിക്കുക. അത് നമ്മളാണ്, അല്ലാതെ അവർ നമുക്ക് വായിച്ച് കേൾപ്പിച്ചില്ല, നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ അസേർട്ട് യുവർ റൈറ്റ്സിനെ കുറിച്ച് എന്തായിരിക്കുക, ബോധം ഉണ്ടായിരിക്കുക, അത് യൂസ് ചെയ്യുക. ഓക്കെ, എൻഷുർ ഫെയർ ട്രാൻസാക്ഷൻ ആൻഡ് പ്രോപ്പർ ഡീലാണ് നടക്കുന്നത് എന്നുള്ള നോക്കുക, ലീഗലായിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങുക. പിന്നെ ഹോണസ്റ്റ് ആയിരിക്കുക, ഡീൽ ഇൻ ലീഗൽ ഗുഡ്സ് ആൻഡ് ഡിസ്കറേജ് മാൽ പ്രാക്ടീസസ് അല്ലേ, ലീഗലായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രം വാങ്ങിക്കുക, കള്ളത്തരം കാണിക്കുന്നത് വാങ്ങിക്കാണ്ടിരിക്കുക. പിന്നെ പ്രൂഫ് മെയിൻറ്റെയിൻ ചെയ്യുക, ബില്ല്, മെമ്മോ കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക അല്ലേ, ക്യാഷ് മെമ്മോ, അതേപോലെ തന്നെ ബില്ല് കാര്യങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക. എന്തിനാ, എവിഡൻസിന് വേണ്ടിയിട്ട് അല്ലേ, എവിഡൻസ് ഫോർ പർച്ചേസ്. പിന്നെ അതേപോലെ തന്നെ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുക. റിപ്പോർട്ട് ഡെഫിഷ്യൻസീസ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു അപ്രോപ്രിയേറ്റ് കൺസ്യൂമർ ഫോറത്തിന് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് കൊടുക്കണം, നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കണം, മടിച്ചിരിക്കരുത്. പിന്നെ കൺസ്യൂമർ സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യുക, എന്നിട്ട് സെമിനാർ കാര്യങ്ങൾ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് കൺസ്യൂമർ ആൻഡ് സേഫ് ഗാർഡ് ദെയർ റൈറ്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, അവെയർനെസ് ഉണ്ടാക്കിയെടുക്കുക. അത് നമ്മൾ പോയി ചേരണമല്ലേ, നമ്മളെ ആരും പിടിച്ച് ചേർത്തില്ല. ഓക്കെ, പിന്നെ അതേപോലെ എൻവയോൺമെൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്യുക, അവോയ്ഡ് കോൺട്രിബ്യൂട്ടിങ് ടു പൊല്യൂഷൻ, വേസ്റ്റ്, ഇങ്ങനത്തെ കാര്യത്തിലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാണ്ടിരിക്കുക. ക്ലിയർ അല്ലേ? ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ വെയ്സ് ആൻഡ് മീൻസ് ആണ് നോക്കേണ്ടത്. ഓക്കെ, അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഈസ് അച്ചീവ്ഡ് ത്രൂ എ കോമ്പിനേഷൻ ഓഫ് കൺസ്യൂമർ അവെയർനെസ്, ബിസിനസ് എത്തിക്സ്, ഗവൺമെൻറ്റൽ മെഷേഴ്സ് ആൻഡ് ആക്റ്റീവ് റോൾ പ്ലേഡ് ബൈ ഓർഗനൈസേഷൻ ആൻഡ് അസോസിയേഷൻ അല്ലേ. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നടക്കണമെങ്കിൽ അവിടെ കൺസ്യൂമറും അതേപോലെ തന്നെ കൺസ്യൂമർ ഓർഗനൈസേഷൻസും ബിസിനസ്സുകാരും ഗവൺമെൻറ്റ്സ് എല്ലാവരും കൂടെ ചേരുമ്പോഴാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അവിടെ നടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ നിൽക്കുന്നത് വെച്ചാൽ, സെൽഫ് റെഗുലേഷൻ ബൈ ബിസിനസ് അല്ലേ, ബിസിനസ്സുകാരുടെ ഭാഗത്തു നിന്നുള്ള റെഗുലേഷൻസ്, എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസസ്, എൻഷുർ ദാറ്റ് കസ്റ്റമേഴ്സ് ആർ ട്രീറ്റഡ് ഫെയർ അല്ലേ. അപ്പോൾ കസ്റ്റമേഴ്സിനെ
ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആരുടെ ചുമതലയാണ്? ബിസിനസ്സുകാരുടെ ചുമതലയാണ്. കാരണം കൺസ്യൂമേഴ്സ് ആണ് പർപ്പസ് ബിസിനസ്സിൻ്റെ. ഓക്കെ, പിന്നെ ബിസിനസ് അസോസിയേഷൻസ് അല്ലേ, ഇപ്പോൾ പല അസോസിയേഷൻ ഉണ്ട്, വ്യാപാര വ്യവസായ ഏകോപന സമിതി എന്നൊക്കെ പല ടീംസ് ഇല്ലേ, ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കുക, ഒരു കോഡ് ഓഫ് കണ്ടക്ട് പ്രൊവൈഡ് ചെയ്യുക അല്ലേ. ഓർഗനൈസേഷൻസ് ലൈക്ക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആൻഡ് ദ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, ഇങ്ങനെയൊക്കെയുള്ള കുറേ അതോറിറ്റീസ് ഉണ്ട്. ഓക്കെ, ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ കൺസ്യൂമർ അവയർനെസ് കൊണ്ടുവരാം അല്ലേ. ഇൻഫോം കൺസ്യൂമേഴ്സ് ആർ ബെറ്റർ എക്യുപ്ഡ് ടു പ്രൊട്ടക്ട് ദയർ ഇൻട്രസ്റ്റ് ആൻഡ് ഫൈറ്റ് എക്സ്പ്ലോയിറ്റേറ്റീവ് പ്രാക്ടീസിന് എതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യുക, അവർക്ക് അവയർനെസ് കൊടുക്കുക, ലീഗൽ അസിസ്റ്റൻസ് കൊടുക്കുക അല്ലേ. പിന്നെ കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കുക. കൺസ്യൂമർ ഓർഗനൈസേഷൻ അഡ്വക്കേറ്റ് ഫോർ കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊവൈഡ് അസിസ്റ്റൻസ് ഇൻ ഫൈറ്റിംഗ് മാൽ പ്രാക്ടീസസ് അല്ലേ. അവർക്ക് എന്താണ്, അവർക്ക് എന്തെങ്കിലും ലീഗലി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യുമ്പോൾ അവരെ അസിസ്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ട ലീഗൽ ഗൈഡൻസ് സപ്പോർട്ട് കൊടുക്കുക. ഇതൊക്കെയാണ് കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ചെയ്യേണ്ടത്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന മെഷേഴ്സാണ് റിഡ്രസൽ സെൻറ്റേഴ്സ് വെക്കുക എന്നുള്ളത് അല്ലേ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഭാഗമായിട്ട് അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 കൊണ്ടുവന്ന എന്താണ്, ഗവൺമെൻറ് മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട് അല്ലേ. കൺസ്യൂമർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, കൺസ്യൂമേഴ്സിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എന്ന് പറയുന്നത്. പ്രൊവൈഡ് സെൻട്രൽ അതോറിറ്റി ടു ഹാൻഡിൽ കൺസ്യൂമർ റൈറ്റ്സ് വയലേഷൻ, അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്, മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെൻറ്റ്, ഇതിനൊക്കെ എതിരെയാണ് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൊണ്ടുവന്നത് അല്ലേ. പിന്നെ അതേപോലെ തന്നെ നാഷണൽ ഹെൽപ്പ് ലൈൻ സെൻറ്റേഴ്സ് കൊണ്ടുവന്നു അല്ലെ. കൺസ്യൂമേഴ്സ് ക്യാൻ ആക്സസിബിൾ ഗ്രീവൻസ് പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തു അല്ലേ. അവരെ റൈറ്റ് ടു ബി ഹേർഡ് എന്ന് പറയുന്ന റൈറ്റ് ഇല്ലേ, അതായത് അവരെ കേൾക്കാൻ വേണ്ടിയിട്ട് റൈറ്റ്സ് കൊടുത്തു അല്ലേ. പിന്നെ അതേപോലെ തന്നെയാണ് റിഡ്രസൽ ഏജൻസീസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് കമ്മീഷനാണ്. ഡിസ്ട്രിക്ട് കമ്മീഷൻ എന്ന് പറയുന്നത് 1 കോടിയിൽ എക്സീഡ് ചെയ്യാത്ത ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് അവിടെ ഹാൻഡിൽ ചെയ്യുക. അവിടെ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ attempts mediation for settlement with 5 days if acceptable to the parties. ആദ്യം അവർക്ക് വേണ്ടി ഒരു കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു 5 ദിവസം കൊടുക്കാം. അവർക്കത് ഓക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അപ്പീലിന് പോവാം. പിന്നെ ഹിയറിങ്, അതേപോലെ തന്നെ ടെസ്റ്റിൻ്റെ ഒക്കെ റിപ്പോർട്ട് എടുത്തിട്ടും അവർ വന്ന ജഡ്ജ്മെൻറ്റിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രിക്ട് കമ്മീഷനിൽ നിന്ന് കിട്ടിയ ജുറിഡിക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് അവർക്ക് സ്റ്റേറ്റ് കമ്മീഷനിലേക്ക് 45 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യാം, അപ്പീൽ കൊടുക്കുക അല്ലെ. പാർട്ടീസ് അൺസാറ്റിസ്ഫൈഡ് വിത്ത് ദ ഡിസ്ട്രിക്ട് കമ്മീഷൻസ് ഓർഡർ ക്യാൻ അപ്പീൽ ടു ദ സ്റ്റേറ്റ് കമ്മീഷൻ ആണല്ലേ. ഇനി സ്റ്റേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഹാൻഡിൽ കേസസ് വേർ ദ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സീഡ് 1 crore ബട്ട് നോട്ട് എക്സീഡ് 10 crore അല്ലേ. 1 കോടിയിൽ കൂടുതലും 10 കോടിയിൽ കുറഞ്ഞതുമായിട്ടുള്ളതാണ് എന്തെന്ന് പറയുക, അങ്ങനത്തെ പ്രോഡക്ട്സ് ആണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. പ്രോഡക്ട്സ് അല്ല, അങ്ങനത്തെ കേസുകളാണ്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അവർ ആദ്യം നോക്കും, അല്ലെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം, ഹിയറിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും അല്ലേ. അത് ലൊക്കേറ്റഡ് അറ്റ് ദ സ്റ്റേറ്റ് ക്യാപിറ്റലിലാണ്. പിന്നെ അതേപോലെ തന്നെ ഇവരെന്താണ്, ഡിസ്ട്രിക്ട് കമ്മീഷനിൽ വന്നിട്ടുള്ള അപ്പീൽസാണ് അവർ നോക്കുന്നത്. അഡ്ജുഡിക്കേറ്റ് അപ്പീൽസ് അഗെയിൻസ്റ്റ് ദ ഡിസ്ട്രിക്ട് കമ്മീഷൻ ഓർഡേഴ്സ്. പിന്നെ ഇവിടെയും ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഗ്രീവ്ഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം, അപ്പീൽ കൊടുക്കാം. എവിടെ, നാഷണൽ കമ്മീഷൻ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ അപ്പീൽ പോവാം. ഓക്കെ, ഇനി നാഷണൽ കമ്മീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, സർവീസ് എക്സീഡ് 10 crore ആണ്. എന്തെന്ന്, ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സീഡ് 10 crore ആണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓപ്പറേറ്റ് അറ്റ് ദ നാഷണൽ ലെവലിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. എൻറ്റയർ കൺട്രീനെ കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ കേസും എടുക്കും അല്ലേ. പിന്നെ അതേപോലെ തന്നെ റിവ്യൂ അപ്പീൽസ് അഗെയിൻസ്റ്റ് സ്റ്റേറ്റ് കമ്മീഷൻ ഡിസിഷനിൽ എന്താണ്, അവർ പുനഃപരിശോധിക്കുകയാണ് ചെയ്യുക. ഇനി അവിടെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് പാർട്ടി ക്യാൻ അപ്പീൽ ടു സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ വിത്തിൻ 30 ഡേയ്സ്. 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സുപ്രീം കോർട്ടിലേക്ക് പോവാം. അവിടെയും സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ കിട്ടിയ വിധിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവണം. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി ഇവരിൽ നിന്ന് നമ്മളിപ്പോൾ ഈ 3 ടയർ റിഡ്രസൽ ഏജൻസീസ് അല്ലെങ്കിൽ റിഡ്രസൽ അതോറിറ്റീസിനെ കുറിച്ച് പഠിച്ചല്ലേ. ഇവിടുന്ന് എന്തൊക്കെയാണ് അവർക്ക് കിട്ടുന്ന റിഡ്രസൽസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ റിപ്പയറിംഗ് ഓർ റിമൂവിങ് ഡിഫക്റ്റഡ് ഗുഡ്സ് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ റീപ്ലേസിങ് ഡിഫക്റ്റീവ് ഗുഡ്സ് വിത്ത് ന്യൂ വൺസ് അല്ലേ, പുതിയ ഗുഡ്സ് കൊടുത്ത് റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ റീഫണ്ട് കൊടുക്കുക കൊടുത്ത പൈസ, അല്ലെങ്കിൽ കോമ്പൻസേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് കാര്യങ്ങളിൽ അതിനുണ്ടെങ്കിൽ അധിക തുക പേ ചെയ്യുക. പിന്നെന്താണ്, അവാർഡിങ് പ്യൂണിറ്റീവ് ഡാമേജസ് അല്ലേ. അതേപോലെ തന്നെ എന്താണ്, ഇപ്പം നമ്മൾ പെനാൽറ്റി പോലെയൊക്കെ കൊടുക്കില്ലേ, പിഴ കൊടുക്കുക, ഫൈന് കൊടുക്കുക, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ സ്റ്റോപ്പ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസിനെ നിർത്തലാക്കുക, റെസ്ട്രിക്റ്റിംഗ് ഹസാർഡസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം റിമൂവിങ്
ദം ഫ്രം സെയിൽ അല്ലേ, അങ്ങനത്തെ പ്രോഡക്ട്സുകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രോഡക്ട്സുകൾ സെയിൽ ചെയ്യാതെ തടയുക, അതിനി വിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കുക. പിന്നെ കോമ്പൻസേറ്റിംഗ് അണ്ടർ പ്രൊഡക്റ്റ് ലയബിലിറ്റി ആക്ഷൻ പ്രകാരം അവർക്ക് വേണ്ട കോമ്പൻസേഷൻ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നിങ്ങളുടെ 11 ചാപ്റ്റേഴ്സിൻ്റെതും നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ റിവൈസൊക്കെ ചെയ്തു. നമ്മൾ ഷോർട്ടായിട്ട് തന്നെ എല്ലാം നല്ല രീതിക്ക് നോക്കി. എനിക്ക് മടുത്തിട്ടൊന്നുമില്ല, പക്ഷേ എനിക്ക് പഠിപ്പിക്കാൻ ഇനിയും പഠിപ്പിക്കും. പക്ഷേ എനിക്ക് കഴുത്തൊക്കെ അത്യാവശ്യം നല്ല വേദന ഉണ്ട്, ഇങ്ങനെ കുഞ്ഞിരുന്നിട്ട്. അതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങൾക്കെല്ലാവരും ഓക്കെ അല്ലേ? നമ്മൾ ഇന്ത്യ ജയിച്ചു അല്ലേ? അടിപൂക്കുറ്റി, ഇന്ത്യ ജയിച്ചു. നമ്മൾ 2 തവണ തുടർച്ചയായിട്ട് 2020 വേൾഡ് കപ്പ് ഇങ്ങ് എടുത്തു. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യാം? സന്തോഷത്തോടെ പോയി കിടന്നുറങ്ങാം. കിട്ടിയല്ലോ, സഞ്ജു നന്നായി തന്നെ കളിച്ചു. അപ്പോൾ അതിലും നിങ്ങൾ ഹാപ്പിയാണ്. അതേപോലെ നമ്മൾ 11 ചാപ്റ്റേഴ്സും നന്നായി തന്നെ നമ്മളും കവർ ചെയ്തു. അപ്പോൾ ഞങ്ങളും ഹാപ്പി, നിങ്ങളും ഹാപ്പി, എല്ലാ ഇന്ത്യക്കാരും ഹാപ്പി, നമ്മളെല്ലാവരും ഹാപ്പി. ക്ലിയർ അല്ലേ? നാളെ ഇനി വൈകുന്നേരമാണ് കേട്ടോ, നാളെ വൈകുന്നേരമാണ് ഉണ്ടാവുക. പ്രഡിക്ഷനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? അതെ, യു ആർ വെൽക്കം 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 ബഡീസ്, വെൽക്കം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പോയിരുന്ന് പഠിക്കുക, നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് നാളെ ഷോ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളുണ്ട്, ഷോ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? എക്സാം പോയിട്ട് അടിപൊളിയായിട്ട് എഴുതണം. പിന്നെ ഇൻസ്റ്റയിൽ ഞാൻ ഇട്ട പോസ്റ്റുകളുണ്ടല്ലോ, അതിലേതെങ്കിലും വേണമെങ്കിൽ എടുത്ത് നോക്കുക കേട്ടോ. ക്ലിയർ? സെറ്റ്? 87 അല്ലടാ, ആ സമയത്ത് ഞാനിവിടെ അല്ലേ ക്ലാസ് എടുക്കല്ലായിരുന്നോ? സഞ്ജു 80 എത്രയാണ് എടുത്തതെന്ന് തോന്നുന്നു, 87 സംതിങ് എന്തോ ആണ് എടുത്തത് ആള്. ഓക്കെ, റെഡി? നമ്മൾ 286 മൊത്തത്തിൽ എടുത്തില്ലേ? 4 വിക്കറ്റ് എന്തല്ലേ പോയിട്ടുള്ളൂ, 286 എടുത്തിട്ടുണ്ടെന്നാണ്, അങ്ങനെ തന്നെയാണ് സ്കോർ കണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ പാട്ടൊക്കെ പാടണോടാ, വയ്യ, ടയേർഡായി. ഓക്കെ, ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ടാറ്റ ബൈ ബൈ പറയാണ്. നമുക്ക് നാളെ പാട്ട് കച്ചേരിയൊക്കെ ഉണ്ടോ? നാളെ ഞാൻ മറ്റേ കാതല്യാനെ വരികിതിറമോ ആ പാട്ടൊക്കെ പാടും ഞാൻ. ഓക്കെ, ക്ലിയർ? സെറ്റ്? 255 ആണോ എടുത്തത്? 255. 70 ഔട്ട്, 70 ആണല്ലേ? ഓക്കെ, 78 ആണോ എടുത്തത് ആള്? അതെ, ടീം വർക്ക്. പിന്നെ അതുമല്ല, നമ്മൾ കിവീസിന് അത്യാവശ്യം നന്നായിട്ട് തന്നെയല്ലേ തോൽപ്പിച്ചത്. ഞാൻ കളി കാണാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഇവിടെ വർഷാമസൊക്കെ ഇരുന്ന് കളി കാണുന്നുണ്ടായിരുന്നു. കളി കാണാൻ ചെന്ന സമയത്ത് അവർ 70 ആയപ്പോൾ തന്നെ 4 വിക്കറ്റ് എന്തോ പോയിട്ടുണ്ടായിരുന്നു. അത്രയൊന്നും ഇല്ലല്ലോ നമ്മൾ. ഓക്കെ, 4 വിക്കറ്റ് എടുത്തിട്ട് 5 വിക്കറ്റ് പോയിട്ടുണ്ട് അല്ലേ നമ്മൾ ഇന്ത്യൻ്റെ. ഓക്കെ, അത് ഞാൻ ഇന്ത്യൻ്റെ മാച്ച് ഞാൻ കണ്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഇന്ന് സന്തോഷത്തിൻ്റെ രാത്രിയാണ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ബൈ ബൈ, നാളെ കാണാം. എക്സാമും കൂടെ ഉണ്ട് കേട്ടോ. ക്ലിയർ? ടാറ്റ, ഗുഡ് നൈറ്റ്.